നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകണ്ട ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകണ്ട കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകണ്ട ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകണ്ട കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകണ്ട ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകണ്ട കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകണ്ട ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകണ്ട കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകണ്ട ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകണ്ട കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഈ ബോട്ടണിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഒരു പൂ വെച്ചത്? ഓക്കെ മക്കളെ, അപ്പൊ വേഗം ഓടിപ്പാഞ്ഞ് കിതച്ചു വരിക. നമുക്ക് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. അപ്പൊ നാളെ നമ്മുടെ എക്സാം ആണ്. എക്സാം അടിപൊളിയായിട്ട് എഴുതാനുള്ള എല്ലാ പരിപാടികളുമായിട്ടാണ് നമ്മൾ എന്ന ഒരു ടീം തന്നെ നമ്മളെ മുമ്പിലുണ്ട്. ഓക്കെ, ഏറ്റവും വ്യക്തവും ശുദ്ധവുമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരും. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, അടിച്ച് പൊളിച്ച്. അപ്പോൾ നല്ലൊരു ഫയർ, നല്ലൊരു ഹാർട്ടിന്റെ നല്ലൊരു റെഡ് ഹാർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരെയും കാണുന്നുണ്ട്, നസ്രീനെ കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഇതിലൂടെ കയറി കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ലൈവുകൾ എത്തിക്കുക. നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ. ഒച്ചപ്പാടുകളും ബഹളമൊക്കെ ഉണ്ടാക്കി എന്താണ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന പരിപാടിയല്ല കേട്ടോ. നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, അത് ഓർത്തെടുക്കുക, നാളെ പരീക്ഷ പോയി അടിച്ചു പൊളിച്ച് എഴുതുക. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിലോ നല്ല ഒരു റെഡ് ഹാർട്ട് ഇട്ടുകൊണ്ട് നിങ്ങളുടെ സ്നേഹം എന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വേഗം ഓടി വരിക. 1 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും, ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. വേഗം ഓടി വരിക. റെഡി. അപ്പൊ വേഗം ഓടി വരിക. എന്റെ പൊന്നു മക്കളൊക്കെ എവിടെ പോയി? സോറി, ഈ പൂ വെച്ച് എന്തിനാന്നൊക്കെ ചോദിക്കണ്ട. ഓക്കെ മക്കളെ, അപ്പൊ വേഗം എന്ത് ചെയ്യാ, പലരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്താണ് ഇന്ന് പിന്നെ 6:30-ക്കാണെന്ന് തോന്നുന്നു. അപ്പൊ വേഗം എല്ലാരും അറിയിക്കുക. യെസ്, മിന്നി കാണുന്നുണ്ട്, നസ്രൻ, അനക, ഷിബു, ഹായ്, ആദി. അപ്പൊ ഏതായാലും മക്കളെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇന്നലെ
നമ്മൾ ഇന്നലെ ബയോടെക്നോളജി പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ മറന്നു വരുത്, നമ്മുടെ ഇർഫാൻ സാറ്, അർജുൻ സാറ്, ഗൗതമി മാമങ്ങളൊക്കെ ഒരു വലിയൊരു പട തന്നെ ഇതിന്റെ പിന്നിലേക്ക് വരുന്നുണ്ട്. യെസ്, ബേസൽ ടിക്കി തോമസ്, ലവ്ലി സോൾ ഗേൾ, പെറ്റ്സ് ലവർ പെറ്റ്മാൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, റെഡി? അപ്പൊ ഏതായാലും ശരി, ഇതിന്റെ പിന്നിൽ ഒരു വലിയ പട തന്നെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടോ നിർണായകമായ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു പേപ്പറൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. അപ്പൊ ഏതായാലും ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഏതായാലും ശരി, നമുക്ക് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, പതുക്കെ പതുക്കെ കിടക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ബോട്ടണിയിലാണ്, ആദ്യത്തെ സെക്ഷൻ ബോട്ടണിയാണ്. അതിനുശേഷം നമ്മൾ സുവോളജിയിലേക്ക് കയറും. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള സാധനങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചോ. നാളെ പരീക്ഷാ പേപ്പർ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിരിക്കും എന്നുള്ളതാണ്. യെസ്, ഋജു സാറേ എന്നൊക്കെ പറഞ്ഞ് അഭി വിളിക്കുന്നുണ്ട്. യെസ് മോനെ കാണുന്നുണ്ട്. അപ്പൊ മാക്സിമം ഇത് പോരാ, മാക്സിമം ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളൊരു 10 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. സാർ, ഈ ലൈവ് മാത്രം കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈവില് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻസിനുള്ളിലെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കും. ഓക്കെ, ഞങ്ങളെ ആഗ്രഹം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യാത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു വരുത്. ഈ ലൈവ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും കേട്ടോ. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം. യെസ്, ഓറഞ്ച് മീഡിയ വെബ് സാർ, ബിഗ് ഫാൻ. റെഡി? ഓക്കെ മക്കളെ, അപ്പൊ ഏതായാലും ശരി, നമ്മൾ വൈകുന്നില്ല, കാര്യങ്ങളിലേക്ക് പോവാണ്. ആദ്യത്തെ ഇടിപെട്ട 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി മറന്നു വരുത്, ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ബോട്ടണി അടുത്ത ചാപ്റ്റർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ബോട്ടണി സുവോളജി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും, വേഗം കേട്ടോ. അപ്പൊ 2 ചാപ്റ്ററുകളാണ് ആദ്യ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഈ 2 ചാപ്റ്ററിലെയും പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോരി, ഞാൻ പഠിപ്പിച്ചത് അതിനല്ലേ നമ്മളിവിടെ കുതിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഏതായാലും ശരി, അടിച്ച് പൊളിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സും. 2 കാര്യങ്ങൾ. അപ്പൊ തുടങ്ങിയാണെങ്കിൽ നല്ലൊരു ഫയർ, ഒരു തീ കൊണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു തീയിട്ട മക്കളെ, നല്ലൊരു തീയിട്ട്. ഓക്കെ, വേഗം ഇപ്പൊ തുടങ്ങും. ഇപ്പൊ മിന്നി കുറെ നേരമായി മിന്നിന്നതെല്ലാം എടാ, ഇപ്പൊ തുടങ്ങും. ഓക്കെ മക്കളെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗൗതമി മാം ഇവിടെ ഉണ്ട് കേട്ടോ. അനക ചോദിക്കുന്നുണ്ട്, ഗൗതമി ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തേക്ക് വരുന്നു. നിങ്ങളിന്ന് പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇന്ന് ഉറക്കൂ. നാളെ നേരം വെളുക്കുമ്പോ, നാളെ സുപ്രഭാതത്തിൽ, നാളത്തെ സൂര്യോദയം കാണുമ്പോ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണമേ എന്ന പ്രത്യാശയോടെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് തീർച്ചയായും കണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? റെഡി? അപ്പൊ 2 ചാപ്റ്റർ ആണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. റെഡി? ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് റെഡി മക്കളെ, നോക്കൂ ഇവിടെ നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റിങ്കു വിത്ത് എ സർക്കുലർ DNA contain sequence 5 GGATTCC 3 അങ്ങനെ 2 എന്ത് കൊടുത്തിട്ടുണ്ട്, 2 സീക്വൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. She wishes to add new segment of DNA. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടെക്നോളജി ഷീ പ്ലാൻഡ്. അല്ലെ, ഈ ചുവടെ തന്നിരിക്കുന്നതിൽ എന്താണ് അവർ ഏത് ടെക്നോളജിയാണ് പ്ലാൻ ചെയ്തത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, ഋജു സാർ ബോട്ടണി കിങ് എന്നല്ലേ പറഞ്ഞു. യെസ്, റെഡി? ഓക്കെ, കിങ് തന്നെയല്ലേ പറഞ്ഞു. മക്കളെ, ഇത് കണ്ടാൽ നമുക്കറിയാം ഏത് സീക്വൻസ് ആണ്, അല്ലെ? ഏത് സീക്വൻസ് ആണ്? ഐഡന്റിഫൈ ദ ടെക്നോളജി ഷീ പ്ലാൻ. ഏത് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു DNA അവർ സീക്വൻസ് ചെയ്തത് എന്നുള്ളതാണ്. യെസ്, അപ്പൊ ഒന്നാമത്തെ ആൻസർ നമ്മൾ എഴുതുന്നു മക്കളെ. എന്ത് എഴുതുന്നു? റീകോമ്പിനന്റ് DNA, അല്ലെ? റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക, അല്ലെ? 2 ഏത് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? 2 DNA തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അന്നപ്പോ ഒന്നാമത്തെ ആൻസർ നമ്മൾ പറഞ്ഞിരിക്കുന്നു. റെഡി?
suggest the specific enzyme to make a cut in the DNA with the above sequence. മക്കളെ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഏത് സ്പെസിഫിക് എൻസൈം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? വേഗം കമന്റ് ചെയ്ത് മക്കളെ. ഏത് സ്പെസിഫിക് എൻസൈം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? യെസ്, മറന്നു പോരുത്. റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ആളെ പേര് ഈക്കോറി എന്നാണ്. ഈക്കോ R1. എടാ ഈക്കോ R1. റെഡിയല്ലേ? നെയിം ദ കാറ്റഗറി. എടാ മക്കളെ, ഈക്കോ R1 എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ്? എഴുതിക്കോളാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പലരും കമന്റ് ചെയ്യുന്നുണ്ട്. എടാ റെഡി. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. റെഡിയാണ്. എടാ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഹൗ ദിസ് എൻസൈം ഐഡന്റിഫൈ ദ സീക്വൻസ്? ഏത് സീക്വൻസിനെ നോക്കിയിട്ടാണ് ഇവർ പോവാ? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഇവര് ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഒരു പ്രത്യേക തരം ആളുകളെ മാത്രമേ കട്ട് ചെയ്യൂ. ഏതാണ് ആ പ്രത്യേക തരം ആളുകൾ? വേഗം കമന്റ് ചെയ്ത് മക്കളെ. യെസ്, അനഗാഷിബ് പറയുന്നുണ്ട്. യെസ്, പാലിൻഡ്രോമിക് സീക്വൻസിനെ മാത്രമേ കട്ട് ചെയ്യൂ. പാലിൻഡ്രോമിക്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഇത് കണ്ടാൽ നമ്മൾ ഉറപ്പിച്ചോണം എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇത് റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റീകോമ്പിനന്റ് DNA നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 DNAകളെ തമ്മിൽ കൂട്ടിച്ചേർത്തുന്ന പരിപാടിക്കാണ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. ഓക്കെ, 2 ഓർഗാനിസത്തിന്റെ DNAകൾ തമ്മിൽ കൂട്ടിച്ചേർത്തുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോമ്പിനന്റ് DNA എന്ന് നമ്മൾ വിളിക്കുന്നത്. റെഡിയല്ലേ? ഇനി ഇക്കോ R1 ഇത് നമ്മൾ എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് പറയും. എടോ നോക്കണം മക്കളെ. നെയിം ദ കാറ്റഗറി. ഇക്കോ R1 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. റെഡിയല്ലേ? അടുത്തത് ഹൗ ദിസ് എൻസൈം ഐഡന്റിഫൈ ദിസ് സീക്വൻസ്. ഏത് സീക്വൻസിനെയാണ്? പാലിൻഡ്രോമിക് സീക്വൻസിനെ മാത്രമേ എന്ത് ചെയ്യൂ? കട്ട് ചെയ്യൂ. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഇനി അവിടെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇതൊരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു DNA ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇതൊരു DNA ആണ്, ഇത് 2 DNA ആണ്. ശ്രദ്ധിക്കണം മക്കളെ, ശ്രദ്ധിക്കണേ. 2 DNA ആണ്. ഇവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് അല്ലെ? ഇവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് ആരാണ്? ഇക്കോ R1ന്റെ സഹായത്തോടാണ്. ഇക്കോ R1 എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ. ഇക്കോ R1 എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? ദാ കേട്ടോളി. എസ്ചെറേച്ചിയ കോളി, E.coli RY13 ഇതാണ് സാധനം. എടാ E.coli എന്ന് പറഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് മക്കളെ? എന്താണ് നോക്കൂ. E for എസ്ചെറേഷ്യ അല്ലെ? ഖോ R പിന്നെ ആദ്യത്തെ സ്റ്റെയിൻ ആയൻ കൊണ്ട് 1 എന്നിട്ടു. അപ്പോ എസ്ചെറേഷ്യ കോളി RY13 എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ ഷോർട്ട് ആക്കിയതാണ് ഇക്കോ R1 എന്ന് പറയുന്നത്. യെസ്, അത് റിൻഷ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മറന്നു പോകരുത് മക്കളെ. എസ്ചെറേഷ്യ എന്ന് പറയുന്നത് അതിന്റെ ജീനസ് നെയിം ആണ്. ജീനസ് നെയിം. ഇത് അതിന്റെ സ്പീഷീസ് നെയിം ആണ്. എടാ RY എന്ന് പറയുന്നത് സ്റ്റെയിന്. ഓക്കെ, 13 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെയിൻ ആണ്. കേട്ടോ, അപ്പോ എസ്ചെറേഷ്യയിലെ E എടുത്തു, കോളിയിലെ കോ എടുത്തു, RYയിലെ R എടുത്തു. ആദ്യം കണ്ടുപിടിച്ചതായിക്കൊണ്ട് ഫസ്റ്റ് സ്റ്റെയിൻ ആയതുകൊണ്ട് അതിന് 1 ഇട്ടു. റെഡിയാണോ മക്കളെ? റെഡിയാണോ? അപ്പൊ ഇക്കോ R1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താണ്, ആ ഒരു ബോണ്ടിങ്ങിലാണ് നമ്മൾ ഇത് ക്ലീൻ ആയിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ക്ലീൻ ആയി നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയും എന്താണ്, ഈ ഒരു 2 DNA ഫ്രാഗ്മെന്റ്സുകളാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പോ ഏതാണ് ഇക്കോ R1 എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് ഗ്രൂപ്പിൽ പെട്ടെന്നാണ് മക്കളെ? ആൻഡ് ഇറ്റ് ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ പെട്ട ആളാണ്. റെഡിയല്ലേ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. റെഡിയല്ലേ? എവിടെ പോയി?
യാ ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത നീറഞ്ഞ കോൺഫിഡന്റോട് കൂടി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ആ ഭാഗം എന്താണ് ജസ്റ്റ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് അത് പറഞ്ഞതാണ് കേട്ടോ. റെഡി? ഇനി നമുക്ക് അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ നമ്മളെ 2010 മാർച്ച് എക്സാമിന് ചോദിച്ചതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതിന്റെ വേറെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ എന്താന്ന് പറയാം. റെഡി? അടുത്തത്, the picture given below shows technique used for generating multiple copies of the gene in interest. What is the technique? ഈ ടെക്നിക്കിനെ ഈ ചിത്രം കണ്ടിട്ടോ നിങ്ങൾക്ക് എന്ത് ടെക്നിക് ആണെന്ന് തോന്നുന്നു? വേഗം കമന്റ് ചെയ്ത് മക്കളെ, വേഗം കമന്റ് ചെയ്ത്. ഈ ചിത്രം കണ്ടിട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെക്നിക് കോൾഡ്? ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ ചിത്രം നമ്മൾ ഇന്നലെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഈ ചിത്രം അല്ലെങ്കിൽ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് സാധനം? ആരും കമന്റ് ചെയ്യുന്നില്ല. യെസ്, അലീന മാത്രമാണ് കമന്റ് ചെയ്തത്. എവിടെ എന്റെ കുട്ടികൾ? യെസ്, റിൻഷ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ആ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ കൊടുത്തത്. PCR അല്ലെങ്കിൽ ജീൻ ആംപ്ലിഫിക്കേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ റിയാക്ഷൻ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3. മക്കളെ, സ്റ്റെപ്പ് 1നും അവിടെ സ്റ്റെപ്പ് 1ന്റെ സ്റ്റെപ്പ് 1ന്റെയും സ്റ്റെപ്പ് 2ന്റെയും സ്റ്റെപ്പ് 3ന്റെയും പേരുകൾ എന്താണ് എന്ന് എഴുതാനാണ്. പറഞ്ഞോളി മക്കളെ, പറഞ്ഞോളി. ഒന്നാമത്തെ, യെസ്, ഒരുപാട് കുട്ടികൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് എന്ത് മക്കളെ? ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, യെസ്, അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, മറന്നു പോരുന്നു മക്കള്. എക്സ്റ്റൻഷൻ. അപ്പോ ഒരു PCR എന്ന് പറയുമ്പോൾ PCR പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പുകൾ, എന്താണ് സ്റ്റെപ്പുകൾ അതിൻ്റെ അകത്തുണ്ട്. സ്റ്റെപ്പ് 1 ഡീനാച്ചുറേഷൻ എന്ന് പറയും, ഡീനാച്ചുറേഷൻ. രണ്ടാമത്തത് അനീലിംഗ്, മൂന്നാമത്തത് എക്സ്റ്റൻഷൻ. റെഡിയല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ അണ്ടർലൈങ് ദിസ് ടെക്നിക് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ. DNA ആംപ്ലിഫിക്കേഷന്റെ യെസ് ആദ്യമൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ് മക്കളെ, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, നമ്മളൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പേ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കണേ. Explain the principle underlying this technique of DNA amplification. എന്ത് ടെക്നിക്കാണ് ഇതിനകത്ത് ആംപ്ലിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. ഞാൻ ആദ്യം ഒന്ന് എഴുതാട്ടോ. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ സിന്തസൈസ്. എങ്ങനെ ഉണ്ടാക്കുന്നു മക്കളെ? Synthesize by using primer and yes tag polymerize. മക്കളെ, ഈ ഒരു ആൻസർ നോക്കിയേ. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ, അതായത് നമ്മളെ ചോദ്യം ഒന്നുകൂടെ വായിക്കാണ്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ, ഇതിന്റെ പിന്നിലുള്ള അണ്ടർലൈങ് ദിസ്, അതായത് ഇതിന്റെ പിന്നിലുള്ള ടെക്നിക്ക്, അതായത് DNA ആംപ്ലിഫിക്കേഷന്റെ പിന്നിൽ എന്ത് തത്വമാണുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ, അല്ലെ? ഒരുപാട് ജീനുകൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലെ? PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് PCR? ഒരു DNA യിൽ നിന്ന് നമ്മൾ ഒരുപാട് DNA ഉണ്ടാവും അല്ലെ? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഒരു DNA കട്ട് ചെയ്തിട്ട് 2 എണ്ണമായിട്ട് മാറുന്നു അല്ലെ? 10 പ്രാവശ്യം PCR റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1024 DNA ഉണ്ടാവുന്നു അല്ലെ? 30 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 1 ബില്യൺ DNA ഉണ്ടാവുന്നു. അങ്ങനെ DNA എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു വരികയാണ്. ഇതാണ് ശരിക്കും സംഭവം. അതെങ്ങനെ നടക്കുന്നു? അപ്പൊ മക്കൾ പോയിന്റ് 2 പോയിന്റുകൾ നിങ്ങൾ സൂചിപ്പിക്കണം. ഒന്ന്, അതിൽ പ്രൈമർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ,
യെസ്, റാനിയ യൂസിങ് 2 sets of primer and yes, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ പ്രൈമർ നമ്മൾ ഉപയോഗിക്കുന്നത് വേഗം കമന്റ് ചെയ്ത് ആരാ പറയുന്നത് നോക്കട്ടെ. പ്രൈമർ നമ്മൾ ഏത് സ്റ്റെപ്പിലാണ് ഉപയോഗിക്കുന്നത്? ഡീനാച്ചുറേഷനിലാണോ, എക്സ്റ്റൻഷനിലാണോ, അതോ അനീലിംഗിലാണോ? വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞേ. ശ്രീശരൺ ശർസൻ പറയുന്നുണ്ട് സാർ ഞാൻ വൈകിയോ? മക്കളെ വൈകിട്ടില്ല. യെസ്, ആദ്യം പറയുന്നുണ്ട് എക്സ്റ്റൻഷൻ, പറയുന്നുണ്ട് റാനിയ, പറയുന്നുണ്ട് അനീലിംഗ്. എവിടെയാണ് മക്കളെ പ്രൈമർ നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രൈമർ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലാണോ, രണ്ടാമത്തെ സ്റ്റെപ്പിലാണോ, മൂന്നാം സ്റ്റെപ്പിലാണോ? യെസ്, രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് അനീലിംഗ്. മറക്കരുത് കേട്ടോ. ടാഗ് പോളിമറൈസ് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിലുമാണ്, എക്സ്റ്റൻഷൻ. റെഡിയല്ലേ? ഒന്നുമില്ല മക്കളെ, ആദ്യം നമ്മൾ ഒരു DNA എടുക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു DNA എടുക്കുന്നു, അതിനെ നന്നായിട്ട് ചൂടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീനാച്ചുറേഷൻ. ചൂടാക്കുന്ന പരിപാടിയാണ് ഡീനാച്ചുറേഷൻ. ചൂടാക്കി കഴിഞ്ഞാൽ DNA രണ്ടെണ്ണമായിട്ട് മാറുക. ഇതൊരു DNA, ഇതൊരു DNA. ഈ രണ്ട് DNA മുകളിൽ നമ്മൾ പ്രൈമർ എന്ന് പറഞ്ഞ എൻസൈം വെച്ച് ഒട്ടിക്കും. ഇതിനെയാണ് അനീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പതുക്കെ മാറി രണ്ട് പുതിയ DNA ആയിട്ട് മാറും. അതാണ് എക്സ്റ്റൻഷൻ. റെഡിയാണോ മക്കളെ? റെഡിയല്ലേ? ഓക്കെ ആണോ? റെഡിയാണോ? എവിടെ പോയി? ആരും ഒന്നും മിണ്ടുന്നില്ല. എവിടെ പോയി? റെഡിയല്ലേ? അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് PCR, പോളിമറൈസ്ഡ് റിയാക്ഷൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം DNA ചൂടാക്കി കഴിഞ്ഞാൽ രണ്ടായിട്ട് ഉപയോഗിക്കും. ആ വിഘടിച്ച അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിഞ്ഞ സാധനത്തിന് മുകളിൽ പ്രൈമർ വെച്ച് ഒട്ടിക്കും. അതാണ് അനീലിംഗ്. അതിനുശേഷം അനീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് DNA ആയിട്ട് മാറും. അതാണ് എക്സ്റ്റൻഷൻ. അത് ആരുടെ സഹായം കൊണ്ടാണ്? ടാഗ് പോളിമറൈസ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരൂടെ ഉണ്ട്, DNA പോളിമറൈസ്. എടോ, രണ്ടും ഒന്നാണ്. റെഡിയല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ റെഡി. അപ്പൊ ഏതായാലും ശരി, ഇത് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുന്നു. PCR റെഡി. അടുത്തതിലേക്ക് പോവാണ്. യെസ്, ഇത് നിങ്ങൾ പറയണം. ഐഡന്റിഫൈ പാലിൻഡ്രോമിക് സീക്വൻസ് ഫ്രം ദ ഫോളോയിങ്. അവിടെ തന്നിരിക്കുന്ന പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാണെന്നുള്ളതാണ്. ഒന്നാമത്തതാണോ, രണ്ടാമത്തതാണോ, മൂന്നാമത്താണോ, നാലാമത്താണോ? മക്കളെ വേഗം കമന്റ് ചെയ്തേ. ഏതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്? ഏതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്? യെസ്, അനഘ പറയുന്നു ഒന്നാമത്തത്. ഇനി ആരും പറയുന്നില്ലേ? അനഘ പറയുന്നു ഒന്നാമത്. യെസ്, റിൻസ, നസ്രിൻ, കമോൺ, അലീന, ആദി. യെസ്, ഒരു സംശയവുമില്ല, ഒന്നാമത് തന്നെയാണ്. യു ആർ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, മറന്നു പോകരുത്. പാലിൻഡ്രോമിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ എന്തേ വഴിയുള്ളൂ? ഇവിടുന്ന് അങ്ങോട്ട് വായിക്കുക, അവിടെ ഇങ്ങോട്ട് വായിക്കുക, രണ്ടും സെയിം ആയിക്കണം അല്ലെ? അതിന് എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമൂസ തിരിച്ചിങ്ങോട്ട് വായിക്കുക, സമൂസ. കത്രിക തിരിച്ചിങ്ങോട്ടും വായിക്കാം, കത്രിക അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇവിടെ നോക്കി മക്കളെ, ഞാനൊന്ന് മാറ്റി ചെയ്തേ. GATTC മക്കളെ നോക്കൂ. ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാൽ GATTC, ആടുന്ന് ഇങ്ങോട്ട് വായിച്ചാലോ GATTC. അങ്ങനെ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വരുന്നതിലാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാലിൻഡ്രോമിക് സീക്വൻസിൽ മാത്രമേ പഠിച്ചോളേ, പാലിൻഡ്രോമിക് സീക്വൻസിൽ മാത്രമേ ആര് കട്ട് ചെയ്യൂ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസസുകൾ വന്ന് കട്ട് ചെയ്യൂ. നമ്മൾ നേരത്തെ ഇക്കോ R1 കാര്യമൊക്കെ പറഞ്ഞു. അവരെവിടെ മാത്രമേ കട്ട് ചെയ്യൂ? പാലിൻഡ്രോമിക് സീക്വൻസിൽ മാത്രമേ കട്ട് ചെയ്യൂ. റെഡിയാണല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. റെഡി മക്കളെ? റെഡി? ഓക്കെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങളെ മുമ്പിലേക്ക് തരുന്നു. റീകോംബിനന്റ് DNA ടെക്നോളജി can be accomplished only if we have the following key tools: restriction enzyme,
polymerase enzyme, ligases and vectors. State function of മക്കളെ ഉറപ്പിച്ചോളി. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നാളെ എൻ്റെ പൊന്നുമക്കൾ PCR പഠിക്കാതെ പോകരുത്, പാലിൻഡ്രോമിക് സീക്വൻസ് പഠിക്കാതെ പോകരുത്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസും റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസും പഠിക്കാതെ പോകരുത്. അല്ലേ? റെഡി മക്കളെ? റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ്, ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം, അതേപോലെ തന്നെ നമ്മളെ ലിഗൈസസ്. ഇവിടെ രണ്ടെണ്ണമാണ് തന്നത് മക്കളെ. ഈ രണ്ടെണ്ണത്തിന്റെയും ഫംഗ്ഷൻ ഒന്ന് പറയണം. വേഗം പറഞ്ഞോളൂ മക്കളെ. എന്തിനു വേണ്ടിയിട്ടാണ് ലിഗൈസസ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നത്? വേഗം കമന്റ് ചെയ്തേ. യെസ്, ഫിദ പറയുന്നു ലിഗൈസസ്. ഫിദേ യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ലിഗൈസസ്? ഇറ്റ് ഈസ് ലിഗൈസസ് എന്ന് പറഞ്ഞാൽ ജോയിൻ. ലിഗൈസസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ജോയിൻ കടന്നു വരണം, അല്ലെ? രണ്ട് DNA ഫ്രാഗ്മെന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിഗൈസസ്, അല്ലെ? പശ, അതാണ് ആര്? ലിഗൈസസ്. ആൻഡ് ഇറ്റ് എൻസൈം വിച്ച് ഈസ് യൂസ്ഡ് ടു ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ്, അല്ലെ? DNA ഫ്രാഗ്മെന്റ്സുകളെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ലിഗൈസസ് ഉപയോഗിക്കുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം മക്കളെ, റെസ്ട്രിക്ഷൻ എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻഡ് ഇറ്റ് ഓൾവേസ് കട്ട് ദ DNA ഫ്രാഗ്മെന്റ്സ്, അല്ലെ? നമ്മൾ DNA ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കീവേഡുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ട മക്കളെ, ഒരു ഫയർ ഇട്ടേ. അപ്പൊ 2 മാർക്ക് നമ്മൾ ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നു കേട്ടോ. ഇത്രയും എളുപ്പമാണ്. ഇന്നലെകളും കുറെ ദിവസങ്ങൾക്ക് മുമ്പേ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ നന്നായിട്ട് പഠിച്ചിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ. ഇനി ഒരു പാട്ട് പാടിയാലോ? വേണ്ടല്ലേ, നാളെ പരീക്ഷയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോട്ടെ. അപ്പൊ മറന്നു പോരുത്, ലിഗൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ആണ്, റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ആണ്, പിന്നെ പോളിമറൈസ് എന്ന് പറഞ്ഞാല് പോളിമറൈസ് ഒന്ന് പഠിച്ചു നോക്കുക. ഇത് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഡിയല്ലേ? അതേപോലെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത് റെസ്ട്രിക്ഷൻ എൻസൈം 2 വിധത്തിലുണ്ട്, അല്ലെ? റെസ്ട്രിക്ഷൻ 2 എണ്ണമാണ്. പഠിച്ചതോളി, റെസ്ട്രിക്ഷൻ 2 എണ്ണം, അല്ലെ? ഒന്ന് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസസ്, മറ്റൊന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. മക്കളെ ഇത് രണ്ടും പഠിച്ചു വെച്ചോളാം. എക്സോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കട്ട് ചെയ്യും? കട്ട് ദ എൻഡ് എന്നാണ്, അല്ലെ? അതായത് ഒരു DNA എങ്ങനെയാണെങ്കിൽ ഈ DNA തലയും വാലും ആര് കട്ട് ചെയ്യും? ഈ തല, ഈ വാല്, ഇത് രണ്ടും കട്ട് ചെയ്യുന്ന ആളുകളെയാണ് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. തലയും വാലും കട്ട് ചെയ്യുക, തലയും വാലും കൂടെ കട്ട് ചെയ്യും. ഒരു വാരി മീൻ പൊരിക്കുന്ന പോലെയാണ്, അല്ലെ? വാലും തലയും കൂടെ കട്ട് ചെയ്യും. ഇനി എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? തലയും വാലും അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും, അല്ലെ? തലയും വാലും അല്ലാത്ത സ്ഥലങ്ങൾ സ്പെസിഫിക് സൈറ്റിൽ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, അല്ലെ? ഇങ്ങനെ എൻഡിലല്ലാതെ കട്ട് ചെയ്യുന്നത്, കട്ട് അറ്റ് ദ സ്പെസിഫിക് പൊസിഷൻ ആണെങ്കിൽ അത് എൻഡോന്യൂക്ലിയേസസ് ആണ്. മക്കളെ റെഡിയാണോ? അപ്പോ എക്സോന്യൂക്ലിയേസസ് പറഞ്ഞാൽ എൻഡില്, അല്ലെ? എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ അറ്റ് സ്പെസിഫിക് പൊസിഷൻ എന്നാണ്. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹം എനിക്ക് തരൂ. എവിടെ പോയി സാർ? ഞങ്ങൾ കോൺഫിഡന്റ് ആണ് എന്ന് കാണിക്കാൻ ഹൃദയം കൊണ്ടുള്ള ഒരു കോൺഫിഡന്റ് എനിക്ക് അയക്കൂ. യെസ്, നസ്രിൻ കുറെ നേരമായി. യെസ്, റെഡിയാണ്. യെസ്, റിൻഷ, ഫിദ ഫാത്തിമ, യെസ് ഫിദ, ഹായ്. റാനിയ റഹ്മാൻ, യെസ്. പാടൂ, പാടി. പാടൂ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഏതായാലും നമുക്ക് ഒരു പാട്ടോ പാടിക്കണം എടാ. അതിന് മുമ്പേ ഇതൊന്ന് തീരുമാനാക്കട്ടെ, എന്നിട്ട് നമുക്ക് പാടാം. റെഡി? അപ്പൊ റെസ്ട്രിക്ഷൻ എൻസോ
ഓക്കെ മക്കളെ, ഓക്കെ മക്കളെ, ഡാൻസ് കളിക്കോ. പിന്നല്ലാണ്ട് എടാ ഡാൻസ് മാസ്റ്റർ വിക്രം, പിന്നല്ലാണ്ട് നമ്മൾ കളിക്കാണ്ടിരിക്കോ. ആദ്യം നമ്മൾ നാളത്തെ പരീക്ഷേന്റെ ഒരു ഭാഗം തീർക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ ക്ലോണിംഗ് വെക്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. മക്കളെ, ഒരു ക്ലോണിംഗ് വെക്ടറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഓറി എന്താണ്, ബാം H1 എന്താണ് എന്നുള്ളതാണ്. ഓറി എന്താണ് മക്കളെ? എന്താണ് ഓറി? എന്താണ് ഓറി? ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെ, ഒറിജിൻ ഓഫ്, യെസ്, റിൻഷ പറയുന്നുണ്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ബാം HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ആൻഡ് ഇറ്റ് ഈസ് ക്ലോണിംഗ് സൈറ്റ്. എടാ മറന്നു വരുന്നത്, ക്ലോണിംഗ് സൈറ്റ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാം MB ആൻഡ് ടെറ്റ് എന്നൊരു സാധനം കാണാം. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സെലക്ടബിൾ മാർക്കർ. ഉറപ്പിച്ചോളി, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പോയി. സെലക്ടബിൾ മാർക്കർ. മക്കളെ പഠിച്ചു വെച്ചോളണം. ഓറി എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് പിന്നെ ബാം HI എന്ന് കുറെ 8 ക്ലോണിംഗ് സൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ 2 സെലക്ടബിൾ മാർക്കറും നമുക്ക് ഇതിനകത്ത് കാണാം. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളാം. നമ്മൾ ഒരുപാട് ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞു പോരുത് ഓറി ആൻഡ് ബാം HI. റെഡി? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. യെസ്, observe the sketch of staggered tank bioreactor and label the parts A, B, C and D. മക്കളെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചാണ്. നമ്മളെ ബാക്ടീരിയനെ ജ്യൂസ് അടിക്കുന്ന എന്താണ് മിക്സിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിൻ്റെ അകത്ത് കടന്ന് ജ്യൂസ് അടിച്ചിട്ടാണ് പ്രോട്ടീൻ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അതിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് എന്നുള്ളത് ഉറപ്പിച്ചോളി. ഇന്നത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ബയോടെക്നോളജി ഇതാണ് പുഷ്പം പോലെ പുഷ്പ കേട്ടോ. നാളത്തെ ബയോടെക്നോളജി പുഷ്പയാണ്. നമുക്ക് നോക്കാം. സോ എ എന്താണ് മക്കളെ? A4. മക്കളെ എ പറയൂ. യെസ്, ആദ്യം പറയുന്നു മോട്ടോർ, ശരിയാണ്. ഇനി B4. യെസ്, റിൻഷ പറയുന്നു ഫോം ബ്രേക്കർ. സി എന്താണ് മക്കളെ? സി ഫ്ലാറ്റ്. പോട്ടെ, ഫ്ലാറ്റ് ബ്ലേഡ് ഇംപെല്ലർ എന്നാണ് പറയാ. യെസ്, റിൻഷ പറയുന്നുണ്ട് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. റെഡി? And D4. What is D? Yes, and it is എന്താണ് മക്കളെ? ആസിഡ് ഓർ ബേസ് ഫോർ pH control. Acid or base for pH control. മക്കളെ ഉറപ്പിച്ചോളി 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഇത് നാളെ വന്നാൽ നിങ്ങൾ എഴുതുമോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒരു തമ്പിട്ടോളി. ഇത് നാളെ വന്നാൽ നിങ്ങൾ എഴുതുമോ അതാണ് എന്റെ ചോദ്യം. ഒന്നുകൂടി പറയാം, നമുക്കൊന്നുകൂടി പറയാം. A4 motor and B4 foam breaker and C4 flat bladed impeller and acid or base for pH control. Ready? Okay, അപ്പൊ വിട്ടുപോരുത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ എന്താണ് നാളെ ആവുമ്പോഴേക്കും അത് ക്ലീൻ ആയിട്ട് പഠിക്കണം. അത് ഓർമ്മപ്പെടുത്താനും അതെങ്ങനെ വരുന്നു എന്നറിയാനും നിങ്ങളെ ഗിവ് അവേ അതിന്റെ റൂട്ടിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 5 ഐഫോണുകളുമായിട്ട് ഏകൻ നിങ്ങളെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ. നാളെ ചരിത്രമാകാൻ പോകുന്ന ഏകണിന്റെ ഒപ്പം നിങ്ങളും ഉണ്ടാവും. എടേ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോട്ടെ മക്കളെ. Origin of replication and selectable marker are the 2 important features required for a cloning vector. Explain their role and facilitating cloning. മക്കളെ, 2 ആളുകളുടെ ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും മറ്റൊന്ന് സെലക്ടബിൾ മാർക്കറും. നോക്കണേ മക്കളെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമ്മൾ ഓറി എന്നാണ് വിളിക്കുക. സെലക്ടബിൾ മാർക്കർ യെസ്, 2 എണ്ണത്തിന്റെ എന്താണ് ചോദിച്ചത്?
ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും അതേപോലെ തന്നെ സെലക്ടബിൾ മാർക്കറിന്റെ രണ്ട് പ്രധാനപ്പെട്ട സാർ ഇന്നെല്ലാ പാഠം എടുക്കും മക്കളെ, ഇന്നെല്ലാ പാഠം എടുക്കും, ഒരു സംശയം വേണ്ട, അതിന് റെഡി ആയി തന്നെയാണ്. ഇന്ന് നേരം വൈകിയാലും ശരി അത് തീർത്തിട്ടേ പോകൂ. അതാണ് ഏഗൻ പറയുന്നത് ചെയ്യൂ, ചെയ്യുന്നത് പറയൂ, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഓറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈറ്റ് ഫോർ റെപ്ലിക്കേഷൻ. അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഓറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സെലക്ടബിൾ മാർക്കർ, മക്കളെ ശ്രദ്ധിക്കണേ, സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി കൊടുക്കാം. സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കർ, it is the marker which is used to identify a foreign DNA introduced into host organism. ഓക്കെ മക്കളെ, പഠിച്ചു വെച്ചോളണം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം. ചിലപ്പോൾ ഇത് തന്നെ നാളെയും വരും. എന്താണ് പറഞ്ഞത്? മാർക്കർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ഇൻ ടു എ ഹോസ്റ്റ് ഓർഗാനിസം. എന്താണ് മക്കളെ പറഞ്ഞത്? അതായത് ഇതൊരു കറുത്ത കളർ നൽകുന്ന DNA ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ നിറവും കറുപ്പാണ്. ഇത് എന്നിലെ കുത്തിവെച്ചു. ആ കുത്തിവെക്കുന്ന സമയത്ത് എൻ്റെ ശരീരം മൊത്തം ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുത്ത സാധനം A2 എന്നാണ് അല്ലെ? ആ കറുപ്പ് എവിടേക്ക് വന്നു? എൻ്റെ ശരീരത്തിലേക്ക് വന്നു അല്ലെ? ആ കറുപ്പാണ് ഇവിടുത്തെ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് അല്ലെ? എന്താണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ അകത്തേക്ക് DNA എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു അടയാളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ മക്കളെ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് റെഡിയാണോ? അപ്പൊ ആ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കയറി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻസ്. Given below are some enzymes are used for the releasing of DNA molecules from the different type of cell: lysozyme, chitinase, cellulose. Arrange them suitably in the columns provided below. മക്കളെ പറഞ്ഞോളി. പ്ലാന്റ് സെൽ, മക്കളെ പ്ലാന്റ് സെല്ലിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് അറിയുമോ? പ്ലാന്റ് സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലുലൈസ് ആണ് ഉപയോഗിക്കുന്നത്. സെല്ലുലൈസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ പ്ലാന്റ് സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സെല്ലുലൈസ് ആണെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനെ പൊട്ടിച്ച് തകർത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? ലൈസോസൈമിനെയാണ്. ഉറപ്പിച്ചോളി മക്കളെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. പ്ലാന്റ് സെല്ലിനെ പൊട്ടിക്കാൻ സെല്ലുലൈസ് എൻസൈമാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ബാക്ടീരിയൽ സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ലൈസോസൈം. അങ്ങനെയാണെങ്കിൽ ഫംഗൽ സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൈറ്റിനൈസ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഈ സാധനങ്ങളാണ് ശരിക്ക് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? DNA സ്പൂളിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. DNA വേർതിരിച്ചെടുക്കുന്ന പരിപാടിയാണ് DNA സ്പൂളിംഗ് എന്ന് പറയുന്നത്. ആ DNA സ്പൂളിംഗിൽ നമുക്ക് എന്ത് ചെയ്യണം? DNA എടുക്കണമെങ്കിൽ ചില സെൽ വോളുകളൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് സെല്ലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് എൻസൈമാണ് മക്കളെ? ഏതെൻസൈമാണ്? സെല്ലുലൈസ്. ബാക്ടീരിയൽ സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ലൈസോസൈം, ഫംഗൽ സെല്ലിനെ പൊട്ടിക്കാൻ കൈറ്റിനൈസ്. മറന്നു പോകരുത്, 3 മാർക്ക് നഷ്ടപ്പെട്ടരുത്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് ഉറക്കെ നിലവിളിക്കും. അത് സന്തോഷം കൊണ്ടുള്ള നിലവിളിയായിരിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അണ്ണൻ മന്ത്. Given below is the diagram of cloning vector. Observe the diagram and answer the following questions. Name the bacterium from which the vector is made. What are the significance of ori and rob denoted the picture? Okay, വേഗം പറഞ്ഞോ. Name the bacterium from which this vector. ഈ വെക്ടർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഒന്നും നോക്കണ്ട. ഈ കൊളായി.
Ready? Equali. What are the significance of ori and rope denoted in the picture? മക്കളെ, ഓറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഓറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ്. റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ് എന്നല്ല. എടാ, റെപ്ലിക്കേഷനെ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് ആര് മക്കളെ? ആര്? ദാറ്റ് ഈസ് റോപ്പ്. റെഡിയാണല്ലോ? അപ്പോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇത് ഒരു കാര്യം മക്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ ഇട്ട എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ കാണുന്നത് ഈ പപ്പടവട പോലത്തെ സാധനം ഉണ്ട് അല്ലെ? ക്ലോണിംഗ് വെക്ടർ. ഇതിനെ നമ്മൾ വിളിച്ചൊരു പേരുണ്ട്. ആരെങ്കിലും കമന്റ് ചെയ്യൂ. ഇതിനെ നമ്മൾ വിളിച്ചൊരു പേരുണ്ട്. എന്തായിരുന്നു നമ്മൾ വിളിച്ചത്? ദിസ് ഈസ് ദ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയും. ഇതിന് നമ്മൾ ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു? വേഗം കമന്റ് ചെയ്തു മക്കളെ. യാ, എന്താണ് വിളിച്ചത്? ആരും മിണ്ടുന്നില്ല. എന്തു പേര്? യെസ്, ഫിയ പറയുന്നു. യെസ്, ദാറ്റ് ഈസ് ഇതിന്റെ പേരാണ് മക്കളെ. എന്താണ് ഇതിന്റെ പേര്? ദാറ്റ് ഈസ് PBR 322. മറന്നു പോകരുത്, PBR 322. PBR, ഓയ് PBR. എടാ, ഈ പേര് മറന്നു പോകരുത്. ദ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ അല്ലെ? P for plasmid and B for Bolivar and R for Rodriguez. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോകരുത്. ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ, നമ്മൾ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ ആണ് PBR 322 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രം കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് മാത്രം നാളെ പരീക്ഷയ്ക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയല്ല, ഇത് കണ്ടു വന്നാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചോളണം. അതിൽ 8 ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്. അതേപോലെ തന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ചിത്രം നന്നായിട്ട് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. റെഡി? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഐഡന്റിഫൈ ദിസ് പ്രോസസ്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കുന്നു. ചിത്രം കാണുന്നുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ മക്കളെ. ഐഡന്റിഫൈ ദ പ്രോസസ്. വേഗം പറഞ്ഞ മക്കളെ, ഏതാണ് പ്രോസസ്? ഒന്നും നോക്കണ്ട, ചാടി കയറി ചെയ്തോ. ദാറ്റ് ഈസ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അടുത്തത് ഐഡന്റിഫൈ ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ സ്റ്റെപ്പ് 2 and 3. ആര് പറയും? അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിലെയും മൂന്നാമത്തെ സ്റ്റെപ്പിലെയും എൻസൈമുകളുടെ പേര് പറയാൻ. വേഗം പറഞ്ഞോ, ആരൊക്കെയാണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത് ആര്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ആര്? റിൻഷ ഇപ്പൊ റീകോമ്പിനന്റ് DNA. യെസ്, അത് ശരിയാണ് മോളെ. ഓക്കെ മക്കളെ, ഐഡന്റിഫൈ ദ എൻസൈം. രണ്ടാമത്തെ എൻസൈമിന്റെ പേര്. എടാ മക്കളെ, ഈ DNA കട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ? കട്ട് ചെയ്യുന്നത് ആരാ? ലിഗൈസസ് ആണോ? അല്ല. യെസ്, ഫിയ പറയുന്നുണ്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ഇനി മൂന്നാമത്തത്, എടാ മുറിച്ച് കഴിഞ്ഞ ശേഷം ഒട്ടിക്കുന്ന പരിപാടിയാണ് അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുറിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് അല്ലെ? ഒട്ടിക്കുന്ന ആള് പശ ആരാ? ദാറ്റ് ഈസ് ലിഗൈസസ്. റെഡിയല്ലേ മക്കളെ? റൈറ്റ് ദ ബേസ് സീക്വൻസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇക്കോറെ അല്ലെങ്കിൽ ECOR1 അല്ലെ? എന്താണ് മക്കളെ ഈ ബേസ്? റൈറ്റ് ദ ബേസ് സീക്വൻസ് റെക്കഗ്നൈസ്ഡ് ബൈ ECOR1. ഏത് ബേസ് ആണ് ഇവർ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എഴുതാനാണ് പറഞ്ഞത്. എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൂടെ എഴുതുക. GAA TTC. ഓക്കെ, നേരെ തിരിച്ച് ഇതേപോലെ എഴുതുക. എന്ത് ചെയ്താ? TTC. എടാ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, യെസ്, മറന്നു വരുന്നോ? TTC. ഓർഡർ മറന്നു വരുന്നത്, ഓർഡർ മറക്കരുത്. TTC നേരെ തിരിച്ചു പോവുക അല്ലെ? അങ്ങോട്ട് വായിക്കുന്നത് തിരിച്ചിങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആസ്
പാലിൻഡ്രോമിക് സീക്വൻസ്. റെഡി? ഇതെന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് പോവാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കയറുകയാണ്. എ മൾട്ടിനാഷണൽ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ ട്രൈഡ് ടു സെൽ ന്യൂ വെറൈറ്റീസ് ഓഫ് ടർമറിക് വിത്തൗട്ട് പ്രോപ്പർ പാറ്റന്റ് റൈറ്റ്സ്. വാട്ട് ഈസ് സച്ച് ആൻ ആക്ട് റിപ്പോർട്ട്? നിങ്ങളുടെ അനുവാദമില്ലാതെ മൾട്ടിനാഷണൽ കമ്പനി ചില സാധനങ്ങൾ വിൽക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ് മക്കളെ? ആരാണ് കമന്റ് ചെയ്യുക? ആരാണ് ആ ബുദ്ധിമാൻ? നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഒരു സാധനം എന്താണ് വിൽക്കുന്ന പരിപാടിയാണ്. എന്ത്? യെസ്, അതിന്റെ പേരാണ് ബയോ പൈറസി. ഫിയ പറയുന്നുണ്ട് ബയോ പൈറസി. യെസ് മക്കളെ, നിങ്ങളുടെ അനുവാദമില്ലാതെ, അതായത് നമുക്ക് ഇതിനെ വേർഡ് ഒന്നൊരു ചുരുക്കി പറയാം. ഇത് ഇത്ര വലിയ വേർഡ് നമുക്ക് പരീക്ഷന്റെ തലേന്ന് പഠിച്ചെടുക്കാനാവില്ല. ഒറ്റ കാര്യം ഓർത്താൽ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് റിസോഴ്സസ്. ഒരൊറ്റ വേർഡ് നിങ്ങൾ മനസ്സിൽ വെക്കുക, അൺഓതറൈസ്ഡ് യൂസ് ഓഫ് റിസോഴ്സസ്. ഓക്കെ മക്കളെ, നിങ്ങളുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യുക? റിസോഴ്സുകളെ ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ ബയോ പൈറസി എന്ന് വിളിക്കുന്നത്. മറന്നു പോരുത്. ബയോ റിയാക്ടറോ? എടാ, ബയോ റിയാക്ടർ വേടേടാ, അത് ജ്യൂസ് അടിക്കാനുള്ള സാധനം, ബാക്ടീരിയനെ കേട്ടോ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പതുക്കെ കയറാൻ പോകണേ. നെയിം ദ ടെക്നിക് യൂസ്ഡ് ടു പ്രിവെന്റ് ദ അറ്റാക്ക് ഓഫ് നിമാറ്റോഡ്സ് ഇൻ റൂട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ്സ്. മക്കളെ പറഞ്ഞോടി, ഏത് ടെക്നിക്കാണ് നിമാറ്റോഡ്സ് അല്ലെ റൂട്ടിന്, അതായത് ടൊബാക്കോ പ്ലാന്റ്സുകളുടെ റൂട്ടിനെ കരന്ന് തിന്നുന്ന കുറച്ച് ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്. ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേര് മക്കള് മറന്നു പോകരുത്, RNAi എന്ന് പറയും അല്ലെ. RNAi എന്താണ് ഈ RNAi എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് RNA ഇന്റർഫറൻസ് എന്നാണ് നമ്മൾ പറയാ. RNA ഇന്റർഫറൻസ്. മക്കളെ ആ ഭാഗം നല്ലോണം വായിക്കണേ. ഞാനിവിടെ ഒന്ന് പറയാൻ പോവാണ്. ഒന്നുമില്ല, RNA നമ്മൾ സൈലന്റ് ആക്കും. എങ്ങനെ സൈലന്റ് ആക്കും? നമുക്കറിയാം, സാധാരണ DNA അല്ലെ, DNA നിന്ന് നേരെ എന്ത് വയ്ക്കുന്നു? ചില പ്രത്യേക സാഹചര്യം കൊണ്ട് mRNA ഉണ്ടാവുന്നു. mRNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഈ പ്രോട്ടീൻ ഉണ്ടായ ഭയങ്കര അലമ്പാണ് അല്ലെ. ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് തടയണം. അത് തടയണമെങ്കിൽ ആര് സഹായിക്കണം? mRNA നമ്മളങ്ങ് സൈലന്റ് ആയിക്കാളും. മൂപ്പരങ്ങ് എന്ത് ചെയ്യും? ഫങ്ഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് മാറ്റും. ഈ പരിപാടിക്കാണ് എന്ത് പറയുന്നത്? RNA ഇന്റർഫറൻസ് എന്ന് പറയാ. RNA സൈലൻസ് ആക്കുക. സൈലൻസിങ് ഓഫ് RNA ഓർ mRNA. റെഡിയല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. ഇനി നമുക്ക് സുവോളജിയിലേക്കൊക്കെ കയറാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് യൂസ് ടു കറക്റ്റ് ദ ജനറ്റിക് ഡിഫക്റ്റ്? ജീൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് മക്കളെ? ജീൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ജീൻ തെറാപ്പി അല്ലെ. എന്താണ് മക്കളെ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ? കറക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ. അതാണ് വേർഡ് കേട്ടോ. ആ വേർഡ് പറഞ്ഞു വരുന്നത്, കറക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ അല്ലെ. എന്തെങ്കിലും പ്രശ്നമുള്ള ജീനുകളെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. അതൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, എന്ത് വേണം ചെയ്യാം കേട്ടോ. ഇതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ഈ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞൊരു ഒരു രോഗമുണ്ട്, ഒരു ഡിസീസ് ഉണ്ട് അല്ലെ. എന്തായാലും അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി അഥവാ ADA. പറഞ്ഞു കേട്ടോ, ADA അല്ലെ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്, ADA. റെഡിയല്ലേ? അഡിനോസിൻ ഡി അമിനേസ്. ഇതിനെ ബാധിക്കുന്ന ഈ രോഗത്തിനെതിരെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ജീൻ തെറാപ്പി കൊടുത്തത്. അസാന്തിക ഡിസിൽവ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്കാണ് എന്ത് ചെയ്തത്? ഈ ഒരു എന്ത് കൊടുത്തത്? പിന്നെ ഈ ഒരു ജീൻ തെറാപ്പി ആദ്യമായി ചെയ്തത് അല്ലെ. അപ്പോ ജനിക്കുന്നതിന് മുമ്പേ ശരിക്കും ചെയ്യണം. അതായത് ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ?
അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ADA. മറന്നു പോകരുത് അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി, ഇമ്മ്യൂണിനെ അല്ലെങ്കിൽ നമ്മളെ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ADA എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനാണ് ആദ്യമായിട്ട് ജീൻ തെറാപ്പി എന്ത് ചെയ്തത്, കൊടുത്തത് എടാ. അതായത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് അത് ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അവർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജീൻ തെറാപ്പി എന്താണ് ADA നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. റെഡിയാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പതുക്കെ കയറാൻ പോണ്. Side time genetically modified organism will make unpredictable result in the future. Which is the organization of Government of India monitor the validity of GM research? അല്ലെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ റിസർച്ചുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഗൈഡ് ലൈൻസ് പുറത്തിറക്കുന്ന ആ ഒരു കമ്മിറ്റിയെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രാവശ്യം നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു, എന്തായിരുന്നു അത്? That is Genetic Engineering Approval Committee, GEAC അല്ലെ. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ് ഇങ്ങനെയുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിലെ കംപ്ലീറ്റ് റിസർച്ചുകളും എന്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻ്റെ പൊന്നു മക്കൾ മറന്നു പോകരുത്. റെഡിയല്ലേ? അപ്പൊ ഇതിന്റെ ഫുൾ ഫോം അങ്ങ് പഠിച്ചേക്കാം. എക്സ്പാൻഷൻ ഒരു പ്രാവശ്യം ചോദിച്ചാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ അല്ലേ? പൊളിയല്ലേ മക്കളെ? ഇനി വരുന്നുണ്ടോ? അർജുൻ സാർ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, സച്ചിൻ സാർ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്രൈ ജീൻ ആർ ഡിഫറെന്റ് ടൈപ്പ്. നെയിം 3 ക്രൈൻ ജീൻ. റൈറ്റ് ദ യൂസ് ഓഫ് പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് ജീൻ. മക്കളെ, ക്രൈ ജീനെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. ക്രൈ ജീൻ എത്ര തരത്തിലുണ്ട്? പിടിച്ചോളി. ക്രൈ 1AB, ക്രൈ 1AC, ക്രൈ 2AB. റെഡിയല്ലേ? ഇത്രയും എണ്ണമുണ്ട്. 3 ടൈപ്പാണ്. എന്താണ് ഈ ക്രൈ? കുറെ നേരമല്ലോ കുത്തിരി കരയുന്നത് മക്കളെ. ക്രിസ്റ്റൽ പ്രോട്ടീൻ എന്നാണ് ഇതിന് വിളിക്കുന്നത് എടാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബാസിലസ് തുറിൻസിയൻസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ടോക്സിക് പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈ ജീൻസ് എന്ന് പറയുന്നത് എടാ. ആ പേര് മറന്നു വരുന്നത്. ബാസിലസ് തുറിൻസിയൻസിസ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ടോക്സിക് ജീനാണ് ഇത്, അല്ലെങ്കിൽ ടോക്സിക് പ്രോട്ടീൻ ആണ് ഇത്, ക്രൈ ജീൻ. റെഡി? അപ്പേ റൈറ്റ് ദ യൂസസ് ഓഫ് പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് ജീൻ. പിടിച്ചോളി മക്കളെ, പിടിച്ചോളി. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ സൂര്യൻ ഉദിച്ച നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് ഇവയുടെ ഫംഗ്ഷൻ എന്ന്. അപ്പോ എന്ത് ചെയ്യണം? ഒരു സംശയമില്ലാതെ എടോ, സംശയത്തിന്റെ ഒരു ലെവലേശം ഇല്ലാതെ ധൈര്യമായിട്ട് ചോദിക്കോളി. ക്രൈ 1AB എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് കൺട്രോൾ കോൺ ബോറർ. തണ്ട് തൊരപ്പന്മാരെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഇനി ഇവര് ചെയ്യുന്നത് ഇറ്റ് കൺട്രോൾ കോട്ടൺ ബോൾവേം. മക്കളെ പഠിച്ചു വെക്കണം കേട്ടോ. ക്രൈ 1AB-യുടെയും ക്രൈ 1AC-യുടെയും ക്രൈ 2AB-യുടെയും ഫംഗ്ഷൻ മക്കൾ നിർബന്ധമായിട്ട് നിങ്ങൾ നാളെ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ച്? എൻസൈമുകളെ കുറിച്ച് പഠിക്കുക, ക്ലോണിംഗ് വെക്ടറിനെ കുറിച്ച് പഠിക്കുക, പോളിമറൈസ് ചെയിൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ ക്രൈജീൻ. ഇത് അടുത്ത പാടാണ് കേട്ടോ. നമ്മൾ 2 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നിങ്ങളുടെ സ്നേഹം വരട്ടെ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ട് പോരുത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസിലേക്കാണ് കേട്ടോ. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത നിങ്ങളെ ബോട്ടണി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻസുലിൻ ഇൻ എ മാൻ ഈസ് നോർമലി പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽ ഓഫ് ദ പാൻക്രിയാസ്, ബട്ട് നൗ a days it is commercially produced from bacteria like E. coli
and marketed as humulin. Write down the procedure used. Insulin is not taken from the pancreas of slaughtered animals. Why? എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഹ്യൂമൻ ആദ്യമായിട്ട് നമുക്കറിയാം ഇൻസുലിൻ, ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ, ഇൻസുലിൻ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തതാ ഒരു അമേരിക്കൻ കമ്പനിയാണ്. ആ അമേരിക്കൻ കമ്പനിയെ എന്റെ പൊന്നുമക്കൾ മറന്നു പോരുത്. അവരുടെ പേരാണ് എലി ലില്ലി. ആ പേര് മറന്നു പോരുട്ടോ, എലി ലില്ലി. ഇതൊരു കമ്പനിയാണ്, അമേരിക്കൻ കമ്പനി. ഐ തിങ്ക് ഇറ്റ് ഈസ് 1983. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോരുത്. ആദ്യമായിട്ട് ഹ്യൂമൻ ഇൻസുലിൻ സിന്തസൈസ് ചെയ്ത അമേരിക്കൻ കമ്പനിയാണ് എലി ലില്ലി. ഇനി ഞാനേ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് സാധാരണ ഇവരെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇൻസുലിന്റെ സ്ട്രക്ചർ ഉറപ്പിച്ചോളികള്. അതായത് ഇൻസുലിന് നമുക്ക് പ്രോ ഇൻസുലിൻ എന്നൊരു സാധനമുണ്ട്. പ്രോ ഇൻസുലിൻ നിങ്ങൾ ഇപ്പം എത്ര മാത്രം മനസ്സിലാക്കാം. പ്രോ ഇൻസുലിൻ നിന്നാണ് എന്തുണ്ടാകുന്ന മക്കളെ? ഇൻസുലിൻ ഉണ്ടാകുന്നത്. എടാ ചെറുതായിട്ട് പഠിക്കടാ. പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മൂപ്പർ എന്തല്ല, ഒരു ഫംഗ്ഷൻ ചെയ്യൂല, ഇമ്മച്ചുറ, ഒരു ഫംഗ്ഷനൽ, നോൺ ഫംഗ്ഷണൽ കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഇമ്മച്ചുവർ ആൻഡ് നോൺ ഫംഗ്ഷണൽ കേട്ടോ, ഒരു പണിയും ചെയ്യൂല. പക്ഷെ ഇൻസുലിൻ അങ്ങനെയല്ല, ഇറ്റ് ഈസ് മെച്ചുവർ ആൻഡ് ഫംഗ്ഷണൽ. അപ്പോ ഈ പ്രോ ഇൻസുലിൻ നിന്ന് എങ്ങനെയാണ് ഇൻസുലിൻ ആയിട്ട് മാറുന്നത് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം, അതിന് 3 ചെയിൻ ഉണ്ടാവും. എത്ര ചെയിൻ ഉണ്ട് മക്കളെ? 3 ചെയിൻ. എടാ എത്ര സിമ്പിൾ ആയിട്ട് പഠിക്കണ. 3 ചെയിൻ ഉണ്ട് പ്രോ ഇൻസുലിന്. ഒന്നാമത്തെ ചെയിൻ്റെ പേര് എ ചെയിൻ. ഇതാണ് എ ചെയിൻ. ഇനി ഇതിന്റെ അപ്പുറത്ത് വേറൊരു ചെയിൻ കൂടെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ്, ഇത് എ ചെയിൻ, ഇത് ബി ചെയിൻ, അതായത് സി ചെയിൻ. എടാ മക്കളെ 3 ചെയിനുകൾ ഉണ്ടാവും. 3 പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ് ആർക്കുള്ളത്? നമ്മളെ പ്രോ ഇൻസുലിൻ ഉള്ളത്. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ അകത്ത് നിന്ന് എങ്ങനെയാ ഇൻസുലിൻ ആകുകയെന്നറിയോ? ഈ എ ചെയിനും ബി ചെയിനും മാത്രം അങ്ങോട്ടാവും. സി ചെയിൻ അങ്ങ് ഡിറ്റാച്ച്ഡ് ആവും. മൂപ്പര വൈക്ക് അങ്ങ് പോവും. എടാ എ ചെയിന് മുകളില്, ബി ചെയിൻ അടിയില്, അല്ലെ? ഈ സാധനം ഇങ്ങനെ ഒരു കോലത്തിലായിട്ട് മാറും. അതായത് നേരത്തെ പ്രോ ഇൻസുലിൻ്റെ അകത്ത് 3 ചെയിനുകൾ ഉണ്ടായിരുന്നു. എ ബി സി 3 ചെയിനുകളാണ്. പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ. അതിൻ്റെ അകത്ത് നിന്ന് സി അങ്ങോട്ട് പോയ വെറുതെ അല്ല. ഇവിടെ ഡൈ സൾഫൈഡ് ബോണ്ടുകൾ ഉണ്ടാവും. ഡൈ സൾഫൈഡ് കണ്ടോ, 2 സൾഫർ ഉണ്ടോ നിങ്ങള്? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ അതെന്തായി? നല്ല അടിപൊളി ഇൻസുലിനായി. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ നടന്നത്? ശരിക്കും നമ്മളെ ഈ പ്രോ ഇൻസുലിൻ്റെ അകത്ത് നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കണം എന്ത് ചെയ്താൽ മതി? ഒരു എ ചെയിനും ബി ചെയിനും ഉണ്ടാക്കിയിട്ട് ഒരു ഡൈ സൾഫൈഡ് ബോണ്ട് ഇങ്ങനെ കുത്തിവെച്ചാൽ പോരെ? ഇൻസുലിൻ ആയില്ലേ? ഇതേ പരിപാടിയാണ് എലി ലില്ലി ചെയ്തത്. ഓലെന്ത് ചെയ്ത്? ഒരു എ ചെയിനും ഉണ്ടാക്കി, ഒരു ബി ചെയിനും ഉണ്ടാക്കി, എന്നിട്ട് നടുക്ക് ഡൈ സൾഫൈഡ് ബോണ്ട് അങ്ങോട്ട് കുത്തിവെച്ച് പരിപാടി തീർന്ന് കേട്ടോ. അപ്പൊ സ്ട്രക്ചർ മക്കളെ കൃത്യമായിട്ട് പഠിക്കണം. പ്രോ ഇൻസുലിൻ്റെ അകത്ത് എ ചെയിന്, ബി ചെയിന്, സി ചെയിന്, അതിൻ്റെ അകത്ത് നിന്ന് സി അങ്ങോട്ട് പോയി കഴിഞ്ഞ് അവിടെ ഡൈ സൾഫൈഡ് ബോണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഇൻസുലിൻ. ഓക്കെ, ഇതാണ് ശരിക്കും ഇൻസുലിൻ സ്ട്രക്ചർ. ഇങ്ങനെയാണ് അവരുണ്ടാക്കിയത്. അവരെന്താ ചെയ്തത്? ഒരു എ ചെയിൻ ഉണ്ടാക്കി, ഒരു ബി ചെയിൻ ഉണ്ടാക്കി. സീൻ അവർ മൈൻഡ് ചെയ്തില്ല ഹലോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് സൾഫൈഡ് ബോണ്ട് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചു, ലിങ്ക് ചെയ്ത് വെച്ചു. ഇൻസുലിനായി. സിമ്പിൾ പരിപാടിയാണ് എന്ന് ഞാൻ പറയും. ഇത് അത്ര സിമ്പിൾ അല്ല കേട്ടോ. ഇത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സാധനമാണ്. ഓക്കെ മക്കളെ, കൃത്യമായിട്ട് മനസ്സിലായോ? ഉറപ്പിച്ചോളി, നാളെ ഏതാണ് ഇൻസുലിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ വരികയും ചെയ്യും. എങ്ങനെയാ വരിക എന്ന് കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അതിന് മുമ്പ് ഒരു സാധനം കാണിക്കേണ്ടത് ഇതാ. യെസ്, given below the diagram showing formation of insulin from pro-insulin, explain how pro-insulin develops to form insulin. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. പ്രോ ഇൻസുലിൻ ഉണ്ട്, അതിൽ നിന്ന് സി ചെയിൻ പോയി, ഇത് എ ചെയിൻ, ഇത് ബി ചെയിൻ, നടുക്ക് സൾഫൈഡ് ബോണ്ട്, സി പോയി, ഫ്രീ ആയി കേട്ടോ. ആ ചിത്രം കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെക്കണം. ഇത്രയേ ഉള്ളൂ. എയും ബിയും സിയും കൂടി ചേർന്നാൽ
പ്രോ ഇൻസുലിൻ. എന്റെ അകത്തുനിന്നും ബിന്റെ അകത്തുനിന്നും സി അങ്ങോട്ട് പോയാൽ മൈനസ് ചെയ്താൽ അത് ഇൻസുലിൻ. ഇത്രയും ഓർത്താൽ മതി എടാ. ഓക്കെ, എന്നിട്ട് ഡൈ സൾഫൈഡ് ബോണ്ട് കൂടിയും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മക്കളെ റെഡിയാണല്ലോ? മക്കളെ റെഡിയാണല്ലോ? അപ്പൊ 2 ചാപ്റ്ററിലെ ഏറ്റവും ഇടിവെട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഡിയാണെങ്കിൽ ഞങ്ങൾക്ക് സാർ പറഞ്ഞത് 6:30 തൊട്ട് ഈ സമയം വരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു തീയിട്ടുകൊണ്ട് ഞാൻ അടുത്ത ഇടിവെട്ട് സാറിനെ ഞാൻ വിളിക്കാൻ പോവാണ്. റെഡിയാണോ? ഇനി ഞാൻ വരും, ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇന്ന് ത്രൂ ഔട്ട് നമ്മൾ ബയോളജി പഠിക്കാൻ പോകണം. റെഡിയാണോ? എവിടെ എന്റെ പൊന്നുമക്കൾ? റെഡിയാണോ? അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ പറഞ്ഞു തന്ന സാധനങ്ങൾ എല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ട് ഒറ്റ പ്രാവശ്യം കൂടി നിങ്ങൾ നോട്ട് പഠിക്കുക. ഇനി നോട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ ചാനൽ തന്നെ നമ്മളെ ലൈവ് ഉണ്ട്, അത് കൃത്യമായിട്ട് കാണുക. ഓക്കെ, റെഡി? അപ്പൊ ഏതായാലും ശരി, നമ്മൾ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സാറിനെ വിളിക്കുകയാണ്. യാ, സാറ് കുറെ നേരമായി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. സോറി, ക്ഷമിക്കണം. ഓക്കെ, സ്ലൈഡ്. അപ്പൊ ആരും തന്നെ പോരുത്. സാർ ഇടയ്ക്ക് പാട്ടൊക്കെ നല്ലൊരു ഗായകൻ കൂടിയാണ് അല്ലേ സാറേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ല സാറേ. ഏത് ചാപ്റ്ററാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. യെസ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത്. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1ാം സ്ഥാനം അതിനാന്ന് തോന്നുന്നു. 2ാം സ്ഥാനമാണ് ഇപ്പോൾ ബയോടെക്നോളജികൾ. അപ്പോൾ മറന്നു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മാർക്ക് വൈസിൽ 1ാം സ്ഥാനക്കാരനും ബയോടെക്നോളജി 2ാം സ്ഥാനക്കാരൻ എന്ന് പറഞ്ഞ് രണ്ടും കട്ടക്കിക്കുന്നതാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു. മക്കളെ എന്തെല്ലാണ്? നാളെയാണല്ലേ നമ്മുടെ എക്സാം. പഠിച്ചവരവരെ എത്തി. അപ്പൊ നമ്മളെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ? ചാപ്റ്ററിന്റെ പേരെന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഈ ചാപ്റ്ററിൽ ചില ഏരിയാസ് ഉണ്ട്, അവർ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസിലേക്ക് നമുക്ക് 1 by 1 ആയിട്ട് കടക്കാം. ഞാൻ ദേ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറെ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി ഞാൻ പറഞ്ഞുതരും. നോട്ട് ഇറ്റ്. ഓക്കെ, ഫൈൻ. മക്കളിതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. എന്താണ്? ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. താഴെ 3 ടേമുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 ടേമുകൾ? ഓട്ടോഗെമി, ഗേറ്റോണോഗെമി, ക്സീനോഗെമി അല്ലെ? എന്താണ് ഓട്ടോഗെമി? ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നും അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗെമി. ഇനി ഗേറ്റോണോഗെമി നോക്കിക്കേ. ഗേറ്റോണോഗെമിയിൽ എന്താണ്? ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നും മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്കാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പക്ഷെ മക്കളെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കണ്ടീഷൻ എന്താണെന്ന് അറിയോ? ഇവിടെ ഫ്ലവർ എന്താണ്? ഡിഫറെന്റ് ആണ്. പക്ഷെ പ്ലാന്റ് ഇവിടെ എന്താണ്? കോമൺ ആണ്. സോ ഗേറ്റോണോഗെമി ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ of one flower to the stigma of the another flower of the same plant. അതിനെ വിളിക്കുന്ന പേരാണ് ഗേറ്റോണോഗെമി. നെക്സ്റ്റ് വൺ ഏതാണ്? ക്സീനോഗെമി. എന്താണ് ക്സീനോഗെമി? കം ഓൺ, എന്താണ് ക്സീനോഗെമി? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം വൺ പ്ലാന്റ് ടു അനദർ പ്ലാന്റ്. ഇവിടെ പ്ലാന്റ് തന്നെ എന്തായി കഴിഞ്ഞു? ഡിഫറെന്റ് ആയി കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ ക്സീനോഗെമി അല്ലെങ്കിൽ എന്ത് വിളിക്കുക? ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുക. ഈ ഓട്ടോഗെമി മക്കള് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറും ചാസ്മോഗ്യാമസ് ഫ്ലവറും കേട്ടിട്ടുണ്ടോ? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്താണ്? ഫുൾ ടൈം ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് ആണ് എന്ത്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. ഈ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറില് എന്തുവാണ്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറില് നടക്കുന്ന ഒരേ ഒരു ടൈപ്പ് ഓഫ് പോളിനേഷൻ ഏതാണ്? ഓട്ടോഗെമിയാണ്. ഫ്ലവർ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയല്ലേ, അപ്പൊ അവിടെ ഗേറ്റോണോഗെമി നടക്കുവോ? ഇല്ല. ക്സീനോഗെമി നടക്കുവോ? ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞ ഫ്ലവർ ഏതായിരുന്നു? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. അതിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് പോളിനേഷൻ ഏതാണ്? ഓട്ടോഗെമി. ദാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഏർലി സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് ആർ സിമിലർ ഇൻ ബോത്ത് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട്സ് അല്ലെ?
അതായത് ഡൈക്കോട്ട് പ്ലാന്റിന്റെ എംബ്രിയോ ഡെവലപ്മെന്റ് ആണെങ്കിലും മോണോകോട്ട് പ്ലാന്റിന്റെ എംബ്രിയോ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ടും എന്താണ് സിമിലർ ആണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇനീഷ്യൽ സ്റ്റേജസിലെ ഡെവലപ്മെന്റ്? നമുക്കറിയാം സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു, സൈഗോട്ടിൽ മൈറ്റോസിസ് നടക്കുന്നു, പ്രോ എംബ്രിയോ ഉണ്ടാവുന്നു, പ്രോ എംബ്രിയോയിൽ മൈറ്റോസിസ് നടന്നിട്ട് ഏത് എംബ്രിയോ ആണ്? യെസ്, ഗ്ലോബുലാർ എംബ്രിയോ, പിന്നെ ഹാർട്ട് ഷേപ്പ് എംബ്രിയോ, പിന്നെ മെച്യൂർ എംബ്രിയോ. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് ഡൈക്കോട്ടിലും മോണോകോട്ടിലും എന്താണ്? സെയിം ആണെന്നാണ് ഇവർ പറഞ്ഞത്. ഞാനും പറഞ്ഞത് ഇപ്പൊ എന്താണ്? സെയിം ആണെന്നാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ ടു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഈ കാണിച്ചിട്ടുള്ള ഡൈക്കോട്ട് എംബ്രിയോ, ഇതിൽ ഏതാണ് ഡൈക്കോട്ട് എംബ്രിയോ? ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോ. ഇതേത് എംബ്രിയോ ആണ്? മോണോകോട്ട് എംബ്രിയോ ആണ്. ആ ഡൈക്കോട്ട് എംബ്രിയോയും മോണോകോട്ട് എംബ്രിയോയും തമ്മിൽ രണ്ട് ഡിഫറൻസ് അവർ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ 5 ഡിഫറൻസ് പറയാൻ പോവാണ്. 5 മിനിമം നമ്മൾ പറയണ്ടേ? നമ്മളോട് ചിലപ്പോൾ എക്സാമിന് 4 ചോദിച്ചാലോ? പറയാൻ പറ്റില്ലല്ലോ. ശരി, ഏതൊക്കെയാ ഡിഫറൻസ് നോക്കിയേ. ഫസ്റ്റ് വൺ തന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോന്റെ 2 കോട്ടിൽഡൻ കാണാം അല്ലേ? എത്ര കോട്ടിൽഡൻ കാണാം? 2 കോട്ടിൽഡൻ കാണാം. മോണോകോട്ടിൽ ഒറ്റ കോട്ടിൽഡനെ മോണോകോട്ടിൽ കാണുന്നുള്ളൂ. ആ മോണോകോട്ടിലെ കോട്ടിൽഡൻ ആണ് ദേ ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിൽഡൻ ആണ് മോണോകോട്ടിലെ കോട്ടിൽഡൻ. ഒരു ഡിഫറൻസ് ആയ. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? ഡൈക്കോട്ടിൽ മക്കൾ സ്ക്യൂട്ടെല്ലാം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. മോണോകോട്ടിൽ എന്ത് കാണുന്നുണ്ട്? സ്ക്യൂട്ടെല്ലാം കാണുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, നമ്മുടെ മോണോകോട്ട് പ്ലാന്റില് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. ഈ ഡൈക്കോട്ടിൽ നോക്കിക്കേ, എവിടെയെങ്കിലും കോളിയോപ്റ്റൈൽ കാണുന്നുണ്ടോ? ഇല്ല. എന്താണ് കോളിയോപ്റ്റൈൽ? ഇനിയിപ്പോൾ എക്സാമിന് ചോദിക്കുക എന്താണ് കോളിയോപ്റ്റൈൽ? പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? കോളിയോപ്റ്റൈൽ. പിന്നെ അടുത്തത് എന്താണ്? എപ്പിബ്ലാസ്റ്റ്. നമ്മുടെ മോണോകോട്ടിന് എന്തുണ്ട്? എപ്പിബ്ലാസ്റ്റ് ഉണ്ട്. ഡൈക്കോട്ടിന് എന്തില്ല? എപ്പിബ്ലാസ്റ്റ് ഇല്ല. എടാ, ഈ എപ്പിബ്ലാസ്റ്റ് എന്തായിരുന്നു? എപ്പിബ്ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ. ഹൈലി റുഡമെന്റഡ് സെക്കൻഡറി കോട്ടിൽഡൺ, അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിബ്ലാസ്റ്റ്. അതെന്തിൽ കാണില്ല? ഡൈക്കോട്ടിൽ കാണില്ല. പിന്നെ മക്കൾ നോക്കിക്കേ ഇതേ ഇവിടെ എന്തുണ്ട്? കോളിയോറൈസ ഉണ്ട് അല്ലേ? കോളിയോറൈസ. മോണോകോട്ടിൽ കോളിയോറൈസ ഉണ്ട്, ഡൈക്കോട്ടിൽ കോളിയോറൈസ ഉണ്ടോ? ഇല്ല. എന്താ ഈ കോളിയോറൈസ? വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദി റാഡിക്കൽ. സോ നമുക്ക് 5 പോയിന്റ്സ് കിട്ടിയേ. ഇതിൽ ഏതെങ്കിലും 2 ഇവർ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 5 നാളത്തെ എക്സാമിന് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് 5 വെച്ച് അങ്ങോട്ട് കസറാം. ഓക്കെ. പിന്നെ ഡയഗ്രാം ഇപ്പൊ വരും, നോക്കിക്കോ. ഇത് ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഐഡന്റിഫൈ ദ പാർട്സ് A, B and C and D. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ആന്തർ. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പം ഞാനിത് ഈ പാർട്സ് ഒന്നും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ലാബിൾഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് കൊണ്ടുവന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാമാണ് ഇതല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാണ്. ഇതിൻ്റെ അകത്ത് ലാബിൽ ചെയ്യാൻ അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇത് ലാബിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇത് നമുക്ക് ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത സമയത്ത് ഈ ആന്തറിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ഉണ്ടല്ലടാ, ഈ ആന്തറിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ, ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. എന്താ വിളിക്കുക? എപ്പിഡെർമിസ്. അതിന്റെ ഉള്ളിലായിട്ട് കാണുന്ന ലെയർ, അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോത്തീസിയം. അപ്പൊ ഏറ്റവും പുറത്ത് കാണുന്നത് എപ്പിഡെർമിസ്, അതിൻ്റെ ഉള്ളിൽ എൻഡോത്തീസിയം, അതിൻ്റെ ഉള്ളിൽ മിഡിൽ ലെയർ, അതിൻ്റെ ഉള്ളിൽ ടെപ്പീറ്റം. ഇനി അകത്തുനിന്ന് പുറത്തോട്ട് ടെപ്പീറ്റം, മിഡിൽ ലെയർ, എൻഡോത്തീസിയം, എപ്പിഡെർമിസ്. ഇനി നമുക്ക് ഇവരുടെ ഒരു ഫംഗ്ഷൻ നോക്കിയാലോ. എപ്പിഡെർമിസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ. എൻഡോത്തീസിയം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡെഹിസൻസ് ഓഫ് ആന്തർ. എന്താ ഡെഹിസൻസ് ഓഫ് ആന്തർ? എടാ, ഈ ആന്തറിന്റെ ഉള്ളിലല്ലേ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അപ്പൊ ഈ ആന്തർ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്തിന് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ? പോളൻ ഗ്രെയിൻസിന് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്തർ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ് ഇസ് നോൺ ആസ് dehiscence of anther. പിന്നെ എൻഡോ, ദെൻ സ്പോറോജീനസ് ടിഷ്യൂ. ഒക്കെ ഫൈൻ, വാട്ട് എവർ. സ്പോറോജീനസ് ടെപ്പിറ്റത്തിന്റെ ഉള്ളിലാണ് കാണുന്നത്. നമുക്ക് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ എന്താണ് വരുന്നത്? ടെപ്പീറ്റം. ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ ആണ് ടെപ്പീറ്റം. ഇടയ്ക്കിടയ്ക്ക് ഈ ടെപ്പീറ്റത്തിനെ പറ്റി ചോദിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടെപ്പീറ്റത്തിൽ നമ്മൾ പഠിക്കേണ്ടത്? 4 പോയിന്റെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ടെപ്പീറ്റം ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഈ ടെപ്പീറ്റത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക? പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് നൊറിഷ്മെന്റ് കൊടുക്കുന്നത് ആരാണ്? ടെപ്പീറ്റം ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടെപ്പീറ്റം
മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ടെപ്പിരിതിൽ എന്താണ്? ഡെൻസ് സൈറ്റോപ്ലാസം ആണ്. ഈ 4 പോയിന്റും ടെപ്പിരിതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് നോക്കിയേ, നമ്മുടെ സെയിം ആന്തറിന്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ്. ഇതിൽ ഏത് ഡയഗ്രാം വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ദേ ഔട്ടർ ലെയർ ഏതാണ്? എപ്പിഡെർമിസ്, അതിനുള്ളിലായിട്ട് എൻഡോത്തീസിയം, അതിനുള്ളിൽ മിഡിൽ ലെയർ, അതിൻ്റെ ഉള്ളിൽ എന്താണ്? ടെപ്പീറ്റം. ടെപ്പീറ്റത്തിനുള്ളിലായിട്ട് നമുക്ക് ദേ മൈക്രോസ്പോർ, മദർ സെല്ലൊക്കെ കാണാം. ഇവരാണ് എന്തായിട്ട് മാറുന്നത്? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് മെയിൽ ഗാമീറ്റ് ഇൻ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെയിൽ ഗാമെറ്റോഫൈറ്റ്. Arrange the following terms in their correct developmental sequence. Pollen grain, sporogenous tissue, anther, microspore tetrad, then pollen mother cell, male gamete. ഇത്രയും കാര്യങ്ങളെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങളെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ആദ്യം ആരാ വരുന്നത്? സ്പോറോജീനസ് ടിഷ്യൂ. ആദ്യം ആരാ വരുന്നത്? സ്പോറോജീനസ് ടിഷ്യൂ അല്ലേ? ഓക്കെ. ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സ്പോറോജീനസ് ടിഷ്യൂ ഡെവലപ്സ് ഇൻ ടു പോളൻ മദർ സെൽ. ഈ പോളൻ മദർ സെല്ലിൽ എന്ത് നടക്കും? മിയോസിസ് നടക്കും. പോളൻ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മൈക്രോസ്പോർ ടെട്രാഡ്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? മൈക്രോസ്പോർ ടെട്രാഡ്. ഈ മൈക്രോസ്പോർ ടെട്രാഡിൽ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. മൈക്രോസ്പോർ ടെട്രാഡ്. ആ മൈക്രോസ്പോർ ടെട്രാഡിൽ 4 മൈക്രോസ്പോർ ഉണ്ടാവും. ആ മൈക്രോസ്പോർ എന്തായി ഡെവലപ്പ് ചെയ്യും? പോളൻ ഗ്രെയിൻ. സോ 4ാമത്തെ സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ. ഇനി ഈ പോളൻ ഗ്രെയിൻ ഉള്ളിലാണ് എന്ത് കാണുക? മെയിൽ ഗാമേറ്റ്. പോളൻ ഗ്രെയിൻ മെയിൽ ഗാമേറ്റ് അല്ലേ? പലരും വിചാരിച്ചത് പോളൻ ഗ്രെയിൻ മെയിൽ ഗാമേറ്റ് ആണെന്നാ. പോളൻ ഗ്രെയിൻ മെയിൽ ഗാമേറ്റ് അല്ല. പോളൻ ഗ്രെയിൻ എന്താണ്? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. എന്താണ്? മെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, 5ാമത്തെ സ്റ്റേജ് ആണ് എന്ത്? മെയിൽ ഗാമേറ്റിന്റെ ഡെവലപ്മെന്റ്. Then double fertilization. Double fertilization is a characteristic features of angiosperm. നമ്മുടെ ആൻജിയോസ്പം അതായത് പുഷ്പിക്കുന്ന ആരടാ? അതന്നെ, പുഷ്പിക്കുന്ന ചെടികളിൽ മാത്രമേ എന്ത് കാണുന്നുള്ളൂ? ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വന്നേ? വിച്ച് ആർ ദ ഇവന്റ്സ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ആ ഡബിൾ ഫെർട്ടിലൈസേഷൻ എടുക്കുന്നതിന്റെ മുന്നേ ഡബിൾ ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുക? എംബ്രിയോസാക്. എംബ്രിയോസാക്കിന്റെ മറ്റൊരു പേരെന്താ? ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഇതൊക്കെ ഓർത്ത് വെക്കണേ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാ. അപ്പൊ ഞാൻ എംബ്രിയോസാക് അല്ലെങ്കിൽ ആ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡയഗ്രാം ഒന്ന് ലാബൽ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ എംബ്രിയോസാക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതേ 3 സെല്ലുകൾ കാണാം അല്ലേ? 1 സെല്ല്, 2 സെല്ല്, 3 സെല്ല് കാണാം. ഓക്കെ. ഈ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ആന്റിപോഡൽസ് എന്ന് വിളിക്കും. എന്താടാ വിളിക്കുക? ആന്റിപോഡൽ. സോ എത്ര ആന്റിപോഡൽസ് ഉണ്ട്? 3 ആന്റിപോഡൽസ് ഉണ്ട്. താഴെ ദേ 2 സെല്ല് കാണുന്നുണ്ട്. കണ്ടോ? 2 സെല്ല് താഴെ കാണുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന പേരെന്താണ്? സൈനർജിഡ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കടാ? സൈനർജിഡ്സ് എന്ന് വിളിക്കും. ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഒരു എഗ് സെല്ല് കാണുന്നുണ്ട്. എന്താ കാണുന്നേ? ഒരു എഗ് സെല്ല് കാണുന്നുണ്ട്. എഗ് സെല്ല് കാണുന്നുണ്ട്. പിന്നെ എന്താ നോക്കിയേ? നമ്മുടെ സെൻട്രൽ സെൽ. ഇതേതാണ്? നമ്മുടെ സെൻട്രൽ സെല്ലാണ്. സെൻട്രൽ സെല്ല്. എന്താണ് ഈ സെൻട്രൽ സെല്ലിന്റെ പ്രത്യേകത? മക്കൾ ആന്റിപോഡൽ നോക്കും. 3 ആന്റിപോഡൽ ഉണ്ട്. 3 ആന്റിപോഡൽ ഉണ്ട്. ഓരോ ആന്റിപോഡലും ഓരോ ന്യൂക്ലിയസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? ഓരോ ന്യൂക്ലിയസ്. ശരി, സൈനർജിഡ് എടുത്ത് നോക്കിയേ. 2 സൈനർജിഡ് ഉണ്ട്. ഓരോ സൈനർജിഡിലും ഓരോ ന്യൂക്ലിയസേ കാണുന്നുള്ളൂ. പിന്നെ എക്സെല്ലില് ഒരു എക്സെലാണുള്ളത്, അതിലും ഒരു ന്യൂക്ലിയസേ കാണുന്നുള്ളൂ. പക്ഷേ ഈ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസ് കാണുന്നുണ്ട്. കണ്ടോ? 2 ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളാർ ന്യൂക്ലിയസ്. പോളാർ ന്യൂക്ലിയായി. ഓക്കെ, ഫൈൻ. അപ്പൊ മക്കളെ എക്സാമിന് ചോദിക്കുകയാണ്, നമ്മുടെ ആൻജിയോസ്പെർമിന്റെ എംബ്രിയോസാക്കിന് എന്തുകൊണ്ടാണ് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് എന്ന് വിളിക്കുന്നത്? 7 സെല്ലും 8 ന്യൂക്ലിയസും. ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. ആന്റിപോഡൽ 3 സെൽ, ഓരോന്നിലും ഓരോ ന്യൂക്ലിയസ്. ഓക്കെ, ആന്റിപോഡൽ 3 സെൽ 3 ന്യൂക്ലിയസ്. സൈനർജിഡ് 2 സെല്ല് അല്ലെ? 2 ന്യൂക്ലിയസ്. സൈനർജിഡ് 2 സെൽ 2 ന്യൂക്ലിയസ്. എക്സെൽ 1 സെൽ 1 ന്യൂക്ലിയസ്. ഇപ്പൊ എത്ര സെല്ലായി? എണ്ണണേ. 6 സെല്ല്. ഇതേ 7ാമത്തെ സെല്ല് എന്താണ്? സെൻട്രൽ സെൽ 7 സെല്ല്.
സെൻട്രൽ സെല്ലിൽ എത്ര ന്യൂക്ലിയസ്? 2. ടോട്ടൽ എത്ര ന്യൂക്ലിയസ് ആയി? 8 ന്യൂക്ലിയസ് അല്ലേ? ആന്റിബോഡിയിൽ 3, സൈനോസിഡ് 2, എക്സെൽ 1, സെൻട്രൽ സെല്ല് 2, ടോട്ടൽ 8 ന്യൂക്ലിയസ്. സെല്ലോ 7 സെൽ. ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. വാട്ട് ആർ ദ ഇവന്റ്സ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഇവന്റ്സ് ഏതൊക്കെയാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 ഇവന്റ്സ് ആണ്. അതിൽ ഒരു ഇവന്റ് ആണ് സിങ്കമി, മറ്റേ ഇവന്റ് ആണ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്തുവാ? ട്രിപ്പിൾ ഫ്യൂഷൻ. സിങ്കമി, ട്രിപ്പിൾ ഫ്യൂഷൻ. എന്താണ് സിങ്കമി? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് സിങ്കമി. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്ന പ്രോസസ് ആണ് എന്ത്? ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ മക്കൾ നോക്കിക്കേ, ദാണ്ട് ഇവിടെ എക്സെൽ എന്ന് പറഞ്ഞ് ഞാൻ ദേ ഈ സെല്ലിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെല്ലാണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമേറ്റ്. പോളൻ ഗ്രെയിൻസിന്റെ കയ്യിൽ എന്തുണ്ട്? മെയിൽ ഗ്യാമേറ്റ് ഉണ്ട്. ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഈ ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. നോക്കുക, സൈഗോട്ട് ഡിപ്ലോയിഡ് കിട്ടി, കണ്ടോ? ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിങ്കമി. അടുത്തത് ഏതാണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. ഏതാണ് അടുത്തത്? ട്രിപ്പിൾ ഫ്യൂഷൻ. ശ്രദ്ധിച്ചോ, നമ്മുടെ ഇവിടെ സെൻട്രൽ സെല്ലിന്റെ അകത്ത് 2 ന്യൂക്ലിയസ് കാണുന്നില്ലേ? ഉണ്ട്. ഒരു മെയിൽ ഗ്യാമേറ്റും ഈ സെൻട്രൽ സെല്ലിന്റെ അകത്ത് കാണുന്ന ഈ 2 പോളാർ ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പെർം സെൽ ഉണ്ടാവും. കണ്ടോ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഓർ പ്രൈമറി എൻഡോസ്പെർം സെൽ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സോ നോക്കിക്കേ, നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 ഇവന്റുകൾ ഏതൊക്കെയാണ്? 1 സിങ്കമി, 2 ട്രിപ്പിൾ ഫ്യൂഷൻ. 2ന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടില്ല? ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല. മക്കൾ എന്തും കൂടി പഠിച്ചു വെച്ചേക്കണം, ഇതിന്റെ ഡെഫിനിഷനും കൂടി പഠിച്ചു വെച്ചേക്കണം. അടുത്തത് എന്താണ്? നെയിം ദ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ട്രിപ്ലോയിഡ് ന്യൂക്ലിയസിന്റെ പേരെന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. റൈറ്റ്, ഉറപ്പിച്ച ആ മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ. പിന്നെ ഇതൊരു ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോസേക്ക് അല്ലേ? യെസ്, ഇതൊരു ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോസേക്കാണ്. കണ്ടോ? ഫെർട്ടിലൈസേഷൻ നടന്നൊരു എംബ്രിയോസേക്ക. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഇവിടെ സൈഗോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം? അതൊരു ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോസേക്കാണെന്ന് ഉറപ്പിക്കാം. പിന്നെ എന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ആന്റിബോഡൽ ഉണ്ടായിരുന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഫ്യൂ സെക്കൻഡ്സ് നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആന്റിബോഡൽ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സൈനർജിഡ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടാൽ വരാൻ സാധ്യതയുള്ള, ഞാനിവിടെ കൊടുത്തിട്ടില്ല കാരണം ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതിയല്ലോ. ഓക്കെ. ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക്. അപ്പോൾ മക്കള് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക, അത് എന്ത് എംബ്രിയോ സാക്ക് ആയിരിക്കും? ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക് ആയിരിക്കും. അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം? സൈഗോട്ട് കാണണം, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് കാണണം, ഡീജനറേറ്റിംഗ് സൈനർജിഡ് കാണണം, ഡീജനറേറ്റിംഗ് ആന്റിബോഡൽസ് കാണണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. Characters of certain flower are given below. Arrange them correctly in the relevant column. ഇതാണ് നമ്മുടെ relevant column. ശരി. Characters. Pollen grains are long and ribbon shaped. ഒരു character. Large amount of pollen grains are produced. Well exposed stamen. Flowers produce 4 odors. Flowers are large, colorful, fragrant and rich in nectar. Pollen grains are protected from wet by mucilage covering. ഇതൊക്കെ കുറെ ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഏതൊക്കെ ഫ്ലവേഴ്സിന്റെ ആണ്? വിൻഡ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേഷനെ വിളിക്കുന്ന പേരെന്താണ്? നോട്ട് ചെയ്തോ? അനിമോഫിലി. അപ്പോൾ വാട്ടർ പോളിനേഷൻ എന്താ വിളിക്കുക? ഹൈഡ്രോഫിലി. പിന്നെ ഏതാ ഉള്ളത്? ഇൻസെക്ട് പോളിനേഷൻ എൻറ്റമോഫിലി. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ശരി. പിന്നെ പറഞ്ഞ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ മക്കൾ ആദ്യം തന്നെ നമുക്ക് ഏതിലേക്ക് പോവാം? ഇൻസെക്ട് പോളിനേഷനിലേക്ക് പോവാം അല്ലേ? ഇൻസെക്റ്റിലേക്കല്ലേ പോവാം? ഇൻസെക്റ്റാണ് നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ളത്. കണ്ടോ? ഇതാണ് ഒരു ഇൻസെക്ട് പോളിനേഷൻ നടക്കുന്ന ഒരു ഫ്ലവർ. ദേ അതിൻ്റെ നടുവിലൊരു ഇൻസെക്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ? ഒരു ഹണിബീനെ കണ്ടില്ലേ? ഫൈൻ. ആ ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കേ. ലാർജ് ആണ്, ബ്രൈറ്റ് ഇൻ കളറാണ്, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്താണ്? അഥവാ ഈ ഫ്ലവർ സ്മോൾ ആണെങ്കിൽ ദേ വിൽ അഗ്രിഗേറ്റ് ഇൻ ടു
ഇൻഫ്ലോറസൻസ്. അപ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞത് ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത് അല്ലേ? ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? ദേ നോക്ക്, നമുക്ക് ആദ്യം നമ്മുടെ ഇൻസെക്ട് പോളിനേഷൻ നോക്കാം. ശ്രദ്ധിച്ചേ. ഫ്ലവർ ആർ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ. എന്തിനാണ് നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം ഇൻസെക്ട് വന്നിരുന്നാൽ അവർ വീണ്ടും വരാൻ വേണ്ടിയിട്ട് ആ ഇൻസെക്ട്സിന് കൊടുക്കുന്ന റിവാർഡ്, നമ്മുടെ കൈക്കൂലി ആണ് എന്ത്? നെക്ടർ, ഹണിയൊക്കെ അല്ലേ? അത് തന്നെ. പിന്നെ ഫ്ലവർ പ്രൊഡ്യൂസ് ഫൗൾ ഓർഡർ. എന്താ? ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ല്, അതും പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനറിയോ? നമ്മുടെ ബീറ്റിൽസിലെ വണ്ടുകളൊക്കെ അവരൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ എന്തിൻ്റെ ഫീച്ചേഴ്സാണ്? ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി എന്താണ് വരുന്നത്? പറഞ്ഞേ, ഇനി എന്താണ് വരുന്നത്? വിൻഡ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സ് എടുക്കുക അല്ലേ? വിൻഡ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണ് വരുന്നത്? നോക്കിയേ, നോക്ക്. ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം കാറ്റിലൂടെ ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പറക്കുമ്പം കുറേ പോളൻ ഗ്രെയിൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും. ഓക്കെ, ശരി. പിന്നെ അടുത്തത് എന്താണ്? വാട്ടർ പോളിനേഷൻ, ഹൈഡ്രോഫിലി. എന്തൊക്കെയാണ് വാട്ടർ പോളിനേഷനിൽ വരുന്നത്? നനയാൻ പാടില്ല അല്ലേ? അപ്പോൾ പോളൻ ഗ്രെയിൻസിന് എന്ത് വേണം? മ്യൂസിലേജ് കവറിങ് വേണം. പിന്നെ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിലൂടെ ഇങ്ങനെ സ്വിം ചെയ്തിട്ട് വേണം ഫീമെയിൽ ഫ്ലവറിലെത്താൻ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ലോങ് ആയിരിക്കണം, റിബൺ ഷേപ്പ് ആയിരിക്കണം. ഇതും നമ്മൾ പഠിച്ചു. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. ഇനി നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ ആൻഡ് മെൻഷൻ വൈ ദ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ഇൻ ദ ഫോസിൽ. ഓക്കെ, നമുക്ക് ആദ്യം പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. പോളൻ ഗ്രെയിനിൽ 2 ലെയേഴ്സ് ഉണ്ട്. പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറിന് നമുക്ക് ആദ്യം അങ്ങോട്ട് തുടങ്ങാം അല്ലേ? പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറിന് നമ്മൾ എന്താ വിളിക്കാറ്? ഇൻടൈൻ എന്നാണ് വിളിക്കാറ്. എന്താണ് വിളിക്കാറ്? ഇൻടൈൻ. ഇൻടൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് pectin and cellulose. Fine. അത്രേ ഉള്ളൂ ഈ ഇന്ത്യനെ പറ്റി പഠിക്കാൻ. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ മെയ്ഡ് അപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. റൈറ്റ്, ഫൈൻ. പിന്നെ ഔട്ടർ ലെയറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഔട്ടർ ലെയറിന് എന്താ വിളിക്കുന്നത്? ഈ ഔട്ടർ ലെയറിന് എന്താ വിളിക്കുക? എക്സൈൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? എക്സൈൻ എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ഔട്ടർ ലെയറിനെ വിളിക്കുന്നത്. ഈ എക്സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, പറഞ്ഞേ ചാറ്റ് ബോക്സിലിട്ടേ, സ്പോറോപോളനിൻ. എന്തുകൊണ്ടാണ്? സ്പോറോപോളനിനെ കൊണ്ടാണ് എന്തുണ്ടാക്കിയത്? എക്സൈൻ ഉണ്ടാക്കിയത്. എന്താ ഈ സ്പോറോപോളൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ സ്പോറോപോളനെ ഡീഗ്രേഡ് ചെയ്യാൻ, നശിപ്പിക്കാൻ ഭയങ്കര പണിയാണ്. എൻസൈംസിനും ആസിഡിനും ഒന്നും സാധിക്കാത്തൊരു കാര്യമാണ് ഈ സ്പോറോപോളനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. അത്രയ്ക്കും ഹാർഡായ അല്ലെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയത്? എക്സൈൻ ഉണ്ടാക്കിയത്. ഓക്കെ ആണല്ലോ? ഇനി ഇടയ്ക്ക് എക്സാമിന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആഡ് ചെയ്യാണ്. നമ്മുടെ ഈ എക്സൈൻ്റെ ചില ഭാഗങ്ങൾ കണ്ടോ? എക്സൈൻ്റെ ചില ഭാഗം, ഫോർ എക്സാമ്പിൾ ഈ ഒരു റീജിയൻ അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടോ? കണ്ടോ മക്കള്? അതെന്താ അവിടെ കുഴി വന്നതെന്നറിയോ? നമ്മുടെ എക്സൈൻ്റെ ചില ഭാഗത്ത് എന്തുണ്ടാവില്ല? സ്പോറോപോളനിൻ ഉണ്ടാവില്ല. മനസ്സിലായോ? എക്സൈൻ്റെ ചില ഭാഗത്ത് എന്തുണ്ടാവില്ല? സ്പോറോപോളനിൻ ഉണ്ടാവില്ല. എക്സൈൻ്റെ ഏത് ഭാഗത്താണോ സ്പോറോപോളനിൻ ഇല്ലാത്തത് ആ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്? ജേം പോർ. എന്താ വിളിക്കുക? ജേം പോർ. എന്തിനാ ജേം പോർ? പോളൻ ട്യൂബിന്, ഇതിൻ്റെ അകത്തുണ്ടാവുന്ന പോളൻ ട്യൂബിന് പുറത്തോട്ട് വരാനുള്ള ഓപ്പണിംഗ് ആണ് എന്ത്? ജേം പോർ. അപ്പം ഞാൻ അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഈ പോളൻ ഗ്രെയിൻ്റെ അകത്തായിട്ട് ജനറേറ്റീവ് സെല്ല് കാണും, വെജിറ്റേറ്റീവ് സെല്ല് കാണും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അതിൽ പറഞ്ഞ എന്താണ്? രണ്ടാമത്തെ സെക്ഷൻ, വൈ ദ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ഇൻ ദ ഫോസിൽ. വൈ? ബിക്കോസ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയർ ഏതാണ്? എക്സൈൻ. എക്സൈൽ എന്താണുള്ളത്? സ്പോറോപോളനിൻ. എക്സൈൽ എന്താണുള്ളത്? സ്പോറോപോളനിൻ. റൈറ്റ്? ഓക്കെ. ഈ സ്പോറോപോളനിൻ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാലോ. അപ്പം ഇതുകൊണ്ടാണ് ഇത്രയും പഴക്കം ചെന്ന ഫോസിലുകളിൽ വരെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് വെൽ പ്രിസർവ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? റൈറ്റ്. ദേ നമ്മൾ ഇതാണ്ട് അടുത്ത ഡയഗ്രത്തിലോട്ട് പോയി. ഇത് ഞാൻ ലാബിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാബിലുള്ള സമയമില്ല, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാലോ, അതുകൊണ്ടാണ്. നോക്കിയേ, കോപ്പി ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. ഹൈലം എവിടെയാണ് വരുന്നത്? ഹൈലം ദാണ്ട് ഈ റീജിയനിലാണ് ഹൈലം വരുന്നത്.
പിന്നെ ഏതാണ് ഫ്യൂണിക്കിൾ. നോക്കിക്കേ, ഇവിടെയാണ് ഫ്യൂണിക്കിൾ വരുന്നത്. പിന്നെ അടുത്ത എന്താണ് മൈക്രോപൈൽ അല്ലേ. മൈക്രോപൈൽ പറയുന്നതിന് മുന്നേ ഞാൻ ഇൻറ്റഗുമെന്റ് പറഞ്ഞുതരാം. അതാകുമ്പോൾ മൈക്രോപൈലേക്ക് എത്താൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇൻറ്റഗുമെന്റ് കണ്ടോ, ഇൻറ്റഗുമെന്റ് ദാ 2 ഇൻറ്റഗുമെന്റ് ഉണ്ട് കണ്ടോ. ഔട്ടർ ഇൻറ്റഗുമെന്റ് ഉണ്ട്, ഇന്റർ ഇൻറ്റഗുമെന്റ് ഉണ്ട്. നോക്കിയേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഔട്ടർ ഇൻറ്റഗുമെന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്നർ ഇൻറ്റഗുമെന്റ്. എന്താണ് ഇൻറ്റഗുമെന്റിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ഒവ്യൂളിന്റെ മറ്റൊരു പേരെന്താണെന്നറിയോ, മൈക്രോസ്പൊറാൻഷ്യം. നമ്മുടെ ഈ ഒവ്യൂളിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റഗുമെന്റ്. എന്താടാ, ഒവ്യൂളിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റഗുമെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞ സാധനം മൈക്രോപൈല്. നോക്ക്, ഇവിടെ ആയിട്ടാണ് എന്ത് കാണുക, മൈക്രോപൈലർ പോള്. എന്താണ് മൈക്രോപൈൽ എക്സാമിന് ചോദിച്ചാൽ മക്കൾ എന്ത് എഴുതി വെക്കും? ലേബൽ ചെയ്താൽ മാത്രം പോരല്ലോ, എന്ത് എഴുതി വെക്കും? ഈ ഒരു റീജിയനിൽ എന്ത് ആബ്സെന്റ് ആണ്, ഇൻറ്റഗുമെന്റ് ആബ്സെന്റ് ആണ്. സോ ഒവ്യൂളിന്റെ ഏത് ഭാഗത്താണോ ഇൻറ്റഗുമെന്റ് ആബ്സെന്റ് ആയിട്ടുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ഫൈൻ. പിന്നെ എംബ്രിയോ സാക്കിൽ ചെലാസിൽ പോൾ ഉണ്ട്. ഈ അടിഭാഗമാണ് എന്ത്, ചെലാസിൽ പോൾ. ദ ബോട്ടം റീജിയൻ ഓഫ് ഒവ്യൂൾ ഓർ ദ ബേസ് ഓഫ് ദ ഒവ്യൂൾ ഇസ് നോൺ ആസ് ചെലാസൽ പോൾ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, എംബ്രിയോ സാക്ക്. ദാ ഇവിടെ നോക്കിക്കേ, ഈ ഒരു റീജിയൻ കണ്ടില്ലേ, ഇതാണ് ഇവിടെ എംബ്രിയോ സാക്ക്. ഇത് ഇൻറ്റഗുമെന്റ്, എംബ്രിയോ സാക്ക്. ഈ ഇൻറ്റഗുമെന്റിന്റെയും എംബ്രിയോ സാക്കിന്റെയും ഇടയിലായിട്ട് കുറച്ച് ടിഷ്യൂ കാണുന്നുണ്ട് കണ്ടോ. ഈ ഇൻറ്റഗുമെന്റിന്റെയും എംബ്രിയോ സാക്കിന്റെയും ഇടയിലായിട്ട് കാണുന്ന ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസെല്ലസ്. എന്തുവാ പേര്? ന്യൂസെല്ലസ്. ന്യൂസെല്ലസിന്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കുക. ന്യൂസെല്ലസിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കില്ലേ, ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കിന് നൊറിഷ്മെന്റ് എന്താ കൊടുക്കണ്ടേ, നൊറിഷ്മെന്റ് കൊടുക്കാനുള്ള ലൈക് സ്ട്രക്ചർ ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ന്യൂസെല്ലസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. നമ്മുടെ സെഷൻ കഴിയാൻ പോവാട്ടോ, ഇനി അധികമൊന്നുമില്ല, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഗൗതമി മിസ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് മക്കളെ പഠിപ്പിക്കാൻ. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഈസ് വൺ ഓഫ് ദ മേജർ അപ്രോച്ചസ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഇൻ സച്ച് പ്രോസസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് അൺവാണ്ടഡ് പോളൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് നോക്കും മക്കള്. ദാ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇങ്ങോട്ട് പോയി. ഓക്കെ ഫൈൻ, ദാ വന്നു. ഓക്കെ, explain how we can protect stigma from unwanted pollen. നമുക്ക് എങ്ങനെ സ്റ്റിഗ്മേനെ അൺവാണ്ടഡ് പോളനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യാ? ഒന്നുമില്ലടാ, ആ സ്റ്റിഗ്മേനെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ, ഇങ്ങനെ സ്റ്റിഗ്മേനെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബാഗിങ്. എന്താണ്? ബാഗിങ്. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇനി അടുത്ത്, ഹൗ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് പെർഫോംഡ്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റെപ്പുകളാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഇമാസ്കുലേഷൻ. എന്താണ് ഇമാസ്കുലേഷൻ? റിമൂവൽ ഓഫ് ആന്തർ. മക്കളെ, അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഇമാസ്കുലേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇമാസ്കുലേഷൻ ബൈസെക്ഷൽ ഫ്ലവറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഇമാസ്കുലേഷൻ ചെയ്യാറുള്ളൂ. ടെക്സ്റ്റിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാസ്കുലേഷൻ ബൈസെക്ഷൽ ഫ്ലവറിൽ മാത്രം ചെയ്താൽ മതി. യൂണിസെക്ഷൽ ഫ്ലവറിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇമാസ്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത് ഏതാണ്? ബാഗിങ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ബാഗിങ്. ബാഗിങ്ങിൽ എന്താ ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, സ്റ്റിഗ്മേനെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തു. അടുത്തത്, ആ സ്റ്റിഗ്മേനെ മുകളിൽ കൊണ്ടുപോയിട്ട് ആ ബാഗ് അങ്ങോട്ട് പൊക്കുക. എന്നിട്ട് അവിടെ എന്ത് കൊണ്ടുപോയിടുക? നമ്മൾ കളക്ട് ചെയ്ത് വെച്ച പോളൻ ഗ്രെയിൻസ് ഉണ്ടല്ലോ, അത് ആ സ്റ്റിഗ്മേനെ മുകളിൽ കൊണ്ടുപോയിടുക. വീണ്ടും ആ സ്റ്റിഗ്മേനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക ബട്ടർ പേപ്പർ വെച്ചിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റീബാഗിങ്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി, അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക, അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പ്. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇമാസ്കുലേഷൻ, ബാഗിങ്, പോളൻ ടെസ്റ്റിംഗ്, റീബാഗിങ്, ടെസ്റ്റിംഗ് ആൻഡ് റിലീസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ two-celled and
3-celled സ്റ്റേജ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ആദ്യം 2-celled സ്റ്റേജ് 3-celled സ്റ്റേജ് വരുന്നത് നോക്കാം അല്ലെ. നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ അകത്ത് വെജിറ്റേറ്റീവ് സെൽ ഉണ്ട്, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. കണ്ടോ, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. ആ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസിൽ എന്ത് നടന്നു? മൈറ്റോസിസ് നടന്നു. എന്ത് നടന്നടാ? മൈറ്റോസിസ് നടന്നു. മൈറ്റോസിസ് 1 എന്ന് ഉദ്ദേശിച്ചാൽ ഒരു മൈറ്റോസിസ് നടന്നു കേട്ടോ. എന്നിട്ട് എന്ത് ഫോം ചെയ്തു? എന്താ ഫോം ചെയ്തത്? ആ വെജിറ്റേറ്റീവിന്റെ അകത്ത് മൈറ്റോസിസ് നടന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടായി, ഒരു ജനറേറ്റീവ് സെല്ലുണ്ടായി. ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ടായി, ഒരു ജനറേറ്റീവ് സെല്ലുണ്ടായി. കണ്ടോ, GC എന്ന് അവർ കൊടുത്തത് എന്താണ്? ജനറേറ്റീവ് സെൽ ന്യൂക്ലിയസ്. VCN എന്ന് കൊടുത്തത് എന്താണ്? വെജിറ്റേറ്റീവ് സെൽ ന്യൂക്ലിയസ്. ഓക്കെ, ഫൈൻ. വീണ്ടും അവിടെ എന്ത് നടക്കുകയാണ്? മൈറ്റോസിസ് ഒന്നും കൂടി നടക്കുകയാണ്. അപ്പം എത്ര മൈറ്റോസിസ് നടക്കണം? 2 എണ്ണം. അപ്പം വീണ്ടും മൈറ്റോസിസ് നടന്നപ്പം എന്തുണ്ടായി? ഇതാണ്ട് ഒരു വെജിറ്റേറ്റീവ് സെല്ല്, 2 ജനറേറ്റീവ് സെല്ല്. ഇനി മക്കൾക്ക് സുഖമായിട്ട് രണ്ടും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? എന്താണ് 2-celled സ്റ്റേജ്? എന്താണ് 2-celled സ്റ്റേജ്? ഇതാണ് എന്ത്? 2-celled സ്റ്റേജ്. അപ്പോൾ ഒരു 2-celled സ്റ്റേജ് എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെ കാണുമെടാ? എന്തൊക്കെ കാണും അതിൽ 2-celled സ്റ്റേജിൽ? ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും. അപ്പോൾ ഒരു 3-celled സ്റ്റേജിൽ എന്തൊക്കെ കാണും? 3-celled സ്റ്റേജിൽ എന്തൊക്കെ കാണും? ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും അതേപോലെ തന്നെ 2 ജനറേറ്റീവ് സെല്ലും കാണും. അതിനെയാണ് 3-celled സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനൊന്നും അവിടെ ഇറങ്ങിപ്പോകാൻ കാത്തിക്കാണ് നമ്മുടെ ഗൗതമി മിസ് കയറി വരാൻ. അപ്പൊ നോക്കിക്കോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ്പ്ലെയിൻ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി വിത്ത് എക്സാമ്പിൾ. എന്താ അപ്പോമിക്സിസ്? ഇറ്റ് ഇസ് എൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബട്ട് ഇറ്റ് മിമിക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോമിക്സിസ് എന്താണ്? ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷനാ. പക്ഷെ അത് ആരും മിമിക് ചെയ്യും സെക്ഷുവൽ റീപ്രൊഡക്ഷനെ. എങ്ങനെ? ബൈ പ്രൊഡ്യൂസിങ് അപ്പോമിക്ട് സീഡ്. നമ്മുടെ ഈ അപ്പോമിക്സിന്റെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ അപ്പോമിക്സിന്റെ എക്സാമ്പിൾ? ആസ്റ്ററീഷ്യ ആൻഡ് ഗ്രാസസ്. ഏതാണ്? ആസ്റ്ററീഷ്യ ആൻഡ് ഗ്രാസസ്. പിന്നെ ഏതാണ്? പോളി എംബ്രിയോണി. പോളി മീൻസ് മോർ ദാൻ വൺ. പോളി എന്തുവാ? മോർ ദാൻ വൺ. പോളി എംബ്രിയോണി, ഒന്നിൽ കൂടുതൽ എംബ്രിയോ. അതെങ്ങനെ ഉണ്ടാവുക? നമ്മുടെ എംബ്രിയോ സാക്കില്ലേ, ആ എംബ്രിയോ സാക്കില്ലേ, സപ്പോസ് ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് വിചാരിക്കുക. ഈ എംബ്രിയോ സാക്കിന്റെ ചുറ്റിലും ആരുണ്ട്? ന്യൂസെല്ലസ് ഉണ്ട്. എംബ്രിയോ സാക്കിന്റെ ചുറ്റിലും ആരുണ്ട്? ന്യൂസെല്ലസ് ഉണ്ട്. ഈ ന്യൂസെല്ലസുകളൊക്കെ എങ്ങോട്ട് കയറി വരും? നമ്മുടെ എംബ്രിയോ സാക്കിന്റെ അകത്തോട്ട് കയറി വരും. എന്നിട്ട് ഈ ന്യൂസെല്ലസ് ഒക്കെ എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ നോക്കി എത്ര എംബ്രിയോ ഉണ്ടാവും? ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവില്ലേ? ഇങ്ങനെ മോർ ദാൻ 1 എംബ്രിയോ ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. നമ്മൾ ഏതൊക്കെ പ്ലാന്റിലാണ് പോളി എംബ്രിയോണി കാണുക? മാംഗോയിൽ കാണും, സിട്രസ് ഫ്രൂട്ട്സിൽ കാണും. ഓക്കെ ആണോ? എടാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മെൻഷൻ ചെയ്യടാ, ലൈക്ക് ചെയ്യടാ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അടുത്തത് ഏതാ? ദാണ്ട് ഗൗതമി മിസ് എണീറ്റ് വരുന്നുണ്ട്. അടുത്തത് ഏതാണ്? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ അല്ലേ? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. മക്കളെ എങ്ങോട്ട് പോവല്ലേ? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് ഈ എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങണ്ടേ? അപ്പൊ ബൈ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. ബൈ. Hello, good evening everyone. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇതാ എല്ലാവരും ഇതാ 2 അടിപൊളി ആയിട്ട് നമ്മുടെ റിജു സാറും അതേപോലത്തെ അർജുൻ സാറും നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് മിസ് ഇതാ ഐശ്വര്യമായിട്ട് നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസുകളും ടീച്ചർ ഇന്ന് കവർ ചെയ്യും. അവ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. ഇന്ന് എന്താണ്, നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത രാത്രിയാണ്. അതെ, നമ്മളുടെ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാൻ പോവാണ്. അപ്പൊ എന്താണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു 2 വരി പാട്ട് മിസ്സിന്റെ വക ആയിക്കോട്ടെ. അപ്പൊ റിജു സാർ പറഞ്ഞു, റിജു സാർ വന്ന് കൊട്ടിത്തരാം. കൊട്ടാൻ അല്ലെങ്കിൽ റിജു സാർ ബെസ്റ്റാ. യെസ്. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം വീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ.
താങ്ക് യു. യെസ് ഓക്കെ. വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. നിങ്ങൾ കുറെ നേരമായില്ലേ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു, അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു 4 വരി പാടിയതുള്ളൂ മക്കളെ. യെസ് ഓക്കെ. യെസ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ഒന്നല്ല കുറെ ഹാർട്ട് പോരട്ടെ. യെസ് യെസ്. മിസ്സിന്റെ നെയിം ഗൗതമി എന്നാണ്. ഗൗതമി എന്നാണ് മിസ്സിന്റെ പേര്. ഗൗതമി. ബസുമതി റൈസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബോർ കോമഡിയാണിത്. അയ്യേ. താങ്ക് യു. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി സമയം വേസ്റ്റ് ആക്കണം. നിങ്ങൾക്ക് കുറച്ചു നേരം വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി യെസ്. അപ്പൊ ഓക്കെ, താങ്ക് യു സർ. യെസ് ഓക്കെ. യെസ്. അപ്പൊ അങ്ങനെയാണ് സച്ചിൻ സാറ് വരും. സാർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. മിസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇനി എല്ലാവരും സാറാ പറയാന്ന് എല്ലാവരും വരാൻ പോവാണ്. എല്ലാവരും പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആരും വരെ ചെയ്യേണ്ട, എല്ലാ ടീച്ചേഴ്സും വന്ന് എല്ലാ ചാപ്റ്റേഴ്സും സെറ്റ് ആക്കി തന്നിട്ടേ പോവുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നമ്മൾ ഇന്നലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചാപ്റ്റർ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും മിസ് ഇന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും. പേടിക്കേണ്ട. നമ്മൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇന്നലെ ക്ലാസ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. യെസ്, കുറച്ചുകൂടി മിസ് പാടും. നമുക്കിത് കഴിഞ്ഞിട്ട് മിസ് ബാക്കി 4 വരി ഇത് കഴിഞ്ഞിട്ട് പാടിത്തരാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളിതാ ഇതൊന്നും അല്ല നമ്മളെ +2 ആൾക്കാരുടെ പവർ എന്ന് പറഞ്ഞതല്ല, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും വരാൻ പറയാ. ഗൗതം മിസ് ഇവിടെ കാത്തിരിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയണം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് observe the relationship between the first 2 terms and fill in the blanks. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഒരു മിനിറ്റ്. യെസ്. അപ്പൊ എന്താണ്? 2 ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അതേപോലെ താഴെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹായ് യദു, ഹായ് എവ്രി വൺ, ഹായ്. മിസ് എല്ലാവരെയും കണ്ടു, എല്ലാവർക്കും ഒരു ഹായ്. ഓക്കെ മിസ്, ആക്ച്വലി ഹായ് പറയാൻ വിട്ടുപോയി. ഫംഗസും അതേപോലെ തന്നെ ആൽഗയും അല്ലേ? ഫംഗസും ആൽഗയും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ലൈക്കൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ എന്താണ് പറയാ? യെസ്, വെരി ഗുഡ് റിൻഷ. ഫിയക്കുട്ടി ഒന്നും പഠിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, പഠിപ്പിക്കാനാണല്ലോ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത്. നമ്മളിതാ ഇന്ന് പഠിക്കും, നമ്മൾ ഇന്ന് പഠിച്ച് നാളെ ഫുൾ മാർക്ക് എക്സാമിന് വാങ്ങും. യെസ്, വെരി ഗുഡ് റിൻഷ, നസ്രിൻ, വെരി ഗുഡ്. എന്താണ് മൈക്കോറൈസ അല്ലേ? മൈക്കോറൈസ എന്ന് പറയുന്നതാണ് എന്ത്? മൈക്കോറൈസ മൈക്കോറൈസ എന്ന് പറയും. എന്താണ് മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫംഗസും അതേപോലെ തന്നെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് മിസ് ചോദിക്കട്ടെ, ഇത് ഏത് റിലേഷൻഷിപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്? നമ്മുടെ ഏത് പോപ്പുലേഷൻ ഇന്ററാക്ഷനിൽ വരുന്നതാണിത്? ഇത് ഏത് പോപ്പുലേഷൻ ഇന്ററാക്ഷനിൽ വരുന്നതാണ്? ഏത് പോപ്പുലേഷൻ ഇന്ററാക്ഷനിലാണ് ഇത് വരുന്നത്? ഏതാണ് നമ്മുടെ ഈ പറയുന്ന സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ 2 പേർക്കും പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യം അല്ലേ? 2 പേർക്കും ഈ പറയുന്ന ഇന്ററാക്ഷനുള്ള 2 പേർക്കും എന്താണ്? 2 പേരെയും അത് പോസിറ്റീവ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് 2 പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? വെരി ഗുഡ് അലീന, വെരി ഗുഡ് റിൻഷ, വെരി ഗുഡ്. എന്താണ്? അതാണ് നമ്മുടെ മ്യൂച്വലിസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പൊ 2 പേർക്കും ഗുണം ഉണ്ടാവുന്നതാണ് ഏത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. സ്പീഷീസ് എയും സ്പീഷീസ് ബിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 സ്പീഷീസിനും എന്താണ്? പോസിറ്റീവ് ആയിട്ടായിരിക്കും അത് അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വലിസത്തിൽ ബാക്കി നമ്മൾ പറഞ്ഞ വേറെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഒന്ന് മൈക്കോറൈസയാണ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അടുത്തത് ഏതായിരുന്നു? യെസ്, മൈക്കോറൈസയാണ് ഇതായി കാണുന്നത് അല്ലെ? നമ്മൾ ഈ പറയുന്ന ഫംഗസും അതേപോലെ തന്നെ റൂട്ടും തമ്മിൽ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഫംഗസ് ഉള്ളത് കൊണ്ട് പ്ലാന്റിന് എങ്ങനെയാണ് പ്ലാന്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? കൂടുതൽ വാട്ടറും ന്യൂട്രിയൻസും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നന്നായിട്ട് പ്ലാന്റിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്ലാന്റ് എങ്ങനെയാണ് ഫംഗസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലാന്റ് എങ്ങനെയായിരിക്കും ഫംഗസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്ലാന്റിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റും മറ്റു സാധനങ്ങളൊക്കെ ഫംഗസിന് വേണ്ടി കൊടുക്കും. ഫംഗസിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും അതിന് വേണ്ട കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പ്ലാന്റ്സ് തന്നെ എന്ത് ചെയ്യും? ഫംഗസിന് കൊടുത്തോളും. ഫംഗസ് എന്ത് ചെയ്യും? കൂടുതൽ വാട്ടറും അതേപോലെ തന്നെ ബാക്കി ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ചെയ്തോളും. അപ്പൊ അത്തരത്തിലാണ് എന്തുണ്ടായിരിക്കുക? അത്തരത്തിലാണ് ഈ പറയുന്ന മൈക്കോറൈസ എന്ന് പറയുന്നത് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ലൈക്കൻ എന്ന് പറയുന്നത്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഈ പറയുന്ന ഫംഗി ആൻഡ് ആൽഗെ, അത് 2 കൂടി ചേർന്നിട്ടുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് നമ്മുടെ ഈ പറയുന്ന ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്കൻ എന്ന് പറയുന്നത്.
യെസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്നാണ്, നമ്മൾ പറഞ്ഞു മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നതാണ് എന്ത്? പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ. അപ്പൊ പോളിനേഷൻ എങ്ങനെയാണ് ഒരു മ്യൂച്വലിസം ആയി മാറുന്നത്? എങ്ങനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത് മ്യൂച്വലിസം ആവുന്നത്? നമ്മുടെ ഈ പറയുന്ന പോളിനേറ്റർ, ആരാണോ പോളിനേറ്റ് ചെയ്യുന്നത് അയാൾ പോളിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കണ്ടേ? ഒരു അഭിനന്ദനം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. അപ്പൊ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള നെക്ടറും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കും? നമ്മുടെ പ്ലാന്റ് കൊടുക്കും. പ്ലാന്റ് നെക്ടർ കൊടുക്കും. അതിന് പകരമായിട്ട് നമ്മുടെ പോളിനേറ്റർ എന്ത് ചെയ്യും? പോളിനേഷൻ നടത്തി കൊടുക്കും. അപ്പോൾ പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മ്യൂച്വലിസം ആണ്. രണ്ടുപേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അതിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഏത്? ഫിഗ് ആൻഡ് വാസ്പ് എന്ന് പറയുന്നത്. ഈ ഫിഗും വാസ്പും എങ്ങനെയാണ് അത് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആവുന്നത്? ഫിഗിന്റെ പോളിനേഷൻ ആര് നടത്തും? വാസ്പ് നടത്തും. ഇനി വാസ്പിനെ അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഫിഗിന്റെ അകത്ത് അതിന് വേണ്ട എഗ് ലേ ചെയ്യാൻ, അതിന് മുട്ടയിടാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും അതേപോലെ അതിന്റെ മുട്ട വിരിയാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കുന്നുണ്ടായിരിക്കും? ഈ പറയുന്ന ഫിഗ് സ്പീഷീസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഇപ്പൊ ഇത്തവണ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ കണ്ട വേർഡ് പെയർ എന്ന് പറയുന്നത് ലൈക്കിനും മൈക്കോറൈസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തതിൽ ചോദിക്കുക വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം പഠിച്ചിരിക്കണം. അത് ഓർത്തിന് ടെൻഷൻ അടിക്കണം, മിസ് പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ഓൾറെഡി 3 എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു അല്ലെ? ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ മിസ് പറഞ്ഞു തരാം. അപ്പൊ ആ എക്സാമ്പിൾസും കൂടി വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ക്ലിയർ ആണോ? നിങ്ങൾ വേഗം പറയണം. നിങ്ങൾ ക്ലിയർ ആണോ? നിങ്ങളുടെ റെസ്പോൺസ് കണ്ടാൽ മിസ് ഇന്നലെ പറഞ്ഞു, നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ മിസ്സിന് ഒരു എനർജി ഒക്കെ കിട്ടുള്ളൂ, ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ നമ്മുടെ ഈ മ്യൂച്വലിസം കഴിഞ്ഞിട്ട് അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഏതാണ്? നമ്മുടെ ഓഫ്രിസ് എന്ന് പറയുന്ന ഓർക്കിഡ് അല്ലെ? ഓഫ്രിസ് എന്ന് പറയുന്ന ഓർക്കിഡ്. ഈ ഓർക്കിഡിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? എന്താണ്? ഈ ഒരു ഓർക്കിഡും അതേപോലെ തന്നെ ബംബിൾ ബി അല്ലെ? ബംബിൾ ബി എന്ന് പറയുന്ന ഒരു ബിയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഈ ഫ്ലവറിന്റെ അല്ലെ? ഈ പറയുന്ന ഓഫ്രിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർക്കിഡ് ആണ്. ഈ ഓർക്കിഡിന്റെ ഒരു എതൾ, ഒരു പെറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ കാണാനായിട്ട്? എങ്ങനെയാണ്? ഫീമെയിൽ ബംബിൾ ബീനെ പോലെയാണ്. അപ്പൊ നമ്മുടെ മെയിൽ ബംബിൾ ബി പറന്ന് എങ്ങോട്ട് എത്തും? ഈ ഫ്ലവറിന്റെ അടുത്ത് എത്തും. അപ്പൊ ഫ്ലവറിനെ കാണുമ്പോൾ തോന്നും ഇത് ഫീമെയിൽ ബംബിൾ ബി ആണല്ലോ, നമ്മുടെ മെയിൽ ബംബിൾ ബിക്ക് തോന്നും. അങ്ങനെ എന്ത് ചെയ്യും? കോപ്പുലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ആ സമയത്ത് എന്താ സംഭവിക്കുക? പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഈ ബംബിൾ ബിയുടെ മേത്താവും. ഈ ബംബിൾ ബിയുടെ മേത്ത് ആ പോളൻ ഗ്രെയിൻസ് ഒക്കെ ആവും. അങ്ങനെ ബംബിൾ ബി എന്ത് ചെയ്ത് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അടുത്ത ഫ്ലവറിന്റെ അടുത്തേക്ക് പോകും. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ വീണ്ടും പറ്റിക്കപ്പെടും. പക്ഷെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ശരിക്ക് പോളിനേഷൻ എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഒക്കെ എടുത്ത് അവിടെ കൊണ്ട് നിന്നപ്പോൾ അവിടെ ചെന്ന സമയത്ത് എന്താണ്? ആ പോളൻ ഗ്രെയിൻസ് ഒക്കെ മറ്റേ ഓർക്കിഡിലേക്ക് എത്തി, അവിടെ പോളിനേഷൻ നടന്നു. യെസ്. അപ്പൊ ഓഫ്രിസ് ആൻഡ് ബംബിൾ ബി എന്ന് പറയുന്നത് മറക്കാനായിട്ട് പാടില്ല. ചോദിക്കാം. ഓക്കെ, അതും ചോദിക്കാം. എക്സാമ്പിൾസ് ഒന്നും വിടാൻ പാടില്ല. നമ്മൾ ഇന്നൊന്നും വിടില്ല. നമ്മൾ എല്ലാ എക്സാമ്പിൾസും പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. നമ്മൾ ഒരു എക്സാമ്പിൾസും വിടില്ല കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? യെസ്, അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ്? നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് താഴെ. ആ ടേബിൾ അനലൈസ് ചെയ്തിട്ട് നമ്മളെടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊണാർക്ക്, ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. മൊണാർക്ക് ചിത്രശലഭവും പക്ഷിയും. ബി ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സിയിൽ പ്രിഡേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മൊണാർക്ക്, ബട്ടർഫ്ലൈയും ബേർഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? എന്താണ് മൊണാർക്ക്, ബട്ടർഫ്ലൈയും അതേപോലെ തന്നെ ബേർഡും തമ്മിലുള്ള ബന്ധം? ഈ മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ബട്ടർഫ്ലൈനെ പിടിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ബേർഡ്സ് വരും അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഡേഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? പ്രിഡേറ്റർ വരും. അതായത് എന്നെ പിടിക്കാൻ പ്രിഡേറ്റർ വരും എന്ന് ആർക്കറിയാം? പ്രേയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്രേയിൽ എന്താണ്? പ്രേയിൽ അല്ലെ നമുക്കറിയാം പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിഡേഷനിൽ ആരൊക്കെയുണ്ട്? മിസ് വേറൊരു പേജിൽ ചെയ്തുതരാം. സോറി, എവിടെ പോയി? അപ്പൊ പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രിഡേറ്റർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ഒരു പ്രേയും ഉണ്ടായിരിക്കും. പ്രിഡേറ്ററും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? പ്രിഡേറ്റർ വരും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പ്രേയിൽ ചില പ്രത്യേക തരത്തിലുള്ള മെക്കാനിസംസ് ഒക്കെ ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും ആ പ്രിഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കേസാണ്, അത്തരത്തിലുള്ള ഒരു കേസാണ് ഏത്? നമ്മുടെ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെയും അതേപോലെ തന്നെ ബേർഡിന്റെയും. അപ്പൊ മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഈ മൊണാർക്ക് ബട്ടർഫ്ലൈ
ഈ എവല്യൂഷൻ നടന്ന മൊണാർക്ക് ബട്ടർഫ്ലൈയിൽ പ്രത്യേകത ഉണ്ട്. എന്താണ്? അതിൻ്റെ അകത്ത് ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര സ്വാദൊന്നുമില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കെമിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേർഡ് എന്താണ്, ബേർഡ് അതിനെ ഈറ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടും. കാരണം എന്താ, ബേർഡിന് അറിയാം ഇതിനെ തിന്നു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് വലിയ സ്വാദൊന്നുമില്ല, കഴിക്കാൻ അത്ര ഒരു സുഖമൊന്നുമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ്, ബേർഡ് അതിനെ തൽക്കാലം വെറുതെ വിടാമെന്ന് വിചാരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെക്കാനിസംസ് ഏതിൽ വന്നിട്ടുണ്ട്? നമ്മുടെ പ്രേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൊണാർക്ക് ബട്ടർഫ്ലൈയും ബേർഡും അതെന്താണ്? പ്രെഡേഷൻ ആണ്. അപ്പോൾ പ്രെഡേഷൻ എന്ന് പറഞ്ഞാൽ പക്ഷെ ശരിക്കും എന്താണ്? പ്രെഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രെഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പീഷീസിന് അതിന് ബെനിഫിറ്റ് ആണ്. കാരണം ഒരാൾ മറ്റേയാളെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്കത് ബെനിഫിറ്റ് ആണ്. ഇനി എന്നെ ഒരാൾ കഴിക്കാൻ വരികയാണെങ്കിൽ കഴിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. എനിക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിരിക്കുക? എനിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ആയിരിക്കും, അതോ എനിക്കത് ഹാംഫുൾ ആണോ? ഏതായിരിക്കും? തീർച്ചയായിട്ടും എനിക്കത് ഹാംഫുൾ ആയിരിക്കും. കാരണം എന്താ, എനിക്കെന്റെ ലൈഫ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ എനിക്ക് ഹാംഫുൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വൺ സ്പീഷീസ് ഇസ് ബെനിഫിറ്റഡ് അല്ലെ? ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? വൺ സ്പീഷീസ് ഇസ് ബെനിഫിറ്റഡ്. ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. വൺ സ്പീഷീസ് ഇസ് ബെനിഫിറ്റഡ് ആൻഡ് ദ ഇന്ററാക്ഷൻ ഇസ് ഹാംഫുൾ ഓർ ഡെട്രിമെന്റൽ എന്ന് പറയുന്നത്. ഡെട്രിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മരണം സംഭവിക്കാവുന്ന എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ദ ഇന്ററാക്ഷൻ is detrimental എന്ന് പറഞ്ഞാൽ or harmful എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, detrimental to the other species, to the other species. ഓക്കെ, ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. യെസ്. അപ്പോൾ ഒരു സ്പീഷീസ് ബെനിഫിറ്റ് ചെയ്യുന്നു, മറ്റേ സ്പീഷീസിന് ഹാംഫുൾ ആണെങ്കിൽ അതാണ് എന്ത് മക്കളെ? പ്രെഡേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് പോസിറ്റീവും മറ്റേ ആൾക്ക് നെഗറ്റീവും. ഇനി കാറ്റിൽ, എഗ്രിറ്റ് ആൻഡ് അതേപോലെ തന്നെ കാറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ കൊറ്റികളും അതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ കൊറ്റികൾ എപ്പോഴും കന്നുകാലികൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സൈഡിലൂടെ എപ്പോഴും കൊറ്റികൾ പോകുന്നു കാണാം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? കന്നുകാലി ഇങ്ങനെ നടക്കുമ്പോൾ ആ പുല്ലിൽ നടക്കുന്ന സമയത്ത് എന്താണ്, കാല് തട്ടിയിട്ട് ആ പുല്ലിലുള്ള കുറേ ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങനെ പറന്ന് മുകളിലേക്ക് വരും. കിട്ടുന്ന തക്കം നോക്കി നമ്മുടെ കൊറ്റി എന്ത് ചെയ്യും? അതിനെ ഈറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ആർക്കാണ് ബെനിഫിറ്റ്? കൊറ്റിക്കാണ് ബെനിഫിറ്റ് അല്ലെ? നമ്മുടെ എഗ്രിറ്റിനാണ് എന്തുള്ളത്? ബെനിഫിറ്റ് ഉള്ളത്. കാരണം അതിന് വേണ്ട ഭക്ഷണം അതിൽ കിട്ടും. പക്ഷെ നമ്മുടെ കാറ്റിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കൊറ്റിയുടെ വിശപ്പ് മാറുന്നല്ലാണ്ട് കാറ്റിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമില്ല. പക്ഷെ ദോഷമുണ്ടോ? ദോഷമില്ല. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ, ഒരു നല്ല കാര്യമാണെന്ന് കരുതിയിട്ട് അതിന് ദോഷമൊന്നുമില്ല, പക്ഷെ ഗുണവുമില്ല, രണ്ടുമില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെനിഫിഷ്യൽ ടു വൺ സ്പീഷീസ് ആൻഡ് ദി അതർ സ്പീഷീസ് ഹാസ് നെയ്തർ ബെനിഫിറ്റ് നോർ ഹാം എന്ന് പറയുമ്പോൾ അത് എന്താണ്? അത് മ്യൂച്വലിസം ആണോ? ഒന്നും കൂടി ആലോചിച്ച് നോക്കുക. അത് മ്യൂച്വലിസം ആണോ? മ്യൂച്വലിസത്തിൽ രണ്ടുപേർക്കും നമ്മൾ പറഞ്ഞു, മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും പ്ലസ് ആണ്, രണ്ടുപേർക്കും ഗുണമാണ്. ഇനി ഈ പറയുന്നതിൽ ഒരാൾക്ക് ഗുണമുണ്ട്, മറ്റാൾക്ക് ഗുണവുമില്ല, ദോഷവുമില്ല. അപ്പൊ ഏതാണ്? കമൻസാലിസം. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, കമോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോസിറ്റീവ് ഫീൽ ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ എന്താ? കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവും മറ്റയാൾക്ക് സീറോ. അതായത് മറ്റയാൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റും ഇല്ല, നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റും ഇല്ല. അതാണ് ഏത്? കമൻസാലിസം. അങ്ങനെയാണെങ്കിൽ അമൻസാലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞ നമ്മളൊരു കോഡ് പോലെ പറഞ്ഞല്ലേ, കമൻസാലിസം കമോൺ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ ആണ്. അമൻസാലിസം, അമ്മേ എന്ന് നമ്മൾ എപ്പോഴാണ് വിളിക്കുക? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. അപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്ന് ആലോചിക്കുക. അമൻസാലിസത്തിൽ എങ്ങനെയായിരിക്കും? അമൻസാലിസത്തിൽ ഒരാൾക്ക് നെഗറ്റീവും മറ്റേ ആൾക്ക് പോസിറ്റീവും ഇല്ല, നെഗറ്റീവും ഇല്ല. അതാണ് ഇത് നമ്മുടെ അമൻസാലിസം. യെസ്, വെരി ഗുഡ് സ്നേഹ, വെരി ഗുഡ് നസ്രിൻ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമ്പിൾ നോക്കുക. ടിക്സ് ആൻഡ് ഡോഗ്സ് അല്ലെ? നമ്മൾ ഈ കാണുന്ന നായയുടെയും പൂച്ചയുടെ ഒക്കെ മേത്ത് കാണുന്ന ടിക്സ്, ചെറിയ ചെറിയ ചെള്ളുകൾ ഉണ്ടായിരിക്കും. ആ ചെള്ള് ദേഹത്തുള്ളത് കൊണ്ട് നമ്മുടെ ഈ പറയുന്ന നായയ്ക്ക് അത് ഗുണമാണോ ദോഷമാണോ? എന്തായാലും ദോഷമായിരിക്കും. കാരണം എന്താണ്? അതിന്റെ ബോഡിയിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്തുകൊണ്ട് പോവാണ്. അതിന്റെ ബോഡിയിലുള്ള ബ്ലഡും ന്യൂട്രിയൻസ് ഒക്കെ ഒരാൾ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് നായക്ക് എന്താണ്? ഗുണമില്ല. ഡോഗിന് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും അതുകൊണ്ടില്ല. അതേപോലെ മറ്റേ നമ്മുടെ ടിക്കിന് അല്ലെ, ഈ ചെള്ളിന് എന്താണ്? ചെള്ളിന് ഗുണമാണ്. അതിന് വേണ്ട ഭക്ഷണമൊക്കെ അതിന് കിട്ടുന്നുണ്ട്. അതിന് ആവശ്യത്തിലധികം ഓളം ഫുഡ് അതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് എന്താണ്? ഒരാൾക്ക് പോസിറ്റീവ് ആണ്, മറ്റേ ആൾക്ക് നെഗറ്റീവുമാണ്. ഒരാൾക്ക് പോസിറ്റീവും മറ്റേ ആൾക്ക് നെഗറ്റീവും. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ പ്രെഡേഷൻ പോലെ തന്നെയാണ് ഏത്? നമ്മുടെ പാരസൈറ്റിസം അല്ലെ? ഒരാൾക്ക് പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും വരുന്ന ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? പാരസൈറ്റിസം എന്നാണ് പറയുന്നത്. പാരസൈറ്റിസം. അപ്പൊ ഇതിലെന്താണ്? ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൺ സ്പീഷീസ് ഇസ് ബെനിഫിറ്റഡ്. ഇത് തന്നെയാണ്, സെയിം ആണ് കേട്ടോ. ഒരു സ്പീഷീസ് ബെനിഫിറ്റഡ് ആവും, മറ്റേ സ്പീഷീസ് ഹാംഡ് ആവും. വൺ ഇസ് ബെനിഫിറ്റഡ് അതേപോലെ തന്നെ മറ്റേ ആൾ എന്താണ്? വൺ ഇസ്
harmed. ഒരാൾക്ക് harmful ആണ്, ഒരാൾക്ക് എന്തായാലും പ്രശ്നമാണ്. ഇതിന് പറയുന്ന മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞു നായയുടെ മേത്ത് കാണുന്ന ചെള്ള്, അതേപോലെ നമ്മുടെ മുടിയിൽ കാണുന്ന പെയിൻ അല്ലെ, ഹെഡ് ലൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ തന്നെ ഹെഡ് ലൈസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് എടുക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ദോഷവും, അതിന് ബ്ലഡ് കിട്ടും എന്നുള്ളതുകൊണ്ട് അതിന് ഗുണവുമാണ്. അതും എന്താണ്? പാരസൈറ്റിസം ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട മറ്റൊന്നാണ്, അത് മിസ് പറഞ്ഞുതരാം, ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, പാരസൈറ്റിസം കേട്ടോ, പാരസൈറ്റിസം തന്നെ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? ഒബ്സർവ് ദ ടേംസ് ഗിവൺ ബിലോ. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. 4 ടേംസ് തന്നിട്ടുണ്ട്. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ടേംസ് ദാറ്റ് ഇൻക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നത്? ഏതാണ്? ഓൾറെഡി ഉള്ള ഓർഗാനിസംസിലേക്ക് നമ്പർ കൂട്ടുന്നത് ആരായിരിക്കും നമ്പർ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ആരാണ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക? നേറ്റാലിറ്റി ആണോ, മോർട്ടാലിറ്റി ആണോ, ഇമിഗ്രേഷൻ ആണോ, എമിഗ്രേഷൻ ആണോ? ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബർത്തും ഡെത്തും നടക്കുന്നു അല്ലെ. നമ്മുടെ നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നേറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് ആണ് അല്ലെ, ബർത്ത് ജനനമാണ്, ജനിക്കുകയാണ്. നേറ്റാലിറ്റി എന്ന് പറയുമ്പോൾ എത്ര പുതിയ ആൾക്കാർ ജനിക്കുന്നു, ആ പോപ്പുലേഷനിൽ എത്ര പുതിയ ആൾക്കാർ ജനിക്കുന്നു എന്നുള്ളതാണ് നേറ്റാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെത്ത്. ഡി എന്ന് പറയാം, ഡെത്ത്. നേറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്. ഇമിഗ്രേഷൻ എന്താണ്? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓർഗാനിസംസ് പോപ്പുലേഷനിലേക്ക് വരുന്നു. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓർഗാനിസംസ് പോപ്പുലേഷനിലേക്ക് വരുന്നു. ഇനി എമിഗ്രേഷൻ ആലോചിക്കുക. എമിഗ്രേഷൻ മാറിപ്പോവാതിരിക്കാൻ ഇമിഗ്രേഷൻ ഇൻസൈഡ് എന്ന് ആലോചിക്കുക, എമിഗ്രേഷൻ എക്സിറ്റ് എന്ന് ആലോചിക്കുക. ഇ ഫോർ എക്സിറ്റ് എന്ന് ആലോചിക്കുക, ഐ ഫോർ ഇൻസൈഡും എന്നും ആലോചിക്കുക. അപ്പൊ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി പോപ്പുലേഷനുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, അതാണ് ഏത്? നമ്മുടെ എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നത്? പോപ്പുലേഷൻ സൈസ് കൂട്ടാൻ സഹായിക്കുന്നത് ആരാ? വെരി ഗുഡ്. ഏതാണ്? ഇമിഗ്രേഷൻ അല്ലെ. അതായത് ആൾക്കാർ പുതിയതായിട്ട് വരുന്നു. അതേപോലെ തന്നെ എന്താണ് നേറ്റാലിറ്റി, ബർത്ത് അല്ലെ. നേറ്റാലിറ്റി എന്ന് പറയുന്നത് ബർത്ത് അല്ലെ. നേറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ബർത്ത് എന്ന് പറയുന്നത് യെസ്, ബർത്ത്. അപ്പോൾ ആൾക്കാർ എന്താ പറയുക, ആൾക്കാരിൽ കൂടുതൽ ബർത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ് കൂടും. അതേപോലെ പുതിയതായിട്ട് കുറേ ആൾക്കാർ വന്നാലും പോപ്പുലേഷൻ്റെ സൈസ് കൂടും. ഇനി നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിലോ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ടേംസ് ദാറ്റ് ഡിക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നാണെങ്കിൽ ഇതിൽ ഏതൊക്കെയായിരിക്കും വരിക? ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ്? എക്സിറ്റ് ചെയ്ത് പോകുന്നു, എമിഗ്രേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ മോർട്ടാലിറ്റിയും ആയിരിക്കും. ഡിക്രീസ് എന്ന് ചോദിച്ചാൽ, ഇൻക്രീസ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇമിഗ്രേഷനും നേറ്റാലിറ്റിയുമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സ്പ്ലനേഷൻ. എന്താണ് പറയേണ്ടത്? എന്താണ്? ഇങ്ങനെ നമ്മുടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോക്കുക എന്താണ് ഈ രണ്ടും കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കുക. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നേറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഓർഗാനിസംസ് ആഡ് ചെയ്യപ്പെടുന്നു അല്ലെ. നമ്പർ ഓഫ് ബേർഡ്സ് ആണ് എന്ത്? നമ്പർ ഓഫ് ബേർഡ്സ്. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര ബേർഡ്സ് ഹാപ്പൻ ചെയ്യുന്നു, എത്ര ജനനം ഉണ്ടാവുന്നു, അതാണ് എന്ത്? നേറ്റാലിറ്റി. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്പീഷീസിലുള്ള എത്ര ആൾക്കാർ പുതിയതായിട്ട് വരുന്നു ഒരു പോപ്പുലേഷനിലേക്ക് അല്ലെ. വേറെ എവിടെ നിന്നെങ്കിലും ഒരു പോപ്പുലേഷൻ, ഒരു ഹാബിറ്റാറ്റിലുള്ള പോപ്പുലേഷനിലേക്ക് സെയിം സ്പീഷീസിലുള്ള ആൾക്കാർ എത്ര പേര് പുതിയതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇത് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്തിനു വേണ്ടി സഹായിക്കും? ബോത്ത് നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഈ പറയുന്ന പോലെ ഒരു ഇനീഷ്യൽ ഡെൻസിറ്റിയിലേക്ക് അല്ലെ, ഒരു ഇനീഷ്യൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഡെൻസിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ മോർ നമ്പർ ഓഫ് ഓർഗാനിസംസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. യെസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ മിസ് എഴുതുന്നത് കാണുന്നില്ലേ? കുറച്ചും കൂടി വലുതാക്കി എഴുതണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഓൾറെഡി ഉള്ള ഓർഗാനിസംസിലേക്ക് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേറ്റാലിറ്റി, മോർട്ടാലിറ്റി സഹായിക്കും. കാരണം നേറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ബേർഡ്സ് occurring during a period of time. ഓക്കെ, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദി ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വെയർ. എവിടെ നിന്നോ ഒരു പുതിയ ഹാബിറ്റാറ്റിലേക്ക് വരുന്നു, അവിടെയുള്ള പോപ്പുലേഷനിലേക്ക് വരികയാണെങ്കിൽ അതാണ് എന്ത്? ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതാണ് എന്താ നമ്മൾ പറയുന്ന ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതില്ലേ? ഇനി നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇത്തവണ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ടേംസ് ദാറ്റ് ഡിക്രീസ് ദ പോപ്പുലേഷൻ എന്ന് ചോദിക്കുമ്പോൾ മോർട്ടാലിറ്റി എഴുതുക, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ എഴുതുക,
ആൻഡ് അതിന്റെ കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, ഒന്ന് ഡെത്ത് ആണ്, ഒന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് അല്ലെ, ഇവിടെ നിന്നും പോകുന്നതാണ്. എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഹാബിറ്റാറ്റ് ലീവ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അതെന്തായിരിക്കും, ആ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പാരസൈറ്റിക് ബേർഡ് ലേസ് ഇറ്റ്സ് എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ദ ഹോസ്റ്റ് ആൻഡ് ദ ഹോസ്റ്റ് ബേർഡ് ഇൻക്യുബേറ്റ് ഇറ്റ്. നെയിം ദ ടൈപ്പ് ഓഫ് പാരസൈറ്റിക് ഇന്ററാക്ഷൻ. ഏതാണ് ഇത്തരത്തിലുള്ള പാരസൈറ്റിക് ഇന്ററാക്ഷൻ? നമ്മൾ 3 തരത്തിലുള്ള പാരസൈറ്റിക് ഇന്ററാക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? എൻഡോ പാരസൈറ്റ് അല്ലെ, എൻഡോ പാരസൈറ്റിസം നമ്മൾ പറഞ്ഞു, എക്ടോ പാരസൈറ്റ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഒന്നായിരുന്നു ഏത്? മൂന്നാമത്തെ ആയിരുന്നു നമ്മൾ പറഞ്ഞ ബ്രൂഡ് പാരസൈറ്റിസം അല്ലെ, ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ഫിയ, വെരി ഗുഡ്. എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം? ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ബ്രൂഡ് പാരസൈറ്റിസത്തിന്റെ ഡെഫിനിഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ തന്നിട്ട് ഇതെന്താണ് ഇതിനെ പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും. ബ്രൂഡ് പാരസൈറ്റിസം ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് ട്ടോ. അപ്പൊ ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ബേർഡ് എന്ത് ചെയ്യും, അതിന്റെ മുട്ട വേറൊരു പക്ഷിയുടെ കൂട്ടിൽ കൊണ്ടിടും അല്ലെ. നമ്മൾ പറയുന്ന പോലെ കുയിൽ എന്ത് ചെയ്യും, കാക്കയുടെ കൂട്ട് കൊണ്ടുപോയിട്ട് അതിന്റെ മുട്ട ഇടും. എന്നിട്ട് എന്താണ്, കാക്കയാണ് ആ മുട്ടേനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാക്കയ്ക്ക് മനസ്സിലാവാൻ കൂടി ഇല്ല അത് കുയിലിന്റെ മുട്ടയാണെന്ന്. കാരണം എവല്യൂഷന്റെ ഭാഗമായിട്ട് 2 മുട്ടകളും ഏകദേശം എന്താണ്, സിമിലർ ആയി, 2 എഗ്സും ഏകദേശം കാണാൻ മോർഫോളജിക്കലി സിമിലർ ആയി വന്നു. സോ ദാറ്റ് എന്താണ്, കാക്ക ആ എഗ്ഗിനെ ഇജക്ട് ചെയ്ത് കളയാതിരിക്കാൻ, കാക്ക അതിനെ തട്ടി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വെരി ഗുഡ്, കുക്കു ആൻഡ് ക്രോ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഈ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചോദിക്കും. എക്ടോ എന്ന് പറയുമ്പോൾ മാറിപ്പോരുത്. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ പുറത്ത് അല്ലെ, ഔട്ട്സൈഡ് എന്നുള്ള അർത്ഥമാണ്. എക്ടോ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് എന്നുള്ള അർത്ഥമാണ്, എൻഡോ എന്ന് പറയുമ്പോൾ ഇൻസൈഡ്. എക്ടോ പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ഹെഡ് ലൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നായയുടെ മുകളിൽ കാണുന്ന ചെള്ള് അല്ലെ, ടിക്സ് ആയിക്കോട്ടെ, ഡോഗ്സിന്റെ മുകളിൽ കാണുന്ന ടിക്സ് ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്ക്യൂട്ട് ആയിക്കോട്ടെ, നമ്മുടെ കസ്ക്യൂട്ട് നമ്മൾ പറയുന്ന മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന കസ്ക്യൂട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എക്ടോ പാരസൈറ്റുകളാണ്. എൻഡോ എന്ന് പറയുമ്പോൾ ബോഡിയുടെ അകത്ത് നമ്മുടെ ലിവറിൽ, കിഡ്നിയിൽ, അതേപോലെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ അകത്തൊക്കെ കാണുന്ന പാരസൈറ്റുകൾ, നമ്മുടെ ലിവർ ഫ്ലൂക്കൊക്കെ പോലെയുള്ള പാരസൈറ്റുകളാണ് എന്ത്, എൻഡോ പാരസൈറ്റ്. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുക്കു ആൻഡ് ക്രോനെ ആലോചിക്കാം. ഓക്കെ, സെറ്റ് ആണോ? ബ്രൂഡ് പാരസൈറ്റിസം വെരി 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 ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ഓൾറെഡി നിങ്ങൾക്ക് താഴെ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണിതിൽ മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഏതാണ് മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, മൈക്കോറൈസ, സ്പാരോ ഈറ്റിംഗ് സീഡ്. ഏതായിരിക്കും മ്യൂച്വലിസം എന്ന് പറയുന്നത്? ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്, 2 പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ മൈക്കോറൈസ എന്ന് പറയുന്നത്. മൈക്കോറൈസ എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്. അപ്പൊ മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ് മൈക്കോറൈസ. ഇനി അബിങ്ടൺ ടോട്ടോയിസ് ആൻഡ് ഗോട്ട്, ഇത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അബിങ്ടൺ ടോട്ടോയിസ് അല്ലെ, നമ്മുടെ ആമയുടെയും ആടിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലെ, കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എന്താണ്, ഒരാളുടെ ഫീഡിങ് എഫിഷ്യൻസി, നമ്മൾ ആമേനെ ആടിനെ എടുക്കുമ്പോൾ ആർക്കാണ് ഭക്ഷണം പെട്ടെന്ന് കഴിക്കാൻ പറ്റുക, കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളെ അകത്തേക്ക് ഫുഡിനെ കൊണ്ടു ചെല്ലാനായിട്ട് സാധിക്കുന്നത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ആടിനായിരിക്കും, ആമയ്ക്കല്ല അല്ലെ. അപ്പൊ എന്താണ്, അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു. നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ഗാലപ്പാഗോസ് ഐലൻഡിൽ കാണുന്ന ഈ പറയുന്ന അബിങ്ടൺ ടോട്ടോയിസും അതേപോലെ തന്നെ ഗോട്ടും, ഇത് രണ്ടും എന്താണ്, എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? കോമ്പറ്റീഷൻ. അതായത് ഗാലപ്പാഗോസ് ഐലൻഡിൽ ആരുമില്ലാതെ സുഖസുന്ദരമായിട്ട് നമ്മുടെ അബിങ്ടൺ ടോട്ടോയിസ് ഇങ്ങനെ നടക്കുമായിരുന്നു, പുല്ലൊക്കെ തിന്നിട്ട്. അപ്പോഴാണ് അവിടേക്ക് ആര് വരുന്നത്? നമ്മുടെ ഗോട്ട് വരുന്നത്. ഗോട്ട് വന്നപ്പോൾ എന്താ, ഗോട്ടിന് പെട്ടെന്ന് പുല്ല് തിന്നാം, അപ്പൊ നമ്മുടെ ആമയ്ക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടാതെയായി. അങ്ങനെ നമ്മുടെ അബിങ്ടൺ ടോട്ടോയിസ് എന്താണ്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? കോമ്പറ്റീഷൻ നടന്നു. വെരി ഗുഡ്. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 പേർക്കും അത് എങ്ങനെയായാലും എന്താണ്, നെഗറ്റീവ് ആയിട്ട് മാത്രമേ എഫക്ട് ചെയ്യുകയുള്ളൂ. ക്ലിയർ? യെസ്. ഇനി കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ്. പ്ലാന്റിൽ നമ്മൾ കസ്ക്യൂട്ട നമ്മൾ പറഞ്ഞു, പ്ലാന്റിന്റെ മോളിൽ കസ്ക്യൂട്ട എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കസ്ക്യൂട്ടയുടെ ഫോട്ടോ മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നത് എന്താണ്? ഈ കസ്ക്യൂട്ട, നമ്മൾ പ്ലാന്റിൽ കാണുന്ന കസ്ക്യൂട്ട എന്താണ്? ഒരു പാരസൈറ്റ് ആണ്. അതിന്റെ ക്ലോറോഫില്ലൊക്കെ അത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എന്താ, പ്ലാന്റ് എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഫോട്ടോസിന്തസിസ് വഴി നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കസ്ക്യൂട്ട അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും നേരെ അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കും. വെരി ഗുഡ്. എന്താണ് കസ്ക്യൂട്ട? ഇതല്ലോ, ഏതാണ് ക്വസ്റ്റ്യൻ അവിടെ പോയി? അപ്പൊ എന്താണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്? എന്ത് പാരസൈറ്റ് ആണ്? എക്ടോ പാരസൈറ്റ് ആണോ അതോ എൻഡോ പാരസൈറ്റ് ആണോ? ഏത് തരത്തിലുള്ള പാരസൈറ്റ് ആണ്? ഏതാണ്?
ഏതാണ് നമ്മുടെ കെസ്ക്യൂട്ട എന്ന് പറയുന്നത്? ഒരു എക്ടോ പാരസൈറ്റ് ആണ്. പ്ലാന്റിന്റെ പുറത്തായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് അത് എക്ടോ പാരസൈറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് എഴുതിയാൽ മതി? പാരസൈറ്റിസം എന്ന് എഴുതിയാൽ മതി. പാരസൈറ്റിസം ആവുമ്പോൾ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, മറ്റേ ആൾ അത് എന്ത് ചെയ്യുന്നു? ഹാം ചെയ്യുന്നു. സോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഇനി പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ പ്രിഡേഷൻ ഒരു എക്സാമ്പിൾ ഏതാണ്? നമുക്ക് ഇവിടുന്ന് നേരെ എടുത്ത് എഴുതാൻ നമ്മൾ പാരസൈറ്റിസം എഴുതി, കോമ്പറ്റീഷൻ എഴുതി, മൈക്രോറൈസ് എഴുതി. ഇനി സ്പാരോ ഈറ്റിംഗ് സീഡ്, ഒരു കുരുവി ഒരു വിത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും പാവല്ലേ, അതൊരു വിത്തല്ലേ കഴിക്കുന്നുള്ളൂ നമുക്ക് തോന്നും. പക്ഷെ അതെന്താണ്? അത് പാരസൈറ്റിസം ആണ്. കാരണം എന്താണ്? ആ സീഡ് എന്ന് പറയുന്നത് എന്താണ്? സീഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസമായി മാറേണ്ടതാണ്. അതിനത് എന്ത് ചെയ്യാണ്? അത് ഈറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്താണ്? സീഡിന് ഒരു പ്ലാന്റ് ആവാനുള്ള ചാൻസ് നിഷേധിക്കപ്പെട്ടു അല്ലെ? നിഷേധിക്കപ്പെട്ടില്ല. അപ്പൊ എന്താണ്? സീഡിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു. പക്ഷെ സ്പാരോയ്ക്ക് അതിന് വേണ്ട ഭക്ഷണമൊക്കെ കിട്ടി. അതുകൊണ്ട് predation എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സ്പാരോ ഈറ്റിംഗ് സീഡ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മാൻ അല്ലെ, നമ്മുടെ ഡിയർ ഗ്രാസ് കഴിക്കുകയാണെന്നുള്ളൊരു എക്സാമ്പിൾ തന്നാൽ അതും എന്താണ്? അതും പ്രിഡേഷൻ ആണ്. നമുക്ക് അയ്യോ പാവമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മാൻ ഈ പറയുന്ന പോലെ തന്നെ മാൻ പുല്ല് തിന്നതും എന്ത് തന്നെയാണ്? പ്രിഡേഷൻ തന്നെയാണ്. കൺഫ്യൂഷനിലോ പ്രിഡേഷനിലും ഒരാൾ പോസിറ്റീവ് ആയിരിക്കും, ഒരാളെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യും. യെസ്. Next question, observe the chart, identify the population growth curve. Very important. Growth curve എപ്പോഴും ചോദിക്കാറുണ്ട്. രണ്ട് ഗ്രോത്ത് കർവ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവും അതേപോലെ തന്നെ മറ്റൊന്ന് ഏതാണ്? ഒന്ന് എക്സ്പോണൻഷ്യലും മറ്റൊന്ന് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും. ഒന്ന് എക്സ്പോണൻഷ്യലും ഒന്ന് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിൽ ഏത് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ആണ് ഈ തന്നിരിക്കുന്നത്? എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് ഏതാണ്? എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് വെരി ഗുഡ്. ഏതാണ്? നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അല്ലെ? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് ഏത്? എസ് ഷേപ്ഡ് ആയിട്ടുള്ള കർവ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എസ് ഷേപ്ഡ് ആയത്? എന്തുകൊണ്ടാണ്? നമ്മുടെ നേച്ചറിൽ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. നേച്ചറിലെ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാർക്ക് വേണ്ട ഭക്ഷണമൊക്കെ നേച്ചറിലുണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയ ഭക്ഷണം കിട്ടി, കുറച്ച് പേരൊക്കെ വലുതായി ഇവിടെ എത്തിയപ്പോൾ എന്താണ്? നേച്ചറിന് മനസ്സിലായി ഇതിൽ കൂടുതൽ ആൾക്കാരെ എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? നേച്ചറിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കടന്നു അല്ലെ? അപ്പോൾ ആ ക്യാരിയിങ് കപ്പാസിറ്റി വരെ ഉള്ളവർക്ക് വളരാം. അതിനുശേഷം എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് പോകും. ഇതിൽ 3 ഫേസസ് ആണ്. ലോഗ് ഫേസ്, ആദ്യത്തെ ഫേസ് കുറച്ച് സ്ലോ ആയിരിക്കും, അത് ലോഗ് ഫേസ്. സോറി ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും, അത് ലാഗ് ഫേസ്. നമ്മളിങ്ങനെ പറയില്ല, പടം കുറച്ച് മൂവിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ പടം കുറച്ച് ലാഗ് ആയിരുന്നു എന്നൊക്കെ പറയില്ല, എന്താണ്? സ്ലോ ആയിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് സ്ലോ ആണ് അല്ലേ? ആദ്യം കുറച്ച് പതുക്കെ ഗ്രോത്ത് നടന്ന് പിന്നെ പെട്ടെന്ന് ഗ്രോത്ത് നടക്കും, അത് ലോഗ് ഫേസ്. അതിനുശേഷം ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് പോകും. അതാണ് എന്ത്? നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ്. അപ്പോൾ 3 ഫേസസ് ഉണ്ടായിരിക്കും. അതാണ് ഏത്? നമ്മുടെ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. വാട്ട് ഡു ദ ഫോളോയിങ് റെപ്രസെന്റ്? ഈ തന്നിരിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓക്കെ, നമുക്കറിയാം ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഫോർമുല എന്ന് പറയുന്നത് dn/dt = Rn × k - n/k എന്നുള്ളതാണ്. ഇതിൽ ആറും കെയും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെരി ഗുഡ്. ആർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അല്ലേ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നാച്ചുറൽ റിസോഴ്സ് എന്നാണോ? ഒന്നുകൂടി നോക്കൂ. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണോ? അല്ല, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഓക്കെ, ആൻഡ് കെ എന്ന് പറയുന്നത് എന്താണ്? വെരി ഗുഡ്, ഇറ്റ് ഇസ് ദി ക്യാരിയിങ് കപ്പാസിറ്റി. എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി? ആ പേരിൽ തന്നെ ഉണ്ട്, ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. നേച്ചറിന് ഇത്ര കപ്പാസിറ്റിയേ ഉള്ളൂ, ഇത്ര ആൾക്കാരെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ, ഇത്ര ആൾക്കാരെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയെ ആർക്കുള്ളൂ? നമ്മുടെ നേച്ചറിനുള്ളൂ. അതാണ് കെ എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്നാണ് ഏത് ഷേപ്പ്? നമ്മുടെ എസ് ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് ഉണ്ടായിരിക്കുക. ഈ കർവിനെ സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് എന്ന് നമ്മൾ പറയും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒന്ന് ലോജിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക അല്ലെ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് നമ്മൾ ടൈമും പോപ്പുലേഷൻ സൈസും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് നമ്മൾ എടുത്തു. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവിൽ എങ്ങനെയാണ്? ജെ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആണ്. എന്തുകൊണ്ടാണ് ജെ ഷേപ്പ് വന്നത്? എന്തുകൊണ്ടാണ്? അവിടെ റിസോഴ്സസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ജെ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആണ്. എന്താണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്? dn/dt
ഈസ് ഈക്വൽ ടു ബി മൈനസ് ഡി ഇൻറ്റു എൻ അല്ലെ, ബി മൈനസ് ഡി ഇൻറ്റു എൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ആർ എൻ എന്ന് കൊടുക്കാം. ഈ ബി മൈനസ് ഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവും ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, ഇതിൽ ഏതെങ്കിലും ഒരു കർവ് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഗ്രാഫ് അറിഞ്ഞിരിക്കുക, അതിലെ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നത്, ആ ഇക്വേഷനും പഠിക്കുക. അതേപോലെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് dn/dt ഈക്വൽ ടു ആർ എൻ അല്ലെങ്കിൽ ബി മൈനസ് ഡി ഇൻറ്റു എൻ എന്നുള്ളതാണ്. ഇനി അതിന് നമ്മൾ ഇന്റഗ്രൽ ഫോമിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിലോ എൻ ടി ഈസ് ഈക്വൽ ടു n0 e raised to rt എന്നുള്ളതായിരിക്കും അതിന്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ? ക്ലിയർ അല്ലേ? എപ്പോഴും ചോദിക്കാറുണ്ട്, മിസ് ചെയ്യരുത്. ഈ ഭാഗം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാറില്ല എപ്പോഴും, ഈ ഒരു സംഭവം, നമ്മുടെ ഏജ് പിരമിഡ് അല്ലെ, നമ്മുടെ പോപ്പുലേഷന്റെ ഏജ് പിരമിഡ് എന്ന് പറയുന്ന 3 രീതിയിലായിരിക്കും പോപ്പുലേഷന്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ സൈസിൽ ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കുക. ഒന്നെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആയിരിക്കും. പോപ്പുലേഷൻ എപ്പോഴാണ് മക്കളെ എക്സ്പാൻഡിങ് ആവുക? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ കൂടുതലാണെങ്കിൽ, പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, പോപ്പുലേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഇനി പ്രീ റീപ്രൊഡക്റ്റീവ് ഏജും റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരും അത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരും ഒക്കെ എന്താണ്, ഏകദേശം ഒരേ വാല്യൂവിൽ നിൽക്കുന്നവരാണെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, അങ്ങോട്ട് കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല, അങ്ങനെയായിരിക്കും. ഇനി നേരെ മറിച്ച് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ആരും ഉണ്ടായിരിക്കില്ല അല്ലെ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ്, ആ പോപ്പുലേഷൻ പതുക്കെ പതുക്കെ കുറഞ്ഞ് അത് ഡിക്ലൈൻ ചെയ്യും. അപ്പൊ 3 രീതിയിലാണ് ഉള്ളത്, 3 രീതിയിലുള്ളതാണുള്ളത്. ഏതൊക്കെയാണ്? എക്സ്പാൻഡിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആവാം, സ്റ്റേബിൾ പോപ്പുലേഷൻ ആവാം, അതല്ലെങ്കിൽ ഡിക്ലൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി മിസ് ജസ്റ്റ് നിങ്ങൾക്ക് ആ എക്സാമ്പിൾസ് ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് വെച്ച് എക്സാമിന് ചോദിക്കാറില്ല, പേര് വെച്ചിട്ടാണ് ചോദിക്കുക. പക്ഷെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ ഫോട്ടോ കൂടി കാണിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. യെസ്, പ്രിഡേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്, നമ്മുടെ പ്രിക്ലി പെയർ കാക്ടസ് അല്ലെ. പ്രിക്ലി പെയർ കാക്ടസ് എന്ന് പറയുന്ന ഒരു കാക്ടസിനെ എന്ത് ചെയ്തു, ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കാക്ടസ് നല്ല സുഖമായി, പിടിക്കാൻ ആരുമില്ല, തിന്നാൻ ആരുമില്ല. അങ്ങനെ കാക്ടസ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോകുമ്പോഴാണ് ആരെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്, അതിനെ ഫീഡ് ചെയ്യുന്ന ഒരു മോത്തിനെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? നമ്മുടെ പ്രിഡേഷന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ സ്പാരോ ഈറ്റിംഗ് സീഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രിഡേഷന് എക്സാമ്പിൾ തന്നെയാണ്. യെസ്, അതേപോലെ തന്നെ എന്താണ്, നമ്മൾ പറഞ്ഞു നമ്മുടെ പിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫിഷ് അല്ലെ, പിസാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർ ഫിഷിനെ ആ ഏരിയയിൽ നിന്നും റിമൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഏകദേശം 10 ഇൻവേർട്ടിബ്രേറ്റ്സോളം എന്ത് സംഭവിച്ചു, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഇൻവേർട്ടിബ്രേറ്റ്സ് അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 10 ഇൻവേർട്ടിബ്രേറ്റ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. കാരണം എന്താണ്, നേച്ചറിൽ എപ്പോഴും പ്രിഡേഷൻ എന്ന് പറയുന്നത് നടന്നിരിക്കണം. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോ ആണ് അല്ലെ, നേച്ചറിന്റെ ഒരു ലോ ആണ്. എന്താണ്, പ്രിഡേഷൻ എന്ന് പറയുന്നത് നടക്കണം. പ്രിഡേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർഗാനിസംസ് കോമ്പറ്റീഷൻ നടത്തി എല്ലാവരും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. യെസ്, ഇനി അതിൽ പറയുന്നത് നമ്മുടെ മൊണാർക്ക് ബട്ടർഫ്ലൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് നമ്മുടെ മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഏതിന്റെ എക്സാമ്പിൾ ആണ്, പ്രിഡേഷന്റെ എക്സാമ്പിൾ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡിഫൻസ് മെക്കാനിസംസ് ഒരുപാട് പ്ലാന്റ്സിലും ഉണ്ടാവും. നമ്മുടെ കാക്ടസ് അല്ലെ, നമ്മുടെ എന്താ കള്ളിമുൾച്ചെടി എന്ന് പറയുന്ന കാക്ടസ് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, അതും പ്രിഡേഷനിൽ വരുന്നതാണ്. നമ്മുടെ കലോട്രോപ്പിസ്, എരിക്ക് കലോട്രോപ്പിസ് എടുക്കുമ്പോൾ കലോട്രോപ്പിസിൽ എന്താണ്, കലോട്രോപ്പിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ നമുക്ക് കാണാൻ പറ്റും, ഗ്ലൈക്കോസൈഡ്സ് കാണാം. ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ യൂഷ്വലി ആനിമൽസ് ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകില്ല. കാരണം എന്താണ്, കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് പണി കിട്ടും എന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവർ കഴിക്കാറില്ല. യെസ്, ഇനി കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ആലോചിക്കുക. കോമ്പറ്റീഷനിൽ ചോദിക്കാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെയിം സ്പീഷീസ് മാത്രമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ എക്സാമ്പിൾ എഴുതുക. നമ്മുടെ ഫ്ലെമിംഗോസും അതേപോലെ തന്നെ നമ്മുടെ ഫിഷസും, നമ്മുടെ അമേരിക്കൻ ലേക്സിൽ കാണുന്ന ഫ്ലെമിംഗോസും അതേപോലെ ഫിഷസും രണ്ട് സ്പീഷീസ് ആണ്. പക്ഷെ രണ്ടുപേരും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സൂ പ്ലാങ്ക്ടൻസ് തന്നെയാണ്. രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യുന്നത് ഈ സെയിം സൂ പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാണുന്ന ചെറിയ ഇൻസെക്ട്സ്, ഓക്കെ, കുഞ്ഞു ഇൻസെക്റ്റുകളാണ് നമ്മൾ സൂ പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്പീഷീസും സംഭവം 2 ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഇവർ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യുന്നത് ഒരേ സൂ പ്ലാങ്ക്ടൻസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ, നമ്മുടെ അബിങ്ടൺ ടോട്ടോയ്സും നമ്മുടെ ആടും, ഇതും എന്താണ്, കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഒരാൾ ഇങ്ങേരെ അങ്ങ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഇയാൾ വന്നതോടുകൂടി ഇയാൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. അതും എന്താണ്, കോമ്പറ്റീഷന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പാരസൈറ്റിസം ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മുടെ കസ്ക്യൂട്ട എന്ന് പറയുന്നത് എന്താണ്, കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എൻഡോ പാരസൈറ്റ്, ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന എൻഡോ പാരസൈറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല, മിസ് ജസ്റ്റ് ഫോട്ടോ വെച്ചു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ
നമ്മുടെ ബ്രൂഡ് പാരസൈറ്റിസം അല്ലെ. ഏകദേശം കാണാനൊക്കെ ഒരേപോലെ, വലിയൊരു വ്യത്യാസമൊന്നുമില്ല. കാക്കയ്ക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, നമുക്ക് ഇങ്ങനെ അറിയുന്നതുകൊണ്ട് കണ്ടാൽ മനസ്സിലാവും, പക്ഷെ കാക്കയ്ക്ക് മനസ്സിലാവില്ല ഇത് കാക്കയുടെ മുട്ടയല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്ടോപാരസൈറ്റിസം, എൻഡോപാരസൈറ്റിസം, ബ്രൂഡ് പാരസൈറ്റിസം. യെസ്, ഇനി കമൻസാലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ഒരാൾക്ക് പോസിറ്റീവും മറ്റേ ആൾക്ക് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. അതിന് നമ്മൾ പറഞ്ഞു അല്ലെ, ഈ പ്ലാന്റ്സ് എന്താണ്, ഓർക്കിഡുകൾ. നമ്മുടെ മരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഓർക്കിഡുകളൊക്കെ വളരുന്നത് കാണാം. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവർ മരത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ദോഷമൊന്നും ചെയ്യുന്നില്ല, മരത്തിൽ നിന്ന് ന്യൂട്രിയൻസോ കാര്യങ്ങളൊന്നും അബ്സോർബ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. അവനവന് വേണ്ട സംഭവങ്ങളൊക്കെ, അവനവന് വേണ്ട സാധനങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ എന്താണ്, കഴിക്കാനുള്ള സ്പേസ് അല്ലെ, അവർക്ക് നിൽക്കാനുള്ള സ്പേസും സ്ഥലമൊക്കെ ആര് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പോസിറ്റീവാണ്. പ്ലാന്റിന് ഇവരുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല, പ്രത്യേകിച്ച് ദോഷവുമില്ല. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്, ഓർക്കിഡ്സ് ആസ് എപ്പിഫൈറ്റ് അല്ലെ, പലതരത്തിലുള്ള ഓർക്കിഡ്സ് എന്താണ്, എപ്പിഫൈറ്റുകളായിട്ട് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ വളരുന്നുണ്ടായിരിക്കും. അതെന്താണ്, അത് കമൻസാലിസ് ആണ്. കാരണം അത് പ്ലാന്റിന് പ്രത്യേകിച്ച് അങ്ങനെ ഗുണവും ദോഷവും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ട സംഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ വെയിൽസും ബർണക്കിൾസ് എന്ന് പറയുന്നത് ചെറിയ ആർത്രോപോഡ്സ് ആണ്. ഓക്കെ, ആർത്രോപോഡ്സ് ആണ് ഈ ബർണക്കിൾസ് എന്ന് പറയുന്നത്. അവർ ഈ വെയിലിന്റെ ശരീരത്തിന്റെ മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഈ വെയിലിന്റെ വലിയ ശരീരം ആയതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇങ്ങനെ സേഫ് സ്പേസിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. വെയിലിന് അവർ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമോ ഗുണമൊന്നുമില്ല, പക്ഷേ ബർണക്കിൾസിന് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ വെയിൽ നോക്കിക്കോളും. ഇനി നമ്മൾ പറഞ്ഞ കാറ്റിൽ ആൻഡ് എഗ്രെറ്റ് അല്ലെ, കാറ്റിലും അതേപോലെ തന്നെ കാറ്റിൽ എഗ്രെറ്റും, അത് രണ്ടും എന്താണ്, കമൻസാലിസ് ആണ്. പിന്നെ അതേപോലെ തന്നെ സീ ആനിമോണും ക്ലൗൺ ഫിഷും, സീ ആനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്, ഇതും എന്താണ്, ക്ലൗൺ ഫിഷ്, ഇവരും കമൻസാലിസം ആണ്. കാരണം എന്താണ്, ഈ സീ അനിമോണിന് എന്താണ്, അവരുടെ ഇങ്ങനെ സ്റ്റിങ്ങിങ് ആയിട്ടുള്ള ഈ സാധനം ഇങ്ങനെ കുത്തും. അപ്പോൾ എന്താണ്, ആരെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ അത് കുത്തും എന്ന് ഉള്ളത് കൊണ്ട് നമ്മുടെ ക്ലൗൺ ഫിഷ് അതിൻ്റെ അകത്ത് ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കും. ക്ലൗൺ ഫിഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് സീ അനിമോണിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മുടെ ക്ലൗൺ ഫിഷിന് നല്ല സുഖമാണ്, അവിടെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസോ കിട്ടും, ആരും അറ്റാക്ക് ചെയ്യാനൊന്നും വരില്ല. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മ്യൂച്വലിസം നമ്മൾ പറഞ്ഞു, ഓഫ്രിസ് ഓർക്കിഡിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് മിസ്റ്റർ ടെക്സ്റ്റിൽ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പിക്ചറും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, അത് ഏതിലാണ് വരുന്നത് എന്നും ആലോചിച്ച് വെക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ള. ഇനി ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി നാളെ രാവിലെ നോക്കും. ഓക്കെ, ബാക്കി ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് ഒന്നും കൂടി പറയാം. ഒന്ന് നമ്മുടെ പോപ്പുലേഷൻ അല്ലെ, എക്സ്പാൻഡിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണോ, സ്റ്റേബിൾ പോപ്പുലേഷൻ ആണോ, ഡിക്ലൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണോ, അത് അറിഞ്ഞിരിക്കുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, മോർട്ടാലിറ്റി, നേറ്റാലിറ്റി, അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ലോജിസ്റ്റിക് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, വെരി ഇമ്പോർട്ടൻറ്റ്, അതും ചോദിക്കാറുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ഈ പറയുന്ന പോപ്പുലേഷൻ ഇൻട്രാക്ഷനിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ഓരോ എക്സാമ്പിൾസ് ആസ് സച്ച് ഓരോ ഇൻട്രാക്ഷനും ഒരാളെ പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഒരാളെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നതും കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ആ ഇൻട്രാക്ഷൻസും കൂടി കഴിഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തു. ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഒന്നും ചോദിക്കില്ല വേറെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മിസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാർ വന്ന് ബാക്കി നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി തരും. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സാറിന് ഒരു വെൽക്കം ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എടുക്കാനായിട്ട് സാറ് വരികയാണ്. അപ്പോൾ മിസ് ഇറങ്ങുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓൾ, ഹായ് ഓൾ. സോ നമ്മളുടെ ബോട്ടണിയുടെ ക്ലാസ്സിലൊക്കെ മിസ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ സുവോളജിയാണ് നോക്കാൻ പോകുന്നത്. നമുക്കിനി നോക്കാനുള്ളത് സുവോളജിയാണ്. അപ്പോൾ നിങ്ങൾ ബോട്ടണിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ചല്ലോ അല്ലേ, മിസ്സും ടീച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ. ഇനി നമുക്ക് സുവോളജിയിലോട്ട് പോവാം അല്ലേ. നമുക്കറിയാം, നമുക്ക് സുവോളജിയിൽ 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അല്ലേ. യെസ്, റിൻഷ, സെൻഹ, ഫിയ, നസ്രിൻ, ഹായ് ഓൾ, ഹായ്. ഓക്കെ, സോ നമുക്ക് സുവോളജിയിൽ 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അല്ലേ. അത് ഫസ്റ്റിൽ നമ്മുടെ ടേം 1 വരുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ശേഷം നമ്മൾ ടേം 2 വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടേമിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ്. ഒന്ന് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മറ്റൊന്ന് എവല്യൂഷൻ ആൻഡ് ഫൈനലി ഹെൽത്ത് ആൻഡ് ഡിസീസ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ 3 ചാപ്റ്റേഴ്സിനായിരിക്കും മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആദ്യം പറഞ്ഞ 3 ചാപ്റ്റേഴ്സിനും ഒരു 20% ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ആണ്. ആ ചാപ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ. ഓൾമോസ്റ്റ് 10 മാർക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ആൾസോ വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്
മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ നോക്കിയാലോ? ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. സുവോളജിയിൽ നിങ്ങൾക്ക് 1/3 സുവോളജീന്റെ 1/3 മാർക്ക് ഈ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ കിട്ടും. അപ്പൊ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പാടില്ല? മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സുവോളജി നല്ല പേടിയുണ്ട് എക്സാം എഴുതാന്ന് പറയുന്നുണ്ട്. ഒട്ടും പേടിക്കേണ്ട. ഈ ലൈവ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പേടിയും പോകും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഷുവർ ആണ്. യെസ് അഷ്മിത്, സെൻഹ, ആതിര, റിൻഷ, ആൽഫി അല്ലേ? സോ എല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് എന്ത് ചെയ്യാം? മോളിക്കുലാർ ബേസിസ് അടിപൊളിയായിട്ട് പഠിക്കാം അല്ലേ? സോ എന്താണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? നമ്മൾ തൊട്ട് മുന്നേ ചാപ്റ്ററിൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിക്കും. വാട്ട് ഇസ് മീൻ ബൈ ഇൻഹെറിറ്റൻസ് അല്ലേ? നമുക്ക് ഒരു ജനറേഷനിൽ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യും അല്ലേ? നമ്മുടെ പാരന്റ്സ് നിന്ന് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ആ ഇൻഹെറിറ്റൻസ് സാധ്യമാക്കുന്ന മോളിക്യൂൾ അഥവാ നമ്മുടെ DNA നിങ്ങൾ കേട്ടിട്ടില്ലേ? DNA എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ആ DNA കുറിച്ചും ആ DNA ജീനുകളുടെ എക്സ്പ്രഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ, നമ്മൾ ഈ സെഷൻ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ ബമ്പർ ലൈവ് മാരത്തോൺ ആണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിന് നാളെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? സെൻഹ, നസ്രീൻ, ശ്രീശരൺ, റിൻഷ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. എക്സ്പാൻഡ് ദ ടേം DNA. എല്ലാവർക്കും അറിയില്ല എന്താ DNA? എക്സ്പാൻഡ് ദ ടേം DNA അറിയാലോ? എന്താ DNA? ചില ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് ആണ് വരും അല്ലേ? ന്യൂക്ലിക് ആസിഡ് 2 ടൈപ്പ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്? ഒന്ന് DNA ആണ്, മറ്റേ ന്യൂക്ലിക് ആസിഡ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എക്സ്പാൻഡ് ദ ടേം DNA എന്നാണ് അല്ലേ? ഹൂ പ്രപ്പോസ്ഡ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA? DNAയുടെ 2 ഹെലിക്സ് ഉള്ള നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ല, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഈ ഒരു മോഡല് പ്രപ്പോസ് ചെയ്ത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ പ്രപ്പോസ്ഡ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA? നിങ്ങൾക്ക് അറിയാൻ പറയാൻ പറ്റുമോ ആരാണല്ലേ? യെസ്, RNA ആണല്ലേ? DNA ആണ്ട് RNA ആണ് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്. ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്ത ആരാണ്? ചോദ്യം. ആൻസർ എന്താടാ? ഒന്ന് പറഞ്ഞേ, ആരാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത്? നമുക്ക് നോക്കാം ആരാ പറയുന്നതെന്ന്. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. നൈട്രജൻ ബേസസ് ഇൻ DNA. നിങ്ങൾക്ക് അറിയില്ലടാ, നൈട്രജൻ ബേസസ് 2 ടൈപ്പ് ഇല്ലേ? ഏതൊക്കെയായിരുന്നു 2 ടൈപ്പ്? പ്യൂരിൻസും ഉണ്ട് അല്ലേ? പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട്. പിരമിഡിൻസും ഇതിൽ പ്യൂരിൻസ് AG ആണ്, പിരമിഡിൻസ് കട്ടാണ്. AG എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസ് കട്ട്, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. അറിയാലോ എല്ലാവർക്കും. സോ നൈട്രജൻ ബേസസ് ഇൻ DNA എസ് റാനിയ റഹ്മാൻ, വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ? വാട്സണും ക്രിക്കും, വട്ടനും കിർക്കനും നമ്മൾ പറയും അല്ലെ? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അല്ലെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത് 1953 എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഒന്ന് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചും നൈട്രജൻ ബേസിനെ കുറിച്ചും ചോദിക്കാം. നൈട്രജൻ ബേസ് 5 എണ്ണം, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. ഇതിൽ DNA കാണുന്ന ഏതൊക്കെയാണ്? അതാണ് ക്വസ്റ്റ്യൻ, നോട്ട് RNA. DNA കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. DNA കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ് DNA കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? DNA നമുക്കറിയാം അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. DNA ആണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ആണ്. RNA ആണെങ്കിൽ നമുക്കറിയാം RNA തൈമിന് പകരം എന്താ ഉണ്ടാവുക? യുറാസിൽ ആണ് ഉണ്ടാവുക. RNA വരുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ ആണ്. DNA വരുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ആണ് അല്ലെ? ATGC. വെരി ഗുഡ്. ATGC എന്നാണ് നമ്മൾ കോഡ് പഠിച്ചിട്ടുള്ളത്. യെസ് വെരി ഗുഡ് റാനിയ, സെൻഹ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മൾ ഓരോ ടോപ്പിക്കിലും അതിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോട്ടോ. ആ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിരിക്കും. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കാൻ സമയമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ടോപ്പിക്സ് ഒക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ ഓഡ് വൺ, റൈറ്റ് എ കോമൺ ഫ്യൂച്ചർ ഓഫ് ദി അതർ. ഒന്ന് പറഞ്ഞേ. സൈറ്റിഡിൻ ഉണ്ട്, അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് നമുക്ക് പറയണം അല്ലേ? നമുക്കറിയാം, നോക്കിത് ബേസ് ആണ്, നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേർന്നാൽ എന്തുണ്ടാകും? ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോസൈഡും
ഫോസ്ഫേറ്റും കൂടി ചേർന്നാൽ, ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. ന്യൂക്ലിയോടൈഡ് അല്ലേ? ന്യൂക്ലിയോസൈഡ് നമുക്ക് പറയാം, ന്യൂക്ലിയോസൈഡ് അല്ലേ? ന്യൂക്ലിയോ N എന്ന് വെച്ചാൽ നൈട്രജൻ ബേസ്, സൈഡ് S എന്ന് വെച്ചാൽ ഷുഗർ. ന്യൂക്ലിയോസൈഡ് നൈട്രജൻ ബേസും ഷുഗറും. ന്യൂക്ലിയോടൈഡിലോട്ട് വരുമ്പോഴോ നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടെ വരും. നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടി വരും. ഓക്കെ, സോ നോക്കടാ, എന്താ പറഞ്ഞ ആൻസർ പറഞ്ഞ? സൈറ്റിഡിൻ എന്നാ പറഞ്ഞ. സൈറ്റിഡിൻ എന്നാണ് ആൻസർ പറയുന്നത് അല്ല. സൈറ്റിഡിൻ എന്തുകൊണ്ടാ സൈറ്റിഡിൻ ഓട് വണ്ണായത്? ബിക്കോസ് സൈറ്റിഡിൻ എന്താണ്? ന്യൂക്ലിയോസൈഡ് ആണ് അല്ലേ? ന്യൂക്ലിയോസൈഡ് ആണ് അല്ലേ? അതേപോലെ അഡിനിനും തൈമിനും ഗ്വാനിനും ഒക്കെ എന്താ? നൈട്രജൻ ബേസാ അല്ലെ? സൈറ്റിഡിൻ എന്ന് വെച്ചാൽ ആരാ? സൈറ്റോസിനും റൈബോസും കൂടി ചേർന്നതാണ് സൈറ്റിഡിൻ. ന്യൂക്ലിയോസൈഡിന്റെ പേരൊക്കെ അറിയില്ലേ? അഡിനിനും ഷുഗറും ആണെങ്കിൽ അഡിനോസിൻ എന്ന് പറയും, ഗ്വാനിനും ഷുഗറും ആണെങ്കിൽ ഗ്വാനോസിൻ എന്ന് പറയും, സൈറ്റോസിനും ഷുഗറും ആണെങ്കിൽ സൈറ്റിഡിൻ എന്ന് പറയും, തൈമിനും ഷുഗറും ആണെങ്കിൽ തൈമിഡിൻ എന്ന് പറയും, ആൻഡ് യുറാസിലും ഷുഗറും ആണെങ്കിൽ യുറിഡിൻ എന്ന് പറയും. പിരിമിഡിൻ അല്ലേ? അപ്പൊ പിരിമിഡിന്റെ ഒക്കെ പേര് ഇഡിൻ എന്നാ വരാ. സൈറ്റിഡിൻ, തൈമിഡിൻ ആൻഡ് യുറിഡിൻ. ഇനി പ്യൂരിൻസ് ആണെങ്കിലോ അഡിനോസിൻ, ഗ്വാനോസിൻ. അപ്പൊ അതാണ് ന്യൂക്ലിയോസൈഡിന്റെ പേര്. ഇനി ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നാൽ അത് എന്തായിട്ട് മാറും? അത് ന്യൂക്ലിയോടൈഡായിട്ട് മാറും. ന്യൂക്ലിയോടൈഡിന്റെ പേര് എങ്ങനെയായിരിക്കും? അഡിനിൻ വരുന്ന ന്യൂക്ലിയോടൈഡിന്റെ പേരെന്തായിരിക്കും? അതിൽ ആരൊക്കെ ഉണ്ടാവും? അഡിനിനും ഷുഗറും ഫോസ്ഫേറ്റും വരും അല്ലെ? അതിന്റെ പേരെന്തായിരിക്കും? അഡിനൈലിക് ആസിഡ് എന്നാ പറയാ അല്ലെ? അഡിനൈലിക് ആസിഡ്. ഗ്വാനിൻ ആണെങ്കിലോ ഗ്വാനൈലിക് ആസിഡ്, സൈറ്റോസിൻ ആണെങ്കിലോ സൈറ്റിഡിലിക് ആസിഡ്, തൈമിഡിൻ ആണെങ്കിലോ തൈമിഡിലിക് ആസിഡ്, യുറാസിൽ ആണെങ്കിൽ യുറിഡിലിക് ആസിഡ്. സിമ്പിൾ അല്ലേ? ടെർമിനോളജി സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കാം. ന്യൂക്ലിയോടൈഡിന്റെ പേരും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് ചോദിക്കാവുന്ന കാര്യമാണ്. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ഒരു പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം, നിങ്ങൾ പണ്ട് +1 ബയോമോളിക്യൂൾ ഇത് പഠിച്ചതാണ് അല്ലേടാ? ആൽഫി, സായുജെ, സൻഹ. ഓക്കെ അല്ലേ? അപ്പൊ ആ പേര് പഠിച്ചൂടെ? ന്യൂക്ലിയോസൈഡിന്റെയും ന്യൂക്ലിയോടൈഡിന്റെയും പേര് പഠിച്ചൂടെ? ഇനി ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നുണ്ടാകുന്ന പോളി ന്യൂക്ലിയോടൈഡ് ചെയിനാണ് ന്യൂക്ലിക് ആസിഡ് അല്ലെ? കുറെ ന്യൂക്ലിയോടൈഡുകൾ ഇവിടെ നോക്കുക. ഇത് ഒരു ന്യൂക്ലിയോടൈഡാണ്, ഇത് അടുത്ത ന്യൂക്ലിയോടൈഡാണ്. ഇങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നുണ്ടാകുന്ന പോളിമറാണ് ന്യൂക്ലിക് ആസിഡ്. അഥവാ നമ്മൾ പറയും ഇതൊരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ്. പോളി മീൻസ് മെനി അല്ലെ? സോ ന്യൂക്ലിക് ആസിഡ് എന്താണ്? ന്യൂക്ലിക് ആസിഡ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ്. എങ്ങനെയാണ് ഈ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്നറിയോ? ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഐഡന്റിഫൈ ദ ബോണ്ട് ABCD. എവിടേക്കാ ABCD നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? A ഇവിടെയാണ്, A ഇതാണ്, B ഇതാണ്, C ഇതാണ്, D. ഞാൻ പറയാം ഏതൊക്കെ ബോണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലടാ റാനിയ റഹ്മാൻ, A എന്താ നോക്കിക്കേടാ? ബേസ്, ഇവിടെ 2 ബേസ്, ഇവിടെ അഡിനിനും ഉണ്ട് തൈമിനും ഉണ്ട്. ബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട്, ബേസ് പെയറിംഗ് സാധ്യമാക്കുന്ന ബോണ്ട് ഏത് ബോണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ട്. ബി എന്താ നോക്കിക്കേ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ അല്ലെ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ഷുഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട്, ബോണ്ടിന്റെ പേരെന്താ? യെസ് റിൻഷ, വെരി ഗുഡ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. നെക്സ്റ്റ് വൺ എന്താ നോക്കടാ? 2 ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട്. നമ്മൾ പറഞ്ഞു ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇത് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 അരമാർക്ക് ഉണ്ടോ? ഇത് രണ്ടിനെ ബന്ധിപ്പിക്കുന്ന ഈ ബോണ്ടിന്റെ പേരാണ് ചോദ്യം. ഈ ബോണ്ടിന്റെ പേരെന്താ? ഓപ്ഷൻ സി. വെരി ഗുഡ്. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാ പറയാ അല്ലെ? എന്താ പറയാ? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാണ് പറയാ. ഇനി ഡി കൂടെ കിട്ടിയാൽ മതി. ഡി എന്താടാ? നൈട്രജൻ ബേസിനെയും ഷുഗറിനെയും ബന്ധിപ്പിക്കുന്ന ബോണ്ട്. ഷുഗറും ബേസും ബന്ധിപ്പിക്കുന്ന ബോണ്ടാണ് ഡി. എന്താ ബോണ്ടിന്റെ പേര്? യെസ് വെരി ഗുഡ്.
ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ ഈ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിക് ആസിഡിലുള്ള എല്ലാ ബോണ്ടും പഠിച്ചു കഴിഞ്ഞു അല്ലേ? നോക്കൂ, ബേസ് പെയറിംഗ് നടന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട്. ഷുഗറും ബേസും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഷുഗറും ഫോസ്ഫേറ്റും ബന്ധിപ്പിക്കുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ബോണ്ടിന്റെ പേരുകൾ പഠിച്ചിരിക്കണേ. ഓക്കെ അല്ലേ? സോ ആ ഒരു ഡയഗ്രാം, ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നാളെ എക്സാമിന് കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, റൈറ്റ് എനി സാലിയന്റ് ഫീച്ചേഴ്സ്, write any 2 or 3 salient features of double helix model of DNA. ഡബിൾ ഹെലിക്സ് മോഡലിന്റെ ആരെ പ്രപ്പോസ് ചെയ്ത വാട്സണും ഗ്രീക്കും ആ മോഡലിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ എഴുതാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്ത് എഴുതാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പോയിന്റുകൾ നോക്കാം. DNA കുറിച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എഴുതാൻ ചോദിക്കാം. 2 3 ഒക്കെ ചോദിക്കുള്ളൂ, അതിൽ കൂടുതലും ചോദിക്കില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതും? ഒന്ന് ഏറ്റവും സിമ്പിൾ എന്താണ്? ഒന്ന് DNA എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലെ? 2 സ്ട്രാൻഡ് അല്ലേ? ഡബിൾ സ്ട്രാൻഡ് അല്ലേ? രണ്ടാമത്തെ എന്താണ്? DNA 2 സ്ട്രാൻഡുകൾ ആന്റി പാരലൽ ആണ്. 2 സ്ട്രാൻഡുകൾ ആന്റി പാരലൽ ആണ്. വാട്ട് ഇസ് മീൻ ബൈ ആന്റി പാരലൽ? പാരലൽ ആണ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒരാൾ 5' to 3' ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് 3' to 5' ആയിരിക്കും അല്ലെ? അതാണ് ആന്റി പാരലൽ എന്ന് നമ്മൾ പറയും അല്ലെ? ആൻഡ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 2 polynucleotide chains എന്ന് പറയുന്നുണ്ട് സെൻഹ. വെരി ഗുഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡബിൾ സ്ട്രാൻഡ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ബേസ് പെയറിംഗ് ഉണ്ട് അല്ലെ? ബേസ് പെയറിംഗ് ഉണ്ടാവും. ബേസ് പെയറിംഗ് ബൈ ഹൈഡ്രജൻ ബോണ്ട് ആണ്. നമുക്കറിയാം ബേസ് പെയറിംഗ് ബൈ ഹൈഡ്രജൻ ബോണ്ട് ആണ്. ദെൻ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ? റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ 4 പോയിന്റ് എഴുതി. ഇനി നമുക്ക് വേറൊരു കാര്യം എഴുതാൻ പറ്റും അല്ലെ? എന്താണ്? അഡിനിൻ പെയർ വിത്ത് തൈമിൻ ആണ് യൂസിങ് 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ ആണ് യൂസിങ് 3 ഹൈഡ്രജൻ ബോണ്ടും. ഇതൊക്കെ അറിയാലോ. ഇതിൽ ഏതെങ്കിലും 2 3 ഒക്കെ എഴുതാനേ ചോദിക്കുള്ളൂ. അപ്പൊ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞത്, അത് നമുക്ക് എന്താ പറ്റും? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ദ റേഷ്യോസ് അല്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക അല്ലേ? അങ്ങനെ നമ്മുടെ ക്ലാസ്സിലോട്ട് കൂടുതൽ ആളുകൾ കിട്ടെ. എല്ലാവരും പഠിക്കട്ടെ. ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇത് 1/3 ഓഫ് സുവോളജി കിട്ടുന്ന ചാപ്റ്റർ ആണ്. ചില്ലറ കാര്യമല്ല. ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ 1. നമ്മൾ പറഞ്ഞില്ലേ A is equal to T ആയിരിക്കും, G is equal to C ആയിരിക്കും. എത്ര അഡിനിൻ ഉണ്ടോ അത്രയും തൈമിൻ ഉണ്ടാവും. എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും സൈറ്റോസിനും ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? A+G/T+C is equal to 1 ആണെന്നൊക്കെ പറയും. ഇത് ആരുടെ റൂളാണ്? ഹൂ ഒബ്സർവ്ഡ് ദിസ് ഫാക്ട്? ഈ റൂള് ആരുടേതാണെന്നാണ് ചോദ്യം. ഇതിനൊരു പേരുണ്ട്. ഈ റൂളിന് ഒരു പേരുണ്ട് അല്ലേ? A equal to T and G equal to C എന്ന് പറയുന്ന റൂളിന് ഒരു പേരുണ്ട്. ആ പേരാണ് ചോദ്യം അല്ലേ? ആ പേര് വെച്ച് നമുക്ക് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പൊ പേര് ആരാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. ഞാൻ ആ സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ തരും അഡിനിൻ ഈസ് ഈക്വൽ ടു 30% ആണ്. DNA അഡിനിൻ ഈസ് ഈക്വൽ ടു 30% ആണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്വാനിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടാകും, സൈറ്റോസിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടാകും, തൈമിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടാകും? ഇതായിരിക്കും ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് റൂളിന്റെ പേര് കിട്ടിയോ? എവിടെയാണ് ആ റൂളിന്റെ പേര് കാണുന്നില്ലല്ലോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഈ റൂളിന്റെ പേര്? യെസ് നോക്കൂ, അഡിനിൻ 30% ആണെങ്കിൽ അഡിനിൻ ഈക്വൽ ടു തൈമിൻ അല്ലേ? തൈമിനും 30% ആണ്. അഡിനിനും തൈമിനും കൂട്ടിയാൽ തന്നെ 60% ആയില്ലേ? ബാക്കി G+C എത്രയായിരിക്കും? G+C 40% ആണ്. മീൻസ് G is equal to 20% ആണ്, C is equal to 20% ആണ്. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ ന്യൂമറിക്കൽ ചിലപ്പോൾ ഈ ചാപ്റ്ററിന് ചോദിച്ചേക്കാവുന്നതാണ്. യെസ്, വെരി ഗുഡ് ഫിയ. ഇറ്റ് ഇസ് എർവിൻ ഷർഗാഫ് അല്ലെ? ഷർഗാഫ് റൂൾ എന്നാണ് പറയാ. എന്താ പറയാ? ഷർഗാഫ് റൂൾ എന്നാണ് പറയാ. എർവിൻ ഷർഗാഫിന്റെ റൂളാണ് ഷർഗാഫ് റൂൾ എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ പേര് പഠിച്ചേക്കണേ. ആരാണ്? ചർഗാഫ് എന്ന് എഴുതാ അല്ലെ? നമ്മൾ പറയുമ്പോ ഷർഗാഫ് എന്നാ പറയാ. എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താ? ചർഗാഫ് അല്ലെ? ചാർജ് എന്ന് ഓർത്ത് വെക്ക. ചർഗാഫ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ചർഗാഫ് റൂൾ എന്നാ പറയാ. വെരി ഗുഡ് റിൻഷ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. നമ്മളപ്പോൾ ആ ഒരു DNA സ്ട്രക്ചറിന് പോകുന്നത്. അവിടെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? നൈട്രജൻ ബേസിന്റെ പേര്, ന്യൂക്ലിയോസൈഡിന്റെ പേര്, ന്യൂക്ലിയോടൈഡിന്റെ പേര്, then അവിടെ കാണുന്ന ബോണ്ടുകളുടെ പേര്,
പിന്നെ നമുക്ക് അഡീഷണലി പഠിക്കാൻ പറ്റുന്ന ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA സാലിയൻ ഫീച്ചേഴ്സ്, അത് പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേര് ഷർഗാഫ് റൂള്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് വിത്ത് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത വലിയ ചാപ്റ്റർ ആണ്, ഭയങ്കര വെയിറ്റേജ് ഉണ്ട്, എല്ലാ ടോപ്പിക്കിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്ത് 3 എക്സ്പെരിമെന്റ് പഠിച്ചില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ 3 എക്സ്പെരിമെന്റ്? ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഓർമ്മയില്ലേ? ഒരു എലീനെ കൊല്ലുന്ന എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ഇത് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. ദിസ് എക്സ്പെരിമെന്റിന്റെ പേര് എന്തായിരുന്നു? ഗ്രിഫിത്ത് ആണ് കണ്ടുപിടിച്ചല്ലേ, ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാ. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അപ്പൊ ആളുകളുടെ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റ് നടത്തിയ ആൾ ഫ്രെഡറിക് ഗ്രിഫിത്ത്. എന്തിലാണ് നടത്തിയത്? ബാക്ടീരിയയിലാണ്. യൂസിങ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ആൻഡ് എക്സ്പെരിമെന്റ് പേരെന്താ? ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ അല്ലെ, ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? അപ്പോ ഈ എക്സ്പെരിമെന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടല്ലോ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്ക് 2 സ്ട്രെയിൻസ് ഉണ്ട്. ഏതൊക്കെയാ? എസ് സ്ട്രെയിനും ആർ സ്ട്രെയിനും അല്ലേ. എസ് എന്ന് വെച്ചാൽ എന്താ? സ്മൂത്ത് ആണ്. ആർ എന്ന് വെച്ചാൽ റഫ് ആണ്. ഈ സ്മൂത്ത് സ്ട്രെയിൻ അല്ലെ, ആർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? റഫ് ആണ്. സ്മൂത്ത് സ്ട്രെയിൻ എന്തുണ്ടാക്കുന്നുണ്ട്? അസുഖം ഉണ്ടാക്കുന്ന ആളാണ്, അയാൾ വിറുലന്റ് എന്ന് പറയും. ആൻഡ് റഫ് സ്ട്രെയിൻ അസുഖം ഉണ്ടാക്കില്ല, അയാളെ നമ്മൾ നോൺ വിറുലന്റ് എന്ന് പറയും അല്ലേ. വിറുലന്റും നോൺ വിറുലന്റും. വിറുലൻസ് അസുഖം ഉണ്ടാക്കും അല്ലേ. വിറുലന്റ് ആണ് എസ് സ്ട്രെയിന്, നോൺ വിറുലന്റ് ആണ് ആർ സ്ട്രെയിന്. ഓക്കെ അല്ലേ നസ്രീൻ? ഓക്കെ അല്ലേ? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് സ്ട്രെയിൻ കുത്തിവെച്ചാൽ അല്ലെ, ആർ സ്ട്രെയിൻ കുത്തിവെക്കുന്നു. ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ആർ സ്ട്രെയിൻ കുത്തിവെച്ചാൽ മൗസ് ലീവിങ് ആണ് അല്ലെ, മൗസ് ചാവുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ എസ് സ്ട്രെയിൻ കുത്തിവെക്കുന്നു, അപ്പൊ മൗസ് ഡൈസ് അല്ലെ, എലി ചത്തു പോകുന്നു. ബിക്കോസ് ആർ സ്ട്രെയിൻ വന്നാൽ എസ് സ്ട്രെയിൻ വന്നാൽ എന്തുണ്ടാവും? അസുഖം ഉണ്ടാവും. മൂന്നാമത് ഹീറ്റ് കിൽഡ് എസ് അല്ലെ, നോർമൽ എസ് കുത്തിവെച്ചാൽ എലി ചാവും. അപ്പൊ ഹീറ്റ് കിൽഡ് എസ് കുത്തിവെച്ചാലോ? അപ്പൊ എലി ചാവുന്നില്ല, മൗസ് ലിവ്സ് ആണ്. ഇനി ഒരു 4ാമത്തെ എക്സ്പെരിമെന്റ് എന്താ നോക്കൂ. നമ്മള് റഫ് സ്ട്രെയിൻ അസുഖം ഉണ്ടാക്കാറില്ല. അതുപോലെ ഹീറ്റ് കിൽഡ് ആർ സ്ട്രെയിൻ, റഫ് സ്ട്രെയിനും ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും രണ്ടും അസുഖം ഉണ്ടാക്കാത്ത ആളുകളല്ലേ. അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർത്ത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകുമോ? യെസ്, അസുഖം ഉണ്ടാകും. ആ മൗസ് എലി ചത്തുവോ? ആ എലി ചത്തുവോ? എന്തുകൊണ്ടാണ് ചാവുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലേ? സോ ഫിയ ചോദിക്കുന്നുണ്ട്, സാർ പാക്കേജിംഗ് ഓഫ് DNA ഒന്ന് പറയൂ. യെസ്, പറയാം. നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ടാണ് പോകുന്നത്, ചാപ്റ്ററിന്റെ ഓർഡറിൽ ടോപ്പിക് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും പറയൂട്ടോ. സോ ഇവിടെ എന്തുകൊണ്ടാണ് മൗസ് ചത്തത് നോക്കൂ. ആർ സ്ട്രെയിനും അസുഖം ഉണ്ടാക്കില്ല, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും അസുഖം ഉണ്ടാക്കില്ല, നമ്മൾ കണ്ടില്ലേ. പിന്നെ എന്തുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊടുത്തപ്പോൾ അസുഖം ഉണ്ടാക്കി? എന്തുകൊണ്ട് എലി ചത്തു? എലി ചത്തതിന് സമാധാനം പറയണം. എലി ചത്തതിന് സമാധാനം പറയണം. എന്തുകൊണ്ടാണ് എലി ചത്തത് പറയൂ. നമ്മൾ പറയാം അല്ലേ. നമ്മൾ നോക്കൂ, എന്തുകൊണ്ടാണ് എലി ചത്തത്? നമ്മുടെ ഹീറ്റ് കിൽഡ് എസ് അല്ലേ, ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് എന്തോ ഒരു സാധനം ആർ സ്ട്രെയിനിലോട്ട് പോയി. ഫോർ എക്സാമ്പിൾ ഈ റെഡ് കളറിൽ വരച്ചത് നമ്മളുടെ ഹീറ്റ് കിൽഡ് എസ് ആണ്, ആൻഡ് ഇവിടെ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നത് ആർ സ്ട്രെയിൻ ആണ്. ഹീറ്റ് കിൽഡ് എസിൽ നിന്നും സംതിങ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ആർ സ്ട്രെയിൻ. അങ്ങനെ ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് എന്തോ ഒരു സാധനം ആർ സ്ട്രെയിന് കിട്ടിയപ്പോ ആർ സ്ട്രെയിൻ എന്തായിട്ട് മാറിയടാ? ആർ സ്ട്രെയിന് എസ് സ്ട്രെയിൻ ആയിട്ട് മാറിയതാണ്. ആർ സ്ട്രെയിന് എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. ആർ സ്ട്രെയിന് എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. ഒരാള് വേറൊരാളായിട്ട് മാറുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ അല്ലേ, നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? നോക്കൂ, ക്ലൈമാക്സ് വരെ അല്ലെ, ക്ലൈമാക്സ് വരെ പോലീസാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടറായിട്ട് വന്ന ആള് അവസാനം പറയൂലേ, ഞാൻ വെറും പോലീസല്ല, ഞാൻ ഏജന്റ് എക്സ് ആണെന്ന് പറഞ്ഞിട്ട് വരൂലേ. ട്രാൻസ്ഫോർമേഷൻ സീൻ നമ്മൾ പറയും ഇല്ലേ. അപ്പൊ ഒരാൾ വേറൊരായിട്ട് മാറുന്ന സീൻ ട്രാൻസ്ഫോർമേഷൻ സീൻ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? ഇവിടെ RS ആയിട്ട് മാറുന്നതാണ്. എന്തുകൊണ്ട് RS ആയിട്ട് മാറിയത്? ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് സംതിങ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ആർ സ്ട്രെയിൻ. അപ്പൊ RS ആയിട്ട് മാറി. RS ആയിട്ട് മാറുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് എന്തോ ഒരു സാധനം ആർ സ്ട്രെയിനിലോട്ട് വന്നതുകൊണ്ടാണ് RS ആയിട്ട് മാറിയത്. ആ പ്രോസസ്സിന്റെ പേരാണ്
ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്, ചാപ്റ്ററിന്റെ ഓർഡറിൽ നമ്മൾ പറയും. നമുക്ക് അടുത്ത പറയാനുള്ള DNA പാക്കേജിംഗ് ആണ് അല്ലെ. നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടോ. ഡോണ്ട് വറി സെൻഹ. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഈ ട്രാൻസ്ഫോർമേഷന് കാരണമായിട്ടുള്ള ബയോകെമിക്കൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് ആണ് അടുത്തത്. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ, ഓസ്വാൾഡ് അവേറി എക്സ്പെരിമെന്റ് എന്ന് പറയും അല്ലേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഹീറ്റ് കിൽഡ് എസ് എടുത്തില്ലേ? ഹീറ്റ് കിൽഡ് എസും ആറും കൂട്ടിച്ചേർത്തപ്പോഴല്ലേ വളരെ അസ്വാഭാവികമായിട്ട് അസുഖം ഉണ്ടായത്. അപ്പൊ ആ ഹീറ്റ് കിൽഡ് എസിനെ നമ്മളിതാ 3 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട് അല്ലെ. നോക്കൂ, 3 ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് കിൽഡ് എസ് എടുത്തിട്ടുണ്ട്. 1 2 3. നോക്കൂ, ഹീറ്റ് കിൽഡ് എസിന്റെ പ്രോട്ടീനും DNA-യും RNA-യും ആണ് ടെസ്റ്റ് ട്യൂബിലുള്ളത്. ഹീറ്റ് കിൽഡ് എസിന്റെ പ്രോട്ടീൻ ഉണ്ട്, RNA ഉണ്ട്, DNA ഉണ്ട്. ഇത് 3 ടെസ്റ്റ് ട്യൂബിലുള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്ത്? പ്രോട്ടീനേസ് ആഡ് ചെയ്തു. അപ്പൊ അതിലുള്ള പ്രോട്ടീൻ ഒക്കെ പോയി. പ്രോട്ടീൻ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് R സെൽ ആഡ് ചെയ്യുന്നു. R സെൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ SL ഉണ്ടാകുന്നുണ്ട്. അതിനർത്ഥം അവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കേസിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ പ്രോട്ടീൻ ഇല്ലെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതാണ് കൺക്ലൂഷൻ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കേസിൽ നമ്മൾ RNAs ആഡ് ചെയ്യുന്നു. അപ്പൊ RNA ഒക്കെ നശിച്ചു പോകുന്നു. നോ RNA. അപ്പോഴും R ആഡ് ചെയ്യുമ്പോൾ S കിട്ടുന്നുണ്ട്. അവിടെയും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ കേസിൽ നമ്മൾ DNAs ആഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ DNA ഇല്ലാണ്ടാകുന്നു. അപ്പൊ അവിടെ R സെൽ ആഡ് ചെയ്യുമ്പോൾ SL കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? DNA ഇല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കൂല. വിച്ച് മീൻസ് DNA ഈസ് ദ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഈ എക്സ്പെരിമെന്റ് എന്ത് മനസ്സിലായി? DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലായി. DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഈ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഓക്കെ അല്ലേ? സോ നമ്മൾ നോക്കുക, മൂന്നാമത്തെ എക്സ്പെരിമെന്റ് എന്താണ്? DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റോടുകൂടിയാണ് ഇറ്റ് ഈസ് ദ കൺഫർമേഷൻ ദാറ്റ് DNA is the genetic material. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ 2 ബാക്ടീരിയോഫേജിനെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഒരാളുടെ തീറ്റ, നമുക്ക് ബാക്ടീരിയോഫേജിന് തീറ്റ കൊടുക്കണമല്ലോ. ഒരാളുടെ തീറ്റ എന്താണെന്നറിയോ? ഒരാളുടെ തീറ്റ റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ്. ഒരാളുടെ തീറ്റ എന്താണ്? റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ്. ഓക്കെ, മറ്റേ ആളുടെ തീറ്റ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് 32 അല്ലേ? സൾഫർ പ്രോട്ടീൻ കോട്ടിന്റെ ഭാഗവും അതേസമയം ഫോസ്ഫറസ് DNA-യുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ടീരിയോഫേജ് ഗ്രോൺ ഇൻ റേഡിയോ ആക്റ്റീവ് സൾഫർ നോക്കുക. അതിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ്, റെഡ് കളർ കാണാൻ പറ്റുന്നില്ലേ? അതേസമയം DNA നോർമൽ ബ്ലാക്ക് ആണ്. ഇനി മറ്റേടത്ത് നോക്കുകയാണെങ്കിലോ അവിടെ DNA ആണ് റേഡിയോ ആക്റ്റീവ്, പ്രോട്ടീൻ കോട്ട് എന്താണ്? നോർമൽ ആണ്. അങ്ങനത്തെ 2 ടൈപ്പ് ബാക്ടീരിയോഫേജിനെ ഉണ്ടാക്കി. എന്നിട്ട് 2 ആളുകളെയും ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻഫെക്ഷൻ നടത്തുന്നു. ഇൻഫെക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം DNA ആണ് അകത്തോട്ട് വരുന്നത് അല്ലെ. DNA ആണ് ഇവിടെ അകത്തോട്ട് വരുന്നത്, കാണാൻ പറ്റും അല്ലെ. ഇവിടെ നോർമൽ DNA വന്നു, ഇവിടെ റേഡിയോ ആക്റ്റീവ് DNA വന്നു. ശേഷം നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്താൽ അതിനകത്ത് മിക്സ് ചെയ്യും. ആ ബാക്ടീരിയോഫേജും ആ ബാക്ടീരിയനെയും എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ശേഷം അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യാൻ മീൻസ് അതിനെ ഡെൻസിറ്റിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കൂടിയ ആൾ താഴെയും ഡെൻസിറ്റി കുറഞ്ഞ ആൾ മേലെയും വരും. അതായത് ഡെൻസിറ്റി കൂടിയത് ബാക്ടീരിയക്കും ഡെൻസിറ്റി കുറഞ്ഞത് വൈറസിനുമാണ്. ബാക്ടീരിയൽ പാർട്ട് താഴെ വരും, വൈറൽ പാർട്ട് മേലെ സൂപ്പർനേറ്റന്റിൽ വരും അല്ലെ. മേലെ സൂപ്പർനേറ്റന്റിൽ വരും. സോ യു ക്യാൻ സി ഫസ്റ്റ് കേസിൽ സൂപ്പർനേറ്റന്റിൽ എന്തുണ്ട്? സൂപ്പർനേറ്റന്റിൽ അഥവാ വൈറൽ പാർട്ടിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. അതേസമയം ബാക്ടീരിയൽ സെല്ലിൽ എന്തില്ല? റേഡിയോ ആക്ടിവിറ്റി ഇല്ല. സെക്കൻഡ് കേസിൽ ബാക്ടീരിയൽ സെല്ലിലാണ് റേഡിയോ ആക്ടിവിറ്റി ഉള്ളത്, സൂപ്പർനേറ്റന്റിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ല. ഇതിന് എന്ത് മനസ്സിലായി? ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ബാക്ടീരിയോഫേജിന്റെ DNA ആണ് പ്രോട്ടീൻ കോട്ട് അല്ല ഇൻഫെക്ട് ചെയ്യുന്നത്. DNA ആണ് പ്രോട്ടീൻ കോട്ട് അല്ല ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ആളുകൾ വിചാരിച്ചിരുന്നത് പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാ. പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ ബൈ ദിസ് എക്സ്പെരിമെന്റ് ഇറ്റ് ഈസ് കൺഫേംഡ് ദാറ്റ്
DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം ഈ ഡയഗ്രാം തന്നിട്ട് അത് ഫില്ലപ്പ് ചെയ്യാനാണ്. അപ്പൊ ഈ ഡയഗ്രത്തിൽ മൂന്ന് കാര്യം നോക്കുക. ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. ഈ 3 കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. അതായത് ഈ ഡയഗ്രാം തന്നിട്ട് ഈ 1ഉം 2ഉം 3ഉം അവിടെ മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എയ്തർ ഓഫ് ദം മിസ്സിംഗ് ആയിരിക്കും. അത് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? വിട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 3 ഹെഡിങ്സ് നോക്കുക. ആൾസോ ഇൻ അഡീഷൻ ഇവിടെ റേഡിയോ ആക്റ്റീവ് സൾഫറും റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും കൂടെ ജസ്റ്റ് നോക്കിയേക്കാം. ആ 4 കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരുപാട് ഡീപ്പ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ അത് മാത്രം പഠിച്ചേക്കാം. 3 സ്റ്റെപ്സ്: ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ. IBC. ഓക്കെ അല്ലേ? IBC ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 3 എക്സ്പെരിമെന്റ്സ് അല്ലേ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ആണ്. ലാസ്റ്റ് ഇയറിൽ പബ്ലിക് എക്സാമിന് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മിസ് ചെയ്യാൻ പാടില്ല. അടുത്തത് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്. ഇവിടെ ആരോ ചോദിച്ചു പാക്കേജിംഗ് ഇല്ലേ? പാക്കേജിങ്ങിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ പാക്കേജിംഗ്? നോക്കൂ, നമ്മുടെ DNA ലെങ്ത് എടുത്താൽ എത്രയാണ് DNA ലെങ്ത്? ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് DNA 3.3 × 10⁻⁹ ബേസ് പെയർ ആണ്. ഡിപ്ലോയിഡ് ആണെങ്കിൽ 6.6 × 10⁻⁹ ആണ്. ഇത്രയും ബേസ് പെയർ നമ്മുടെ DNA ഉണ്ട്. ആൾസോ നമ്മുടെ DNA നിങ്ങൾക്കറിയാം, DNA കണക്ക് നിങ്ങൾക്കറിയാം. ഈ DNA ഒരു പിച്ചിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. അത്രയും ലെങ്ത്തിൽ 10 ബേസ് പെയർ ആണ് ഒരു പിച്ചിൽ ഉണ്ടാവുക അല്ലെ? 10 ബേസ് പെയർ ആണ് ഒരു പിച്ചിൽ ഉണ്ടാവുക. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ബേസ് പെയർ, തൊട്ടടുത്ത ബേസ് പെയറുകൾക്ക് ഇടയിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ എത്രയാണ്? 0.34 നാനോമീറ്റർ ആണ്. 0.34 നാനോമീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DNA ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത് ഓഫ് DNA എന്താണ്? ലെങ്ത് ഓഫ് DNA നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. എത്രയാണ് ലെങ്ത് ഓഫ് DNA? എത്രയാണ് ലെങ്ത് ഓഫ് DNA? ലെങ്ത് ഓഫ് DNA is equal to എന്താണ്? നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ ആണ്. നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ ആണ്. അതായത് എത്ര വരും? നമ്പർ ഓഫ് ബേസ് പെയർ നമുക്കറിയാം. നമ്പർ ഓഫ് ബേസ് പെയർ 3 നമ്പർ ഓഫ് ബേസ് പെയർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ബേസ് പെയർ എന്ന് പറയുന്നത് 3.3 × 10⁻⁹ ആണ്. ഇൻറ്റു 0.34 അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം 6.6 അല്ലേ? ഡിപ്ലോയിഡ് ആകുമ്പോൾ 6.6 ആണ് വരുന്നത്. 6.6 × 10⁻⁹ ബേസ് പെയർ ഇൻറ്റു 0.34 × നാനോമീറ്റർ എത്രയാ? 10⁻⁻⁹ അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽസ് എത്രയാ വരിക? 2.2 മീറ്റർ ആണ്. വെരി ഗുഡ്, 2.2 മീറ്റർ ആണ്. റാനിയ റഹ്മാൻ, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ശ്രീശരൺ സൻഹ. ഓക്കെ, സോ നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ബേസ് പെയർ ആണ് ലെങ്ത് ഓഫ് DNA. അപ്പോൾ നമ്മുടെ പോയിന്റ് DNAക്ക് ഇത്രയും ലെങ്ത് ഉണ്ട്, 2.2 മീറ്റർ. എത്ര ലെങ്ത് ഉള്ള? 2.2 മീറ്റർ ലെങ്ത് ഉള്ള DNA നമ്മുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിൻ്റെ അകത്ത്, അതിലും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ അകത്ത് അത്രയും പാക്ക് ചെയ്തിട്ട് വേണം അതിനെ വെക്കാൻ അല്ലേ? അത്രയും ലെങ്ത് 2.2 മീറ്റർ വെച്ചാൽ എത്ര ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നോക്കൂ, നമുക്കറിയാലോ. അപ്പൊ അത്രയും ലെങ്ത് ഉള്ള DNA നമ്മുടെ ചെറിയ ന്യൂക്ലിയസിന്റെ അകത്ത് കൊള്ളിച്ചേക്കുന്നത്. അതിനാണ് ഹൈ പാക്കേജിങ് ആവശ്യമാണ്. DNA പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഇറ്റ് ഈസ് ഹിസ്റ്റോൺ ആണ്. ഹിസ്റ്റോൺ അല്ലേ? യു ക്യാൻ സീ ഗ്രീൻ കളറിൽ കാണുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ. വെറും ഹിസ്റ്റോൺ അല്ല, ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമറിൽ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ടാവും. 8 ഹിസ്റ്റോൺ മോളിക്യൂൾ. ഒക്ടാ എന്ന് വെച്ചാൽ 8 ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഒക്ടാ എന്ന് വെച്ചാൽ 8 ആണ്. ഓക്കെ, സോ ഹിയർ നിങ്ങൾ നോക്കാം. ഇനി നമ്മുടെ ഹിസ്റ്റോണിന്റെ മേലെ അല്ലെ, നമുക്കറിയാം ഹിസ്റ്റോണ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിന്റെ മേലെ നമ്മുടെ DNA-ക്ക് നെഗറ്റീവ് ചാർജ് ആണ്. നമ്മുടെ പോസിറ്റീവ് ചാർജ് ഹിസ്റ്റോണിന്റെ മേലെ കൂടെ നെഗറ്റീവ്ലി ചാർജ് DNA റാപ്പ് ചെയ്യും, പൊതിയും. അങ്ങനെ ഫോം ചെയ്ത സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കുക,
ഐഡന്റിഫൈ ദിസ് ഫിഗർ. ഈ ഫിഗറിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ മക്കളെ ഇതിന്റെ പേര്? എന്താണ് മക്കളെ ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് ന്യൂക്ലിയോസോം. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള സാധനമാണ് ന്യൂക്ലിയോസോം അല്ലെ. അപ്പൊ എന്താ ന്യൂക്ലിയോസോമിന്റെ ഡെഫിനിഷൻ? വളരെ സിമ്പിൾ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped around പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോണോക്ടോമർ അല്ലേ, അതാണ് ന്യൂക്ലിയോസോം. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഹിസ്റ്റോൺ കോർ? എത്രയാണ്? 8 ആണ് അല്ലെ. ഹിസ്റ്റോൺ ഒക്ടോമർ എന്നാ പറയാ, ഹിസ്റ്റോൺ ഒക്ടോമർ എന്നാണ് പറയാം. ഇനി ആ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ DNA ഇങ്ങനെതാ നമ്മൾ കുറെ ഹിസ്റ്റോൺ കണ്ടു, ഇതിന്റെ മേലെ കൂടെ നമുക്കറിയാം DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്നു അല്ലേ. അങ്ങനെ നോക്കൂ, നമ്മളെ DNA പാക്ക് ചെയ്തിട്ട് ആദ്യം എന്ത് ഫോം ചെയ്യും? ക്രോമാറ്റിൻ ഫോം ചെയ്യും അല്ലേ. ക്രോമാറ്റിൻ ഫോം ചെയ്യും. ക്രോമാറ്റിൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുപോലെ കാണുക? ക്രോമാറ്റിൻ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബീഡ്സ് ഓൺ സ്ട്രിങ് പോലെ കാണും അല്ലേ. ബീഡ്സ് ഓൺ സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രിങ്ങിൽ, ഒരു നൂലിൽ മുത്തുകൾ കോർത്ത് വെച്ച പോലെയാണ് ഈ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുക. ബീഡ്സ് ഓൺ സ്ട്രിങ് മാനർ. വെരി ഗുഡ് റാനിയ, റഹ്മാൻ, നസ്രീൻ, സെൻഹ, എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം കേട്ടോ. സോ ബീഡ്സ് ഓൺ സ്ട്രിങ് പോലെയാണ് നമുക്ക് ക്രൊമാറ്റിൻ കാണാൻ പറ്റുക. ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ക്രൊമാറ്റിൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ക്രൊമാറ്റിൻ? 2 ടൈപ്സ് ഓഫ് ക്രൊമാറ്റിൻ. എല്ലാ പ്രാവശ്യം അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 ടൈപ്സ് ഓഫ് ക്രൊമാറ്റിൻ ഏതൊക്കെയാണ്? യു നോ, ഐ നോ, നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയണം എന്താണ് 2 ടൈപ്പ് ക്രൊമാറ്റിൻ. യെസ്, എൻ്റെ നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീശരൺ. എൻ്റെ നെയിം ഉവൈസ് എന്നാണ് കേട്ടോ. ഉവൈസ്, UV എന്ന് പറയും. UV, ഉവൈസ്. സോ യൂക്രൊമാറ്റിനും ഉണ്ട്, ഹെറ്റിറോക്രൊമാറ്റിനും ഉണ്ട്. ഹെറ്റിറോക്രൊമാറ്റിനും യൂക്രൊമാറ്റിനും ഹെറ്റിറോക്രൊമാറ്റിനും ഉണ്ട്. ഓക്കെ, ഹെറ്റിറോക്രൊമാറ്റിൻ ആൻഡ് യൂക്രൊമാറ്റിൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യൂക്രൊമാറ്റിനും ഹെറ്റിറോക്രൊമാറ്റിനും തമ്മിലുള്ള 2 or 3 വ്യത്യാസങ്ങൾ എഴുതുക, അതാണ് ചോദ്യം. യൂക്രൊമാറ്റിൻ ടൈറ്റ്ലി പാക്ഡ് ആണ്. അതേസമയം ഹെറ്റിറോക്രൊമാറ്റിൻ ആണെങ്കിലോ, മാറിപ്പോയിട്ടുണ്ട്, അല്ലെ, ആവേശത്തിൽ മാറിപ്പോയതാണ്. ഓക്കെ, സോ യൂക്രൊമാറ്റിൻ എന്ന് വെച്ചാൽ ലൂസ്ലി പാക്ഡ് ആണ്. അതേസമയം ഹെറ്റിറോക്രൊമാറ്റിന് ടൈറ്റ്ലി പാക്ഡ് ആണ്. യൂക്രൊമാറ്റിൻ നോക്കൂ, ലൈറ്റ് സ്റ്റെയിൻഡ് ആണ്. അതേസമയം ഹെറ്റിറോക്രൊമാറ്റിൻ ഡാർക്ക് സ്റ്റെയിൻ ആണ്. യൂക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ഹെറ്റിറോക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് എഴുതാനുള്ള 3 പോയിന്റ്. യൂക്രൊമാറ്റിനും ഹെറ്റിറോക്രൊമാറ്റിനും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഓക്കെ അല്ലേ? യെസ്. UVAIS ആണ്. UVAIS. ഓക്കെ, സോ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ് ആൻഡ് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ് യൂക്രൊമാറ്റിൻ. ഹെറ്റിറോക്രൊമാറ്റിനോ അവര് ടൈറ്റ്ലി പാക്ഡ് ആണ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ DNA പാക്ക് ചെയ്തിട്ട് ക്രൊമാറ്റിൻ ആകും. ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ആയിട്ട് മാറുക അല്ലെ. അത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, സെൽ ഡിവിഷനിൽ ക്രൊമാറ്റിൻ ക്രോമസോം ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് DNAന്റെ പാക്കേജിംഗ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ? അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത്, ഒരു മോളിക്യൂള് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അത് എന്തൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? അയാൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം? ഒന്ന് പറഞ്ഞേ. ഒരു മെറ്റീരിയൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം? അയാൾക്ക് 4 പ്രോപ്പർട്ടീസ് വേണം. ഏതൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാം. ഏതൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ്. അതിന് എന്ത് ചെയ്യാൻ പറ്റണം? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് സ്വന്തം കോപ്പി ഉണ്ടാക്കാൻ പറ്റണം. യെസ്, ഫിയ, വെരി ഗുഡ്. റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. ആൻഡ് ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. കെമിക്കലി സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി വേണം, സ്ഥിരത വേണം. ആൻഡ് മൂന്നാമത്, ഇറ്റ് ഷുഡ് മ്യൂട്ടേറ്റ്. അയാൾ ചേഞ്ച് ചെയ്യണം, മ്യൂട്ടേറ്റ് ചെയ്യണം. ആൻഡ് നാലാമത്തത്, ഇറ്റ് ഷുഡ് ഇൻഹെറിറ്റ് അല്ലെ. അയാൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റണം. ഈ 4 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അല്ലേ. എന്തൊക്കെ വേണം? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം, സ്റ്റെബിലിറ്റി ഉണ്ടാവണം, മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റണം, ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 പോയിന്റ്സ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി അല്ലേ. എക്സ്പ്രസ് മെൻഡീലിയൻ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഇത്ര എഴുതിയാൽ മതി. ഷുഡ് ഇൻഹെറിറ്റ് എന്ന് എഴുതിയാൽ മതി അല്ലെ. ഇൻഹെറിറ്റ് ചെയ്യാൻ
പറ്റണം. ഓക്കെ ഓക്കെ. സോ ഇതാണ് ഈ 3 പോയിന്റ് ചെയ്താൽ മതി. അതായത് നിങ്ങളത് വലിച്ചു വാരി ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഫോം മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നും എഴുതണ്ട. ഇത് ഈ 4 പോയിന്റ് ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. റെപ്ലിക്കേഷൻ, സ്റ്റെബിലിറ്റി, മ്യൂട്ടേഷൻ, ഇൻഹെറിറ്റൻസ്, ഈ 4 പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ 4 പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ? ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഏതാണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ? ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പൊ ബെസ്റ്റ് DNA ആണ്, ഫസ്റ്റ് RNA ആണ്. ബെസ്റ്റും ഫസ്റ്റും മാറണ്ട. ഏറ്റവും നല്ല ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ഏറ്റവും ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA വേൾഡ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ബെസ്റ്റ് DNA, ഫസ്റ്റ് RNA. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് RNA ഓവർ DNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. നോക്കൂ, DNA ആണ് RNAയെക്കാളും നല്ല ജനറ്റിക് മെറ്റീരിയൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് RNA കുറിച്ച് ആ ചോദ്യം അല്ലേ? RNA എന്താണ്? ലെസ്. RNA റെപ്ലിക്കേറ്റീവ് അല്ലേ? റെപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റിയോ? RNA ലെസ് സ്റ്റേബിൾ ആണ്. RNA ലെസ് സ്റ്റേബിൾ ആണ്. രണ്ടാമത്തത് RNA ഫാസ്റ്റർ മ്യൂട്ടേറ്റിംഗ് ആണ്. RNA ഫാസ്റ്റർ മ്യൂട്ടേറ്റിംഗ് ആണ്. ഓക്കെ. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണം എന്താവാൻ RNA ലെസ് അഡ്വാൻറ്റേജബിൾ ജനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ DNA-ക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഈ 2 കാര്യത്തിലാണ്. DNA മോർ സ്റ്റേബിൾ ആണ്. DNA-ക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. സോ ഈ 2 പോയിന്റ് പഠിക്കുക. RNA ലെസ് സ്റ്റേബിൾ ആണ്, അഥവാ RNA റിയാക്റ്റീവ് ആണ്. ആൻഡ് RNA എന്താണ്? ഫാസ്റ്റർ മ്യൂട്ടേറ്റിംഗ് ആണ്. നമുക്കറിയാം RNA വൈറസ് ഒക്കെ പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യും. നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേനോ? അതൊക്കെ മാസം മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതാണ് RNA-യുടെ ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഉഷാറായിട്ട് ഇരിക്കണം. എല്ലാവരും ആക്റ്റീവായിട്ട് കമന്റ് ബോക്സിൽ ആൻസേഴ്സ് പറയണം. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഫ്ലോ ചാർട്ടിന്റെ പേര്? അതൊന്ന് പറഞ്ഞേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോഴേക്കും നിങ്ങൾ പറ എന്താണ് ഈ ഒരു ഫ്ലോ ചാർട്ടിന്റെ പേര്. ഇതിന്റെ പേരെന്താണ്? ഇതിനൊരു പേരുണ്ട്, ഹെഡിങ് ഉണ്ട്. സോ നെയിം ദ പ്രോസസ് A and B എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെയിം ദ പ്രോസസ് A and B. അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേര് A എന്താണ്? എല്ലാവർക്കും അറിയാലോ, ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ. ആൻഡ് mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേര് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ അല്ലേ? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. യെസ് യെസ് യെസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എടാ പറയടാ, എന്താണ് ഈ ഒരു ഫ്ലോ ചാർട്ടിനൊരു പേരില്ലേ? ഇതിനൊരു ഹെഡിങ് ഇല്ലേ? അതെന്താണെന്നാണ് ചോദ്യം. ഓക്കെ ഓക്കെ. സോ ഹിയർ എന്താണ്? പെട്ടെന്ന് പറഞ്ഞോ. ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ പറഞ്ഞു. ആൻഡ് DNA-യിൽ നിന്ന് DNA തന്നെ ഉണ്ടാവും. DNA-യിൽ നിന്ന് DNA കോപ്പി ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരെന്താ? റെപ്ലിക്കേഷൻ എന്നാണ്. റെപ്ലിക്കേഷൻ. അപ്പൊ റെപ്ലിക്കേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഡയഗ്രാം ഓക്കെ അല്ലേ? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഓക്കെ. ദെൻ നോക്കൂ, ഇവിടെ വേറെ കാര്യം കാണിച്ചിട്ടുണ്ട്, ഒരു സ്റ്റാർ ഇട്ടത്. തിരിച്ചില്ല, ട്രാൻസ്ക്രിപ്ഷന്റെ റിവേഴ്സ്. അതായത് RNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേര് എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും നിങ്ങൾ മനസ്സിലാക്കുക. RNA-യിൽ നിന്നും DNA ഉണ്ടാകും. യെസ് യെസ്, വെരി ഗുഡ്. സെൻട്രൽ ഡോഗ്മ, ഫിയ, സെൻഹ, റിൻഷ, ഓൾ ഓഫ് യു. ഓക്കെ. നോക്കൂ, സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി എന്നാണ് ഈ ടോപ്പിക്കിന്റെ പേര്. ഈ ഫ്ലോ ചാർട്ട് ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് there is റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൾസോ. ഓക്കെ അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അല്ലേ? സോ എല്ലാവരും നോക്കണേ, നിങ്ങൾ നന്നായിട്ട് ഇതിൽ പങ്കെടുക്കണേ, ഇൻവോൾവ് ചെയ്യണേ. എല്ലാവരും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോവാം. ഈ എക്സാം നോക്കൂ, നമുക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം. ഓക്കെ. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? ദ ഡയഗ്രാം റെപ്രസെന്റ് DNA റെപ്ലിക്കേഷൻ. നമ്മൾ സെൻട്രൽ ഡോഗ്മയിലെ ഫസ്റ്റ് പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. അപ്പൊ റെപ്ലിക്കേഷൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. റീഡ് ഓ ദ ഡയഗ്രാം. റീഡ്രോ ദ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ചാടി കയറിയത് റീഡ്രോ ചെയ്യാൻ പോകണ്ട. ചോദ്യം റെക്ടിഫൈ ഇഫ് എനി മിസ്റ്റേക്ക്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീഡ്രോ ചെയ്യണം.
ഓപ്ഷൻ എ. അതാണ് ക്വസ്റ്റ്യൻ എ. നോക്കടാ എങ്ങനെയാണ് ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. ഇതാണ് നമ്മളുടെ റെപ്ലിക്കേഷന്റെ ഡയഗ്രാം. എന്താണ് ഈ ഡയഗ്രത്തിന്റെ പേര്? അതാണ് എൻ്റെ വക നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഡയഗ്രത്തിന്റെ പേരെന്താണ്? ഓക്കെ, ഈ ഡയഗ്രത്തിന്റെ പേരെന്താണ്? സോ നമുക്കറിയാം ഇത് DNA റെപ്ലിക്കേഷൻ ആണ്. DNA റെപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും there is a 3' to 5' സ്ട്രാൻഡ് ഉണ്ട്, 5' to 3' സ്ട്രാൻഡ് ഉണ്ട്, 3' 5' സ്ട്രാൻഡ് ഉണ്ട്, അതുപോലെ 5' 3' സ്ട്രാൻഡ് ഉണ്ട്. ഇത് 3' 5' സ്ട്രാൻഡ് ആണ്, ഇത് 5' 3' സ്ട്രാൻഡ് ആണ്. ഇനി നോക്കൂ, നമ്മുടെ റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എന്നാണ് അല്ലെ. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. വെരി ഗുഡ്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് സെൻഹ. വെരി ഗുഡ് സെൻഹ. ഓക്കെ, റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് ഈ സ്ട്രക്ചറിന്റെ പേര്. സോ റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് DNA പോളിമറേസ്. ഒരു വാശിക്കാരനാണ്. എന്താണ് വാശി എന്നറിയോ? ഇയാള് ഒരു ഡയറക്ഷനിൽ മാത്രമേ റെപ്ലിക്കേഷൻ നടത്തുള്ളൂ അല്ലെ. ഭയങ്കര വാശിക്കാരനാണ്. ഏത് ഡയറക്ഷനിൽ അയാൾ റെപ്ലിക്കേഷൻ നടത്തുക? ഇയാള് റെപ്ലിക്കേഷൻ നടത്തുന്നത് 5' to 3' ഡയറക്ഷനിൽ മാത്രമാണ്. 5' to 3' ഡയറക്ഷനിൽ മാത്രമാണ് റെപ്ലിക്കേഷൻ നടത്തുള്ളൂ. ആര്? വാശിയാണ് DNA പോളിമറേസിന്. അതുകൊണ്ട് നമ്മുടെ 3' 5' സ്ട്രാൻഡ് ഇല്ലേ, ഇതാണ് 3' 5' സ്ട്രാൻഡ്. ഇയാളുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അല്ലേ, അയാളുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണ് 5' 3' സ്ട്രാൻഡ് അല്ലേ, 5' 3' സ്ട്രാൻഡ്. ആ സ്ട്രാൻഡ് ഇടാ നോക്കൂ, 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രാൻഡ് ഫോം ചെയ്യും അല്ലേ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് അതേസമയം ഇവിടെ നമുക്ക് 5' to 3' സ്ട്രാൻഡ് കാണാൻ പറ്റും. അതിന്റെ കോംപ്ലിമെന്ററി എന്താ? 5' 3' കോംപ്ലിമെന്ററി 3' 5' അല്ലേ. 3' 5' ഡയറക്ഷനിൽ DNA പോളിമറേസ് വർക്ക് ചെയ്യോ? ഇല്ല, വർക്ക് ചെയ്യൂല. അപ്പൊ എന്ത് പറ്റൂടാ നോക്കൂ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് DNA ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വരച്ച ഡയറക്ഷനിൽ DNA ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും നോക്കൂ, നമ്മള് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ 5' 3' കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഫോം ചെയ്യുക, ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ഫോം ചെയ്യുക, ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ഫോം ചെയ്യുക. 5' to 3' ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ഫോം ചെയ്യാം. നോക്കൂ, അതുകൊണ്ട് നമ്മൾ പറയും 5' 3' കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഫോം ചെയ്യാം. അപ്പൊ രണ്ട് ടൈപ്പ് സിന്തസിസ് ഉണ്ട്. 3' 5' കോംപ്ലിമെന്ററി കണ്ടിന്യൂസ് ആയിട്ടും 5' 3' കോംപ്ലിമെന്ററി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുമാണ് ഫോം ചെയ്യുക. മാറിപ്പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് നമ്മുടെ DNA പോളിമറേസ് വാശിക്കാരനാണ്. അയാള് 5' 3' മാത്രമേ പോവുള്ളൂ. 3' 5' പോകാൻ ആൾ കേൾക്കില്ല. അതുകൊണ്ടാണ് നോക്കൂ, ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യും. ആരാ? 3' 5' കോംപ്ലിമെന്ററി. ബിക്കോസ് 5' 3' അല്ലേ നമ്മുടെ ഡയറക്ഷൻ. അതുകൊണ്ട് 3' 5' കോംപ്ലിമെന്ററി കണ്ടിന്യൂസ് ആണ്. അതേസമയം 5' 3' കോംപ്ലിമെന്ററി ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താടാ? അതൊന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേര് ഞാൻ പറയാം. അത് ലാഗിങ് സ്ട്രാൻഡ് ആണ്. ലാഗിങ് സ്ട്രാൻഡ്, മെല്ലെ ഉണ്ടാവുന്ന ലാഗ് ആണ്. എന്നാൽ കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണ്? ലാഗിങ് സ്ട്രാൻഡിൽ നമുക്കറിയാം DNA ഫ്രാഗ്മെന്റ് ആയിട്ടാണ് ഫോം ചെയ്യുക. പീസ് അല്ലെ, പീസ് DNA പീസ്. ആ പീസിനെ എന്താ നമ്മൾ പറയാ? ഒക്കസാക്കി ഫ്രാഗ്മെന്റ് എന്നാ പറയാ. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അല്ലേ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് പറയാ. യെസ് ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അഹ്സാന അച്ചു ഹായ്. ഫിയ ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. യെസ് സെൻഹ ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. അബ്ദു ലാഗിംഗ് സ്ട്രാൻഡ് അല്ല കേട്ടോ. നമ്മുടെ കണ്ടിന്യൂസ് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണ്? ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? എല്ലാ മക്കൾക്കും അറിയാം. DNA ലിഗേസ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഒന്ന്, റീഡ്രോ ദ ഡയഗ്രാം റെക്ടിഫൈങ് ഇഫ് എനി മിസ്റ്റേക്ക്. അപ്പൊ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീഡ്രോ ചെയ്താൽ മതി. ഇവിടെ നോക്കുക, ഇവിടെ 3' 5' 3' 5' കോംപ്ലിമെന്ററി, 5' 3' കണ്ടിന്യൂസ് ആണ്. ദെൻ ഇവിടെ 5'
3 അതിന് കോംപ്ലിമെന്ററി 3-5 സ്ട്രാൻഡ് എന്താണ് നോക്കൂ ഡിസ്കണ്ടിന്യൂസ് ആണ് അതും ശരിയാണ് അപ്പോൾ തെറ്റുണ്ടോ ഇല്ല അപ്പോൾ അത് നമ്മൾ ഇതിന്റെ ആവശ്യമില്ല അതേപോലെ തന്നെ വരച്ചാൽ മതി നെയിം ദ 2 എൻസൈം ഇൻവോൾവ്ഡ് ഇൻ DNA replication DNA replication ഒരുപാട് എൻസൈംസ് ഉണ്ട് ഇവിടുത്തെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു അല്ലേ ഒന്ന് ഏതാണ് ഒന്ന് DNA പോളിമറേസ് 2 DNA ലീഗേസ് വേറെയും എൻസൈംസ് ഉണ്ടല്ലേ ഹെലിക്കേസ് ഉണ്ട് പ്രൈമേസ് ഉണ്ട് കുറെ എൻസൈംസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും 2 എൻസൈമിന്റെ പേര് ചെയ്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 എന്തൊക്കെയാ DNA പോളിമറേസും അതുപോലെ നമ്മുടെ DNA ലീഗേസും ആണ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ റെപ്ലിക്കേഷൻ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും കേട്ടോ ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നിട്ട് നോക്കൂ ചിലപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ്ലി ഫോം ചെയ്യുന്ന ഫ്രാഗ്മെന്റിന്റെ പേരെന്താണെന്ന് ചോദിക്കും ഇതൊന്നും അല്ലെങ്കിൽ ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യിക്കുന്ന എൻസൈം ആരാന്ന് ചോദിക്കും അപ്പോൾ അത് ഓക്കെ അല്ലേ റെപ്ലിക്കേഷൻ നമ്മൾ ലോക്ക് ചെയ്തു കേട്ടോ നെക്സ്റ്റിലോട്ട് പോവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ് യെസ് ഹിയർ ഇറ്റ് ഈസ് നോക്ക് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട് ഐഡന്റിഫൈ ദിസ് എക്സ്പെരിമെന്റ് ഇത് എന്തിന്റെ എക്സ്പെരിമെന്റ് ആണെന്നറിയോ ഈ എക്സ്പെരിമെന്റിന്റെ പേര് പറയുന്നവർക്ക് എന്ത് കിട്ടും എക്സ്പെരിമെന്റ് പേര് പറയുന്നവർക്ക് നല്ലൊരു ക്ലാപ്പ് തരും വേറെ ഒന്നും തരാൻ പറ്റില്ല ഓക്കെ ഈ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും അല്ലേ അതിൽ വലുത് എന്താ കിട്ടാനുള്ളത് സോ ഐഡന്റിഫൈ ദിസ് എക്സ്പെരിമെന്റ് ഓക്കെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ് എന്തേലും ചോദിക്കുന്നുണ്ട് ഫിയയുടെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മള് നോക്കൂ നമ്മളെ DNA ഈ സ്ട്രാൻഡ് കണ്ടോ ഈ സ്ട്രാൻഡിൽ DNA ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ടല്ലേ ഫോം ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഫ്രാഗ്മെന്റ് അല്ലേ ഫോം ചെയ്യുന്നത് ഇവിടുത്തെ പോലെ കണ്ടിന്യൂസ് ആണോ അല്ല ഇവിടെ ഫ്രാഗ്മെന്റ് ആയിട്ടല്ലേ ഫോം ചെയ്യുന്നത് ആ ഓരോ ഫ്രാഗ്മെന്റുകളെയുമാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം ഓക്കെ അല്ലേ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം ഓക്കെ സോ വാട്ട് ഈസ് ദിസ് ഫിഗർ ഈ ഫിഗർ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ ആണോ അല്ലല്ലോ ഇത് ട്രാൻസ്ക്രിപ്ഷൻ അല്ലല്ലോ ഇത് ഈ എക്സ്പെരിമെന്റിന്റെ പേര് നിങ്ങൾ പറഞ്ഞോ ഈ എക്സ്പെരിമെന്റ് എന്തിനുള്ളതാ വിച്ച് പ്രോപ്പർട്ടി ഓഫ് DNA ഈസ് പ്രൂവ്ഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് DNA ഈസ് പ്രൂവ്ഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ് ഈ എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടിന്റെ പേരാണ് DNA റെപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ എക്സ്പെരിമെന്റ് DNA റെപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ എക്സ്പെരിമെന്റ് DNA റെപ്ലിക്കേഷൻ എന്താണ് എന്നാ പറഞ്ഞത് DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്താണ് സെമി കൺസർവേറ്റീവ് ആണ് അതായത് DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു സ്ട്രാൻഡ് പാരന്റൽ ആയിരിക്കും 2 സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡ് പാരന്റിന്റെ സ്ട്രാൻഡ് ആയിരിക്കും ഒരു സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് ആയിരിക്കും ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സെമി കൺസർവേറ്റീവ് പകുതി സംരക്ഷിക്കും പാരന്റിന്റെ പകുതി എവിടെ കാണാൻ പറ്റും റെപ്ലിക്കേറ്റിൽ നമുക്ക് കാണാൻ പറ്റും യെസ് വെരി ഗുഡ് റാനിയ റഹ്മാൻ ദിസ് ഈസ് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെന്റ് രണ്ടാളുടെ പേരാണ് മെസൽസണും സ്റ്റാളും നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ടു പ്രൂവ് എന്ത് തെളിയിക്കാനാണ് DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് ആണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് ഓക്കെ വെരി ഗുഡ് അലീന അനാൻ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പ്രോസസ് വെരി ഗുഡ് ഓക്കെ സോ ദാറ്റ് ഈസ് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് അപ്പോൾ ഡയഗ്രാം ഓർത്ത് വെച്ചേക്കാം ഇത് DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു എക്സ്പെരിമെന്റ് ആണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ എത്തി നെക്സ്റ്റ് ടോപ്പിക് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ഇതൊക്കെ ചോദ്യത്തിന് വരുന്നതാണ് എല്ലാ ടോപ്പിക്കിലും ചോദ്യമുണ്ട് ആരെയും ഒഴിച്ചു നിർത്താത്ത ആരെയും നിരാശരാക്കാത്ത ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ട്രാൻസ്ക്രിപ്ഷൻ എന്താ ട്രാൻസ്ക്രിപ്ഷൻ DNAയിൽ നിന്ന് RNA ഉണ്ടാകുന്നു DNAയിൽ നിന്ന് RNA ഉണ്ടാകുമ്പോൾ നമുക്കറിയാം DNAയുടെ ഒരു സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം സോ ഹിയർ യു ക്യാൻ സീ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് is given here fill up the missing part A and B എയും ബിയും ഇവിടെ കാണിച്ചിട്ടുണ്ട് നോക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് A this is B എയും ബിയും എന്താണ് എന്നാണ് ചോദ്യം എയും ബിയും എന്താണെന്നാണ് ചോദ്യം സോ യു ക്യാൻ സീ ദിസ് ഇസ് അവർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അല്ലേ നമ്മുടെ DNA-ക്ക് 2 സ്ട്രാൻഡ് ഉണ്ട് ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്ട്രാൻഡ് വിച്ച് ഇസ് കോൾഡ് ആസ് 3' to 5' strand and this is 5' to 3' strand അല്ലേ 3' 5' 5' 3'ഉം 3' 5' സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താ വിളിക്കുക ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താ ഈ ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടയിലൊക്കെ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കൂലേ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു ഒറിജിനൽ കോപ്പി വെച്ചിട്ട് ആ ഒറിജിനൽ കോപ്പി എന്നല്ലേ ബാക്കി കോപ്പീസ് എടുക്കുക അപ്പോൾ നമ്മൾ ആ ഒറിജിനൽ കോപ്പീനെ വിളിക്കുന്ന പേരാണ് അയാളിൽ നിന്നാണ് കുറേ കോപ്പീസ് എടുക്കുന്നത്
ആ ഒറിജിനൽ കോപ്പീനെ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ്. അപ്പൊ ഈ DNA ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് RNA ഉണ്ടാവുക. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് RNA ഉണ്ടാവുക. ആൻഡ് ദ ഓപ്പോസിറ്റ് 5' to 3' സ്ട്രാൻഡ് ഇസ് നോൺ ആസ് കോഡിംഗ് സ്ട്രാൻഡ്. ഈ ഡയഗ്രാം പഠിക്കണേ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും, ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും. ഇനി ഇവിടെ രണ്ടാളുകളുണ്ട്. ഈ ഡയഗ്രത്തിൽ റെഡ് കളറിലും ബ്ലൂ കളറിലും കാണിച്ചിരിക്കുന്ന രണ്ട് ബോക്സസ് അല്ലേ. ദിസ് ഇസ് ഫസ്റ്റ് വൺ. ഇയാളുടെ പേരാണ് പ്രൊമോട്ടർ. ഇയാളുടെ പേരാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടറിൽ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന പോയിന്റ് ആണ് പ്രൊമോട്ടർ. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട്സ് ഹിയർ and here it is the terminator. ടെർമിനേറ്ററിലാണ് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുക. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പ്രൊമോട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് ടെർമിനേറ്ററിൽ എൻഡ് ചെയ്യും. പ്രൊമോട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് ടെർമിനേറ്ററിൽ എൻഡ് ചെയ്യും. പ്രൊമോട്ടർ എവിടെയാ കാണാ? കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' ഉണ്ടല്ലോ. ടെർമിനേറ്റർ എവിടെയാ കാണാ? കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' ഉണ്ടല്ലോ. കോഡിംഗ് സ്ട്രാൻഡ് വെച്ചിട്ടാ പറയാം. കോഡിംഗ് സ്ട്രാൻഡ് ഈസ് ദ റെഫറൻസ് പോയിന്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' ഉണ്ടല്ലോ പ്രൊമോട്ടർ, കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' ഉണ്ടല്ലോ ടെർമിനേറ്റർ ഉണ്ട്. ആൻഡ് പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയിലുള്ള ജീനാണ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുക. പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയിൽ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ജീനിന്റെ പേരാണ് മക്കളെ സ്ട്രക്ചറൽ ജീന്. അപ്പൊ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ പഠിക്കേണ്ട 4 പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് ഏതാണ്? 3' 5' ആണ്. മാറിപ്പോകണ്ട. എന്തുകൊണ്ടാണ് 3' 5' ടെംപ്ലേറ്റ് ആയതെന്നറിയോ? ബിക്കോസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേര് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എന്നാണ്. RNA പോളിമറേസ്. റെപ്ലിക്കേഷൻ നടക്കാൻ സഹായിച്ചത് DNA പോളിമറേസ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ സഹായിച്ചത് RNA പോളിമറേസ് ആണ്. അതേസമയം DNA റെപ്ലിക്കേഷൻ വാശിക്കാരനായിരുന്നു അല്ലേ. 5' to 3' പോവുള്ളൂ. ഹിയർ ആൾസോ RNA പോളിമറേസ് ആൾസോ 5' നിന്ന് 3' ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അതുകൊണ്ട് അതിന്റെ കോംപ്ലിമെന്ററി 5' to 3' കോംപ്ലിമെന്ററി അഥവാ 3' to 5' ആണ് ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ഓർത്തു വെക്കാം. 3' 5' ആണ് ടെംപ്ലേറ്റ്. അതുമല്ലെങ്കിൽ 3' സ്റ്റാർട്ടിങ് വിത്ത് T അല്ലേ, 3T അല്ലേ, ടെംപ്ലേറ്റും സ്റ്റാർട്ടിങ് വിത്ത് T ആണ്. അങ്ങനെയും ഓർത്തു വെക്കാം. അപ്പൊ ആരാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്? 3' to 5' സ്റ്റാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡയഗ്രാം പഠിച്ചു വെച്ചേക്കണം. ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ചോദിച്ചില്ലേ എയും ബി എന്നാന്ന് കിട്ടിയില്ലേ? എ ആരാണെടാ? എ ആരാന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എ ആരാന്ന് പറഞ്ഞത് ആർക്കാ ഞാൻ പറഞ്ഞു കേട്ടോ. എ ആരാന്ന് പറഞ്ഞ് ഒരുപാട് മക്കൾ എനിക്ക് ഇവിടെ ഉണ്ടല്ലോ. സെൻഹ ഉണ്ട്, റാണി ഉണ്ട്, ഫിയ ഉണ്ട്, അലീന അനാൻ ഉണ്ട്, ശ്രീശരൺ അതിന്റെ ഇടയിൽ വേറെ എന്താണെന്ന് ചോദിക്കുന്നു കേട്ടോ. ഓൻ ആൻസർ ഒന്നും പറയുന്നില്ലേ. സെൻഹ, അഹ്സാന, അച്ചുണ്ട്, സായൂജ് ഉണ്ട്. എടാ ഇവിടെ ആൻസർ പറയടാ, അതിൻ്റെ ഇടയിൽ വെറുതെ വർത്താനം പറയില്ലേ. സോ ഓക്കെ, സോ ഹിയർ നോക്കൂ. നമ്മള് എ എന്താണ്? ടെർമിനേറ്റർ. എ ഈസ് ടെർമിനേറ്റർ ആണ്. ബി എന്താണ്? ബി കോഡിംഗ് സ്ട്രാൻഡ് അല്ലേടാ. ബി കോഡിംഗ് സ്ട്രാൻഡ് ആണ്. മക്കളൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ പ്രൊമോട്ടർ ഉണ്ട്, നമുക്കറിയാം. പിന്നെ സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഡയഗ്രാം വന്നാല് എഴുതില്ലേ ഡയഗ്രാം വന്നാല്? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡയഗ്രാം പഠിച്ചു വെച്ചേക്കണേ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് വളരെ ഈസി ആടാ. ട്രാൻസ്ക്രിപ്ഷനിൽ 3 സ്റ്റെപ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. സിമ്പിൾ ആണ്. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേറ്റ് ചെയ്യുക, ഇലോങ്ങേറ്റ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക. ഇതാണ് ട്രാൻസ്ക്രിപ്ഷന്റെ 3 സ്റ്റെപ്സ്. വെരി ഗുഡ് ഫിദ. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇതാണ് ട്രാൻസ്ക്രിപ്ഷന്റെ 3 സ്റ്റെപ്പ് അല്ലേ. ഇനീഷ്യേഷന് സഹായിക്കും. നോക്കൂ, നമ്മൾ എപ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാന്നറിയോ? നമ്മളുടെ നോക്കൂ, എവിടുന്നാ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത്? പ്രൊമോട്ടറിന്. ഈ പ്രൊമോട്ടറിൽ നമ്മുടെ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യണം. എന്നിട്ട് പ്രൊമോട്ടർ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടുന്ന് നമ്മുടെ RNA പോളിമറേസ് ടെർമിനേറ്ററിലോട്ട് പോകും അല്ലേ. പ്രൊമോട്ടറിൽ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്റ്റേജ്. ടെർമിനേറ്ററിലാണ് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുക. നോക്കൂ, നമ്മളെ പ്രൊമോട്ടറിലോട്ട് RNA പോളിമറേസിനെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരാളുണ്ട് അല്ലേ.
നോക്കൂ, ട്രാൻസ്ക്രിപ്ഷനിൽ RNA പോളിമറേസ് പ്രൊമോട്ടറിൽ കയറി ടെർമിനേറ്ററിലൂടെ ഇറങ്ങിപ്പോണം അല്ലേ? അപ്പോൾ പ്രൊമോട്ടറിൽ കയറാൻ സഹായിക്കുന്ന ആൾക്കൊരു പേരുണ്ട്. എന്താണ് പേര്? പ്രൊമോട്ടറിൽ കയറാൻ സഹായിക്കുന്ന ആൾ, അഥവാ ഇനീഷ്യേഷൻ നടക്കാൻ സഹായിക്കുന്ന ആളെ പേര്. ഇനീഷ്യേഷൻ നടക്കാൻ സഹായിക്കുന്ന ആളെ പേരാണ് മക്കളെ സിഗ്മ ഫാക്ടർ. സിഗ്മ എന്ന് പറയുന്നത് നമ്മള് സിഗ്മ ഫാക്ടർ. ഓക്കെ, അതേസമയം ഇനി ടെർമിനേഷന് സഹായിക്കുന്ന മറ്റൊരു ഫാക്ടർ ഉണ്ട്, അയാളുടെ പേരാണ് റോ ഫാക്ടർ. ഇനീഷ്യേഷൻ ഫാക്ടർ സിഗ്മ ഫാക്ടർ, അതേസമയം ടെർമിനേഷൻ ഫാക്ടർ ആണെങ്കിലോ റോ ഫാക്ടർ ആണ്. യെസ് സിഗ്മ ഫാക്ടർ. വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇനീഷ്യേഷൻ ഫാക്ടറും ടെർമിനേഷൻ ഫാക്ടറും പഠിച്ചു വെച്ചണം. ഇനീഷ്യേഷൻ ഫാക്ടർ എന്താ? സിഗ്മ ഫാക്ടർ ആണ്. ടെർമിനേഷൻ ഫാക്ടർ റോ ഫാക്ടർ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റെപ്സ് സിമ്പിൾ ആണ്. ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് യൂകാരിയോട്ട് അല്ലേ, അവിടെ വന്നു നമ്മളെ യൂകാരിയോട്ടും പ്രോകാരിയോട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്ട് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് പ്രോകാരിയോട്ട്. എക്സ്പ്ലെയിൻ 2 additional complexities of transcription in eukaryote. അപ്പോൾ നമുക്കിതാ നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്ടും ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, പ്രോകാരിയോട്ടിൽ there is only single RNA polymerase. ഒറ്റ RNA പോളിമറേസേ ഉള്ളൂ. എന്നാൽ യൂകാരിയോട്ടിൽ നിങ്ങൾക്ക് അറിയില്ലേ, RNA പോളിമറേസ് തന്നെ. RNA പോളിമറേസ് 1 ഉണ്ട്, RNA പോളിമറേസ് 2 ഉണ്ട്, RNA പോളിമറേസ് 3 ഉണ്ട് അല്ലേ? യെസ് ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണേ. RNA പോളിമറേസിൽ യൂകാരിയോട്ട് ആണെങ്കിൽ 1ഉം 2ഉം 3ഉം ഉണ്ട്. പ്രൊകാരിയോട്ടിൽ 1 മാത്രമേ ഉള്ളൂ. യൂകാരിയോട്ടിൽ നോക്കൂ, നമ്മൾ പ്രൊകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കപ്പിൾഡ് ആണ്. ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും കപ്പിൾഡ് ആണ്. ഓക്കെ, അതുപോലെ നോക്കൂ, യൂകാരിയോട്ടിൽ പ്രോസസ്സിങ് ആവശ്യമുണ്ട്. ട്രാൻസ്ക്രിപ്ഷന് ശേഷം പ്രോസസ്സിങ് ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ നോ പ്രോസസ്സിങ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പ്രൊകാരിയോട്ടിന്റെയും യൂകാരിയോട്ടിന്റെയും ട്രാൻസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ ഞാൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ട്രാൻസ്ക്രിപ്ഷന് ശേഷം നടത്തുന്നത്, അഥവാ യൂകാരിയോട്ടിൽ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ എന്താ ഫോം ചെയ്യുന്നത്? ഓക്കെ, യൂകാരിയോട്ടിൽ എന്താണ് ഫോം ചെയ്യുക നമ്മൾ നോക്കാം അല്ലേ? യൂകാരിയോട്ടിൽ എന്താണ് ഫോം ചെയ്യുക? ഓക്കെ, യൂകാരിയോട്ടിൽ DNA എന്താ ഫോം ചെയ്യുക? HNRNA ആണ് ഫോം ചെയ്യുക. ഹെറ്ററോജിനസ് ന്യൂക്ലിയർ RNA. HNRNA എന്താ? ഹെറ്ററോജിനസ് ന്യൂക്ലിയർ RNA. ഈ HNRNA പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്താക്കി മാറ്റുക? പ്രോസസ്സ് ചെയ്തിട്ടാണ് mRNA ആക്കി മാറ്റുക. ഏതൊക്കെയാടാ പ്രോസസ്സിങ്? 3 പ്രോസസ്സിംഗ് ഇല്ലേ? HNRNA mRNA ആക്കി മാറ്റുന്ന 3 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ക്യാപ്പിംഗ് ഉണ്ട്, സ്പ്ലൈസിംഗ് ഉണ്ട്, ടെയിലിംഗ് ഉണ്ട്, 3 പ്രോസസ്സുകളുടെ പേര് പഠിക്കുക. ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിംഗ്. ഇതാണ് HNRNA mRNA ആക്കി മാറ്റാനുള്ള 3 പ്രോസസ്സുകൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. One of the salient features of genetic code. Yes, our next topic is genetic code. mRNA-യിൽ കാണുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയാം. That code for amino acid sequence in protein. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് വേണ്ട. നമുക്ക് ജനറ്റിക് കോഡ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 2 or 3 salient features of genetic code. Genetic code in the salient features. Very good. Genetic code in the salient features ആണ് ചോദ്യം. സിമ്പിൾ 1 വേർഡിൽ എഴുതാൻ പറ്റും അല്ലേ? ഒരു salient features ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സൽ. ബാക്കി പറഞ്ഞേ genetic code in the salient features. Write any other 2 salient features of genetic code എന്നാണ് ചോദ്യം. Genetic code in the salient features. 1 യൂണിവേഴ്സൽ. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? ജനറ്റിക് കോഡ് സ്പെസിഫിക് ആണ്, ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്, ജനറ്റിക് കോഡ് കണ്ടിന്യൂസ് ആണ്, വിത്തൗട്ട് പങ്ക്ച്വേഷൻ, കുത്തോ കോമയൊന്നും ഇല്ല, കണ്ടിന്യൂസ് ആണ്.
ജനറ്റിക് കോഡ് സ്പെസിഫിക് ആണ്, ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്, ജനറ്റിക് കോഡ് കണ്ടിന്യൂസ് ആണ്. AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. AUG ഓഗസ്റ്റ് നമ്മൾ പറയാം, ഓഗസ്റ്റ് AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. അതേസമയം 3 ആളുകൾ സ്റ്റോപ്പ് കോഡോൺസ് ആണ് അല്ലേ. ആരൊക്കെയാണ് 3 സ്റ്റോപ്പ് കോഡോൺസ്? 3 സ്റ്റോപ്പ് കോഡോൺസ് നമ്മൾ പറയും UAA, UAG, UGA. ആരൊക്കെയാണ് 3 സ്റ്റോപ്പ് കോഡോൺസ്? UAA, UAG, UGA. സ്റ്റോപ്പ് കോഡോൺസ് ആരൊക്കെയാ? UAA, UAG, UGA. UAA, UAG, UGA. ഇതാണ് 3 സ്റ്റോപ്പ് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ ആരാ? AUG. സ്റ്റാർട്ട് കോഡോൺ AUG. അപ്പൊ ഇത്രയും മതി, 2 3 ചോദിക്കുള്ളൂ. സലീൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് സ്പെസിഫിക് ആണ്, ഡീജനറേറ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, ആൻഡ് AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. ആൾസോ AUG കോഡ് ഫോർ മെത്തിയോണിൻ ആണ്. ആൻഡ് UAA, UAG, UGA ഒക്കെ എന്താണ്? സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ജനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നാളെ എല്ലാ മക്കളും എഴുതിക്കൊള്ളണം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സീക്വൻസ് ഫോർ കോഡിങ് എ പെപ്റ്റൈഡ് ഇസ് ഗിവൺ ബിലോ. പെപ്റ്റൈഡ് വെച്ചാൽ എന്താ? പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ അമിനോ ആസിഡിന്റെ ചെയിൻ ആണ് പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്. സോ ഹിയർ നോക്കൂ, നമ്മുടെ സീക്വൻസ് നോക്കട്ടോ. സീക്വൻസ് എന്താണ്? CAAGT AAAT GAG GAC TC അല്ലേ? എന്തോ ആയിക്കോട്ടെ. Then write the complementary mRNA. കോംപ്ലിമെന്ററി mRNA എഴുതണം അല്ലേ? ഇതിന്റെ കോംപ്ലിമെന്ററി mRNA നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതൂലേ? വളരെ സിമ്പിൾ അല്ലേ ഇതിന് കോംപ്ലിമെന്ററി എഴുതാ അല്ലേ? കോംപ്ലിമെന്ററി സിന്റെ കോംപ്ലിമെന്ററി എന്താണ്? G ആണ് അല്ലേ? പിന്നെ നമ്മൾ എന്തും A ഓപ്പോസിറ്റ് U C A U A C, then U C U G A G അല്ലേ? ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി. ഇതാണ് അറിയില്ലേ? A ഓപ്പോസിറ്റ് എന്ന് വരും, U വരും, C ഓപ്പോസിറ്റ് G വരും. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ അമിനോ ആസിഡ് സീക്വൻസ്. ഫൈൻഡ് ഔട്ട് ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ യൂസിങ് കോഡോൺ അല്ലേ? അപ്പൊ കോഡോൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അമിനോ ആസിഡിന്റെ സീക്വൻസ് എഴുതണം അല്ലേ? നമുക്ക് 3 കോഡോൺ അല്ലേ ഒരു അമിനോ ആസിഡ് വരിക. GUU കോഡ് ഫോർ എന്താണ്? വാലിൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ആൾ എഴുതും വാലിൻ. നെക്സ്റ്റ് എന്താടാ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? CAU അല്ലേ? CAU കോഡ് ഫോർ ഹിസ്റ്റഡിൻ ആണ്. CAU കോഡ് ഫോർ ഹിസ്റ്റഡിൻ ആണ്. CAU കോഡ് ഫോർ ഹിസ്റ്റഡിൻ ആണ്. നെക്സ്റ്റ് വൺ UUA കോഡ് ഫോർ ല്യൂസിൻ അല്ലേ? സോ വി റൈറ്റ് ഇസ് ല്യൂസിൻ. നെക്സ്റ്റ് വൺ ല്യൂസിൻ ആണ്. അടുത്തത് ആരാ നോക്കിക്കേ? ACU കോഡ് ഫോർ ട്രിയോണിൻ ആണ്. ACU കോഡ് ഫോർ ട്രിയോണിൻ ആണ്. നെക്സ്റ്റ് ആരാ? CCU പ്രോളിൻ ആണ്. CCU ആരാണ്? പ്രോലിൻ ആണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ GAG ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഗ്ലൂ. സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ? വളരെ ഈസി അല്ലേ? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കാണാതെ പഠിക്കണ്ട. കോഡോണും അതിന്റെ അമിനോ ആസിഡും നമുക്ക് തന്നിട്ടുണ്ട്. If a mutation, നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a mutation causes change in the 6th codon CTC into CAC, it leads to a Mendelian disorder അല്ലേ? ഇത് ആരുടെ കോഡോൺ ആണ് നോക്കിയേ? ഇത് ആരുടെ അമിനോ ആസിഡ് സീക്വൻസ് ആണ്? വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ട്രയോണിൻ, പ്രോളിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇത് ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിൻ ആണ്. ഏതാ അസുഖം എന്ന് മനസ്സിലായോ? ഇത് ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അസുഖം എന്നൊന്ന് പറഞ്ഞേ. ആരാ പറയുന്നത്? നമുക്ക് നോക്കാലോ. ഇത് ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ CTC CAC ആയിട്ട് മാറിയാൽ, CTC അല്ലേ നമ്മുടെ കോഡോൺ? CTCന്റെ mRNA എന്താ വരിക? GAG ആണ് വരിക അല്ലേ? GAGക്ക് പകരം എന്ത് വരും? CAC ആയാൽ എന്ത് വരും? GUG വരും. GAGക്ക് പകരം എന്ത് വരും? GUG വരും. GUG വന്നാൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും.
ആറാമത്തെ പൊസിഷനില് 6th പൊസിഷനില് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നാൽ ഹീമോഗ്ലോബിൻ ചെയിനിന്റെ ഷേപ്പ് മാറും. അപ്പൊ RBCന്റെ ഷേപ്പ് മാറും. വെരി ഗുഡ് ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. സിക്കിൾ സെൽ അനീമിയ എന്നാണ് ആ ഒരു ഡിസോർഡറിന്റെ പേര്. ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനില് 6th പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നാൽ ഉണ്ടാകുന്ന അസുഖം സിക്കിൾ സെൽ അനീമിയ. വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ്. അപ്പൊ അതാ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ക്ലിയർ അല്ലേ? ദെൻ നോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ജനറ്റിക് കോഡ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നില്ലേ? ആരാണ് ഇത്? ആരായി വന്നിരിക്കുന്നേ? ആരാ ഇത്? ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ബിലോ. ഹൂ ഇസ് ദിസ്? ദിസ് ഇസ് അവർ tRNA. ട്രാൻസ്ഫർ RNA ആണ്. tRNA ട്രാൻസ്ഫർ RNA ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് RNA മോളിക്യൂൾ. RNA മോളിക്യൂൾ പല ടൈപ്പ് ഉണ്ട് അല്ലേ? tRNA ഉണ്ട്, mRNA ഉണ്ട്, rRNA ഉണ്ട് അല്ലേ, snRNA ഉണ്ട്, കുറെ ടൈപ്പ് RNA ഉണ്ട്. mRNA is messenger RNA, tRNA transfer RNA, rRNA ribosomal RNA. So here it is tRNA ആണ്. Write the base sequence complementary to anticodon loop. You can see here anticodon loop. tRNA ഇങ്ങനെ ഉണ്ടാവില്ല. tRNA 5' RNA starting from 5' ആണ്. tRNA starting from 5' ആണ്. then ഇതിന്റെ താഴെ ഒരു ആന്റികോഡോൺ ലൂപ്പ് ഉണ്ട്. then ഇതിന്റെ മേലെ 3' എൻഡിലാണ് നമ്മളെ എന്തുണ്ടാവുക? 3' എൻഡിലാണ് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുക. ഇവിടെ കാണുന്ന ഒരു 3 ബേസ് ഒരു കോഡോൺ, അതിനെയാണ് നമ്മൾ ആന്റികോഡോൺ എന്ന് പറയാം. ആന്റികോഡോണിന്റെ കോംപ്ലിമെന്ററി. ഇവിടെ ആന്റികോഡോൺ എന്താ? UCA കോംപ്ലിമെന്ററി എന്താ? UCA കോംപ്ലിമെന്ററി AGU എന്നാണ് അല്ലേ? AGU. UCA കോംപ്ലിമെന്ററി എന്താ? AGU. Write the base sequence complementary to anticodon ആണ്. ആന്റികോഡോൺ UCA ആണെങ്കിൽ കോംപ്ലിമെന്ററി എന്താണ്? AGU ആണ്. ഓക്കെ അല്ലേ? അപ്പൊ tRNA മറക്കണ്ട കേട്ടോ. T ഷേപ്പിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും tRNA. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് കെയർഫുള്ളി ദ സീക്വൻസ് ഓഫ് കോഡോൺ ഇൻ mRNA. തന്നിരിക്കുന്നത് mRNA. ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ചസ് ഈസ് നീഡഡ് ഇൻ ദി ഫസ്റ്റ് കോഡോൺ ടു സ്റ്റാർട്ട് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ യൂണിറ്റില് ഫസ്റ്റ് എവിടുന്നാ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക? ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് കോഡോൺ എന്നാണ്. സ്റ്റാർട്ട് കോഡോൺ ആരാ? സ്റ്റാർട്ട് കോഡോൺ AUG ആണ്. അഥവാ ഈ A മാറ്റി G കൊടുക്കണം. അപ്പൊ അത് AUG ആയിട്ട് മാറും. ഓക്കെ AUG. ഓക്കെ സോ അതാണ് നമ്മളുടെ എന്തുണ്ട്? സ്റ്റാർട്ട് കോഡോൺ AUG. ഓക്കെ നെക്സ്റ്റ് വൺ ആൻഡ് നമ്മൾ നോക്കുന്നത് സ്റ്റോപ്പ് കോഡോൺ ആണ്. സ്റ്റോപ്പ് കോഡോൺ അല്ലേ? ഇഫ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ബൈ ദ ചേഞ്ച് ടിൽ വിച്ച് കോഡോൺ ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ്. ഏത് കോഡോൺ വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇല്ലേ? നമുക്ക് സ്റ്റോപ്പ് കോഡോൺ വരെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇവിടെ സ്റ്റോപ്പ് കോഡോൺ ആരാ? സ്റ്റോപ്പ് കോഡോൺ ആയിരിക്കുക UAA, UAG, UGA അല്ലേ? UGA വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് കോഡോൺ അല്ലേ? UGA വരെ ട്രാൻസ്ലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായല്ലോ? ട്രാൻസ്ലേഷൻ യൂണിറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം AUG സ്റ്റോപ്പിംഗ് അറ്റ് UAA, UAG, UGA. ഓക്കെ അതാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ. നെക്സ്റ്റ് ഏതാണ് ഈ ഡയഗ്രാം അല്ലെ? ഫോളോയിങ് ഡയഗ്രാം. ഈ പ്രോസസ്സിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഈ പ്രോസസ്സിന്റെ പേരെന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ഈ പ്രോസസ്സിന്റെ പേര് ട്രാൻസ്ലേഷൻ എന്നാണ്. ട്രാൻസ്ലേഷൻ ഈ പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ഇൻ യൂക്കാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. എന്താ ജീൻ എക്സ്പ്രഷൻ? ജീൻ എവിടെയുള്ളത്? ജീൻ ഉള്ളത് DNA-യിലാണ്. DNA ആദ്യം എന്തുണ്ടാക്കണം? mRNA ഉണ്ടാക്കണം. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കണം. ഇതാണ് ജീൻ എക്സ്പ്രഷന്റെ പാത്വേ. നോക്കൂ, അപ്പോ യൂകാരിയോട്ടില് നോക്കൂ ജീൻ എക്സ്പ്രഷൻ എവിടെയൊക്കെ വെച്ച് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് അല്ലേ? ജീൻ എക്സ്പ്രഷൻ നമുക്ക് 4 ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3, 4. ഏതൊക്കെയാണ് 4 ലെവൽസ്? ഫസ്റ്റ് ലെവലിന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. സെക്കൻഡ് പേരാണ് നമ്മൾ പറയും പ്രോസസ്സിംഗ് ലെവൽ അല്ലേ? പ്രോസസ്സിംഗ് നടത്തില്ലേ? സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. ആ സമയത്ത് നമുക്ക് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ പ്രോസസ്സിന്റെ പേരാണ്
എന്താണ് ട്രാൻസ്പോർട്ടിംഗ് ലെവൽ ആൻഡ് ഫോർത്ത് വൺ is ട്രാൻസ്ലേഷണൽ ലെവൽ അല്ലേ? അപ്പൊ 4 ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസിംഗ് ലെവൽ, ട്രാൻസ്പോർട്ടിംഗ് ലെവൽ, ട്രാൻസ്ലേഷണൽ ലെവൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലാക്ക് ഓപ്പറോൺ എന്താണ് ഓപ്പറോൺ? ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീനുകളെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റമാണ് ലാക്ക് ഓപ്പറോൺ അല്ലേ? ലാക്ക് ഓപ്പറോണിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്ട്രക്ചറൽ ജീൻസ്? Z, Y ആൻഡ് A. ഈ 3 സ്ട്രക്ചറൽ ജീനുകൾ തമ്മിൽ, ഈ 3 സ്ട്രക്ചറൽ ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റർ. ദർ ഇസ് എൻ ഓപ്പറേറ്റർ അല്ലേ? ഓപ്പറേറ്റർ തീരുമാനിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കണോ വേണ്ടയോ എന്ന്. Then there is a regulator gene. Regulator ഒരു ഇൻഹിബിറ്റർ ആണ്. So we call it as I gene. And I gene ഒരു പ്രൊമോട്ടർ ഉണ്ട്. ഇതാണ് നമ്മുടെ ലാക്ക് ഓപ്പറോൺ അല്ലേ? ഇപ്പൊ പിപ്പോസിയ എന്ന് പറയും. പിപ്പോസിയ പ്രൊമോട്ടർ, ഇൻഹിബിറ്റർ, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, Z, Y ആൻഡ് A ജീനുകൾ അല്ലേ? ആൻഡ് ഇവിടെ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ 3 ആളുകളും കോഡ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ്. Z ജീൻ കോഡ് ഫോർ വാട്ട്? Z gene code for beta galactosidase. Y gene code for permease. A gene code for transacetylase. Okay, beta galactosidase and permease. Beta galactosidase എന്നുള്ളതാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് ലാക്ടോസിന്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലേ? വെരി ഗുഡ്. ലാക്ടോസിന്റെ ഡൈജഷൻ ആണ്. പെർമിയേസ് എന്നുള്ളതാണ് ടു പെർമിറ്റ് ലാക്ടോസ് ഇൻടു ഈക്കോളൈ. ലാക്ടോസിനെ ഈക്കോളയിലോട്ട് പെർമിറ്റ് ചെയ്യാനുള്ള എൻസൈമാണ് പെർമിയേസ്. ഈ 3 സ്ട്രക്ചറൽ ജീനും എപ്പോൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ലാക്ടോസ് ഉള്ളപ്പോൾ. വെൻ ലാക്ടോസ് പ്രസന്റ് ഓൺലി ഈ 3 ആളും എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പൊ ലാക്ടോസ് ഇല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ റെഗുലേറ്റർ ജീന്, യു ക്യാൻ സീ ഹിയർ, റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് റിപ്രസർ mRNA. റിപ്രസർ mRNA പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ. എന്തുണ്ടാക്കുക? റിപ്രസർ പ്രോട്ടീൻ. ഓക്കെ, ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്ന അറിയോ? ഈ റിപ്രസർ പ്രോട്ടീന് നോർമൽ കണ്ടീഷനിൽ ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. റിപ്രസർ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്താൽ പിന്നെ RNA പോളിമറേസിന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഈ പറഞ്ഞ എൻസൈംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ലാക്ടോസ് വന്നാൽ എന്ത് സംഭവിക്കും? ലാക്ടോസ് വന്നാൽ, ഇപ്പൊ ഇതാണ് ലാക്ടോസ് എന്ന് വിചാരിക്കുക. ലാക്ടോസ് റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്യും. ലാക്ടോസ് വിൽ ബൈൻഡ് വിത്ത് റിപ്രസർ. സോ ഇറ്റ് കനോട്ട് ബൈൻഡ് ഓൺ ഓപ്പറേറ്റർ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ നമ്മുടെ റിപ്രസർ ലാക്ടോസ് കോമ്പിനേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റർ ഫ്രീ ആയി. അപ്പോൾ നമ്മുടെ പ്രൊമോട്ടർ ഫ്രീ ആയി. സോ RNA polymerase can transcribe this 3 structural genes and produce these enzymes. അല്ലേ? അതാണ് ലാക്ക് ഓപ്പറോണിൽ സംഭവിക്കുന്നത് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് എൻസൈം ലേബിൾഡ് ABC. പറഞ്ഞില്ലേ ABC ഏതൊക്കെയാ? ABC ഏതൊക്കെയാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്അസറ്റൈലേസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ഈസ് ദ ഇൻഡ്യൂസർ ഇൻ ലാക്ക് ഓപ്പറോൺ? ലാക്ക് ഓപ്പറോണിലെ ഇൻഡ്യൂസർ ആരാണ്? അത് ലാക്ടോസ് ആണ്. ലാക്ക് ഓപ്പറോണിലെ ഇൻഡ്യൂസർ ആരാണ്? ലാക്ടോസ് ആണ്. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇത് HGP എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. HGP എന്ന് അറിയോ? വാട്ട് ഈസ് മീൻ ബൈ HGP? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ SNP? എന്താണ് SNP? ഫുൾ ഫോം നോക്കിക്കോ. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ആണ്. വാട്ട് ഈസ് BAC? വാട്ട് ഈസ് YAC? BAC എന്ന് വെച്ചാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. പഠിച്ചു വെച്ചോ. IAC എന്ന് വെച്ചാൽ എന്താണ്?
ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. വാട്ട് ഡസ് മീൻ ബൈ BAC? BAC എന്താണ്? BAC എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. YAC BAC. YAC എന്താ? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. BAC എന്താ? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. വെരി ഗുഡ് റാനിയ, നസ്രിൻ, സെൻഹ, ഓൾ ഓഫ് യു വെരി ഗുഡ്. നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഷെയർ ദിസ് ലിങ്ക് ഓൺ ടു യുവർ ഫ്രണ്ട്സ് ആൾസോ. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് മെഗാ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നത്? വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ മെഗാ പ്രോജക്റ്റ്? മെഗാ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടാൻ കാരണം ഒന്ന്, ഇത് 13 ഇയർ എടുത്ത പ്രോജക്റ്റ് ആണ്. 13 ഇയർ പ്രോജക്റ്റ് ആണ്. 1919 തൊട്ടിട്ട് 2003 വരെയാണ് ഇതിന്റെ കാലയളവ്, പീരീഡ്. 13 ഇയർ പ്രോജക്റ്റ് ആണ്. ആൻഡ് ഈ പ്രോജക്റ്റിൽ മെനി കൺട്രീസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? മെനി കൺട്രീസ് ഇൻക്ലൂഡഡ് ആണ് ഇൻ ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എത്രയാണ്? $9 ബില്യൺ ആണ്. $9 ബില്യൺ ആണ്. ഈ പ്രോജക്റ്റിന്റെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ 3300 ബുക്സ് ആവശ്യമുണ്ട്. 3300 ബുക്സ് വിത്ത് 1000 pages on each, അല്ലേ? വിച്ച് 1000 pages and with 1000 letter on each page. അത്രയും വലിയ ഡാറ്റയാണ്. അത്രയും വലിയ ഡാറ്റയാണ്, അത്രയും എക്സ്പെൻസീവ് ആണ്, അത്രയും ഇയർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ എന്താണ് ഈ പ്രോജക്റ്റ്? എന്താണ് ഈ പ്രോജക്റ്റ്? മെഗാ പ്രോജക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇസ് എ മെഗാ പ്രോജക്റ്റ് ആണ്. ആൻഡ് ഹിയർ ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ ഇസ് DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ്. ക്വസ്റ്റ്യൻ എന്താണ്? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ? വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ അബൌട്ട് DNA ഫിംഗർ പ്രിന്റ് ഗിവൻ ബിലോ? ഇവിടെ DNA ഫ്രം ക്രൈം സീൻ കൊടുത്തിട്ടുണ്ട് A, DNA ഫ്രം സസ്പെക്ട് 1, DNA ഫ്രം സസ്പെക്ട് 2. ഏത് രണ്ട് ബാൻഡുകൾ തമ്മിലാണ് മാച്ചിങ് ഉള്ളത്? യു ക്യാൻ സി ഹിയർ എയും സിയും ഒരുപോലെയാണ്. എയുടെ ബാൻഡും സിയുടെ ബാൻഡും ഒരുപോലെയാണ്. വിച്ച് മീൻസ് സി ഈസ് ദ കൾപ്രിറ്റ്. സി ഈസ് ദ കൾപ്രിറ്റ്. സി ആണ് കുറ്റവാളി. സി ആണ് കുറ്റവാളി. ബിക്കോസ് നമ്മുടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA-യും സസ്പെക്ട് 2-ന്റെ DNA-യും സെയിം ആണ്. സോ സസ്പെക്ട് 2 is the culprit. ഓക്കെ 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 ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് മീൻ ബൈ VNTR? നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗിൽ VNTR ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. VNTR എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ VNTR? വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. VNTR എന്താണ്? പഠിച്ചു വെച്ചേക്കണേ. വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഹൂ ഡെവലപ്ഡ് ദിസ് ടെക്നിക്? DNA ഫിംഗർ പ്രിന്റിംഗ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് അലക് ജെഫ്രി എന്നാണ്. എന്താ പറയാ? അലക് ജെഫ്രി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ ആൻസർ പറയണേ. ആൻസർ കമന്റ് ബോക്സിൽ പറയണേ. ആൻഡ് ദിസ് ഇസ് അവർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. നമുക്ക് ഒരാളുടെ DNA ഫിംഗർ പ്രിന്റിംഗ് എടുക്കണം. എന്ത് ചെയ്യണം? നമുക്കൊരു സെല്ല് കിട്ടിയാൽ മതി. ഓരോ സെല്ലിന്റെ അകത്തും DNA ഉണ്ട്. ആ സെല്ല് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഐസൊലേഷൻ ഓഫ് DNA-നെ വേർതിരിച്ചെടുക്കണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA-നെ നമ്മൾ പീസസ് ആക്കി മാറ്റണം. ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA. മൂന്നാമത്തത് സെപ്പറേഷൻ ഓഫ് DNA ആണ്. Separation of DNA fragments by using gel electrophoresis. ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നാലാമത്തെ സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് സെപ്പറേറ്റഡ് DNA fragments to synthetic membranes such as nitrocellulose. ഈ പ്രോസസ്സിന്റെ പേര് നമ്മൾ പറയും ബ്ലോട്ടിംഗ് എന്നാണ് അല്ലെ? സദേൺ ബ്ലോട്ടിംഗ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിവിടെ ഈ ഒരു DNA VNTR ഫ്രാഗ്മെന്റ്സിലോട്ട് എന്ത് ആഡ് ചെയ്യും? റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആയിട്ടുള്ള VNTR-ന്റെ പ്രോബ് കൊടുക്കും. VNTR പ്രോബ് കൊടുക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ വെച്ചാൽ നോക്കൂ, നമ്മൾ കൊടുത്ത DNA ഫ്രാഗ്മെന്റും
നമ്മൾ കൊടുത്ത VNTR പ്രോബും തമ്മിൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടത്തും. അതിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. ആൻഡ് ഫൈനലി ഈ റേഡിയോ ആക്റ്റീവ്ലി ഹൈബ്രിഡൈസ്ഡ് DNA നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സ്റ്റെപ്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഇത് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് സ്റ്റെപ്സ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അത് ഓർഡർ ആക്കാനായിരിക്കും. അപ്പൊ ചെയ്തൂടെ? ഇതാണ് DNA ഫിംഗർ പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ എല്ലാവരും? നമ്മൾ എല്ലാ ടോപ്പിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ടോപ്പിക്സ് ഒന്ന് ലാക്ക് ഓപ്പറോൺ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ഒന്ന് ലാക്ക് ഓപ്പറോൺ ആണ്. മറ്റൊന്ന് DNA ഫിംഗർ പ്രിന്റിന്റെ സ്റ്റെപ്സ് ആണ്. DNA ഫിംഗർ പ്രിന്റിന്റെ സ്റ്റെപ്സ് ആണ്. മറ്റൊന്ന് റെപ്ലിക്കേഷൻ ആണ്. റെപ്ലിക്കേഷൻ ഫോർക്ക്. മറ്റൊന്ന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഫൈനലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സെൻട്രൽ ഡോഗ്മയുടെ ഫ്ലോ ചാർട്ട് എന്തായാലും പഠിച്ചിരിക്കണം. എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സുവോളജി എന്നുള്ള 1/3 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ചാപ്റ്റർ ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ഈസി ചാപ്റ്റേഴ്സ് ആണ്. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ ഷടപടേ എന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പോകണം. അപ്പൊ ആരും പോകരുത്, എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിൻ സാർ വരുന്നുണ്ട്. ദ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മിഡ് ടേമിലെ നമ്മുടെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ ആണ്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. സോ എല്ലാവരും എന്ത് ചെയ്യുക? ആക്റ്റീവ് ആയിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ താങ്ക് യു ഓൾ. ഓക്കെ സോ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. സോ നമ്മൾ സച്ചിൻ സാറാണ് നമ്മൾ മൈക്ക് കൈമാറണം. ഓക്കെ ദാറ്റ്സ് ഓൾ. ഓക്കെ താങ്ക് യു UV സാർ. താങ്ക് യു. അപ്പോൾ മക്കളെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉഷാറായിട്ട് നിങ്ങൾ എന്താക്കി ചെയ്തു. ഇനി നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് ചാപ്റ്റർ നോക്കേണ്ടത്. ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ മൈക്കൊന്ന് സെറ്റ് ആയിക്കോട്ടെ. എനിക്ക് എപ്പോഴും ഈ മൈക്ക് റെഡിയാണ്. ഓക്കെ ഇപ്പോൾ സെറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിൽ വരുന്നതാണ്, നിങ്ങൾക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഫസ്റ്റ് ടേമിൽ വരുന്നതാണെങ്കിലും നിങ്ങൾക്കറിയാം ഒരു 4 മാർക്ക് നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് ഒരു 4 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം നന്നായിട്ട് പഠിക്കേണ്ട. ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാമിനാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ടോപ്പിക് അങ്ങനെ തന്നെ കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗമീറ്റോജനൈസിസ് ടോപ്പിക് നന്നായിട്ട് നിങ്ങൾ എന്താക്കുക നോക്കുക. ഓക്കെ അപ്പോൾ 4 മാർക്സ് ആണ്. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി എന്നല്ല പറയുന്നത്. മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ എന്താണ്? ഗമീറ്റോജനൈസിസ് ആണ്. എന്തായാലും നമുക്ക് ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ, അത് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാനേ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ മാരത്തോണിൽ നമുക്ക് അതിനേ ടൈമുള്ളൂ. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനിടയിൽ എന്താക്കാം? ടോപ്പിക്ക് പറയാം. ഓക്കെ എല്ലാവരും സെറ്റാണ്. അപ്പം നസ്രീൻ, റിൻഷ, സെൻഹ, ഓക്കെ എല്ലാവരും ഉണ്ട്. ഓക്കെ റാനിയ എല്ലാവരും ഉണ്ട്. ഹൃദുഗീത്. ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. അപ്പോൾ ഫസ്റ്റ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, അപ്പോൾ ടോപ്പിക് വൈസ് ആണ്. ഇൻട്രോ പാർട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ഇൻട്രോ പാർട്ടിൽ നിങ്ങൾക്കറിയാം ഇവൻസ് ആണ് വരുന്നത്. റീപ്രൊഡക്ഷൻ്റെ ഇവൻസ് നിങ്ങൾക്കറിയില്ല മക്കളെ. ഏതൊക്കെ ഇവന്റ് വരുന്നത്? ഗമീറ്റോജനൈസിസ് വരുന്നുണ്ട്. ഗമീറ്റോജനൈസിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? ഗമീറ്റോജനൈസിസ് കഴിഞ്ഞാൽ ഇൻസെമിനേഷൻ. ദെൻ ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? യെസ്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇംപ്ലാന്റേഷൻ, ജെസ്റ്റേഷൻ, പാർച്ചറിഷൻ. ഓക്കെ അപ്പോൾ ആ ഇവന്റ് മാത്രമാണ് ഇൻട്രോ പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ നേരെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക്. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ നമുക്ക് എന്താക്കാം? ചെയ്തു പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. നിങ്ങൾ നോക്കിക്കേ, മാർക്ക് നോക്കിക്കേ. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് മക്കളെ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 22 ചോദിച്ചാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. എന്നിട്ട് ആ ചിത്രം നന്നായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. ഐഡന്റിഫൈ ദി പാർട്സ് ലേബിൾഡ് ആസ് A, B, C and D and name the part which is cut or tied up during male sterilization. Yes, human reproduction, reproductive health നിങ്ങൾക്കറിയാം ക്ലോസ്ലി റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ. അപ്പോൾ എ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എ എന്താടാ? കമന്റ് ചെയ്ത് പെട്ടെന്ന് കമന്റ് ചെയ്ത് മക്കളെ. എ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഓക്കെ യെസ്, സെമിനൽ വെസിക്കിൾ വന്നു. സെൻഹ കമന്റ് ചെയ്തു. എന്താണ്? എ സെമിനൽ വെസിക്കിൾ ആണ് അല്ലേ? സെമിനൽ വെസിക്കിൾ ആണ്. അപ്പൊ ബി എന്താണ്? കമന്റ് ചെയ്ത്.
ബി എന്താണ്? ഓക്കെ, വന്നു. ഓക്കെ, സെൻഹന്യാണേ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബി എന്താണ്? പ്രോസ്റ്റേറ്റ് ആണ് അല്ലേ? ബി എന്താണ്? പ്രോസ്റ്റേറ്റ് ആണ്. പ്രോസ്റ്റേറ്റ് പെയർഡ് സ്ട്രക്ചർ ആണോ മക്കളെ? അല്ല. ഓക്കെ, പ്രോസ്റ്റേറ്റ് ആണ്. ദെൻ സി അവിടെ, സി നിങ്ങൾക്കറിയാം ടെസ്റ്റിസ് ആണ്. ഓക്കെ, ടെസ്റ്റിസ് ആണ്. ദെൻ ഡി എന്താണ്? ഡി എന്താണ് പറഞ്ഞേ? ഡി എന്താണ്? ഓക്കെ, ഡി എന്താണ്? ഓക്കെ, ഡി പറഞ്ഞേ നസ്രീൻ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. റിൻഷ, ഓക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഡി എന്താണ്? ഡി എപ്പിഡെഡിമിസ്. ഓക്കെ, എപ്പിഡെഡിമിസ് ആണ്. ഓക്കെ, എപ്പിഡെഡിമിസ് ആണ്. റെഡി? അപ്പൊ എ ബി സി ഡി നമ്മൾ എന്താക്കി ഫിൽ ചെയ്തു. ദെൻ അടുത്തത് എന്താണ്? ആൻഡ് നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് അപ്പ് ഡ്യൂറിങ് മെയിൽ സ്റ്റെറിലൈസേഷൻ. മെയിൽ സ്റ്റെറിലൈസേഷന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മെയിൽ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ വാസെക്ടമി ആണ്. അപ്പം വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. അപ്പം വാസ് ഡിഫറൻസ് എഴുതി വെക്കണം നിങ്ങൾ. ഇതാ വാസ് ഡിഫറൻസ് ഇവിടെ എന്താക്കും? കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ മക്കളെ? മെൻഷൻ ദി സർജിക്കൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലും ഫീമെയിലുള്ള സർജിക്കൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പറയും മെയിലാണെങ്കിൽ വാസെക്ടമി. മെയിലാണെങ്കിൽ അതെന്താണ്? വാസെക്ടമി ആണ്. എന്നാൽ ഫീമെയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫാലോപ്പിയൻ ട്യൂബ് അല്ലടാ കട്ട് ചെയ്യുക. അപ്പൊ എന്തായി? ട്യൂബെക്ടമി. ഏതാണ്? ട്യൂബെക്ടമി. അപ്പൊ ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ചെറുതല്ല മക്കളെ, 5 മാർക്കാണ്. എത്രയാണ്? 5 മാർക്ക്. റാനിയ, ഓക്കെ, അനിരുദ്ധ, എല്ലാവരും പറയുന്നുണ്ട് മക്കളെ. സെറ്റാണ് നിങ്ങൾ, ഒരു സംശയമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇതാ പിടിച്ചോ. Identify the 2 types of cells lined on the inside of seminiferous tubule. Distinguish their function. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ മക്കളെ. ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിൽ ലൈൻ ചെയ്ത സെൽ ഏതാണ്? അപ്പൊ നിങ്ങൾക്കറിയാം ടെസ്റ്റിസിനെ നമ്മൾ മുറിച്ചു. ഓക്കെ, ടെസ്റ്റിസിനെ നമ്മൾ മുറിച്ചു. അപ്പൊ ടെസ്റ്റിസിന്റെ ഉള്ളിൽ എന്ത് കണ്ടു നിങ്ങൾ? യെസ്, 250 കമ്പാർട്ട്മെന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ടെസ്റ്റിസിനെ മുറിച്ച സമയത്ത് നമുക്കറിയാം 250 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് നമ്മൾ വിളിച്ചു. ഈ 250 കമ്പാർട്ട്മെന്റിലെ ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിന്റെ ഉള്ളിലും നിങ്ങൾക്കറിയാം 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾ. മറ്റൊന്നുമല്ല. എന്താ മക്കളെ? സെമിനിഫറസ് ട്യൂബ്യൂൾ. അപ്പൊ ഇതിനുള്ളിലേക്ക് കണ്ടു നോക്കുക. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലേക്ക് നോക്കുക. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് സെല്ല് ലൈൻ ചെയ്തത്. 2 ടൈപ്പ് സെല്ലാ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതും പറയും നിങ്ങൾ. എനിക്കുറപ്പാ നിങ്ങൾ പറയും. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അത്രത്തോളം അറിയാം, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അപ്പൊ 2 ടൈപ്പ് സെല്ലാണുള്ളത്. ഏതൊക്കെയാണ് അത്? ഒന്ന് മെയിൽ ജേം സെൽ. ഓക്കെ, മെയിൽ ജേം സെല്ലാണ്. അതായത് നമുക്കറിയാം സ്പെർമാറ്റോഗോണിയം. ഓക്കെ, സ്പെർമാറ്റോഗോണിയമാണ്. മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇലോങ്ങേറ്റഡ് സെൽ. മക്കളെ ഉള്ളിലത്തതാണ് ചോദിച്ചത്. അപ്പൊ സെർട്ടോളി സെൽ അല്ലേ? ശരിയല്ലേ? അപ്പൊ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം അണ്ടർഗോസ് ഡിവിഷൻ ആൻഡ് ഫോം സ്പേം. മെയിൽ ജേം സെൽ എന്നാണ് മക്കളെ എന്തുണ്ടാവുക? സ്പേം ഉണ്ടാവുക. സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ എന്താടാ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആ ഫിയയ്ക്ക് ഒരു സംശയമുണ്ട്. ഈ ചാപ്റ്റർ ഫസ്റ്റ് ടേമിന് വന്നതല്ലേ, അതുകൊണ്ട് വരുമോ സെക്കൻഡ് ടേമിൽ നിന്ന്? മക്കളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 മാർക്ക് വെയിറ്റേജ് ഹാഫ് വേളിക്ക് ഉണ്ടാവുകയെ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണേ. റീപ്രൊഡക്ഷൻ ആയാലും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയാലും പ്രിൻസിപ്പിൾസ് ആയാലും. ഓക്കെ, അത് പഠിക്കാണ്ട് പോകരുതേ. ഓക്കെ, കമ്പാരിറ്റീവ്ലി കൂടുതൽ വെയിറ്റേജ് അതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിനാണ്. എന്നാലും ചെറിയൊരു വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 4 മാർക്ക് നമ്മൾ കളയണോ? വേണ്ടല്ലോ. അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രിൻസിപ്പിൾസ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചേക്കുക. അത് നിങ്ങൾ സംശയം വെക്കണ്ട കേട്ടോ. ദെൻ മെയിൽ ജേം സെൽസ് സ്പെർമാറ്റോഗോണിയം സ്പേമായി മാറും. സെർട്ടോളി സെല്ലിന്റെ പണി എന്താടാ? സെർട്ടോളി സെല്ലിന്റെ പണി എന്താ? യെസ്, സെർട്ടോളി സെല്ലിന്റെ പണി എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് സ്പേം. ഇവനാണ് ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് എന്ത് സപ്ലൈ ചെയ്യുക മക്കളെ? ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക. എന്ത് സപ്ലൈ ചെയ്യുക? ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക. റെഡി അല്ലേ? ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിൽ അല്ലാണ്ട് നിങ്ങൾക്ക് അറിയല്ലോ ഇന്റർസ്റ്റിഷ്യൽ സ്പേസിൽ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അത് ചോദിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഇന്റർസ്റ്റിഷ്യൽ സ്പേസിലുള്ള സെല്ലിന്റെ പേരെന്തായിരുന്നു? യെസ്, അതും നിങ്ങൾക്കറിയാം, ലൈഡിക് സെൽ അല്ലെ? ലൈഡിക് സെല്ലാണ്. ഈ ലൈഡിക് സെല്ലിൽ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? ആൻഡ്രോജൻ. ആരാണ്? ആൻഡ്രോജൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 2 ടൈപ്പ് സെൽ ഏതാണെന്ന് ചോദിച്ചു. മെയിൽ ജേം സെൽ സ്പെർമാറ്റോഗോണിയം സെർട്ടോളി സെല്ലും. 2ന്റെയും ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു. മെയിൽ ജേം സെൽസ് സ്പേംസ് ആയിട്ട് മാറുന്നു. സെർട്ടോളി സെൽസ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ് അല്ലേ?
സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകുന്നു. അടുത്തത് നെയിം ദ സെൽസ് ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, നെയിം ദി സെൽസ് ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽ ഏതാടാ? ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽ ഏതാണ്? യെസ്, ലൈഡിക് സെൽ ആണ്. ഏതാണ്? ലൈഡിക് സെൽ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലാണോ മക്കളെ? അല്ല, ഇന്റർസ്റ്റിഷ്യൽ സ്പേസിലാണുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 2018 ചോദിച്ചതാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാണ്. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ച്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ശ്രദ്ധിച്ച്. ഓക്കെ, സെൻഹ, അതേപോലെ തന്നെ നസ്രിൻ, റാണിയ, റിൻഷ. ഓക്കെ, എവിടെ പോയടാ? ബോയ്സ് ഒക്കെ എവിടെ പോയി? ഓക്കെ, ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, പെട്ടെന്ന് ശ്രദ്ധിച്ചോ. ദ വാൾ ഓഫ് യൂട്രസ് ഹാസ് 3 layers ഓഫ് ടിഷ്യൂസ്. യൂട്രസിന് വാളിന് എത്ര ലേയേഴ്സ് ഉണ്ട്? 3 ലേയേഴ്സ് ആണുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, 21 ചോദിച്ചതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 3 layers ഓഫ് യൂട്ടറൈൻ വാൾ. 3 ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. ദെൻ നമ്മൾ കൊടുക്കുകയാണ് ആൻസർ. അപ്പൊ ഔട്ടർ ലെയർ നിങ്ങൾക്കറിയാം തിൻ മെംബ്രേനസ് എന്തെന്നാ വിളിക്കുക? ഓക്കെ, യെസ്, നിങ്ങൾക്കറിയാം ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്നു പെരിമെട്രിയം. ഓക്കെ, ദെൻ മിഡിൽ ലെയർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ് ടേംഡ് ആസ് മയോമെട്രിയം. എന്താണ്? മയോമെട്രിയം. ആൻഡ് ഇന്നർ ലെയർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാൻഡുലാർ സെൽസ് നമ്മൾ വിളിച്ചു, എന്താ വിളിച്ചത്? എൻഡോമെട്രിയം. ഓക്കെ അല്ലടാ? 3 എഴുതി വെച്ചോളണം. ദെൻ ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. Among these 3 layers, which layer is glandular and undergoes cyclic changes during menstrual cycle? മെൻസ്ട്രൽ സൈക്കിളിൽ സൈക്ലിക് ചേഞ്ച് വരുന്നത് എവിടെയാ മക്കളെ? യെസ്, റിൻഷ, വെരി ഗുഡ്. ഓക്കെ, ഫിയ, ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെൻഹ, റിൻഷ, എല്ലാവരും ഉഷാറാണ്. അപ്പം ബി നമുക്കറിയാം എൻഡോമെട്രി ആണ്. ഏതാ മക്കളെ? ഇത് വരുന്നത് ഏതാണ്? എൻഡോമെട്രിയത്തിലാണ് സൈക്ലിക് ചേഞ്ച് ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. ഓക്കെ, അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് എവിടെയും പോവില്ല, കിട്ടിക്കോളും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു, ഏതാണ് ആൻസർ വരുന്നത്? എൻഡോമെട്രിയം. ഏതാണ്? എൻഡോമെട്രിയം. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി പാർട്സ് ഓഫ് ഒവിഡക്ട് ഓർ ഫലോപ്പിയൻ ട്യൂബ് ഫ്രം ബിലോ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നോക്കിക്കേ, സ്കോർ ശ്രദ്ധിച്ച മക്കളെ, 3 മാർക്ക്. ഓക്കെ, 21 ചോദിച്ചാണ്, 3 മാർക്കിന് ചോദിച്ചാണ്. ശ്രദ്ധിച്ചോ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓഫ് ഒവിഡക്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ദി ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓക്കെ, ഏതാ മക്കളെ പറഞ്ഞ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് വന്നപ്പോഴേ നിങ്ങൾക്കറിയാം ഫിംഗർ ഫിംബ്രിയെ. ഓക്കെ, അപ്പൊ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണെങ്കിൽ അത് ഫിംബ്രിയെ. ഓക്കെ, എന്താണ്? ഫിംബ്രിയെ. ഓക്കെ, ഫണൽ ഷേപ്പ്ഡ് പാട്ടില്ലടാ ഫലോപ്പിയൻ ട്യൂബിന്റെ ഫിംബ്രിയെ. Then second one, the part of oviduct with narrow lumen that joins the uterus. Narrow lumen അതെവിടെയത്? അതാണ് മക്കളെ ഇസ്തമസ്. ആരാണ്? ഇസ്തമസ്. റെഡി അല്ലേ? Then see, funnel shaped part of oviduct that is closer to the ovary. ഓവറിക്ക് അടുത്തായിട്ട് കിടക്കുന്ന ഫണൽ ഷേപ്പ്ഡ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അതും മക്കൾ പറയും, എനിക്കറിയാം. ആരാണത്? യെസ്, ഇൻഫണ്ടിബുലം. ആരാണ്? ഇൻഫണ്ടിബുലം. 3 എഴുതി വെച്ചാൽ 3 മാർക്കാ. വെറുതെ കളയണോ? വേണ്ട, കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇതാ ശ്രദ്ധിച്ചോ. ഓക്കെ, നെക്സ്റ്റ്, ഒബ്സർവ് ദി ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് ദി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫീമെയിൽ ആൻഡ് നെയിം ദി പാർട്സ് ലേബൽ എ, സെക്ഷൽ വ്യൂ ബി, സി ആൻഡ് ഡി. എത്ര എളുപ്പത്തിൽ കഴിയടാ? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആ, ചിത്രം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പൊ ഇവിടെ എ ഏതാടാ പാട്ട്? ഓക്കെ, വോംബിന്റെ ഇന്നർ ലെയർ അല്ലേ? ഓക്കെ, നമുക്കറിയാം യൂട്രസിന്റെ ഇന്നർ ലെയർ നമ്മൾ വിളിച്ച എന്തായിരുന്നു? എ. ഏതാ ഭാഗം? യെസ്, എൻഡോമെട്രിയമാണ്. ഏതാണ്? എൻഡോമെട്രിയാണ്. ബി ഇവിടെ ആരാണ്? ഓവറിയാണ്. ബി ആരാണ്? ഓവറിയാണ്. യെസ്, മിടുക്കി കുട്ടികൾ. ഓക്കെ, നസ്രീൻ, സെൻഹ, എല്ലാവരും ഇവർ മാത്രമേ ഉള്ളൂ. ബോയ്സ് ഒക്കെ എവിടെ പോയടാ? ഉറങ്ങിപ്പോയാ? ഓക്കെ, സെറ്റാണ്. ദെൻ സി നമ്മൾ നോക്കുന്നു, വീണ്ടും വന്നു ഇസ്തമസ്. ആരാണ് മക്കളെ? ഇസ്തമസ്. ദെൻ ഇതാ ഡി, വൈഡ് പോർഷൻ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? പറഞ്ഞേ. വൈഡ് പോർഷൻ
ആംബ്യുല. ആരാണ്? ആംബ്യുല. ആംബ്യുല. ഓക്കെ, അപ്പൊ സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 എണ്ണം കൂടെ എഴുതിയാൽ 2 മാർക്കാ. കളയണോ മക്കളെ? വേണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നു. ദ മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഈസ് കോൾഡ്. അതിന് നമ്മൾ സമയം കളയുന്നില്ല. വീണ്ടും പറഞ്ഞു അല്ലെ? മിഡിൽ ലെയർ ആണെങ്കിൽ നമുക്കറിയാം ഏതാ മക്കളെ? മയോമെട്രിയം. മിഡിൽ ലെയർ ആണെങ്കിൽ മയോമെട്രിയം. ഓക്കെ, മയോമെട്രിയം. എടാ മയോമെട്രിയം നമുക്കറിയാം പാർച്യൂഷന്റെ സമയത്ത് വിഗറസ് കോൺട്രാക്ഷൻ അല്ലെ? ഓക്സിറ്റോസിന്റെ സെക്രീഷൻ നടക്കുന്ന സമയത്ത് വിഗറസ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്ന ലെയർ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മിഡിൽ ലെയർ മയോമെട്രി ആണ്. മയോമെട്രി എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് 2018 ചോദിച്ചാണ്. ആ 1 മാർക്ക് കളയോ മക്കളെ നിങ്ങൾ? ഇല്ല, സെറ്റാണ്. ഓക്കെ മുഹമ്മദ്, ഓക്കെ അടിപൊളി. സായൂജ് എല്ലാവരും ഉണ്ടല്ലോ. എടാ സായൂജ് ഓവറിയോ? ഓക്കെ, നീ എവിടെയാ? ഓവറി ചുമ്മാ കയറി എഴുതിയാന്ന് തോന്നില്ലേ? ഓവറി. ഇവിടെ ശ്രദ്ധിക്കണേ, മയോമെട്രി ആണ്, മയോമെട്രി കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു നമ്മൾ. ഗാമിറ്റോജനേസിസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഗാമിറ്റോജനേസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് 2021 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഗാമിറ്റോജനേസിസ്. ഹൗ മെനി സ്പെർമാറ്റോസോഐ ഓആർ പ്രൊഡ്യൂസ് ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആൻഡ് 25 പ്രൈമറി oocyte. നോക്കിക്കേ നിങ്ങൾ. എടാ 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മക്കളെ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് നിങ്ങൾക്കറിയാം ഡിപ്ലോയിഡ് സ്പെർമാറ്റോഗോണിയത്തിൽ നിന്നാണല്ലോ ഡിപ്ലോയിഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നത്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദെൻ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം 2 ഹാപ്ലോയിഡ് ആരുണ്ടാവുന്നു? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. റെഡി അല്ലേ? ഇവിടുന്ന് നേരെ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് 2 സ്പെർമാറ്റിഡ് അല്ലേ? ഹാപ്ലോയിഡ് അല്ലടാ? ഹാപ്ലോയിഡ് അല്ലടാ? മറ്റൊന്നിന്ന് 2 എണ്ണം ഹാപ്ലോയിഡ് അല്ലടാ? ഓക്കെ, സ്പെർമാറ്റിഡ്സ്. ഈ സ്പെർമാറ്റിഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത് മക്കളെ? പറഞ്ഞേ സ്പേമായിട്ട് മാറുന്നത്. റെഡി അല്ലേ? സ്പേമായിട്ട്. ദാറ്റ് മീൻസ് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇവിടെ ഫോം ചെയ്ത സ്പെർമാറ്റോസോയിന്റെ എണ്ണം എത്രയാടാ? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 1 gives 4. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ 25 എത്ര? ഓക്കെ, എത്രയായിരിക്കടാ? 100 അല്ലേ മക്കളെ? റെഡി അല്ലേ? അത് കണക്കല്ലടാ. ഓക്കെ, 100 ആണ്. 1 4 ആണെങ്കിൽ 25 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രൈമറി ഊസൈറ്റ് 25 പ്രൈമറി ഊസൈറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പ്രൈമറി യൂസൈറ്റ് നിന്ന് കിട്ടുന്നത് എത്രയാടാ? ഒരേ ഒരു ഫങ്ഷണൽ ഓവാണ്. അറിയല്ലോ ഊജനേസിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ശ്രദ്ധിക്കുക, ഒരേ ഒരു പ്രൈമറി യൂസൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം. യൂസൈറ്റ് എന്ന് ഫോം ചെയ്യുന്നത് ഇതാ ഡിപ്ലോയിഡ് ഓക്കെ, ഡിപ്ലോയിഡ് പ്രൈമറി യൂസൈറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം പ്രൈമറി യൂസൈറ്റ് ആണ്, പ്രൈമറി യൂസൈറ്റ്. ദെൻ അവിടെ നിന്ന് ഫോം ചെയ്യുന്നു. ആരാ ഫോം ചെയ്യുന്നത്? സെക്കൻഡറി ഊസൈറ്റ്. ദെൻ ഇവനോ ചെറിയ കുഞ്ഞി സെല്ലല്ലടാ, നോൺ ഫങ്ഷണല്. അവന്റെ പേരെന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. ആ കുഞ്ഞി സെല്ലാരായിരുന്നു? ഡോട്ട് ആരായിരുന്നു? പെട്ടെന്ന് വന്നേക്കട്ടെ. കമന്റ് വരട്ടെ. ഓക്കെ, പോളാർ ബോഡി ഇല്ലേ? ഇവിടെ ഫോം ചെയ്തു ഫസ്റ്റ് പോളാർ ബോഡി. ദെൻ നിങ്ങൾക്കറിയാം പോളാർ ബോഡി നോൺ ഫങ്ഷണൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കളയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ചെറിയ പോളാർ ബോഡി പിടിച്ചു. ദെൻ സെക്കൻഡറി യൂസൈറ്റ് നിങ്ങൾക്കറിയാം വീണ്ടും എന്താക്കുന്നടാ? ഒരു ഫങ്ഷണൽ അല്ലെ? സെക്കൻഡറി യൂസൈറ്റ് നിങ്ങൾക്കറിയാം എന്താണടാ? ഡിപ്ലോയിഡ് ആണോ മക്കളെ? അല്ലല്ലോ, ഹാപ്ലോയിഡ് ആണ്. ഒരു ഫങ്ഷണൽ ഓവം. ദെൻ ഇതാ സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ ഫോം ചെയ്ത് ഫസ്റ്റ് പ്രൈമറി യൂസൈറ്റ്, ഒരു പ്രൈമറി യൂസൈറ്റ് നിങ്ങൾക്കറിയാം ഒരു ഫങ്ഷണൽ ഓവം. ദാറ്റ് മീൻസ് 25 എത്രയാടാ കിട്ടുക? 25. ഓക്കെ, 25 എത്ര കിട്ടുക? 25. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 4 സ്പേം ആണെങ്കിൽ 25 100. അതേ സമയത്ത് ഒരു പ്രൈമറി യൂസൈറ്റ് ഒരു ഓവാണെങ്കിൽ 25 എത്ര കിട്ടുക? 25 25. ക്ലിയർ? ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെർമിയോജനേസിസ് ആൻഡ് സ്പെർമിയേഷൻ. ഞാൻ പറയും
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്പെർമിയോജനേസിസ്. എന്താണ് സ്പെർമിയോജനേസിസ്? എന്താണ് മക്കളെ സ്പെർമിയോജനേസിസ്? ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് സ്പെർമിയോജനേസിസ്? മക്കളെ സ്പെർമിയോജനേസിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. Spermiogenesis is a transformation of spermatids into mature spermatozoa. Okay, അതായത് immature ആയിട്ടുള്ള sperm, that means spermatids. ഈ spermatids എന്തായിട്ട് മാറുക മക്കളെ? ഫങ്ഷണൽ മെച്യൂർ സ്പെർമാറ്റോസോയ ആയിട്ട് മാറുക. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജനേസിസ് എന്ന് പറയുക. എന്താ പറയുക? സ്പെർമിയോജനേസിസ്. അതവിടെ വൃത്തിക്ക് അങ്ങ് എഴുതി വെക്കുക. 1 മാർക്ക് കിട്ടി. അത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ. സ്പെർമിയേഷൻ എന്താന്ന് പറയണം. എന്താണ് സ്പെർമിയേഷൻ എന്ന് പറയണം. അപ്പൊ നമുക്കറിയാം സ്പെർമിയേഷൻ എന്താന്ന്. എടാ, സ്പെർമാറ്റിഡ്സ് സെർട്ടോളി സെൽസിന്റെ ഉള്ളിൽ തല കയറ്റിയിട്ട് ഇങ്ങനെ കിടക്കും. റെഡി അല്ലേ? Okay, spermatids are embedded by Sertoli cells and they acquire nutrients from Sertoli cell. Sertoli cells എന്താക്കുന്നു? ന്യൂട്രിയൻസ് എല്ലാം എടുത്തിട്ട് അവസാനം സ്പെർമാറ്റോസോവ സെമിനിഫറസ് ട്യൂബ്യൂളിൽ റിലീസ് ചെയ്യുന്ന പ്രോസസ്, അതിനെയാണ് എന്ന് പറയുന്നത് സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പെർം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിന് സ്പെർമിനെ സ്പെർമാറ്റോസോവനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെർമിയേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം മക്കളെ. റിലീസ് ഓഫ് സ്പെർം ഓർ സ്പെർമാറ്റോസോവ ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ, റെഡി. അബ്ദുൽ അസീസ്, ഹൃദുഗീത്, ഓക്കെ, സെറ്റ് അല്ലടാ? ഓക്കെ, നമ്മൾ പോവാണ് നെക്സ്റ്റ്. റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനേസിസ് ആൻഡ് ഊജനേസിസ്. ഇതാ പിടിച്ച മക്കളെ ഒരു പുലി ക്വസ്റ്റ്യൻ. ഓക്കെ, സ്പെർമാറ്റോജനേസിസും ഊജനേസിസും വിട്ടുകളയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് സ്പെർമാറ്റോജനേസിസും ഊജനേസിസും തമ്മിലുള്ള എന്താണ് വ്യത്യാസങ്ങൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ വൃത്തിയിൽ ഇതാ ഭയങ്കര വൃത്തിയാണ് സ്പെർമാറ്റോജനേസിസ്. ശ്രദ്ധിച്ചോ, ഞാൻ ഭയങ്കര സംഭവമാണോ എഴുത്തിന്റെ കാര്യത്തിൽ. അപ്പൊ സ്പെർമാറ്റോജനേസിസ് വന്നു. ഓക്കെ, ദെൻ ഇതാ പിടിച്ചോ ഊജനേസിസ്. ഓക്കെ, ഊജനേസിസ് വന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പോയിന്റ് ആക്കി അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എഴുതി സ്പെർമാറ്റോജനേസിസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ദാറ്റ് മീൻസ് ടേക്സ് പ്ലേസ് ഇൻ. എവിടെയാണോ നടക്കുക സ്പെർമാറ്റോജനേസിസ്? എവിടെയാ? കണ്ടത്തിലോ? അല്ല, എവിടെയാ നടക്കുക? യെസ്, മെയിലിൽ തന്നെ. എവിടാ? ടെസ്റ്റിസിൽ. റെഡി അല്ലേ? ഫസ്റ്റ് പോയിന്റ് ആയില്ലേ? എന്നാൽ ഊജനേസിസ് എവിടെയാ നടക്കുക? യെസ്, ഫീമെയിലില്. ഓക്കെ, മേജർ ഇവന്റ് നടക്കുന്ന എവിടെയാണ്? ഓവറിയിലാണ്. റെഡി അല്ലടാ? ഓക്കെ, അപ്പം സ്പെർമാറ്റോജനേസിസ് മെയിൽസിലാണ്, ഫീമെയിൽസിൽ ഓവറിയിലാണ് എന്ത് നടക്കുന്നത്? ഊജനേസിസ് നടക്കുന്നത്. ദെൻ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എഴുതി സ്പെർമാറ്റോജനേസിസ് എപ്പോഴാണ് നടക്കുക, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പൊ നമ്മൾ കൊടുത്തു പുബേർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഊജനേസിസ് എപ്പോഴാണ് മക്കളെ സ്റ്റാർട്ട് ചെയ്യുക? ഒരു ഫീമെയിലിന്റെ എംബ്രിയോണൽ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുക. റെഡി അല്ലേ മക്കളെ? ദെൻ മൂന്നാമത്തെ പോയിന്റ് കൊടുത്തു. ഈ സ്പെർമാറ്റോജനേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? ലൈഫ് ലോങ് ആണ്. ഓക്കെ, ഓൾഡ് ഏജിൽ പോലും മെയിൽസിൽ എന്ത് നടക്കും? സ്പെർമാറ്റോജനേസിസ് നടക്കും. ഓക്കെ, അപ്പോ എന്നാൽ ഊജനേസിസോ ഓൺലി അപ് ടു certain age. Okay, only up to certain age. ഒരു ഏജ് വരെയുള്ളൂ. നിങ്ങൾക്കറിയാം മെനോപോസ് നടന്നാൽ പിന്നെ നടക്കൂടാ? ഇല്ല. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് സ്പെർമാറ്റോജനേസിസിൽ ആരില്ല? പോളാർ ബോഡി ഉണ്ടോ മക്കളെ? പോളാർ ബോഡി ആബ്സെന്റ് ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഊജനേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ പോളാർ ബോഡി പ്രസന്റ്. ഓക്കെ, പോളാർ ബോഡി പ്രസന്റ്. റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലടാ? അപ്പൊ സ്പെർമാറ്റോജനേസിസ് പോളാർ ബോഡി ഈ 4 പോയിന്റ് എന്താക്കിയാൽ മതി? നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ 5ാമത്തെ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. എങ്ങനാ? സ്പെർമാറ്റോജനേസിസ് എങ്ങനെ വരുന്നു? one primary spermatocyte gives 4
sperm. But here, one primary oocyte gives only one functional ovum. Ready അല്ലേ? Then ആറാമത്തത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സ്പെർമാറ്റോജനേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ? ഈക്വൽ ഡിവിഷൻ ആണ്. എന്നാൽ ഇവിടെ ഈക്വൽ ആണോ? അല്ല, അൺഈക്വൽ ആണ്. ഇതിൽ 4 പോയിന്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. മാർക്ക് 2 മാർക്ക് കിട്ടിക്കോളും. കിട്ടിയില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ആരോടും ചോദിക്കുക നിങ്ങൾ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കല്ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. മറന്നു പോരുത്. അതങ്ങനെ തന്നെ നിങ്ങൾ എന്താക്കാൻ സെറ്റായിട്ട് പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വൃത്തിയിൽ നിങ്ങൾ എന്തായിക്കോളാം, പഠിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. കത്തിയടി കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്പെർമാറ്റിഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആർ ഡാഷ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താലടാ. നേരിട്ട് ഉത്തരത്തിലേക്ക് പോയിക്കൂടെ മക്കളെ? 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് നിന്ന് എത്ര സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യാന്ന് വെച്ചാൽ 25 × 4 അല്ലടാ വരുക. അപ്പൊ എത്ര വരും മക്കളെ? 100. റെഡി അല്ലേ? ഓക്കെ, then ഇത് പഠിച്ചോ. കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ഷോയിങ് സ്പെർമാറ്റോജനേസിസ് ബൈ ഫില്ലിംഗ് A and B and answer the question. എയും ബിയും ഫില്ല് ചെയ്തോ. എ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത് ആരാണ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആകുന്നത്? യെസ്, സ്പെർമാറ്റോഗോണിയം നമ്മൾ അവിടെ ഫില്ല് ചെയ്തു. ദെൻ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആരായിട്ടാണ് മാറുന്നത്? ദെൻ നമുക്കറിയാം ആരായിട്ടാണ്? സ്പെർമാറ്റേഡ്സ്. ആരാണ്? സ്പെർമാറ്റേഡ്സ്. കണ്ടോ സ്പെർമാറ്റേഡ്സ്. മിടുക്കന്മാർ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടടാ. ഓക്കെ, മധ്യടാ, സന്തോഷായി, കണ്ണു നിറഞ്ഞു. ഓക്കെ, സെറ്റാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വാട്ട് ഈസ് ദ ക്രോമസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്? പറടാ, വാട്ട് ഈസ് ദ ക്രോമസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? യെസ്, നിങ്ങൾ ഉച്ചത്തിൽ പറയുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എത്രയാടാ? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ്? അപ്പൊ എത്ര ക്രോമസോം നമ്പർ ഉണ്ട് അവിടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റില്? 46. ഓക്കെ, ക്രോമസോം നമ്പർ 46. ദാറ്റ് മീൻസ് ഡിപ്ലോയിഡ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ ഇൻ സ്പെർമാറ്റോജനേസിസ്? റിഡക്ഷൻ ഡിവിഷന്റെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? എന്താണ് സിഗ്നിഫിക്കൻസ്? യെസ്, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ക്രോമസോം നമ്പർ കോൺസ്റ്റന്റ്ലി. 46 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാ? റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് കൊണ്ടാ. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ ഇൻ സ്പെർമാറ്റോജനേസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ടു മെയിൻറ്റെയിൻ ഓക്കെ ക്രോമസോം നമ്പർ constantly. Okay, to maintain chromosome number constantly. Clear allada? Set allada? Okay, appo number next question like nammal ida povunu oratta minute. Okay nammal ida povunu next question like. Okay, yes, schematic representation of gametogenesis is given below. Identify A. Write one difference between A and B. Same type of question നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ചടപടേ എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഈ പ്രോസസ്സ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഏതൊക്കെയാടാ? ഐഡന്റിഫൈ എ അല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ട മക്കളെ? ഇതാ പോളാർ ബോഡി ഡോട്ട് ഇതാ. അപ്പൊ ഇത് ഊജനേസിസ് ആയിരിക്കും. ഇതപ്പം എന്തായിരിക്കും? എ എന്തായിരിക്കും? എ സ്പെർമാറ്റോജനേസിസ് ആണ്. എന്നാൽ ബി ഇവിടെ ജനേസിസ്. എന്താണ്? ഊജനേസിസ്. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്തിന് വണ്ണാക്കുന്നടോ? 6 എണ്ണം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തില്ലേ മക്കളെ? ടേബിൾ വരച്ച് കൃത്യമായിട്ട് 6 എണ്ണം ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ, ഇവിടെ ഒന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോജനേസിസ് ടേക്സ് പ്ലേസ് ഇൻ മെയിൽ, ഊജനേസിസ് ടേക്സ് പ്ലേസ് ഇൻ ഫീമെയിൽ. ബാക്കിയുള്ള 5 പോയിന്റ്സ് നമ്മൾ എഴുതിയില്ലടാ, പോളാർ ബോഡീസിന്റെ കാര്യവും മറ്റും. അതുകൊണ്ട് ഞാൻ എന്താക്കുക, ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. ഇതാ വന്നു ആര്? ഇതാ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതാ ഏറ്റവും സ്മോളസ്റ്റ് സെല്ലിലെ നമ്മളെ ബോഡിയിൽ ഏറ്റവും ചെറിയ സെല്ലാണ്, പക്ഷേ ഭയങ്കര കാര്യമുള്ള സെല്ലാണ്. ഡയഗ്രാം ഓഫ് മമാലിയൻ സ്പെർം ഈസ് ഗിവൺ ബിലോ. ലാബൽ ദി പാർട്സ് മാർക്ക്ഡ്. ഒറ്റ മാർക്ക്. നോക്കിക്കേ, എവിടെ എന്താ മക്കളെ? പറഞ്ഞേ. ഫുൾ ഓണാണല്ലോ. വന്നു പറഞ്ഞേ. ദേവനന്ദൻ, ഓക്കെ. നസ്രീൻ, ഹൃദുഗീത് പറഞ്ഞു. യെസ്, റിൻഷ പറഞ്ഞു ഫസ്റ്റ്. ആക്രോസോം. ആരാണത്? ആക്രോസോം ആണത്. ആക്രോസോം. ദെൻ ബി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയും ന്യൂക്ലിയസ്.
ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ജനറ്റിക് മെറ്റീരിയൽ. ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ജനറ്റിക്കൽ മെറ്റീരിയൽ. ഒരു മാർക്ക് കിട്ടിയില്ലടാ, വിട്ടേക്കട്ടെ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഫിഗർ ആൻഡ് ലാബൽ ദി പാർട്സ് മാർക്ക്ഡ് ആസ് എ ബി ആൻഡ് സി. എ ബി ആൻഡ് സി 22 ചോദിച്ചാണ്, 2 മാർക്കിനാണ്. എ ഇവിടെ നമ്മളെ സെയിം ആക്രോസോം ആണ്, നോക്കിക്കേ ആക്രോസോം ആണ്. ബി ഇവിടെ എന്താണ്, മിഡിൽ പീസ് ആണ്. ഓക്കെ, മിഡിൽ പീസ് ആണ്. ഓക്കെ, സി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വാൽക്കഷ്ണാണ്. ഏതാണ്, ടെയിലാണ്. ഓക്കെ, അക്രോസോം നിങ്ങൾക്ക് അറിയാലോ, ലൈറ്റിക് എൻസൈംസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബി മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സ്പേമിന്റെ ടെയിൽ എന്തിനാണ് മക്കളെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഹെൽപ്സ് ഫോർ മൊമെന്റ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ 2 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, 2 മാർക്ക് കിട്ടിയില്ലേ? ഐഡന്റിഫൈ ദി ഫിഗർ. ഐഡന്റിഫൈ ചെയ്യുന്നു സ്പേം ആണെന്ന്. ക്ലിയർ? ബാക്കി 3 ഭാഗങ്ങൾ കൂടി എഴുതി വെച്ചാൽ 2 മാർക്ക് ഉറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ 2014 ചോദിച്ചാണ് 3 മാർക്കിന്. ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഡയഗ്രാം നോക്കിയേ, NCERT നിങ്ങൾക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഒരുപാട് ഡയഗ്രാം ഉണ്ട്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഐഡന്റിഫൈ എ ആൻഡ് ബി. ഐഡന്റിഫൈ എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താടാ, ഒരു സംശയവും വേണ്ട മക്കളെ. എ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെർമാറ്റോസോയ, സ്പെർമാറ്റോസോയാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോസോയാണ്. ദെൻ ബി ആണ് ചോദിച്ചത്. ബി എന്താണ് ഇവിടെ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ ബി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്പെർമാറ്റോ ഗോണിയാണ്, സ്പെർമാറ്റോ ഗോണിയം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സി? സി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാന്ന് ആദ്യം തിരിച്ചറിയണം, എന്നിട്ടേ അതിന്റെ ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റൂ. സി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ മക്കളെ, സെർട്ടോളി സെല്ല. ആരാ, സെർട്ടോളി സെല്ല്. അപ്പൊ സിന്റെ പണി എന്താ? Yes, it provides nutrients. It provides nutrients for the developing spermatozoa. Ready? Develop ചെയ്യുന്ന സ്പേമിന് എന്താക്കുക, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. Then നെക്സ്റ്റ് സി എന്താ നമ്മളോട് ചോദിച്ചത്? ഇൻ വിച്ച് ഓഫ് ദി മാർക്ക് പാർട്ട് റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ്? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? ഓക്കെ, അപ്പൊ റിഡക്ഷൻ ഡിവിഷൻ എവിടെയാണ് നടക്കുന്നത്? റിഡക്ഷൻ ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ എവിടെയാണ് നടക്കുന്നത്? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അല്ലേ മക്കളെ? എവിടെയാണ് നടക്കുന്നത്? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിലല്ലേ നടക്കുന്നത്? ഇവിടെ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഇ ആണ്. ഓക്കെ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഓക്കെ, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഓക്കെ, റെഡി അല്ലടാ? റെഡി അല്ലേ? ഓക്കെ, സോറി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് മാറിയില്ലടാ തിരക്കൂട്ടിയിട്ട്. ഓക്കെ, ഇവിടെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അല്ലേ മക്കളെ ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്? ഡി ആണ്. ഓക്കെ, ഡി ആണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഓക്കെ, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇവിടെ അല്ലടാ 46 മക്കളെ സ്പെർമറ്റോസൈറ്റ്. ഓക്കെ, അപ്പൊ പ്രൈമറി ദേവനെന്താ? യെസ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി സ്പെർമറ്റോസൈറ്റിലാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. എന്നിട്ട് എന്താക്കുക, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അല്ലേടാ ആപ്ലോയിഡ് ആയിട്ട് മാറുന്ന അവിടെയല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഇൻ വിച്ച് മാർക്ക് പാർട്ട് റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ്? ഡി ആണ്. ഏതാ മക്കളെ? ഡി ആണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ. സിഗ്നിഫിക്കൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ക്രോമസോം നമ്പർ കോൺസ്റ്റന്റ്ലി. ദാറ്റ് മീൻസ് 46 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. അപ്പൊ നന്നായിട്ട് കൃത്യമായിട്ട് വായിച്ചിട്ട് തിരക്കൂട്ടിയാൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുക. ഓക്കെ, അപ്പൊ സ്പീഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താക്കുക ചെയ്യാം. ദെൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2013 ചോദിച്ചാണ്. The following statements compare the process of oogenesis and spermatogenesis. Which one is not true? അപ്പൊ ശ്രദ്ധിച്ച മക്കളെ, ഏതൊക്കെയാണ്? ഓക്കെ, വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ, തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് ഓവം സീസസ് അറ്റ് സെർട്ടൈൻ ഏജ് ബട്ട് സ്പേം പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ഈവൻ ഇൻ ഓൾഡ് മെൻ. ശരിയല്ലേ? ഓക്കെ, then oogenesis begins in the embryonic stages but spermatogenesis starts at the onset of puberty. ശരിയല്ലേ? Then meiotic arrest occurs both in oogenesis and spermatogenesis. മിയോസിസ് അറസ്റ്റ് ചെയ്യുന്നത് പ്രൊഫേസ് 1 ഏതിലാടാ? oogenesis അല്ലല്ലേ? സ്പെർമറ്റോജെനസിസിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സി തെറ്റാണ്. പോളാർ ബോഡീസ് ആർ ഫോംഡ് ഇൻ oogenesis. കറക്റ്റ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സി ആണ്. ഏതാണ്? സി. 1 മാർക്ക് കിട്ടിയില്ല മക്കളെ. Then next question is the diagram represents a process of gametogenesis. Closely observe it and answer the following. Is it spermatogenesis or oogenesis? മക്കളെ, പോളാർ ബോഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതെന്താണ്? oogenesis. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് സ്പീഡിൽ അങ്ങ് പോയേക്കുന്നത് കേട്ടോ. യെസ്,
നെക്സ്റ്റ് വാട്ട് എ സ്മോളർ ഷെയ്ഡഡ് സർക്കിൾ റെപ്രസെന്റ്, നിങ്ങൾക്കറിയാം എന്താണത്? പോളാർ ബോഡി. ആരാണ്? പോളാർ ബോഡി. റൈറ്റ് ഡൗൺ 2 സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദി സെയിം. എന്തൊക്കെയാണ് പോളാർ ബോഡിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ NCERT ഡയറക്റ്റ് തന്നിട്ടില്ല. ഓക്കെ, ഒന്ന് നമുക്കറിയാം, it helps for the retention of cytoplasm in ovum. Okay, retention of cytoplasm in ovum. അപ്പോൾ ഓവത്തിൽ അതിന്റെ സൈറ്റോപ്ലാസം നിലനിർത്താൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ പണി എന്താണ്? It helps to maintain one functional haploid ovum. It helps to maintain one functional haploid ovum. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ സി നിങ്ങൾ വിട്ടേക്ക്, അത് NCERT അങ്ങനെ കാണൂല. നമ്മൾ പോളാർ ബോഡീന്റെ ഫംഗ്ഷൻ ഈസ് നോട്ട് നോൺ. ഓക്കെ, ഇവൻ ഇപ്പോഴും എന്താണ് അറിയില്ല എന്നുള്ള രീതി തന്നെയാണ് തന്നത്. നോ പ്രോബ്ലം, ഇത് നിങ്ങൾ വെച്ച് പഠിച്ചോളാം. യെസ്, അത് നിങ്ങൾക്ക് 2012 ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഡയഗ്രാം പ്രൊവൈഡഡ്, ഡു നോട്ട് കോപ്പി ദ പിക്ചർ. വരയ്ക്കേണ്ട ആവശ്യമില്ല. ദ ലേബൽ A and B. എ ഇവിടെ നിങ്ങൾക്കറിയാം ആരാ മക്കളെ? എ പറഞ്ഞേ, എ ആരാണ് മക്കളെ? ഓക്കെ, ശ്രദ്ധിച്ചോ. യെസ്, എ ആരാണ്? പ്രൈമറി ഫോളിക്കിൾ. ആരാണ്? പ്രൈമറി ഫോളിക്കിൾ. അബ്ദുൽ അസീസ്, ഇതാ നാളെ പരീക്ഷയല്ലേ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് എന്താക്കുക? ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഫുൾ മാർക്ക് ഉറപ്പാ. ഓക്കെ, അത്ര കോൺഫിഡന്റ് ആയിട്ട് തന്നെയാ പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. യെസ്, പ്രൈമറി ഫോളിക്കിൾ ആണ്. ബി എന്താണ് മക്കളെ? ടെർഷറി ഫോളിക്കിൾ. ഓക്കെ, വിത്ത് ആൻഡ്രം. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ്രം എന്ന് പറഞ്ഞാൽ അറിയില്ലടാ, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. Then on which day of menstrual cycle follicle rupture ചെയ്യുന്നു? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നത് ഏത് ദിവസാ? 14th day. എപ്പോഴാണ്? 14th ഡേയിലാണ്. Then name the process induces the rupture of ഗ്രാഫിയൻ ഫോളിക്കിൾ. ഏതാ മക്കളെ? LH surge. ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തിട്ട് ഓവം പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ ഓവ്യുലേഷൻ എന്നാ പറയാ. എന്താ പറയാ? ഓവ്യുലേഷൻ. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യുന്ന എന്താണ്? LH surge. LH ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ലെവൽ ആ സമയത്ത് എന്താക്കും? നന്നായിട്ട് കൂടും. ഇതാണ് റപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ് ദി നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ ഫോമിങ് ഇൻസൈഡ് ദി ഓവറി ആഫ്റ്റർ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നിങ്ങൾക്കറിയാം, കോർപ്പസ് ലൂട്ടിയം. അല്ലേടാ, ഓവാങ് പോയി കഴിഞ്ഞാൽ അതിന്റെ കോട്ടിങ് ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, നെയിം ആൻഡ് ഫംഗ്ഷൻ. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? കോർപ്പസ് ലൂട്ടിയം ഹെൽപ്സ് ടു റിലീസ് progesterone which maintain pregnancy. Ready? 14th day. Senha, Rinsha. ഓക്കെ, എല്ലാവരും സെറ്റാണ് മക്കളെ, ഫുൾ എനർജി ആയിട്ട് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. മെൻസ്ട്രൽ സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. മെൻസ്ട്രൽ സൈക്കിൾ ടോപ്പിക്. ദ ബിലോ ഗ്രാഫ് ഷോസ് ദി ലെവൽ ഓഫ് ഒവാറിയൻ ഹോർമോൺസ് ഇൻ എ നോർമലി മെൻസ്ട്രേറ്റിംഗ് വുമൺ ഡ്യൂറിംഗ് ഫോളിക്കുലാർ ഫേസ്. അപ്പൊ ശ്രദ്ധിച്ചോ, നെയിം A and B. ഈസി ആയിട്ട് നോക്കിക്കൂടാ. മെൻസ്ട്രൽ സൈക്കിളിലെ ഹോർമോൺ ഒവാറിയൻ ഹോർമോൺ അല്ലേ? ഒവാറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ഈസ്ട്രോജനും അതേപോലെ തന്നെ എന്താണ്? പ്രൊജസ്ട്രോണും. അപ്പൊ പ്രൊജസ്ട്രോൺ നിങ്ങൾക്കറിയാം 14th ഡേക്ക് ശേഷം അല്ലേ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുള്ളൂ. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ ലെവല് 14th ഡേക്ക് അപ്പുറം ആയിരിക്കില്ലേ? അതായത് ഇതാ ഈ ഏരിയയിൽ ആയിരിക്കത്തില്ലേ മക്കളെ പ്രൊജസ്ട്രോണിന്റെ ലെവല് കൂടുക? റെഡിയല്ലേ? 14th ഡേക്ക് അപ്പുറമല്ലേ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. എ ആരാണ്? ഈസ്ട്രോജൻ ആണ്. ബി ആരാണ്? പ്രൊജസ്റ്ററോൺ ആണ്. ആരാണ്? പ്രൊജസ്റ്ററോൺ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ദെൻ മെൻഷൻ ദി റോൾ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇൻ മെയിൻറ്റെയിനിങ് ദിസ് കണ്ടീഷൻ. പിറ്റ്യൂട്ടറി ഹോർമോൺ ഈ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റോൾ ഉണ്ട്, ഒരു സംശയമില്ല. ആരൊക്കെയാ പിറ്റ്യൂട്ടറി ഹോർമോൺസ്? നിങ്ങൾക്കറിയാം, FSH അതേപോലെ തന്നെ LH. FSH അതേപോലെ തന്നെ LH. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. എന്തിന് സഹായിക്കുന്നത്? ഫോളിക്കുലാർ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. ഓക്കെ, ഫോളിക്കുലാർ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. LH എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ഓവ്യുലേഷന്. ഓക്കെ, ഓവ്യുലേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റീകൺസ്ട്രക്ട് ദി ഗ്രാഫ് ഫോർ ലൂട്ടിയൽ ഫേസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഗ്രാഫ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്ത് എളുപ്പമായിട്ട് കൺസ്ട്രക്ട് ചെയ്യടാ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാണ്? ഈസ്ട്രോജൻ ആണ്.
അപ്പൊ എ ഇതാ ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങനെ പോവും. എന്നാൽ ബി എന്ന് പറഞ്ഞ ആരാണ്? പ്രൊജസ്റ്ററോൺ ആണ്. ആരാണ്? പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ അങ്ങനെ പോവും. 14th ഡേക്ക് ശേഷം എന്താക്കുന്നു? അവൻ പീക്കിലേക്ക് വരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാ പ്രൊജസ്റ്ററോൺ ഇതാ, അതേപോലെ തന്നെ ആര്? ഈസ്ട്രോജൻ ഇതാ. ഇത് ഈ രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫുമായി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. റെഡി? 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, റെഡി? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 10ൽ ചോദിച്ചാണ്. ദ ഗ്രാഫ് ഷോൺ ബിലോ ഷോസ് ദി ലെവൽ ഓഫ് LH ആൻഡ് FSH അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ നെയിം ദി സോഴ്സ് ഓഫ് LH ആൻഡ് FSH. LH-ന്റെയും FSH-ന്റെയും സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും LH FSH എവിടെ നിന്ന് ഉണ്ടാവുന്ന മക്കളെ? ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. Then the level of LH is maximum during the mid cycle of day. Mention its effect. Okay, LH-ന്റെ ലെവൽ ഹൈ ആവുന്നു. അതിന്റെ എഫക്ട് എന്താടാ? യെസ്, LH surge helps for ovulation. Ovulation, that means rupture of Graafian follicle, that means ovulation. Note the function of LH in male. LH male എന്താ ചെയ്യുക മക്കളെ? LH acts on Leydig cell and helps for the secretion of androgen. ആൻഡ്രോജന്റെ സെക്രീഷൻ എന്താക്കുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. എല്ലാം പറയുന്നത് ഇതാ സെൻഹ, അതേമാതിരി തന്നെ നെസ്രീൻ, ഇവരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാർ തന്നെയാണ്. ആൻസർ സ്ഥിരമായിട്ട് ദേവനന്ദ. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ. ബോയ്സ് ഒന്ന് ഓണാവ്. എവിടെ പോയി? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഇതാ 2-3 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. നമ്മൾ ഇതാ കഴിഞ്ഞു. ഓക്കെ, 2015 ചോദിച്ചാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. In which part of human reproductive system the following events occur? ഇത് മക്കളെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടൊരു സമ്മാനം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എവിടെയാ മക്കളെ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? യെസ്, നിങ്ങൾക്കറിയാം ആംബുലറി റീജിയൻ എന്ന് കാണാം NCERT-ൽ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ. ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം? എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. റെഡി അല്ലടാ? Then diagram of a human blastocyst is given below. Identify A and B. Yes, ഈ ബോൾ ലൈക്ക് സ്ട്രക്ചർ നിങ്ങൾക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റ്. അതിന്റെ A ഇന്നർ പാർട്ട് അല്ലടാ. അപ്പൊ A ഇന്നർ സെൽ മാസ്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ അല്ലടാ. B എന്താ മക്കളെ? ഔട്ടർ ലെയറിന് നമ്മൾ എന്താ പറയാ? ട്രോഫോബ്ലാസ്റ്റ്. എന്താ പറയാ? ട്രോഫോബ്ലാസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 2 മാർക്ക് കിട്ടിയില്ലേ? Then next question, pregnancy and embryonic development. 2010 ചോദിച്ചാണ്. 2 മാർക്ക്. When the urine sample of a lady is tested, presence of human chorionic gonadotropin was detected. ഓക്കെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് HCG-യുടെ പ്രസൻസ് കണ്ടെത്തി. വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് HCG ഇൻഡിക്കേറ്റ്? പറഞ്ഞേ കേക്കട്ടെ. യെസ്, പെട്ടെന്ന് പറഞ്ഞേ. HCG-ന്റെ പ്രസൻസ്. ഓക്കെ, യെസ്, she is pregnant. Okay, she is pregnant. Which is a source of HCG? HCG-യുടെ സോഴ്സ്. HCG എവിടെ നിന്നുണ്ടാവുന്നതാ മക്കളെ? യെസ്, പ്ലാസെന്റ. ഓക്കെ, പ്ലാസെന്റയുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയല്ലോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസെന്റയുടെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. പ്ലാസെന്റ ആക്ട് ആസ് എ പെർഫെക്റ്റ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സപ്ലൈ ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ. അതേപോലെ തന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദി റിമൂവൽ ഓഫ് വേസ്റ്റ് ഫ്രം ഡെവലപ്പിംഗ് എംബ്രിയോ. ദെൻ ഇറ്റ് ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇവിടെ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആയിക്കോട്ടെ, അതായത് HCG ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റൊരാളുണ്ടായിരുന്നല്ലോ. ആരായിരുന്നത്? ഓക്കെ, HBL, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. അതേപോലെ തന്നെ മറ്റൊരാളുണ്ടായിരുന്നല്ലോ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. റിലാക്സിന് എവിടെ നിന്നാണ്? ഓവറിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്ലാസന്റ ആണ്, നിങ്ങൾക്കറിയാം. Then 2021 മാസീവ് ഫോളോയിങ്. ഓക്കെ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം എംബ്രിയോന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഫസ്റ്റ് മന്ത് 1 മാസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ചേഞ്ച് മക്കളെ നിങ്ങൾ പറ. ഫസ്റ്റ് മന്തിൽ എന്താ സംഭവിക്കുക പറഞ്ഞേ. ഫസ്റ്റ് മന്ത് നിങ്ങൾക്കറിയാം ഹാർട്ട് സൗണ്ട് ഈസ്
നോട്ടീസ്ഡ്. അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഹാർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്ഡ് യൂസിങ് സ്റ്റെത്തസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് സൗണ്ട് നോട്ടീസ് ചെയ്യാം. സെക്കൻഡ് മന്ത്, രണ്ടാം മാസം കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടാം മാസം കണ്ടപ്പോൾ യെസ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ്. ഓക്കെ, ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ് രണ്ടാം മാസം. ദെൻ ഫിഫ്ത്ത് മന്ത്, അഞ്ചാം മാസത്തിലേക്കാണ് പെട്ടെന്ന് തന്നെ ചാടിയത്. ഓക്കെ, അഞ്ചാം മാസത്തിൽ എന്ത് കണ്ടു? എന്തെങ്കിലും കണ്ടോട്ടെ സാർ? ആണോ മക്കളെ? അല്ല, മിടുക്കന്മാര്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് സൗണ്ട്, ഋതുഗീത്, റിൻഷ, ദേവനന്ദ, ഓക്കെ, സായുജ്. ഓക്കെ, സായുജ് പ്ലാസന്റെ മേൽ നിൽക്കുകയാണോ? ഓക്കെ, അപ്പൊ ഇതാ വന്നു ഫിഫ്ത്ത് മന്ത്. എന്താ സംഭവിക്കുന്നത് മക്കളെ? ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ് ഫിഫ്ത്ത് മന്തിൽ. ഓക്കെ, റെഡി റെഡി റെഡി. ഓക്കെ, ദെൻ സിക്സ്ത് മന്ത് എവിടെയും പോവല്ലേ? ഇതാ IM സാർ, ഇർഫാൻ സാർ, ഇതാ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. സാർ ഇതാ എന്നോട് കാണിക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് എന്താക്കാൻ നടക്കണ്ടേ, നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതാ കയറാൻ പോവാണ്. ഇതാ ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതാ ഫിഫ്ത്ത് മന്ത്. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം സിക്സ്ത് മന്ത് നിങ്ങൾക്കറിയാം സെക്കൻഡ് ട്രൈമസ്റ്റർ. അതിനെക്കുറിച്ച് MTP ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ടോപ്പിക് സാറ് നിങ്ങൾക്ക് എന്താക്കും തരും. അപ്പൊ സിക്സ്ത് മന്തിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് നമ്പർ ഇട്ടതിൽ ചെറിയ പ്രശ്നമുണ്ട് മക്കളെ. ഓക്കെ, ഫോർത്ത് വൺ അല്ലേ? അപ്പൊ ഏതാടാ? ഐലിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഐലാഷസ് ആർ ഫോം. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഏകണ്ട മക്കളെ തെറ്റിക്കൂല എന്നുള്ള ഉത്തമ ധാരണ നമുക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 2 മാർക്കിങ് പോന്നേക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പാസ്ചറേഷൻ ആൻഡ് ലാക്ടേഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫാന്റ് ഗ്രോത്ത് ഈസ് നെസസറി ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓഫ് ന്യൂ ബോൺ ബേബീസ്. വൈ? എന്തുകൊണ്ട്? ഫസ്റ്റ് ഫോം ചെയ്യുന്ന മിൽക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കമന്റ് ചെയ്ത് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കൊളസ്ട്രോം. ആരാണ്? കൊളസ്ട്രോം അല്ലെ? മഞ്ഞപ്പാൽ എന്നൊക്കെ നമ്മൾ പറയും, കൊളസ്ട്രോം. അപ്പൊ കൊളസ്ട്രോം എന്തുകൊണ്ടാണ് കുടിക്കണം എന്ന് പറയുന്നത് കൊച്ച്? എന്തുകൊണ്ടാ? ബിക്കോസ് കൊളസ്ട്രോം ഈസ് ഹൈലി റിച്ച് ഇൻ ആന്റിബോഡീസ് വിച്ച് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി. കൊച്ചിന് ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ കൊളസ്ട്രോം നന്നായിട്ട് കുടിക്കണം. ഓക്കെ, അതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് നന്നായിട്ട് എന്ത് കിട്ടൂടാ? ഇമ്മ്യൂണിറ്റി കിട്ടും. ദാറ്റ്സ് വൈ ഈ ഇനീഷ്യൽ ഡേയ്സിൽ ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഈസി അല്ലടാ, 1 മാർക്കാണ്. അത് തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് കൊളസ്ട്രോം കണ്ടെയ്ൻസ് സെവറൽ ആന്റിബോഡീസ് വിച്ച് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ അല്ലടാ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ചെയ്യാനുള്ളത്. അപ്പൊ സെറ്റാണ്. ഇതാ ഇർഫാൻ സാർ നിങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് ആൻഡ് ഡിസീസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ഇതാ കയറി. ഓക്കെ, സെറ്റ്. ബാക്കി സാറ് കണ്ടിന്യൂ ചെയ്യും. റെഡി? ഹലോ ഗായ്സ്, ഹലോ. ലൈവ് ചാറ്റ് കാണുമ്പം അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഏഗണിൽ അർപ്പിച്ച ഈ വിശ്വാസം അതെന്തായാലും നാളെ മക്കളെ വെറുതെ ആവില്ല. അത് എൻ്റെ വാക്കല്ല, ഏഗണിൻ്റെ വാക്കാണ്. കാരണം നാളെ ചോദ്യപേപ്പർ കാണുമ്പം നിങ്ങൾ ഇതിൽ നോക്കാതെ പോയ ഒരു ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നും ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്കുള്ളൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലേ? ഈ ചാപ്റ്ററിൽ നാളെ ചോദ്യ പേപ്പറിൽ ഏകദേശം 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും. അത് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനും പറ്റും. നിങ്ങൾ റെഡി അല്ലേടാ? ആരോഗ്യത്തിനും അസുഖത്തിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ഓർത്ത് വെച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഈ ചാപ്റ്ററിന് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ കോസറ്റീവ് ഏജന്റ് ആണ്. അസുഖങ്ങളെ പേര് തരും, അല്ലെങ്കിൽ കോസറ്റീവ് ഏജന്റിന്റെ പേര് തരും, അതിന്റെ അസുഖത്തിന്റെ പേര് പറയാൻ പറയും. അപ്പൊ നമുക്ക് 8ഓ 9ഓ പകരുന്ന അസുഖം പഠിക്കാനുണ്ട്. അതിന്റെ കോസറ്റീവ് ഏജന്റിന്റെ പേര് ഞാൻ ആദ്യം ജസ്റ്റ് കാണിക്കട്ടെ. ഓക്കെ, നിങ്ങൾ സെറ്റ് അല്ലേടാ? റിൻഷ, സായൂജ്, സെൻഹ സെറ്റല്ലേ? നെസ്രിൻ, അലീന സെറ്റല്ലേ ഗായ്സ്? ദേവനന്ദൻ, കോമൺ കോൾഡ് ജലദോഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ജലദോഷം എന്ന് വെച്ചാല് വൈറസ് ഉണ്ടാക്കുന്നതല്ലേ? അപ്പൊ ഏത് വൈറസാന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? യെസ് ഹൃദുഗീത്, റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് റൈനോ വൈറസ്. മൂക്കിനെ ബാധിക്കുന്ന റൈനോ വൈറസ് ആണ് കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത്. റൈനോ വൈറസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു വൈറൽ ഡിസീസ് ഉണ്ടല്ലോ, എയ്ഡ്സ് എന്ന് കേട്ടില്ല നിങ്ങളെ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ദാറ്റ് ഈസ് HIV. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ടൈഫോയിഡ് ഫീവർ. ഇത് ബാക്ടീരിയ അല്ലേ? ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജന്റ് ചോദിച്ചാൽ നമുക്ക് എന്താണ് ആൻസർ പറയാൻ പറ്റുക? ടൈഫോയിഡ് ഫീവർ. പ്ലീസ് കമന്റ് യാർ. എന്താണ് ടൈഫോയിഡ് ഫീവർ? ബാക്ടീരിയ. ഏത് ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്?
യെസ്, ആ ബാക്ടീരിയന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാൽമൊനെല്ല ടൈഫി. ആരമൊനെല്ല ടൈഫി, സാൽമൊനെല്ല ടൈഫി. അപ്പൊ ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ പേരാണ് സാൽമൊനെല്ല ടൈഫി. യെസ് ആയൂജ്, യെസ് യെസ്, സാൽമൊനെല്ല ടൈഫി. യെസ് എൻഹ, റൈറ്റ് ആൻസർ. അതേപോലത്തെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്ന 2 ബാക്ടീരിയ ഉണ്ട്. ഏതൊക്കെയാണോ അത്? ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. അപ്പൊ ന്യൂമോണിയ നമ്മളെ ലങ്സിനെ ബാധിക്കുന്ന, നമ്മളെ ലങ്സിന്റെ ആൽവിയോളെ, ലങ്കിന്റെ യൂണിറ്റ്, ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. 2 ബാക്ടീരിയ ന്യൂമോണിയയിലേക്ക് എത്തിക്കാറുണ്ട്. ഒന്നാമത്തെ ബാക്ടീരിയന്റെ പേര് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ, ആ പേരിൽ തന്നെ. രണ്ടാമത്തെ പേരെന്താ? എന്താ രണ്ടാമത്തെ പേര്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. യെസ് ഗൈസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. അടുത്തത് വട്ടച്ചൊറി, ഫംഗസ് ഉണ്ടാക്കുന്ന വട്ടച്ചൊറി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ചൊറിഞ്ഞ് നമ്മളെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോലെ ഡ്രൈ ആയി പോവും. അതിന്റെ ഷോർട്ട് ഫോം നിങ്ങൾ ആരോട് പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, നാളെ എക്സാം പേപ്പറിൽ എഴുതണേ. റിംഗ് വേം, വട്ടച്ചൊറി ഉണ്ടാക്കുന്ന ഫംഗസിന്റെ ഷോർട്ട് ഫോം കുഞ്ഞുങ്ങൾ പഠിച്ചോ. മെറ്റ്, മുറ്റല്ല, മെറ്റ്, മുറ്റവുമല്ല. സഹാറ ചളി അടിക്കല്ലേ രാത്രി അല്ലേ? എന്താണ് എം ഫോർ marry.com ആണോ? അയ്യോ, എം ഫോർ മൈക്രോസ്പോറം. വട്ടച്ചൊറി ഫംഗൽ ഡിസീസ്, അത് മൈക്രോസ്പോറം ഫംഗസ് എഫക്ട് ചെയ്യാറുണ്ട്. ഈ 3 ഫംഗസ് ഉണ്ട്. എന്താ? ഈ എപ്പിഡെർമോഫൈറ്റോൺ ആൻഡ് T4 ട്രൈക്കോഫൈറ്റോൺ. അപ്പൊ മെറ്റ് എന്ന് പറഞ്ഞ ഈ 3 ഫംഗസ് ആണ് വട്ടച്ചൊറി ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് പ്രോട്ടോസോവൻ ഡിസീസ് ആണ്, കൊതുക് പരത്തുന്ന അസുഖം. ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞ പെൺകൊതുക്, ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ പരത്തുന്ന മലമ്പനി, മലേറിയന്റെ കോസറ്റീവ് ഏജന്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സും അതുപോലെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഒക്കെ മലേറിയ ഉണ്ടാക്കലുണ്ട്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, വെരി ഡേഞ്ചറസ്. അത് ബ്രെയിനെയാണ് ബാധിക്കുക. ഫാൽസിപ്പാരം മാലിഗ്നന്റ് മലേറിയ, സെറിബ്രൽ മലേറിയ. ഉടനടി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾ ചിലപ്പോൾ മരിച്ചുള്ള സാധ്യത കൂടുതലാണ് ഫാൽസിപ്പാരം ആണെങ്കിൽ. അപ്പൊ മലമ്പനി ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവയാണ്. ആ പ്രോട്ടോസോവന്റെ പേരാണ് പ്ലാസ്മോഡിയം. മലേറിയ പ്ലാസ്മോഡിയം എം പി. ശരിയല്ലേ? അടുത്തത് അമീബിയാസിസ്, ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. എന്താ കുഞ്ഞുങ്ങളെ അമീബിയാസിസ്? യെസ് ഹൃതികീത്, എന്താണ് അമീബിയാസിസ്? ഒരു പ്രോട്ടോസോവൻ ഡിസീസാ, ഒരു ഈച്ച പരത്തുന്ന അസുഖമാണ്. ടൈഫോയിഡ് ഫീവറിനെ പോലെ തന്നെ ഈച്ച പരത്തുന്ന അസുഖമാണ് അമീബിയാസിസ്. അമീബിയാസിസ് അത് ഉണ്ടാക്കുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. നാളത്തെ പേപ്പറിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണും. അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഈ കോസറ്റീവ് ഏജന്റ് എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അടുത്തത് വിരശല്യം, ഹെൽമിന്ത് വേംസ്, പുഴുക്കൾ ഉണ്ടാക്കുന്നത് അസ്കാരിയാസിസ്. വിരശല്യം, ആ റൗണ്ട് വേമിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. മക്കളെ, ഈ ലുംബ്രിക്കോയിഡ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അസ്കാരിസ് എഴുതാൻ അറിയാലോ. അപ്പൊ അസ്കാരിയാസിസ് സ്പ്രെഡ് ചെയ്യുന്ന ഹെൽമിന്ത് വേമിന്, പുഴുവിനെ വിളിക്കുന്ന പേരാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. കേട്ടോ? അടുത്തത് ആനന്റെ കാല് പോലെ തടിച്ചിരിക്കുന്ന ഫൈലേറിയാസിസ്, എലിഫന്റിയാസിസ്, മന്ദരോഗം. ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഫൈലേറിയൽ വേംസിന്റെ പേരാണ് Wuchereria bancrofti and Wuchereria malayi. ബാങ്കിലെ മലായി, മലയാളി. Wuchereria bancrofti and Wuchereria malayi. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മളെ കഴിഞ്ഞ ബോർഡ് എക്സാമിന് 2023 ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാ. പിക്ക് ഔട്ട് ദ കറക്റ്റ് പെയർ ഓഫ് ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തജൻ. ഫൈലേറിയ റൈനോ വൈറസ് ആണോ? റൈനോ വൈറസ് കോമൺ കോൾഡ് എന്നല്ലേ സാറ് പഠിപ്പിച്ചേ? ടൈഫോയിഡ് സ്ട്രെപ്റ്റോകോക്കസ് ആണോ? സാൽമണല്ല ടൈഫി അല്ലേ? അപ്പൊ അതും തെറ്റാണ്. മലേറിയ പ്ലാസ്മോഡിയം എം പി ശരിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങളെ പേപ്പറിൽ എങ്ങനെ എഴുതണം? നിങ്ങൾ പേപ്പറിൽ എഴുതണം സി അല്ലേ? അത് പേപ്പറിൽ എടുത്ത് എഴുതണം മലേറിയ പ്ലാസ്മോഡിയം. അസ്കാരിസ് അല്ല, എൻഡമീബ ആണോ? അത് അമീബിയാസിന്റെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ എഴുതൂലേ? എഴുതത്തില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്.
വിച്ച് ഈസ് ദ കോസറ്റീവ് ഓർഗാനിസം ഫോർ മലേറിയൽ ഡിസീസ്. മലേറിയൽ ഡിസീസിന്റെ കോസറ്റീവ് ഏജന്റിന്റെ പേരെന്താ? പ്ലീസ് കമന്റ് യാർ. എന്താണ് മലേറിയന്റെ കോസറ്റീവ് ഏജന്റിന്റെ പേര് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? മലേറിയന്റെ കോസറ്റീവ് ഏജന്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം. വൈവാക്സ് പറയാം, ഫാൽസിപ്പാരം ഒക്കെ പറയാം, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാലും ശരിയല്ലേ? നെയിം ദ 2 ഹോസ്റ്റ് റിക്വയർഡ് ഫോർ ദ മലേറിയൽ പാരസൈറ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. കൊതുക് പരത്തുന്ന അസുഖല്ലേ? അവിടെ 2 ഹോസ്റ്റ് ഉണ്ട്, 2 ഹോസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതണം പ്രൈമറി ഹോസ്റ്റ്. പ്രൈമറി ഹോസ്റ്റും ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഹോസ്റ്റും ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. പ്രൈമറി ഹോസ്റ്റും ഉണ്ട്, സെക്കൻഡറി ഹോസ്റ്റും ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ആരിലാണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ അയാളാണ് പ്രൈമറി ഹോസ്റ്റ്. കൊതുകിലാണ് അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൈമറി ഹോസ്റ്റ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് കേട്ടോ. കൊതുകാണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ. ഓക്കെ ഹാഷിം, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഓക്കെ, സോ സെക്കൻഡറി ഹോസ്റ്റ് ഏതാണ്? ഏതാ സെക്കൻഡറി ഹോസ്റ്റ്? അത് നമ്മളാണ്. മനുഷ്യനും കൊതുകും തമ്മിലുള്ള യുദ്ധമല്ലേ അല്ലേ? ദാറ്റ് ഈസ് സെക്കൻഡറി ഹോസ്റ്റ്, ഹ്യൂമൻ ബീങ്. അപ്പം മലേറിയ, മലമ്പനി സ്പ്രെഡ്, അത് പ്രോട്ടോസോവൽ ഡിസീസ് അല്ലേ, പ്ലാസ്മോഡിയല്ലേ സ്പ്രെഡ് ചെയ്യുക. 2 ഹോസ്റ്റ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി കൊതുകാണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. സെക്കൻഡറി ഹോസ്റ്റ് നമ്മളാ, ഹ്യൂമൻ ബീങ് ആണ്. മനസ്സിലായോ? ഈ ലൈഫ് സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക? ഈ കൊതുക് വന്നിട്ട് നമ്മളെ ബൈറ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് നേരെ ആ പ്ലാസ്മോഡിയം നമ്മളെ ലിവറിലെത്തും. എന്നിട്ട് ലിവർ സെൽസിനെ പൊട്ടിക്കും. എന്നിട്ട് നമ്മളെ ബ്ലഡിലേക്ക് വരും. അപ്പം പുതിയൊരു കൊതുക് നമ്മളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അവർക്ക് നമ്മളെ രക്തത്തിൽ നിന്ന് എന്ത് കിട്ടും? ആ പ്ലാസ്മോഡിയത്തിൻ്റെ ഫോം കിട്ടും. ഓക്കെ, എന്നിട്ട് അവരെ സലൈവയിലേക്ക് വീണ്ടും അത് എടുക്കും. എന്നിട്ട് അടുത്ത ആൾ പോയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ 2 ഹോസ്റ്റ് അവിടെയുണ്ട്, കൊതുകും ഉണ്ട്, മനുഷ്യനും ഉണ്ട്. പ്രൈമറി ഹോസ്റ്റ് മൊസ്കിറ്റോ ആണ്, സെക്കൻഡറി ഹോസ്റ്റ് ഹ്യൂമൻ ബീങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ. ടൈഫോയിഡ് ഫീവറിന്റെ ടെസ്റ്റിന്റെ പേരെന്താ? ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്ത ടെസ്റ്റിന്റെ പേരെന്താ? ഒന്ന് കമന്റ് ചെയ്തേ. എന്താ മക്കൾ അതിന്റെ ഉത്തരം? ടൈഫോയിഡ് ഫീവർ നമ്മൾ ഏത് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുക? യെസ്, ആ ടെസ്റ്റിന്റെ പേരാണ് എന്താ കുഞ്ഞുങ്ങളെ? ആ ടെസ്റ്റിന് പറയാ വൈഡാൽ ടെസ്റ്റ്. ഭയങ്കര വിടുന്ന ടെസ്റ്റ് അല്ലേ വൈഡാൽ ടെസ്റ്റ്? വൈഡാൽ ടെസ്റ്റ്. യെസ് എൻഹാ, ഗ്രേറ്റ് ആൻസർ. യെസ് ഹൃതികേത്, റൈറ്റ് ആൻസർ. ഹാഷിം, ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ വൈഡാൽ ടെസ്റ്റ്. വൈഡാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റിലൂടെയാണ് ടൈഫോയിഡ് ഫീവർ, ആ ബാക്ടീരിയന്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. കേട്ടോ കുഞ്ഞുങ്ങളെ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. നെയിം എനി 2 പ്രോട്ടോസോവൽ ഡിസീസ്, ഇറ്റ്സ് കോസറ്റീവ് ഓർഗാനിസം ആൻഡ് എനി 2 സിംപ്റ്റം. അത് നമ്മൾ പഠിച്ചല്ലോ. പ്രോട്ടോസോവൽ ഡിസീസ് ഒന്നേതാണ്? മലമ്പനി, മലേറിയ. രണ്ടാമത്തെ പ്രോട്ടോസോവൽ ഡിസീസ് ഏതാ? വയറുകടി, അമീബിയാസിസ്. കോസറ്റീവ് ഏജന്റ് പറഞ്ഞൂടെ? മലേറിയന്റെ കോസറ്റീവ് ഏജന്റ് ഏതാ? പ്ലാസ്മോഡിയം. അമീബിയാസിന്റെ കോസറ്റീവ് ഏജന്റ് ഏതാണോ അമീബിയാസിന്റെ കോസറ്റീവ് ഏജന്റ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നല്ലേ പറഞ്ഞേ? എൻഡമീബ എന്ന് എഴുതുന്നു ഞാൻ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി 2 സിംപ്റ്റംസ്. 2 രോഗലക്ഷണങ്ങൾ എഴുതാനല്ലേ പറഞ്ഞത്? മലേറിയ പ്ലാസ്മോഡിയം ലിവർ സെൽസിനെ എഫക്ട് ചെയ്യുന്നില്ലേ? അത് കൂടിയ ഇൻഫെക്ഷനാ, നല്ലോണം പനിക്കും. അപ്പം മലേറിയന്റെ സിംറ്റംസ് നമുക്ക് 3 എണ്ണം പറയാം. ഒന്ന് പനിക്കും, പിന്നെ വിറയ്ക്കും. എന്താ വിറക്കുന്നതിന് പറയാ? ചിൽസ്. പിന്നെയോ നല്ലോണം വിയർപ്പും വരാറുണ്ട്, സ്വെറ്റ്. പനിക്കും, വിറയ്ക്കും, വിയർക്കും. പനിക്കും, വിറക്കും, വിയർക്കും. ഇതാണ് മലമ്പനിന്റെ സിംറ്റംസ് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അമീബിയാസിന്റെ സിംറ്റം എന്താ? അമീബിയാസിസ്, അമീബ, എൻഡമീബ ലാർജ് ഇൻറ്റെസ്റ്റൈനെ എഫക്ട് ചെയ്യുക, വൻകുടലിനെയാണ് അത് എഫക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും എന്തുണ്ടാവും? ഇവിടെയുള്ള പേശിയൊക്കെ മുറുകൂലെ, മസ്കുലാർ പെയിൻ, ക്രാംസ് എന്ന് വിളിക്കുക, ക്രാംസ്. അബ്ഡമിനൽ പെയിൻ. പിന്നെ അദ്ദേഹത്തിന്റെ ഫീക്കൽ മാറ്ററിലെ മലം, അതിലൊക്കെ രക്തത്തിന്റെ പ്രസൻസ് ഉണ്ട്. ബ്ലഡ് ക്ലോട്ട്സ് ഇൻ ഫീക്കൽ മാറ്റർ, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവും, ബ്ലഡ് ക്ലോട്ട്സ് ഇൻ ഫീസസ്. നേരെ ഡൈജഷൻ നടക്കുമോ? മലബന്ധം എത്ര ശ്രമിച്ചാലും പോകൂല. ദാറ്റ് ഈസ് കോൺസ്റ്റിപ്പേഷൻ. ആ ബന്ധത്തിന് വിളിക്കുന്ന പേരെന്താ? സ്നേഹബന്ധമല്ല, മാലബന്ധമല്ല, മലബന്ധം. ദാറ്റ് ഈസ് കോൺസ്റ്റിപ്പേഷൻ. ശരിയല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതൂലേ? ഓക്കെ. അടുത്തത് ഏതായി അസുഖം? ആനന്റെ കാല് പോലെ തടിച്ചിരിക്കുന്ന സാറങ്ങൾ പഠിപ്പിച്ച് ഐഡന്റിഫൈ ദ ഡിസീസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇത് ഫൈലേറിയാസിസ് അല്ലേ കുഞ്ഞുങ്ങളെ? ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് റൈറ്റ് ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ദിസ് ഡിസീസ്. ഈ അസുഖം ഉണ്ടാക്കുന്ന കോസറ്റീവ് ഓർഗാനിസത്തിന്റെ പേരെന്താ? യെസ്,
ഇത് ഫീമെയിൽ ക്യൂലസ് മസ്കിറ്റോ പരത്തുന്ന അസുഖമല്ലേ? ക്യൂലസ് മസ്കിറ്റോ, ദാറ്റ് ഈസ് വുഷറേറിയ. ബാങ്കിലെ മലയാളി വുഷറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുഷറേറിയ മലായി. വുഷറേറിയ എന്തായി? മലായി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതൂലേ? കോസറ്റീവ് ഏജന്റ് നാളെ പേപ്പറിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും കുഞ്ഞുങ്ങളെ, എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. മലേറിയ, ഗൊണേറിയ, അമീബിയാസിസ്, ഫൈലേറിയാസിസ്. മലേറിയയും അമീബിയാസിസും ഫൈലേറിയാസിസും ഞാൻ പടിപ്പിച്ചല്ലേ, പകരുന്ന അസുഖമല്ലേ? ഗൊണേറിയം പകരുന്നതാണ്. പക്ഷെ എന്താണ് ഗൊണേറിയന്റെ കേസിൽ ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിലാണ് നമുക്ക് ഗൊണേറിയ പറയാൻ പറ്റുക. അപ്പൊ മറ്റിൽ നിന്നും ഓഡ് വൺ ഔട്ട് ചോദിച്ചാൽ ഗൊണേറിയ പറയാൻ പറ്റും. അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് മക്കളെ ഗൊണേറിയ. കേട്ടോ? അടുത്ത നമുക്ക് പ്രതിരോധശേഷിന്റെ ഭാഗത്തേക്ക് പോയാലോ? ഒരു മനുഷ്യന് ജന്മനാ പ്രതിരോധശേഷിയുണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെ, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ ലൈഫിൽ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അത് 2 ടൈപ്പുകൾ, ആക്റ്റീവ് പാസീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? ഇതാണ് ബാരിയേഴ്സ്. ജന്മനാ നമ്മൾ പോലും അറിയാതെ, ആരും അറിയാതെ നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കുന്നു നമ്മളെ തൊലി, നമ്മുടെ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, അവയവങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ തുപ്പല്, നമ്മളെ കണ്ണുനീര് അല്ലേ, ഉമിനീര്, കണ്ണുനീര്, ഇതൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ഒരുപാട് ബാരിയേഴ്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇവർ ആക്ട് ചെയ്യുന്നു. 4 ബാരിയർ ആയിട്ട്. ഏതൊക്കെയാ? നിങ്ങൾ അവിടെ നോക്കിക്കേ, ഏതൊക്കെയാണ് ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഫിസിക്കൽ ബാരിയർ ആണ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മളെ തൊലിയൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നില്ലേ? ഒരുപാട് UV റേസ് ഒന്നും ഇൻഫെക്ഷസ് പാത്തജനൊക്കെ സംരക്ഷിക്കുന്നു. നമ്മളെ ഓർഗൻസിനെ കവർ ചെയ്തിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മളെ ഉമിനീരിലും കണ്ണുനീരിലും എന്തുണ്ട്? ലൈസോസൈം, ആന്റി ബാക്ടീരിയനെ കൊല്ലാൻ സഹായിക്കുന്ന അല്ലേ ലൈസോസൈം. HCl, ഹൈലി അസിഡിക്, ബാക്ടീരിയനെ കൊല്ലാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ മൈക്രോബ്സിനെ കൊല്ലുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഇല്ലേ, ഇവരൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. പുറത്തുനിന്ന് ആന്റിജൻ ഒരു വൈറസും ബാക്ടീരിയ വരുമ്പം ഇവർ വിഴുങ്ങിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ, ആൽഫ ഇന്റർഫെറോൺ അല്ലേ, ഒരു വൈറസ് ശരീരത്തിലേക്ക് കയറുമ്പം നമ്മളെ സെല്ല് വിഴുങ്ങും. എന്നിട്ട് ആ സെല്ല് മറ്റുള്ളവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ എങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അതാണ് ആൽഫ ഇന്റർഫെറോൺ. അപ്പൊ ഇതിൽ നാളെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. മാച്ച് ദ ഫോളോയിങ്. ബാരിയറും തന്നിട്ടുണ്ട്, എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ മാത്സ്. അപ്പൊ നോക്കിക്കേ, ഫിസിക്കൽ ബാരിയർ എന്താ പഠിപ്പിച്ചേ? ഫിസിക്കൽ ഏതാ ഫിസിക്കൽ ബാരിയർ? ഏതാ മക്കളെ ഫിസിക്കൽ ബാരിയർ? സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏത് കൊടുക്കാം? സ്കിന്ന് കൊടുക്കാം. ഫിസിയോളജിക്കൽ ബാരിയർ, ഫിസിയോളജി, സലൈവ, ടിയേഴ്സ്, HCl. അവിടെ ഏതെങ്കിലും ഉണ്ടോ? യെസ്, സലൈവ ഉണ്ട്, സലൈവ കൊടുക്കാം. ഏതെങ്കിലും സെല്ലുണ്ടോ? സെല്ല്, സെല്ലുലാർ ബാരിയറിൽ സെല്ല്. ന്യൂട്രോഫിൽ ഉണ്ട്, WBC സെൽ, ന്യൂട്രോഫിൽ. സൈറ്റോകൈൻ ഇന്റർഫെറോൺ, സൈറ്റോകൈൻ ഇന്റർഫെറോൺ. സെറ്റല്ലേ? അഹ്സനാച്ചു, സെറ്റല്ലേ? അപ്പൊ ബാരിയേഴ്സ് നിങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങളെ ഇത് പഠിക്കാതെ നാളത്തെ എക്സാമിന് പോവരുത് കേട്ടോ. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ, സൈറ്റോകൈൻ, ഈ ഒരു മാത്സ് ഫോളോയിങ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ ചാപ്റ്ററിന് ബോർഡ് എക്സാമിനുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതായിരുന്നു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം? ആക്റ്റീവ് വളരെ ആക്റ്റീവാണ്, പാസീവ് വളരെ പാസീവാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അതല്ല ഞാൻ ചോദിച്ചത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവരെ വ്യത്യാസപ്പെടുത്തി എഴുതാൻ പറഞ്ഞാൽ എന്താണ് എഴുതുക? ഇതെന്താണെന്നറിയോ? പുറത്തുനിന്ന് വൈറസും ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരാറില്ലേ? അപ്പൊ നമ്മളെ ശരീരം ഇങ്ങനെ നോക്കിക്കോ, നമ്മൾ പോലും അറിയാതെ നമ്മളെ എല്ലിന്റെ മജ്ജയില്ലേ, ബോൺ മാരോ, അതിൽ നിന്ന് ബി സെൽ എന്ന് പറഞ്ഞ ഒരു കോശം ആന്റിബോഡിനെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ പുറത്തുനിന്ന് വരുന്ന വൈറസ് ഒരു ആന്റിജൻ ആണെന്ന് വിചാരിക്കും, ആന്റിജൻ. അതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരം അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് കുഞ്ഞുങ്ങളെ ആന്റിബോഡി. ആ ആന്റിബോഡി നമ്മുടെ ശരീരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആക്റ്റീവാ. എനർജി വേണമെന്ന് വിചാരിക്കാം. നമ്മുടെ ശരീരത്തിന് ആന്റിബോഡി സെലിബ്രിറ്റി വേൾഡ് ക്ലാസ് എപ്പോൾ കഴിയും? യെസ്, ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇതോടുകൂടി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നിട്ട് നമുക്ക് UV സാറ് നമ്മളെ ജെനറ്റിക്സ് 1ഉം എവല്യൂഷനും എടുക്കുന്നുണ്ട്. അതോടുകൂടി വൈൻഡ് അപ്പ് ആവും കേട്ടോ. നാളത്തെ പേപ്പറിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂല കുഞ്ഞുങ്ങളെ. അപ്പൊ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി മക്കളെ? എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? പുറത്തുനിന്നൊക്കെ ആള് വരുമ്പോൾ നമ്മളെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുക. ആക്റ്റീവ് എനർജി വേണം, എനർജി റിക്വയർഡ്. നമ്മളെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നു ആ വൈറസും ബാക്ടീരിയക്കെതിരെ. അപ്പൊ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഓൺ ബോഡി. ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ
അവർ ഓൺ ബോഡി. ഇനി ആന്റിബോഡി പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലോ നമ്മുടെ ശരീരത്തിലില്ല, നമുക്ക് അസുഖം വന്നു, അപ്പൊ പുറത്തുനിന്ന് നമ്മൾ മരുന്ന് എടുക്കേണ്ടി വരും. ശരിയല്ല, അത് പാസീവ് ആണ്. ദാറ്റ് ഈസ് ആന്റിബോഡി ഒബ്റ്റൈൻഡ് ഫ്രം ഔട്ട്സൈഡ്. ആന്റിബോഡി ഒബ്റ്റൈൻഡ് ഫ്രം ഔട്ട്സൈഡ്. എപ്പോഴാണ് നമ്മുടെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കല്? അതിന് എക്സാമ്പിളാണ് ഇൻഫെക്ഷൻ്റെ സമയത്ത്, ഡ്യൂറിങ് ഇൻഫെക്ഷൻ്റെ സമയത്ത്. എപ്പോഴാണ് പാസീവ് ഇമ്മ്യൂണിറ്റി? പുറത്ത് നമ്മൾ എടുക്കൽ. ഇന്നൊരു പാമ്പ് കടിച്ചു, അതിനെതിരെയുള്ള ഇഞ്ചക്ഷൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ പുറത്തുനിന്ന് കുത്തലല്ലേ? അപ്പോൾ ആൻറ്റി വെനത്തിൻ്റെ ഒക്കെ കേസിൽ ആൻറ്റി വെനം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിക്കൂടെ? നമ്മുടെ ശരീരമാണ് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നതെങ്കിൽ ആക്റ്റീവാണ്, പുറത്തുനിന്ന് ആൻറ്റിബോഡി എടുത്താൽ അത് പാസീവാണ്. മനസ്സിലായോ? സെറ്റല്ലേ? ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നാളത്തെ പേപ്പറിൽ കാണാൻ പറ്റും. എന്താണ് ഇതൊരു വൈ ഷേപ്പ് മോളിക്യൂൾ? ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന വൈറസ്, ബാക്ടീരിയ പോലത്തെ അസുഖമുണ്ടാക്കുന്ന ഓർഗാനിസം ബോഡിയിലേക്ക് കയറുന്ന സമയത്ത് അതിനെ അറ്റാക്ക് ചെയ്യാനും വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ, ദാറ്റ് ഈസ് ആന്റിബോഡി. ഐഡന്റിഫൈ ദ മോളിക്കുലാർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. എന്താ കുഞ്ഞുങ്ങളെ എന്റെ ഉത്തരം എന്താ? അത് ഏത് മോളിക്യൂളാ? ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ, ഏതാണ് ആ മോളിക്യൂള്? അതിന്റെ ഉത്തരമാണ് ആന്റിബോഡി. അതാണ് ആന്റിബോഡി. ആന്റിബോഡിന്റെ സ്ട്രക്ചർ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ റീജിയൻ ലാബിൾഡ് ആസ് എ, ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ എന്താണ് ബിക്കുള്ള ഉത്തരം? എ എന്താണ്, ബി എന്താണ്, സി എന്താണ് നമ്മൾ എഴുതണം അല്ലേ? എന്താ കുഞ്ഞുങ്ങളെ എ? അവിടെയാണ് ആന്റിജൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുക. പുറത്തുനിന്നുള്ള വൈറസ് ഒക്കെ വന്ന് ബാക്ടീരിയ ഒക്കെ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പൊ എ എന്ന് വെച്ചാൽ എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ആന്റിജൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് വൈറസ് പോലത്തെ, ബാക്ടീരിയ പോലത്തെ. യെസ് സെൻഹ, ഗ്രേറ്റ് ആൻസർ, ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഇനിയോ നിങ്ങൾ നോക്കിക്കേ, ഈ മോളിക്യൂളിന് വലിയ 2 ചെയിൻ ഇല്ലേ? വലിയ 2 ചെയിൻ ഉണ്ട്, പക്ഷെ ചെറിയ ചെയിൻ 2 ഇല്ലേ? അതായത് വലിയ 2 ചെയിനും ഉണ്ട്, ചെറിയ 2 ചെയിനും ഉണ്ട്. H2L2 ഒരു ആന്റിബോഡിന്റെ മോളിക്കുലാർ ഫോർമുല 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും. അപ്പൊ നോക്കിക്കേ, എന്താണ് ബി? എന്താണോ ബി? ബി കുഞ്ഞു ചെയിൻ അല്ലേ? ദാറ്റ് ഈസ് എന്താണ് ബി? ചെറിയ ചെയിൻ ആണ്, ലൈറ്റ് ചെയിൻ ആണ്. അപ്പൊ സി എന്ന് വെച്ചാൽ നോക്കിക്കേ, ഈ വലിയതല്ലേ സി? ദാറ്റ് ഈസ് ഹെവി ചെയിൻ ആണ്. അപ്പൊ എ എന്ന് വെച്ചാൽ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ബി എന്ന് വെച്ചാലോ ചെറിയ ചെയിൻ അല്ലേ? ദാറ്റ് ഈസ് ലൈറ്റ് ചെയിൻ. സി എന്ന് വെച്ചാലോ എന്താ സി? വലിയ ചെയിൻ അല്ലേ? വലിയ ചെയിൻ നമ്മൾ എന്താ പറയാ? ഹെവി ചെയിൻ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അല്ലേ? 4 ടൈപ്പ് ഓഫ് ആന്റിബോഡി ഉണ്ട്. ഇതിന്റെ പേര് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ഗെയിം. IgG, IgA, IgM, IgE. ഗെയിം. ടൈപ്പ് ഓഫ് ആന്റിബോഡി ചോദിച്ചാൽ IgA, IgG, IgA, IgM, IgE. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആന്റിബോഡി ഏതാണ് നിങ്ങൾ പഠിക്കേണ്ടത്? IgE. എന്താ കാരണം എന്നറിയോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. In a classroom discussion, a student argues that allergic reactions are more common in metro cities than in villages. നഗരത്തില് നമ്മുടെ ഗ്രാമങ്ങളിലേക്കാട്ടും എന്തായിരിക്കും അലർജി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് കൂറ് പുലർത്തുന്നുണ്ടോ? ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഒരുപാട് ഡസ്റ്റ് പൊല്യൂട്ടഡ് ഏരിയയ്ക്ക് സിറ്റീസിലൊക്കെ ഉണ്ടാവുമല്ലേ? അപ്പോൾ ഡസ്റ്റ് അലർജി അല്ലേ, അലർജി കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു. യെസ്. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ? പഠിച്ചു വെച്ചോ, അലർജി ഉണ്ടാവുന്ന സമയത്ത് ആ അലർജനെതിരെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ആന്റിബോഡിയാണ് IgE. അലർജി IgE. കേട്ടോ? സജസ്റ്റ് ടു ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് അലർജിക് സിംറ്റം. അലർജിക് സിംറ്റംസിനെതിരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒന്ന് സ്റ്റിറോയിഡ് മരുന്ന് യൂസ് ചെയ്യും. ഇത് നോട്ട് ചെയ്ത് വെച്ച് മക്കളെ. NCERT കാണാൻ പറ്റില്ല, പക്ഷെ മുന്നേ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റിറോയിഡ് ഡ്രഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആൻറ്റി ഹിസ്റ്റമൈൻ എന്നാ പറയാ. ആൻറ്റി ഹിസ്റ്റമൈൻ വേണമെങ്കിൽ അഡ്രിനാലിനൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് അലർജിക് സിംറ്റംസ് റെഡ്യൂസ് ചെയ്യും. സ്റ്റിറോയിഡ് ഡ്രഗ് യൂസ് ചെയ്യുക, അഡ്രിനാലിൻ, ആൻറ്റി ഹിസ്റ്റമൈൻസ് ഒക്കെ കേട്ടല്ലോ. ഈ മരുന്ന് കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ എഴുതത്തില്ലേ? ഓക്കെ, നെക്സ്റ്റ്. Vaccines are given to children at various stages of their development. What is meant by vaccine? എന്താണ് കുഞ്ഞുങ്ങളെ വാക്സിൻ? എന്താണ് വാക്സിൻ എന്ന് വെച്ചാൽ? എന്താണ് വാക്സിൻ? അസുഖം വരാതിരിക്കാനും വേണ്ടി നമ്മൾ കുത്തിവെക്കുന്നതല്ലേ? പ്രതിരോധ ശേഷി കുത്തിവെപ്പ് എന്നല്ലേ പറയാ അല്ലേ? അതിൽ നമ്മൾ എന്താ എടുക്കുക? ജീവനുള്ളതാണോ ജീവൻ ഇല്ലാത്തതാണോ?
ഒരു വൈറസിനെ ചത്ത ഫോമിലാക്കും, അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ ചത്ത ഫോമിലാക്കും, എന്നിട്ട് ഇഞ്ചക്ഷൻ തരും. ചത്തതാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നമ്മളെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡി ആദ്യമേ ഉണ്ടാക്കി വെക്കുക, അസുഖം വരാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ വാക്സിനിൽ മെയിനായിട്ട് എടുക്കുന്നത് കിൽഡ് ആൻറ്റിജൻ അല്ലെങ്കിൽ വീക്കൻഡ് ആൻറ്റിജൻ. ഓക്കെ, എന്താണ് വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ? എന്താ കുഞ്ഞുങ്ങളെ വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ? എന്തിനാ വാക്സിനേഷൻ എടുക്കുന്നത്? എന്തിനാ? പ്രിവെൻഷൻ ഓഫ്, അസുഖം വരാതിരിക്കാനും വേണ്ടിയിട്ടല്ലേ? ഫോർ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെ? ഇൻഫെക്ഷ്യസ് പകരുന്ന അസുഖം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാറ്. എല്ലാ അസുഖത്തിനും വാക്സിനേഷൻ ഒന്നും ഇല്ല. യെസ്, ഡെഡ് ആൻറ്റിജൻ ആണ്, ഡെഡ് പാത്തജൻ ആണ് നമ്മൾ ആ സിറിഞ്ചിൽ എടുക്കുക. അസുഖം വരാതിരിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ശരിയല്ലേ? അടുത്തത് എക്സ്പാൻഡ് ദ ടേം എയ്ഡ്സ്. എന്താണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ? അത് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതല്ലേ എയ്ഡ്സ്? അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ നെയിം ഓഫ് വൈറസ് ദാറ്റ് കോസസ് എയ്ഡ്സ്. എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ദാറ്റ് ഈസ് HIV. സിമ്പിൾ അല്ലേ? HIV അല്ലേ? യെസ് ഗൈസ്, റിൻഷ കറക്റ്റ് ആൻസർ. അടുത്തത്, നെയിം ദ വൈഡ്ലി യൂസ്ഡ് ഡയഗ്നോസിസ് ടെസ്റ്റ് ഫോർ എയ്ഡ്സിന്റെ ടെസ്റ്റിന്റെ പേരെന്താണ്? എയ്ഡ്സിന് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് കുഞ്ഞുങ്ങളെ എലൈസ. അൽസ അല്ലേ? എലൈസ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ, എലൈസ എന്നാ പറയാ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ, ദാറ്റ് ഈസ് എലൈസ. ഓക്കെ, ലിസ്റ്റ് ഔട്ട് എനി 4 പ്രാക്ടീസ് ഫോർ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ എന്താ? ഒന്ന് സേഫ് സെക്സ് ഫോളോ ചെയ്യാം. സേഫ് സെക്സ് ഫോളോ ചെയ്താൽ മതി. എയ്ഡ്സ് വരാതിരിക്കാനുള്ള മെയിൻ പ്രിവെൻഷൻ ഈ 4 എണ്ണമാ കുഞ്ഞുങ്ങൾ. ഏതൊക്കെയാ 4 എണ്ണം? ഒന്ന് സേഫ് സെക്സ് ഫോളോ ചെയ്യാം. എന്താ രണ്ടാമത്തത്? റീപ്രൊഡക്ഷന്റെ സമയത്ത് സ്റ്റെറിലൈസ്ഡ് ഓർ ഡിസ്പോസിബിൾ സിറിഞ്ച് യൂസ് ചെയ്യാം. അല്ലെ, യൂസ് ആൻഡ് ത്രോ. ഡിസ്പോസിബിൾ സിറിഞ്ചസ് യൂസ് ചെയ്താൽ മതി. എയ്ഡ്സിന്റെ പ്രിവെൻഷൻ ആണ് വരാതിരിക്കാൻ. അടുത്തതോ, ബ്ലഡ് ബാങ്കിൽ നിന്ന് ടെസ്റ്റ് ചെയ്തത് മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുക. സ്ക്രീനിങ് ബ്ലഡ് ഫ്രം ബ്ലഡ് ബാങ്ക്. 4മത്തതോ, കുറച്ച് അവയർനെസ്, ബോധവൽക്കരണം. എയ്ഡ്സ് എങ്ങനെ വരും നമുക്കറിയാലോ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരെ. അങ്ങനെ ബോധവൽക്കരണം കൊടുക്കുന്ന 2 ആൾക്കാരാണ് നാക്കോ ആൻഡ് NGO. എന്താ നാക്കോ ആൻഡ് NGO? നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. എന്താ NGO? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആർ ഡൂയിങ് അവയർനെസ് അമംഗ് പീപ്പിൾ. അപ്പൊ എയ്ഡ്സിന്റെ പ്രിവെൻഷൻ ചോദിച്ചാൽ നമുക്ക് ഒന്ന് പറയുന്നത് സേഫ് സെക്സ് ഫോളോ ചെയ്യുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്സ് ഒക്കെ ഒഴിവാക്കുക. രണ്ടാമത്തതോ, സ്റ്റെറിലൈസ് സിറിഞ്ചസ് യൂസ് ചെയ്യാം. ചൂടാക്കിയതിൽ ഒറ്റൊന്ന് യൂസ് ആൻഡ് ത്രോ, ഡിസ്പോസിബിൾ സിറിഞ്ച് യൂസ് ചെയ്യാം. ബ്ലഡ് ബാങ്കിൽ നിന്നും ടെസ്റ്റ് ചെയ്തത് മാത്രം നമ്മൾ സ്വീകരിക്കുക. പിന്നെ കുറച്ച് അവയർനെസ്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എയ്ഡ്സിൽ നിന്നുള്ള സംരക്ഷണമല്ലേ. ഇനി എയ്ഡ്സിന്റെ കാരണങ്ങൾ ചോദിച്ചാലോ, അത് നമുക്ക് പറയാം. ബ്ലഡിലൂടെ പകരുന്നുണ്ട്. സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ എയ്ഡ്സ് പകരുന്നുണ്ട്. പിന്നെ കണ്ടാമിനേറ്റ് അല്ലേ, മെയിനായിട്ട് ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അബ്യൂസ്മെന്റ്, അനാവശ്യമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരിലൊക്കെ എയ്ഡ്സ് റിപ്പോർട്ട് സ്റ്റഡീസ് ഉണ്ട്. കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. അതുപോലെ മദർ ടു ഫീറ്റസ് ത്രൂ പ്ലാസന്റ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പ്ലാസന്റ വഴിയും എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് വഴി വരാം, സിറിഞ്ചസ് വഴി വരാം, കണ്ടാമിനേറ്റഡ് സിറിഞ്ചസ് അല്ലേ, ഇല്ലേ? പിന്നെയോ മദർ ടു ഫീറ്റസ് ത്രൂ പ്ലാസന്റ, പിന്നെ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇങ്ങനെയൊക്കെ എയ്ഡ്സ് കിട്ടാം. ഇതിനുള്ള സംരക്ഷണം, പ്രിവെൻഷനാണ് ഇത് കുഞ്ഞുങ്ങൾ അറിയാതെ പോവരുത്. ഇത് നിങ്ങൾ ജനറൽ അല്ലേ, നാളത്തെ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതൂലേ? നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ? ഡ്യൂറിംഗ് ഡിസ്കഷൻ യുവർ ഫ്രണ്ട്സ് സെഡ് ദാറ്റ് എയ്ഡ്സ് ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് ടച്ച്. ഭക്ഷണത്തിലൂടെയും തൊട്ടാലൊക്കെ എയ്ഡ്സ് പകരോ? അങ്ങനെ പകരുന്ന ഞാൻ പഠിപ്പിച്ചോ നിങ്ങളെ? ഇല്ലല്ലോ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നോ. ഹൗ ഡു HIV ഇൻഫെക്ട് ഹ്യൂമൻ ബോഡി? അത് 4 രൂപത്തിൽ പറഞ്ഞു. ഏതൊക്കെയാ? ഹൗ ഡു HIV ഇൻഫെക്ട് ഹ്യൂമൻ ബോഡി? അപ്പൊ നിങ്ങൾ എഴുതൂലേ? 4 എണ്ണം എഴുതൂലേ? അപ്പൊ പഠിപ്പിച്ചതല്ലേ? ബ്ലഡിലൂടെ, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, contaminated needles and syringes, and mother to fetus through placenta. Name the clinical test used to confirm AIDS. Screening test അലൈസയാണ്. കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങൾ PCR ഒക്കെ കേട്ടില്ല, അത് എഴുതിയാലും മതി. PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR. സ്ക്രീനിങ് ടെസ്റ്റ് അലൈസയാണ്, എലൈസ. കേട്ടോ? എയ്ഡ്സ് കഴിഞ്ഞാൽ അടുത്തത്
പകരാത്തൊരു അസുഖമുണ്ടല്ലോ, ഒരുപാട് ആൾക്കാരെ മരണത്തിലേക്ക് എത്തിക്കുന്ന, ഇപ്പോഴും കുറെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന അസുഖമല്ലേ ക്യാൻസർ അല്ലേ? ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡഡ് ഡിസീസസ് ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് ഈസ് മേജർ കോസ് ഓഫ് ഡെത്ത് ഓൾ ഓവർ ദ ഗ്ലോബ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ക്യാൻസർ? ക്യാൻസർ ഉണ്ടാവാൻ കാരണം ക്യാൻസർ കോസിങ് ഏജന്റ് അല്ലേ? എന്താ അതിന്റെ ഉത്തരം? ക്യാൻസർ കോസിങ് ഏജന്റ് ചോദിച്ചാൽ നമ്മൾ എന്താണ് അതിന് ഉത്തരം ചെയ്ത? കാർസിനോജൻ. ഏതാണ് ക്യാൻസർ കോസിങ് ഏജന്റ്? കാർസിനോജൻ. ഈ കാർസിനോജൻ നമ്മൾ പഠിക്കണ ഫിസിക്സിലും ഉണ്ട്, ദാറ്റ് ഈസ് ഫിസിക്കൽ കാർസിനോജൻ ഉണ്ട്, നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിലുണ്ട്, കെമിക്കൽ കാർസിനോജൻ ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ കാർസിനോജനും ഉണ്ട്. അപ്പൊ ക്യാൻസർ കോസിങ് ഏജന്റ് നമ്മൾ എന്താ വിളിക്കുക? കാർസിനോജൻ. ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കലും ഉണ്ട്. ഫിസിക്കൽ കാർസിനോജൻ ഏതാ ഫിസിക്സിൽ ക്യാൻസർ വരുന്ന സാധനം? റേഡിയേഷൻ. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും റേഡിയേഷൻ. കെമിക്കൽ ഏതൊരു കെമിക്കലും ആവാം, ബെൻസീൻ കണ്ടെയ്ൻ കോമ്പൗണ്ട് ആയിക്കോട്ടെ, പിന്നെ പുകയില, ടുബാക്കോ, നിക്കോട്ടിൻ പറയാം. ബയോളജിക്കൽ കാർസിനോജൻ ചില വൈറസ് ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ കോസിംഗ് ജീൻ ഓങ്കോജീൻ. വാട്ട് ആർ ദ മെത്തേഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ? ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. എന്താ കുഞ്ഞുങ്ങളെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്? നിങ്ങൾ എന്തൊക്കെ എഴുതും? ഒരു സാധാരണക്കാരെന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. പ്രൈമറി നമുക്ക് പറയാം, ബ്ലഡ് കൗണ്ടിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് എഴുതിക്കൂടെ? ക്യാൻസർ ഡിറ്റക്ഷൻ മെത്തേഡ് ചോദിച്ചാൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ എല്ലിന്റെ മജ്ജ, ബോൺ മാരോ ടെസ്റ്റ്. എടോ ക്യാൻസർ നിങ്ങളെ ഡോക്ടർ എന്ത് പറയുമ്പോഴാണ് എല്ലാവരും ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? ഭയങ്കര ബേജാറാവലുണ്ട്, ഭയങ്കര വിഷമം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്. ഏതോ ഒരു ടെസ്റ്റിന് പറയുമ്പം, എന്തോന്ന് ചെയ്യണമെന്ന് പറയുമ്പം അത് ഏതാ? ബയോപ്സി. ചെറിയ കഷ്ണമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ മൊത്തമായിട്ട് എടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ബയോപ്സി. ഹിസ്റ്റോപത്തോളജിക് ബയോപ്സി, ടിഷ്യൂ മൈക്രോസ്കോപ്പിലൂടെ പഠനം നടത്തും ബയോപ്സി അല്ലേ? വേറെ നമുക്ക് പറയാം CT സ്കാൻ, CT കമ്പ്യൂട്ടർ ടൊമോഗ്രഫി, MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. എന്താ CTന്റെ ഫുൾ ഫോം? നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CTന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. എന്താ MRI? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ നാളെ എഴുതൂലേ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് നമുക്ക് പറയാം, സർജിക്കലി റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സർജറി. അത് കഴിഞ്ഞിട്ടോ കീമോതെറാപ്പി, ക്യാൻസറിനെതിരെയുള്ള മരുന്ന് കൊണ്ടുള്ള തെറാപ്പി, ദാറ്റ് ഈസ് കീമോതെറാപ്പി. അത് കഴിഞ്ഞിട്ട് കരിച്ചു കളയണം, ദാറ്റ് ഈസ് റേഡിയോതെറാപ്പി. അപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഏതൊക്കെയാ? സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി. അപ്പൊ ക്യാൻസറിനെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജന്റിന്റെ പേരും ട്രീറ്റ്മെന്റ് ഒക്കെ ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് എഴുതൂലടാ. എഴുതേണ്ട കുട്ടികൾ എഴുതത്തില്ലേ. അങ്ങനെയുള്ള ട്യൂമർ അല്ലെ നിയോപ്ലാസം ക്യാൻസർ 2 ടൈപ്പ് ഉണ്ട്, ബെനൈനും ഉണ്ട്, മാലിഗ്നന്റും ഉണ്ട്. ചില ട്യൂമർ സ്പ്രെഡ് ആവില്ല, അതാണ് ബെനൈൻ ട്യൂമർ, ഡസ് നോട്ട് സ്പ്രെഡ്. അതിനെ ക്യാൻസർ എന്ന് വിളിക്കാൻ പറ്റൂല. മാലിഗ്നന്റ് ട്യൂമറെ നമുക്ക് ക്യാൻസറസ് എന്ന് വിളിക്കാം. കാരണം എന്താ? അവർ സ്പ്രെഡ് ആവും. ആ സ്പ്രെഡ് ആവുന്ന ആ പ്രക്രിയക്ക്, ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. മാലിഗ്നന്റിലും M ഉണ്ട്, മെറ്റാസ്റ്റാസിസിലും M ഉണ്ട്. അപ്പൊ സ്പ്രെഡ് ആവുന്ന ട്യൂമറും ഉണ്ട്, മൊയയുണ്ട്, സ്പ്രെഡ് ആവാത്തതും ഉണ്ട്. സ്പ്രെഡ് ആവാത്ത വലിയ കുഴപ്പമില്ല, ക്യാൻസറസ് അല്ല, അതാണ് ബെനൈന്. സ്പ്രെഡ് ആവുന്നത് മെറ്റാസ്റ്റാസിസ് പ്രോപ്പർട്ടി, അത് സ്പ്രെഡ് ആവും, ദാറ്റ് ഈസ് മാലിഗ്നന്റ്, അതാണ് ക്യാൻസറസ്. ഇങ്ങനെ 2 തരമുണ്ടെന്ന് മനസ്സിലാക്കുക ഡാനിഷ്. കേട്ടോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലടാ? ഒന്ന് നോക്കിയേ കുഞ്ഞുങ്ങൾ, ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണോ? ഒന്ന് ശ്രദ്ധിച്ചേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ABCD. ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ കുഞ്ഞുങ്ങളെ? അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഫില്ല് ചെയ്യണം. എന്താണ് A? ക്യാൻസർ അല്ലേ? ക്യാൻസറിനെ പറ്റി ഇവിടെ എന്താ ഉള്ളത്? മെറ്റാസ്റ്റാസിസ് ഇല്ലേ? അപ്പൊ എനിക്കിവിടെ എഴുതി എടുത്തൂടെ? മെറ്റാസ്റ്റാസിസ് അല്ലെ? മാലിഗ്നന്റ് ട്യൂമർ പറഞ്ഞു. അലർജിക്ക് പറ്റി എന്തെങ്കിലും ബോക്സിലുണ്ടോ? അലർജിക്ക് പറ്റി എന്തെങ്കിലും ആ ബോക്സിൽ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ? അലർജി സെൻസിറ്റിവിറ്റി ടു സം പാർട്ടിക്കിൾ അല്ലേ? അലർജൻ സെൻസിറ്റിവിറ്റി ടു സം പാർട്ടിക്കിൾ പറഞ്ഞൂടെ? എയ്ഡ്സിന് പറ്റി എന്നുള്ളത്, എയ്ഡ്സിന് പറ്റി എന്താ ഉള്ളത്? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ്. അതിന്റെ ഫുൾ ഫോം അല്ലേ? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ്. നിങ്ങൾ എടുത്ത് എഴുതൂലേ? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വെച്ചാൽ എന്താ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്? വെറുതെ അടികൂടിയിട്ട് വെറുതെ കാരണമില്ലാതെ വരുന്ന അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. വാദം,
ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ വെറുതെ അടി കൂടിയിട്ട് വെറുതെ അസുഖം ഉണ്ടാവുക, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. നമ്മൾ പ്ലസ് 1 മസ്കുലാർ ഡിസ്ട്രോഫി ഒക്കെ പഠിച്ചിട്ടില്ല, അത് ജനറ്റിക്കലാണ്. പക്ഷെ അവിടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പഠിച്ചു, മയസ്തീനിയ ഗ്രാവിസ്. അത് വെറുതെ കാരണമൊന്നുമില്ല, വാദം, ആർത്രൈറ്റിസ്, ജോയിന്റ് ഇൻഫ്ലമേഷൻ, ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കേട്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങനെയുള്ള നോക്കിക്കേ, കഴിഞ്ഞ 4-5 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട് ഡ്രഗിന്റെ പ്രിവെൻഷൻ അല്ലേ. ഈ ഡ്രഗും ആൽക്കോളൊക്കെ ചില ആൾക്കാർ അഡിക്ഷൻ അല്ലേ, ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്ഡ് ആവാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതൊന്നും സംരക്ഷണം നേടാൻ പറ്റുക? അതിനുള്ള പോയിന്റ്സ് നിങ്ങളോട് എഴുതാനും വേണ്ടി ചോദിക്കലുണ്ട്. അതിന് മുന്നേ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ഡ്രഗ് ആൽക്കോൾ അബ്യൂസ്മെന്റിലേക്ക് ഒരു മനുഷ്യൻ എത്താനുള്ള സാഹചര്യം എന്താ? എന്താ കാരണം? എന്താ കോസസ്? ഒന്ന് ക്യൂരിയോസിറ്റി, നിങ്ങളെ അഡോളസെന്റ് പീരീഡ് 12-18 വയസ്സ് തന്നെ എന്താന്ന് അറിയാൻ അമിതമായിട്ടുള്ളൊരു ആവേശം, ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. ചില ആൾക്കാർ പറയും ഞാൻ കള്ള് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ എടുക്കാൻ കാരണം സ്ട്രെസ്സാണ്, ഭയങ്കര ടെൻഷൻ കൊണ്ടാണ്. ചില ആൾക്കാർ പീർ പ്രഷർ അല്ലേ, ചിലപ്പോൾ ചില രക്ഷിതാക്കൾ മക്കളെ സമതുല്യരായിട്ടുള്ള അപ്പുറത്തുള്ള ഒരേ ഏജിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അല്ലേ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട്. ദാറ്റ് ഈസ് പീർ പ്രഷർ, സമ ഏജിലുള്ള ആൾക്കാർ തമ്മിൽ പ്രഷർ ചെലുത്തുക. അൺസപ്പോർട്ടഡ് ഫാമിലി സ്റ്റാറ്റസ്, നോക്കാനും പറയാനൊന്നും ആരുമില്ല, ശരിയത തെറ്റാതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഡ്രഗ് ആൽക്കോൾ അബ്യൂസ്മെന്റിലേക്ക് എത്താറില്ലേ? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗും ആൽക്കോളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ഇവിടെ നോക്കിക്കേ, നാളത്തെ ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഫോർ ഇൽ ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കോൾ അബ്യൂസ് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് 4 പോയിന്റ് എഴുതുക. എന്താണ് ഇൽ ഇഫക്റ്റ്? ഡ്രഗും ആൽക്കോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനോട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്താ പ്രശ്നം? ഇത് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരിക ഒരു ആങ്സൈറ്റി അല്ലേ, നമ്മുടെ ബിഹേവിയറൽ റെസ്പോൺസ് അല്ലെ, സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിപ്രഷൻ്റെ മെയിൻ സിംറ്റമാ. അല്ലെങ്കിലോ നമുക്ക് പറയാം ആൽക്കോളൊക്കെ ആണെങ്കിൽ ലിവർ സിറോസിസിലേക്ക് പോകാറില്ലേ? ലിവർ സിറോസിസിലേക്ക് പോകാറില്ലേ? ചില കേസിൽ റെസ്പിറേറ്ററി പ്രശ്നങ്ങളും റെസ്പിറേറ്ററി ഫെയിലർ, ലങ്സിനൊക്കെ അത് ബാധിക്കാറുണ്ട്, റെസ്പിറേറ്ററി ഫെയിലർ. അപ്പൊ ഇങ്ങനെ 4 പോയിന്റൊക്കെ ഇരിക്കൂടെ ഡ്രഗ് ആൽക്കോളിനെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടല്ലേ? പക്ഷേ ഇത് പഠിക്കാതെ ഒരൊറ്റ കുഞ്ഞുങ്ങളും നാളത്തെ എക്സാമിലേക്ക് നിങ്ങൾ എഴുതാൻ ചെല്ലേണ്ടത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? മെൻഷൻ എനി 4 മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഡ്രഗിലേക്കും അതുപോലെ ആൽക്കഹോളും ടുബാക്കോ ഒക്കെ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഡിക്ഷൻ ആയി കഴിഞ്ഞാലല്ല, അതിലേക്ക് എത്താതിരിക്കാനുള്ള പ്രിവെൻഷൻ എന്താ? എങ്ങനെയാണ് നമ്മൾ അതിനെ തടയുക? ഒന്നാമത്തത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിലുള്ള പ്രിവെൻഷൻ ചോദിച്ചാൽ നമുക്ക് എന്താണ് ഒന്നാമത്തെ പറയാൻ പറ്റുക? എനിവൺ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു പീർ പ്രഷർ, അത് അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് പീർ പ്രഷർ. ഒരിക്കലും നമ്മളെ സമ ഏജിലുള്ള ആൾക്കാരുമായിട്ട് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് പറയരുത് വീട്ടിൽ നിന്ന് കേട്ടോ. ഇത് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അവോയ്ഡ് പീർ പ്രഷർ, അവോയ്ഡ് പീർ പ്രഷർ. അടുത്തതോ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് അല്ലേ? എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, വ്യക്തമായ ധാരണ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ? പിന്നെ പാരൻസ് കൗൺസിലിംഗ് അല്ലേ, രക്ഷിതാക്കൾ പറഞ്ഞ് കൗൺസിൽ ചെയ്യുക, നല്ലതേതാണ് ചീത്തതാണ് കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടും നന്നായിട്ടില്ലെങ്കിലോ നമ്മൾ മെഡിക്കൽ പ്രൊഫഷണലിനോട് ഹെൽപ്പ് തേടുക, ഡോക്ടേഴ്സിനോടൊക്കെ ഹെൽപ്പ് തേടുക, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ, മെഡിക്കൽ പ്രൊഫഷണലിനെ നമ്മൾ നേരിട്ടിട്ട് അല്ല ഒരു കൗൺസിലിംഗ് നടത്തുക. പിന്നെയോ ഒരു കുഞ്ഞ് ദാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ, എപ്പോഴും അവൻ ഡേഞ്ചറിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. കൗൺസിലിംഗ് തന്നെയല്ലേ മെയിൻ. അപ്പോൾ എന്താണ് പ്രിവെൻഷൻ എന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതണം. നോക്കിക്കേ, അവോയ്ഡ് പീർ പ്രഷർ, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പീർസ് ഒരേ ഏജുള്ള സുഹൃത്തുക്കൾ, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം മെഡിക്കൽ പ്രൊഫഷണൽസ്, നിക്കോട്ടിക്സും ആൽക്കോളിനും ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഡ്രഗ്സിനൊക്കെ, ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ എന്താണെന്ന് നോക്കിയില്ലേ, അതിലേക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ഇത്രയും ഞാൻ ഇവിടുന്ന് ഘോര പ്രസംഗിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് ഓർ ആൽക്കോൾ അബ്യൂസ്. എന്തായാലും നാളത്തെ പേപ്പറിൽ കാണാൻ പറ്റും. ഈ 5 പോയിന്റിന് കുഞ്ഞുമക്കൾ എഴുതോ, 4 എണ്ണെങ്കിലും എഴുതോ. പീർ പ്രഷർ അവോയ്ഡ് ചെയ്യാം, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, പാരൻസ് കൗൺസിലിംഗ്, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് ഓൾസോ ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. 4 എണ്ണം ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും സാർ. എഴുകണ്ട കുഞ്ഞുങ്ങൾ നാളത്തെ പേപ്പറിൽ ഈ ഉത്തരം എഴുതുന്നു കമന്റ് ചെയ്ത് എഴുതും സാർന്ന് കമന്റ് ചെയ്യടോ. ഓക്കെ,
മരുന്നുകൾ നല്ലതും ചീത്തതൊക്കെ ഉണ്ട്. വേദനയ്ക്ക് നമ്മളൊരു മരുന്ന് എടുക്കാൻ, അതാണ് ഓപ്പിയോയിഡ്സ്. എന്താണ് ഓപ്പിയോയിഡ്സ്? എവിടുന്നാണ് ഓപ്പിയോയിഡ്സ് കിട്ടുക എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാൻ. പോപ്പി പ്ലാൻ, പപ്പന്റെ പേര് സോമൻ, പപ്പാവർ സോംനിഫറം. ഈ ചെടിയിലൂടെ മരക്കറയിൽ നിന്നുമാണ് ഓപ്പിയോയിഡ് എന്ന് പറഞ്ഞ മരുന്ന് ഉണ്ടാക്കുക. നമ്മൾ വേദനക്കൊക്കെ ഗുളിക കഴിക്കല്ലേ, പാരസ്റ്റമോളൊക്കെ കഴിക്കല്ലേ, അതൊക്കെ സിന്തറ്റിക് ആണ്. പക്ഷെ നാച്ചുറലി നമ്മൾ വേദന കുറയ്ക്കാനുള്ള ഓപ്പിയോയിഡ് ഉണ്ട്, വേദനക്കുള്ള മരുന്ന്. അതിന് കിട്ടുന്ന ഒരു സാധനം കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം, മോർഫിൻ. മോർഫിൻ കേട്ടോ, മോർഫിൻ. ഈ പോപ്പി പ്ലാന്റിനെ മരക്കറയിൽ നിന്നും എടുക്കുന്ന ഒരു വേദനക്കുള്ള ഒരു ഗുളികയാണെന്ന് വിചാരിക്കുക. വേദനക്കുള്ള ഒരു മരുന്നാണ് കുഞ്ഞുങ്ങളെ മോർഫിൻ. മോർഫിൻ ഓക്കെ. ജനറൽ സർജന്റെ സമയത്ത് മയക്കും ചെറുങ്ങനെ അത് തരാറുണ്ട്, മോർഫിൻ. കേട്ടല്ലോ? സെറ്റല്ലേ? സെറ്റല്ലേ? ഈ മോർഫിൽ നിന്നും പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെറോയിൻ. ഹെറോയിൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതൊക്കെ വേദന കുറയ്ക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായല്ലോ? മനസ്സിലായോ? പിന്നെ നിങ്ങൾ കൊക്കൈൻ എന്ന് കേട്ടിണോ? കൊക്കൈൻ. കൊക്കൈന് വേദനയല്ല കുറയ്ക്കുക, സ്റ്റിമുലൻ്റ്, നല്ല എനർജി തരും. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉണർത്താനും വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ് കൊക്കൈന്. പക്ഷെ കൊക്കൈൻ സാറേ നമ്മൾ ഡ്രഗ്സിന്റെ രൂപത്തിൽ വൃത്തിയായിട്ട് ഡ്രഗ് ആയിട്ടല്ലേ കേട്ടത്? അങ്ങനെയല്ല. ഹെവി ഡോസ് ഇറ്റ് ക്രിയേറ്റ് ഹാലൂസിനേഷൻ. ഡോസേജ് കൂട്ടിയെടുത്താൽ ഇത് പറപ്പിക്കും, കാണാത്ത കാഴ്ചകൾ കാണിക്കും, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കും. കേട്ടോ? അതേപോലെ ഒരു സ്റ്റിമുലൻ്റ് ആണ് ടുബാക്കോ. പക്ഷെ ഡേഞ്ചറസ് ആണ്, ക്യാൻസർ ഉണ്ടാക്കാറില്ലേ, ബ്ലഡിന്റെ ടെൻഷൻ പ്രഷറൊക്കെ കൂട്ടാറുണ്ട് ടുബാക്കോ. പക്ഷെ അതൊരു എനർജി തരുന്ന ഒരു സാധനമാണ്. ആംഫിറ്റമൈൻ ഒക്കെയുണ്ട്, ജസ്റ്റ് പക്ഷെ ഇതിൽ കൊക്കൈനാണ് ഇമ്പോർട്ടൻറ്റ്, കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുക. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ കഞ്ചാവൊക്കെ വരുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, കന്നാബിനോയിഡ്സ്. ഹാലൂസിനോജനിക് ഡ്രഗ്. കാണാത്ത കാഴ്ചകൾ കാണിക്കും, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന സാധനമാണ് കന്നാബിനോയിഡ്സ്. കഞ്ചാവ് ചെടി. കഞ്ചാവ് ചെടി ഇവിടെ കാണുന്നില്ല നിങ്ങൾ? നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അടികപ്പ്യാരെ കൂട്ടമണി, പിന്നെ വേറെ ഇതുകൊണ്ടില്ല അടി അല്ലേ, നല്ലവനായ ഉണ്ണി, ആ കുറേ എണ്ണത്തിലുണ്ട്. നമ്മളെ ഗഞ്ച, ഹഷിഷ്, മരിജ്വാനൊക്കെ ഈ ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുക. കന്നാബിനോയിഡ്സാ. കന്നാബിനോയിഡ്സാ. നമ്മളെ CNS-ലാണ് അത് എഫക്ട് ചെയ്യുക. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ സ്ട്രക്ചറാ? ഈ വൃത്തിയുള്ള സ്ട്രക്ചറില്ലേ, ഐഡന്റിഫൈ ദ സ്കെലറ്റൽ സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ ഷോൺ ഇൻ ദ ഫിഗർ. ഏതാണ് കുഞ്ഞുങ്ങളെ ഈ മോളിക്യൂൾ? ഇത് ഏതാണ്? ഏതാ ഇത്? ഏതിൻ്റെ സ്ട്രക്ചറാ ഇത്? ഏത് മോളിക്യൂളാ? കന്നാബിനോയിഡ്സ്. 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 നെയിം ദ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഡിറൈവ് ഫ്രം ദിസ് പ്ലാന്റ്. ഏതാണ്? ഹാലൂസിനോജനിക് ഡ്രഗ്സ് അല്ലേ? ഇത് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ കഞ്ചാവ് പോലത്തെ ഗഞ്ച, ഹാഷിഷ്, മരിജ്വാന. ഹാലൂസിനോജനിക് ഡ്രഗ്സ്. ഹാലൂസിനോജനിക് ഡ്രഗ്സ്. നെയിം ദ ഡിഫറെന്റ് നാച്ചുറൽ ഹാലൂസിനോജൻ ഡിറൈവ് ഫ്രം ദിസ് പ്ലാന്റ്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നല്ലേ അവർ ചോദിച്ചത്? ഒന്ന് കഞ്ചാവ്, ഗഞ്ച, നോട്ട് ജിഞ്ച, ഇറ്റ്സ് ഗഞ്ച. ദാറ്റ് ഈസ് ഗഞ്ച. ഗഞ്ച. അടുത്തത് ഹാഷിഷ്. നമ്മളെ ഹാഷിഷ് മോന്, ഹാഷിഷ്, ഹാഷിഷ്. അടുത്തത് മരിജ്വാന. ഈ മൂന്നെണ്ണെങ്കിലും അറിഞ്ഞിരിക്കോ? ഈ മൂന്നെണ്ണെങ്കിലും അറിഞ്ഞിരിക്കോ? ഗഞ്ച, ഹാഷിഷ്, മരിജ്വാന ഒക്കെ നമുക്ക് ഒരൊറ്റ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്രോഡക്ട്സ് ആണ്. യെസ് യെസ് റിൻഷ, കറക്റ്റ് ആണ്. ചാരാസ് പറയാം, ചാരാസ്. ഹാൻഡ് മെയ്ഡ് ഹാഷിഷ്, ദാറ്റ് ഈസ് ചാരാസ്. ചാരാസ്. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? റൈറ്റ് ദ ഇഫക്റ്റ് ഓഫ് ഫോളോയിങ് ഡ്രഗ് ഇൻ ഹ്യൂമൻ ബോഡി. നോക്കിക്കേ, ഓപ്പിയോയിഡ്സ്. ഓപ്പിയോയിഡ്സ് എന്താണ്? ഓപ്പിയോയിഡ്സ്. ഓപ്പിയോയിഡ്സ്. ഓപ്പിയോയിഡ്സ് എന്താ ഞാൻ പഠിപ്പിച്ചത്? ഓപ്പിയോയിഡ്സിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചേ? പെയിൻ കില്ലർ അല്ലേ? വേദന കുറയ്ക്കും, പെയിൻ കില്ലർ. അതുപോലെ ടെമ്പറേച്ചറും ഒക്കെ കുറയ്ക്കും, വേദനയും ടെമ്പറേച്ചറും ഒക്കെ കുറയ്ക്കും. ഓക്കെ, ഒരു എഫക്റ്റാ ചോദിച്ചത്. കന്നാബിനോയിഡ്സ്. എന്താ കന്നാബിനോയിഡ്സ്? കാണാത്ത കാഴ്ചകൾ കാണിക്കും. ഹാലൂസിനേഷൻ. ഹാലൂസിനോജനിക് ഡ്രഗ്സ്. ഹാലൂസിനേഷൻ. കൊക്ക ആൽക്കലോയിഡ്സ്. എന്താ മക്കളെ കൊക്ക ആൽക്കലോയിഡ്സ്? എന്താണ് കൊക്ക ആൽക്കലോയിഡ്സ്? ഇറ്റ് ഈസ് സ്റ്റിമുലന്റ്. 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 എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കൊക്കൈനെ കിട്ടട്ടോ. കൊക്കൈൻ, എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്നാണ് ഈ കൊക്കൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഹെവി ഡോസ് ഇറ്റ് ക്രിയേറ്റ് ഹാലൂസിനേഷൻ. ഓക്കെ, യൂഫോറിയ എന്ന് കേട്ടോ നിങ്ങൾ? പകുതി പ്രസൻസ് ഇവിടെ ഉണ്ട്, പകുതി വേറെ എവിടെയോ, അതാണ് യൂഫോറിയ. അതുക്കും മേലെയാണ് ഹാലൂസിനേഷൻ. അതുക്കും മേലെയാണ് ഹാലൂസിനേഷൻ. ഓക്കെ, നോക്കിക്കേ, ഒരാളെ രക്തം പരിശോധിച്ചപ്പം അയാളെ രക്തത്തിൽ കന്നാബിനോയിഡിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. കന്നാബിനോയിഡ്, വാട്ട് ആർ ദീസ്? എന്താണ് കന്നാബിനോയിഡ്? ഹാലൂസിനോജനിക് ഡ്രഗ്, വിഷൻ പ്രൊഡ്യൂസിംഗ് ഡ്രഗ്, ഹാലൂസിനോജനിക് ഡ്രഗ്. ഫ്രം വേർ ദേ ആർ എക്സ്ട്രാക്റ്റഡ് നാച്ചുറലി. എവിടുന്നാണ് കന്നാബിനോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? കഞ്ചാബ് ചെടി. കഞ്ചാബ് ചെടിക്ക് നമ്മൾ പറയാ കന്നാബിസറ്റൈവ. 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 വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് എഫക്റ്റഡ് ബൈ ദിസ്? ഒന്ന് നമ്മളെ ബ്രെയിൻ പാർട്ടിനെ എഫക്ട് ചെയ്യാറുണ്ട്, പിന്നെ നമ്മളെ CVS ഹാർട്ടിനെ എഫക്ട് ചെയ്യാറുണ്ട്, കാർഡിയോവാസ്കുലാർ സിസ്റ്റം, തലച്ചോറിനെയും ഹൃദയത്തിനെയും നമ്മൾ ഈ ഡ്രഗ് എഫക്ട് ചെയ്യാറുണ്ട്. ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. ഈ കന്നാബിനോയിഡ്സ് ഏതിനെ എഫക്ട് ചെയ്യുക?
ഹൃദയത്തിൻ്റെ പ്രശ്നമല്ലേ, അതിൽ ഹൃദയത്തിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തലച്ചോറിനെയും CNS-നെയും അതേപോലെ ഹാർട്ടിനെയും ഒരുപോലെ ബാധിക്കുന്ന ഡ്രഗാണ് കന്നാബിനോയിഡ്സ്. സെറ്റല്ലേ? മനസ്സിലായിട്ടുണ്ടോ? സെറ്റാണോ? അപ്പോൾ കുഞ്ഞുങ്ങളെ, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് പഠിക്കാൻ നാളെ എക്സാമിന് പോകരുതേ. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സച്ചിൻ സർ ZS നിങ്ങൾക്ക് എടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 4 മാർക്കിൻ്റെ അടുത്ത് ഫസ്റ്റ് ടേം ആണെങ്കിൽ പോലും രണ്ടാമത്തെ ടേമിൽ എക്സാമിനേഷനും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ആ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. വളരെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്നിട്ട് നമ്മളെ സ്വന്തം UV സാറ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എവല്യൂഷനുമായിട്ട് സാറ് വരുന്നുണ്ട്, പിന്നെ ജെനറ്റിക്സ് 1 കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് പോയിക്കൂടെ? നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തൂടെ? സെറ്റല്ലേ? ഓക്കെ, എന്താ കുഞ്ഞുങ്ങളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? മെൻഷൻ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്താ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്ഷൻ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക. എന്താ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? പല ആൾക്കാരും ഇപ്പോൾ ക്രൈമൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അവരെ ആ ഒരു എഡ്യൂക്കേഷനിലുള്ള പോരായ്മ, അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണ് അല്ലേ? അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഒരാൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും സോഷ്യലിയും ഒക്കെ വെൽബീങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അയാൾ ഹെൽത്തിയാന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അങ്ങനെ 2 പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഒന്ന് ഫാമിലി പ്ലാനിങ്, ഒന്നാമത്തതാണ് ഫാമിലി പ്ലാനിങ് 1951. അതുപോലെ റീപ്രൊഡക്ഷൻ മാത്രമല്ല, കുഞ്ഞുങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, ദാറ്റ് ഈസ് RCH. ഫുൾ ഫോം നാളെ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. എന്താ RCH? റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. എന്താണ് RCH? ഇത് 1997 നിങ്ങൾ നോക്കിക്കേ. എന്താണ് RCH? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അപ്പോൾ 2 പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഫാമിലി പ്ലാനിംഗ് ആണ്, രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. അപ്പോൾ RCHന്റെ ഫുൾ ഫോം എന്താ? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. കുഞ്ഞുങ്ങളിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 1997 ഫോം ചെയ്തതാ കേട്ടോ. നോക്കിക്കേ, റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമില്ലേ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം RCH, അതിൻ്റെ 4 ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന് സെക്സ് എഡ്യൂക്കേഷനൊക്കെ സ്കൂൾ സമയത്തേക്ക് കൊടുക്കുക, ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, ഒരുപാട് ക്രൈമിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ശരിയല്ലേ? ഇതൊക്കെ ഇവരെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അപ്പം 4 ഒബ്ജക്റ്റീവ് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. ഒന്ന് സെക്സ് എഡ്യൂക്കേഷൻ, 2 ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അഡോളസൻസ് എക്സെട്ര. ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എഡ്യൂക്കേറ്റിംഗ് അവൈലബിൾ ബർത്ത് കൺട്രോൾ ഓപ്ഷൻ അല്ലെ? ബർത്ത് കൺട്രോൾ, ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ചില ആൾക്കാർ പ്ലാനിങ്ങിലല്ല കുഞ്ഞുണ്ടാവുന്നത് അല്ലേ, പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിവെൻഷൻ ഏതൊക്കെയാണ് ഉള്ള ഒരു അവയർനെസ് അല്ലെ നമുക്ക് പഠിക്കാനുണ്ട്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഇല്ലേ? അടുത്ത അവയർനെസ് ഓഫ് പ്രോബ്ലം ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, സെക്സ് അബ്യൂസ്, സെക്സ് റിലേറ്റഡ് ക്രൈംസ്. അപ്പോൾ ഈ സെക്സ് റിലേറ്റഡ് ക്രൈംസ് ഒക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരെ മെയിൻ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് RCHന്റെ ഒബ്ജക്റ്റീവ് കേട്ടോ. ഓക്കെ, എന്താ കുഞ്ഞുങ്ങളെ, എന്താ ഇത്? അമ്നിയോസെന്റസിസ് ഈസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. വാട്ട് ഈസ് അമ്നിയോസെന്റസിസ്? 2 മാർക്കിന്റെ ചോദ്യം. എന്താണ് ആംനിയോസെന്റസിസ്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്താ കുഞ്ഞുങ്ങളെ ആംനിയോസെന്റസിസ്? എന്താ ആംനിയോസെന്റസിസ്? ഈ കുഞ്ഞുവാവ പ്ലാസന്റയിൽ കിടക്കുമ്പം അവിടെയുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യാം, പ്ലാസന്റെ അകത്തുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യാം അല്ലേ? എന്താണ് അപ്പം അത്? എന്ത് ടെസ്റ്റാ? പ്രീനേറ്റൽ, കുഞ്ഞുവാവ പ്രസവിക്കുന്നതിന് മുന്നേ അല്ലേ? പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. എന്തിന്? ടു ഡിറ്റർമൈൻ ക്രോമസോമൽ അബ്നോർമാലിറ്റി. ആ കുഞ്ഞിൽ ജനിതകമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാൻ നമ്മൾ ഈ ഫ്ലൂയിഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് അമ്നിയോസെന്റസിസ്. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. പക്ഷെ അതിൽ നമുക്ക് എന്തും ഡിറ്റർമിൻ ആവും, സെക്സും ഡിറ്റർമിനേഷൻ കിട്ടും, ഏത് സെക്സ് ആണ് കുഞ്ഞെന്ന്. അപ്പം അത് പ്രശ്നമല്ലേ? അത് മുന്നേ അത് ബാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് ബാൻ ചെയ്തത്? പണ്ട് അല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത് പെൺകുട്ടിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കൊല്ലുന്നു അല്ലേ? പെൺകുട്ടി വേണ്ടാന്നുള്ള രൂപത്തിൽ ആ പെൺകുട്ടിയെ കൊല്ലുന്നു. കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വൈ ഇറ്റ് ഈസ് ബാൻഡ്? ആ ഫീമെയിലിനെ കൊല്ലുന്നു. ഫീമെയിൽ ഫീറ്റിസൈഡ്. ശരിയല്ലേ? റിൻഷ മുഹമ്മദ് ഡാനിഷ്, ക്ലിയർ അല്ലേ? ഫീമെയിൽ ഫീറ്റിസൈഡ്. ആ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്ലിയർ അല്ലേ? ക്രോമസോമൽ അബ്നോർമാലിറ്റി ഡിറ്റക്ട് ചെയ്യാനും സെക്സ് ഡിറ്റർമിനേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇത്. എന്താണ്? പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. കുഞ്ഞുവാവ് ജനിച്ചതിന് ശേഷമാണോ? ജനിച്ച ശേഷം നമുക്ക് ഏതാണൊക്കെ അറിയാലോ അല്ലേ? അതല്ല. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടൈം. വാട്ട് ഈസ് MMR ആൻഡ് വാട്ട് ഈസ് IMR?
മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലേ? പ്രസവ സമയത്ത് അമ്മൻ്റെ മരണത്തിൻ്റെ റേറ്റ് ഒക്കെ അല്ലേ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, സോറി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താ IMR? എന്താ IMR? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലേ? ഇതൊക്കെ ഇപ്പോൾ കുറവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ ഹൈലി പോപ്പുലേറ്റഡ് അല്ലേ? എന്താണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണം? ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആവാനുള്ള കാരണം എന്താ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, അമ്മൻ്റെ മരണങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പ്രസവ സമയത്ത്. അതുപോലെയോ ആ ജനിക്കുന്ന കുഞ്ഞുവാവൻ്റെ മരണം കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ സയൻസിന് അഡ്വാൻസ്മെൻറ്റ് അത്രയും ടെക്നോളജി എത്തിയത് കൊണ്ടല്ലേ? റാപ്പിഡ് ഡിക്ലൈൻ, ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല റീപ്രൊഡക്ഷൻ്റെ ഏജ് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ അല്ലേ? ദാറ്റ് ഈസ് മെറ്റേണൽ മോർട്ടാലിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ റീപ്രൊഡക്ഷൻ്റെ ഏജിൻ്റെ ഗ്രൂപ്പ് കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണം. അപ്പോൾ റീസൺ ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതൂലേ മക്കളെ? എഴുതത്തില്ലേ? So next, very important, what are IUDs? Name one copper releasing and one hormone releasing IUD. എന്താണ് IUD? IUDന്റെ ഫുൾ ഫോം നിങ്ങൾ എന്താ എഴുതുക? ഇതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ നിങ്ങൾ പഠിച്ചതല്ലേ? നാച്ചുറലും പിന്നെ IUDs ഇല്ലേ അല്ലേ? പ്രസവം അല്ലേ, പ്രഗ്നന്റ് ഇതിനുള്ള പ്രിവെൻഷൻ അല്ലേ IUDs? എന്താ IUD? നമ്മളൊരു ഡിവൈസ് അമ്മൻ്റെ യൂട്രസിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വിടില്ലേ? ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ. എക്സ്പേർട്സ് ആണ് അത് ചെയ്യുക. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് അതല്ലേ IUD അല്ലേ? നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, പിന്നെ ഏതാ കോപ്പർ റിലീസിങ് ഉണ്ട് അല്ലേ? ചിലത് കോപ്പർ റിലീസ് ചെയ്യും. പിന്നെയോ മെഡിക്കേറ്റഡ് ഉണ്ട് അല്ലേ? മെഡിക്കേറ്റഡ് അല്ലേ? ഏതാ നോൺ മെഡിക്കേറ്റഡ്? ലിപ്പസ് ലൂപ്പ് അല്ലെ? ഒരു ലൂപ്പ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വിടും. കോപ്പർ റിലീസിങ്, കോപ്പർ കണ്ടന്റ് സ്പേമിന്റെ മോട്ടിലിറ്റി തടയും, അപ്പോൾ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത കുറയും. കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡൊക്കെ കേട്ടിട്ടില്ലേ? മെഡിക്കേറ്റഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന മെഡിക്കേറ്റഡ് പ്രൊജസ്റ്റസേർട്ട്, LNG20 ഒക്കെ അല്ലേ? പ്രൊജസ്റ്റസേർട്ടും LNG20 ഒക്കെ അല്ലേ? ഇതല്ലേ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പഠിച്ചതല്ലേ അല്ലേ? നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്. T ഷേപ്പ് ഉള്ളത് കോപ്പർ T, 7 ഷേപ്പ് ഉള്ളത് കോപ്പർ 7. ഇതാണ് ലിപ്പസ് ലൂപ്പ്. ശരിയല്ലേ? ഇവരെ പ്രൊജസ്റ്ററോൺ അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജന്റെ കോമ്പിനേഷൻ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസിനെ അത് തടയും ഓവറായിട്ട് വരുമ്പോൾ അല്ലേ? അപ്പോൾ നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. എന്താണ് നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ? നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റുക? ലിപ്പസ് ലൂപ്പ് പഠിച്ചതാണ്. കോപ്പർ റിലീസിങ്, കോപ്പർ 7ഉം കോപ്പർ T എഴുതാം, അല്ലെങ്കിൽ മൾട്ടിലോഡ് 3 എഴുതിക്കൂടെ? മൾട്ടിലോഡ് എഴുതിക്കൂടെ? അല്ലെങ്കിൽ കോപ്പർ 7 എഴുതാം. ഹോർമോൺ റിലീസിങ് ഏതാ? പ്രൊജസ്റ്റസേർട്ടും LNG20. ശരിയല്ലേ? ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് ദ ഓഡ് വൺ. കോപ്പർ T, മൾട്ടിലോഡ്, ലിപ്പസ് ലൂപ്പ്, അപ്പോൾ IUD അല്ലേ? പക്ഷെ സഹേലിയോ? ഇത് ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. സഹേലി നമ്മളെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള സഹേലി അല്ലേ? സഹേലിന്റെ പ്രത്യേകത എന്താ? അത് ആഴ്ചയിൽ 1 എടുത്താൽ മതി അല്ലേ? പില്ലാണ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ അല്ലേ? സഹേലി കേട്ടിട്ടില്ലേ? ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചത്. നമുക്ക് അത് വ്യക്തമായിട്ട് എടുത്തൂടെ അല്ലേ? ബാരിയർ ഒന്ന് കോണ്ടം, വേറെ അതിൽ ബാരിയർ ഉള്ളത് വോൾട്ട് ഇല്ലേ? ഫീമെയിലിൽ വോൾട്ട് ഉണ്ട്, വോൾട്ട് എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുക ഓറൽ കോൺട്രാസെപ്റ്റീവ് ബാരിയർ അല്ലേ? സഹേലി എഴുതാം. കോപ്പർ റിലീസിങ്, മൾട്ടിലോഡ് 375 ഉണ്ട്. നാച്ചുറൽ കോയിറ്റസ് ഇന്റർറപ്ഷനിലൂടെ നമുക്ക് ഏതാ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എഴുതിക്കൂടെ? സർജിക്കൽ ട്യൂബക്ടമി എഴുതാം. ട്യൂബക്ടമി. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഒന്നിവിടെ ശ്രദ്ധിച്ചേ, ഇതിന്റെ ഫുൾ ഫോം അറിയാതെ മക്കള് നാളത്തെ എക്സാമിന് പോവരുത്. ദാറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റി. അവിടെ നിങ്ങൾ ആർട്ട് എന്ന് കേട്ടിട്ട് എന്താ ആർട്ട്? അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് എന്നാ പറയാ. അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക്, അതായത് വന്ധ്യത. ചില ആൾക്കാർക്ക് മക്കൾ ഉണ്ടാവില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാ? പുറമേന്നൊരു സഹായം, ലാബിൽ വെച്ചിട്ട് ഫ്യൂഷൻ നടത്തും. ഇല്ലെങ്കിൽ അച്ഛൻ്റെ സ്പേമിന്റെ കൗണ്ട് കുറവാ, അമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ പുറത്തുനിന്നുള്ള ഗാമറ്റ് ഫ്യൂസ് ചെയ്തൊക്കെ കൊടുക്കാറില്ലേ? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാറില്ലേ? അപ്പം ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ഉണ്ട്, ഇൻവൈവോ ഫെർട്ടിലൈസേഷനും ഉണ്ട്. എന്താ വിട്രോ? ഗ്ലാസ്. അപ്പൊ ലബോറട്ടറിയിൽ വെച്ചിട്ട് ഫ്യൂഷൻ നടത്തിയിട്ട് അമ്മയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക, അതാണ് ഇൻവിട്രോ. ഇൻവൈവോ എന്ന് വെച്ചാൽ അമ്മൻ്റെ ബോഡിക്കുള്ളിൽ തന്നെയാണ്, അതാണ് ഇൻവൈവോ.
ഇതിലുള്ള നോക്കിക്കേ ലാബിൽ വെച്ചിട്ട് ചെയ്യുന്ന 3 ഉണ്ട്. സിഫ്റ്റ്, IUT, ICSI. ഇതിന്റെ ഫുൾ ഫോം കുഞ്ഞുങ്ങൾ നാളെ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ZIFT സിഫ്റ്റ്? എന്താ ZIFT എന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? എന്താ കുഞ്ഞുങ്ങളെ ZIFT? സൈഗോട്ട്. ഇതിന്റെ ഫുൾ ഫോം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ IUT? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. എന്താ ICSI? എന്താ ICSI? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എന്താ ഗിഫ്റ്റ്? ഗാമെറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമെറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമെറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ? അല്ല, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതിന്റെ ഫുൾ ഫോം അറിയാതെ നാളെ ആരും എക്സാമിന് പോവരുത്. ഓക്കെ, എന്താണ് സിഫ്റ്റ്, IUT, ICSI എന്നൊക്കെ അറിയാം. നോക്കിക്കേ. നെയിം ദ ടെക്നിക് ഓഫ് ട്രാൻസ്ഫറിംഗ് എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമർ ഇൻ ടു ഫലോപ്പിയൻ ട്യൂബ്. ദാറ്റ് ഈസ് സിഫ്റ്റ്. ഓക്കെ, 8 ബ്ലാസ്റ്റോമർ വരാണെങ്കിൽ സിഫ്റ്റ് ആണ്. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം കുഞ്ഞുങ്ങൾ അറിയാലോ. എന്തൊക്കെയാ ഫുൾ ഫോം? ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്താ? ഗാമെറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ സിഫ്റ്റ്? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ ICSI? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എന്താ IUI? ഇത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇങ്ങനെയുള്ള ഫുൾ ഫോമും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നാളെ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഫോം എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അതോടൊപ്പം MTP. എന്താ കുഞ്ഞുങ്ങളെ MTP? വാട്ട് ഈസ് MTP? ചില ആൾക്കാർ അല്ലേ അറിയാതെ പ്ലാനിങ് ഇല്ലാതെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഗൈനക്സ് എന്ന് മരുന്നുകളൊക്കെ കൊടുക്കാറില്ലേ അല്ലേ? അത് ലീഗലാണ്. 1971 മുതൽ ലീഗലൈസ് ചെയ്തു. എന്താണ് MTP? ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള അല്ലെ 2-3 ടാബ്ലറ്റിൻ്റെ കോമ്പിനേഷൻ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ആ കേസൊക്കെ അനുസരിച്ച് കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. വാട്ട് ഈസ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് pregnancy. Okay, at what stage of pregnancy MTP relatively safe? ഓക്കെ, ഈ മരുന്ന് ഏത് സമയത്താണ് സേഫായിട്ട്? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ഏകദേശം 3 മാസത്തിനുള്ളിൽ 12 ആഴ്ചക്കുള്ളിൽ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ 6 മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ റിസ്കിയർ എന്നാ പറയാ. ആദ്യത്തെ 3 മാസം 12 ആഴ്ചയിൽ ഈ ഗുളിക എടുക്കുന്നതാണ് സേഫ്. അപ്പോൾ അത് ആക്ഷൻ നടക്കുകയുള്ളൂ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് അത് സേഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ UV സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ എവല്യൂഷൻ ചാപ്റ്റർ നമുക്ക് തകർത്ത് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എവല്യൂഷനും അതുപോലെ ജെനറ്റിക്സ് 1 നമുക്ക് അല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ UV സാർ എവിടെയൊക്കെ ക്ഷണിക്കുകയാണ്. ഓക്കെ, സെറ്റല്ലേ? ഇതുവരെ പഠിച്ചത് ഒന്നും നിങ്ങൾക്ക് വെറുതെ ആയി പോവില്ല. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. സാറേ എവല്യൂഷൻ. ഓക്കെ എവല്യൂഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? സോ നമ്മൾ ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. മോളിക്കുലാർ ബേസിസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ പറഞ്ഞു. ആൻഡ് ആൾസോ നമ്മൾ ഏത് ചാപ്റ്റർ പറഞ്ഞു? നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ഏതൊക്കെയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എവല്യൂഷനും അതുപോലെ ജെനറ്റിക്സ് 1 ആണ് അല്ലേ? എവല്യൂഷൻ ആൻഡ് ജെനറ്റിക്സ് 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഹലോ സാർ, റിൻഷ, മുഹമ്മദ് ദാനിഷ്, നസ്രീൻ, വെൽക്കം ബാക്ക്. ഹലോ. സോ എവല്യൂഷൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. എവല്യൂഷൻ നോക്കൂ. നിങ്ങളെ ചാപ്റ്റർ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ എക്സാമിന് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് എവല്യൂഷൻ. 4-5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമേ വരുള്ളൂ. സെൻഹ, റിൻഷ, ഓൾ ഓഫ് യു ഹായ്. നോക്കാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ് ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. ഹോമോലോഗസ് ഓർഗൻസ് വെച്ചാൽ എന്താ? സ്ട്രക്ചറലി സിമിലറും ഫങ്ഷണലി ഡിഫറെന്റും. അനലോഗസ് ഓർഗൻസോ സ്ട്രക്ചറലി ഡിഫറെന്റും ഫങ്ഷണലി സെയിമും. മാറിപ്പോവില്ലല്ലോ ഹോമോലോഗസും അനലോഗസും. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണ്. ഹോമോലോഗസ് ഓർഗൻസ് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എവല്യൂഷന്റെ പേര് അല്ലേ നമ്മൾ പഠിക്കാറുണ്ട്. ആനക്കണ്ണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആനക്കണ്ണ് എന്തായിരുന്നു? ആനക്കണ്ണ്. അനലോഗസ് ഓർഗൻ ആണെങ്കിൽ എന്താണ്? അനലോഗസ് ഓർഗൻ ആണെങ്കിൽ കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അനലോഗസ് ഓർഗൻ ആണെങ്കിൽ കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അതേസമയം ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിലോ? ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഹോമോലോഗസ് ഓർഗന് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. സോ ആൻസർ എന്താണ്?
ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അത് ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ഹോമോലോഗസ് ഓർഗൻ? എന്താ ഹോമോലോഗസ് ഓർഗൻസ്? പറഞ്ഞില്ലേ, സ്ട്രക്ചറലി സിമിലറും ഫങ്ഷണലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഫോർ ലിംസ് ഓഫ് മാമൽസ്, മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റിന്റെ ഫോർ ലിംസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതോടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ അനലോഗസ് ഓർഗൻ. എന്താ? സ്ട്രക്ചറലി ഡിഫറെന്റും ഫങ്ഷണലി സെയിമുമാണ് അനലോഗസ് ഓർഗൻ. ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻ ഫ്രം ദ ഗിവൺ എക്സാമ്പിൾ. ആരൊക്കെ ഉണ്ട് നോക്കൂ. ഐ ഓഫ് ഒക്ടോബസ് ആൻഡ് ഐ ഓഫ് മാമൽ ഉണ്ട്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് വിങ്സ് ഓഫ് ബേർഡ് ഉണ്ട്. ഇത് രണ്ടുമാണ് അനലോഗസ് ഓർഗൻ. നമ്മൾ അപ്പോൾ അതിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിളും അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിളും. ഹോമോലോഗസിന്റെ ഡെഫിനിഷൻ, അനലോഗസിന്റെ ഡെഫിനിഷൻ. ഹോമോലോഗസ് ഉണ്ടാകുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ആൻഡ് അനലോഗസ് ഉണ്ടാകുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ഇത് പഠിക്കാണ്ട് എക്സാമിന് പോവാൻ പാടില്ല. ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ അല്ലേ? ഡാനിഷ്, റിൻഷ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സിമിലർ സ്ട്രക്ചർ ഹോമോലോഗസ് ഓർഗൻസ് ആണ്, ഡിഫറെന്റ് ഫംഗ്ഷൻ. സിമിലർ ഫംഗ്ഷൻ, ഡിഫറെന്റ് സ്ട്രക്ചർ അനലോഗസ് ഓർഗൻ. ഓക്കെ, സോ സിമിലർ സ്ട്രക്ചർ ഹോമോലോഗസ് ഓർഗൻസ് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഏതാണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് അല്ലെ? ഡൈവേർജന്റ് എവല്യൂഷൻ. ആൻഡ് അനലോഗസ് ഓർഗൻസ് ഉണ്ടാകുന്നത് കൺവേർജന്റ് എവല്യൂഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. റൈറ്റ് എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ആൻഡ് അനലോഗസ്. ഹോമോലോഗസിലാണെങ്കിൽ ഫോർ ലിംസ് ഓഫ് മാമൽസ് വരാം, തോൺസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ വരാം, then vertebrate heart and brain വരാം അല്ലേ? അനലോഗസ് ആണെങ്കിലോ ബേർഡ്സ് ഓഫ് ബഡ്സ് ആൻഡ് ബട്ടർഫ്ലൈന്റെ വിങ്സ് വരാം, ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ വരാം, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ വരാം. എക്സാമ്പിൾ പഠിച്ചേക്കണം ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ. ഓക്കെ, ഇനി വേറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷന്റെ ഓർഡർ ആണ്. ഹ്യൂമൻ എവല്യൂഷന്റെ ഓർഡർ അറിയാലോ. ഫസ്റ്റ് വൺ ഏതാ? ഡ്രയോപിത്തക്കസ്. സെക്കൻഡ് വൺ റാമാപിത്തക്കസ്. തേർഡ് വൺ ഏതാടാ? തേർഡ് വൺ നമുക്ക് അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ ഓസ്ട്രലോപിത്തക്കെയിൻസ് ആണ്. തേർഡ് വൺ ഏതാണ്? ഓസ്ട്രലോപിത്തക്കെയിൻസ്. ആൻഡ് ഫോർത്ത് വൺ ഹോമോ ഹാബിലിസ് ആണ് അല്ലെ? ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ്. ആൻഡ് ദെൻ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ആണ്. നിയാൻഡർതാൽ മാൻ ഉണ്ട്. ഫൈനലി ആണ് ഹോമോസാപ്പിയൻസ് വരാം. ഈ ഓർഡർ പഠിക്കാണ്ട് ആരും എക്സാമിന് പോകാൻ പാടില്ല. ഹ്യൂമൻ എവല്യൂഷന്റെ ഓർഡർ പഠിക്കാണ്ട് ആരും എക്സാമിന് പോകാൻ പാടില്ല. പോവില്ലല്ലോ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ച ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് വരാൻ ചാൻസ് ആണ്. മൂന്നാമത്തത് ഏറ്റവും തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? അലിലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ റെപ്രസെന്റഡ് ആസ് p² + 2pq + q² = 1. നെയിം ദ എവല്യൂഷണറി പ്രിൻസിപ്പിൾ. എന്താണ് എവല്യൂഷണറി പ്രിൻസിപ്പിളിന്റെ പേര്? എന്താണ്? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താ പറയാ? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. റൈറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഏതൊക്കെയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമുക്കറിയാലോ ഏതൊക്കെയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് ജീൻ മൈഗ്രേഷൻ. ഒന്ന് എന്താണ്? ജീൻ മൈഗ്രേഷൻ. ഓക്കെ, രണ്ടാമത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. രണ്ടാമത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. മൂന്നാമത്തത് ഏതാണ്? മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ. 4 റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ. ആൻഡ് ഫൈനലി there is natural selection. natural selection. ഈ 5 പോയിന്റ് പഠിക്കണേ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന് എഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓക്കെ. 3 ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കും. ഷുവർ 100% ഷുവർ ആണ് അല്ലെ? സെയിം ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ പ്രിൻസിപ്പിൾ. എന്താണ്? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. മെൻഷൻ എനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് പ്രിൻസിപ്പിൾ. സെയിം ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തവരുടെ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നാച്ചുറൽ സെലക്ഷൻ ആരുടേതാണ്? നാച്ചുറൽ സെലക്ഷൻ ഡാർവിനിസം ആണ് അല്ലെ? നാച്ചുറൽ സെലക്ഷൻ ഡാർവിനിസം ആണ്. ഡാർവിനിസം ആണ്. കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ is proved by Miller's experiment. Origin of universe ബിഗ് ബാങ് തിയറി അല്ലേ? ബിഗ് ബാങ് തിയറി അല്ലേ? യൂസ് ആൻഡ് ഡിസീസ് ഓഫ് ഓർഗൻസ് ലാമാർക്കിസം. 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 ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റിൻഷ, ഡാനിഷ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ്. ഇത് ഏത് ഫിഞ്ചസ് ആ? ഡാർവിൻ ഫിഞ്ചസ് ആണ്. ഡാർവിൻ ഫിഞ്ചസ്. In Galapagos Island evolved into many other forms with altered beaks. അല്ലേ? ബീക്കിന്റെ ഷേപ്പിൽ വ്യത്യാസമുള്ള കുറെ
ഫിഞ്ചസ് ഉണ്ടായി. ഐഡന്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിനൻ. ആ എവല്യൂഷണറി ഫിനോമിനന്റെ പേര് എല്ലാവർക്കും അറിയില്ലേ? എന്താണത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ. ആൻഡ് വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ starting from a point evolving or radiating into different habitats. അല്ലേ? അതിനെ നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ആൻഡ് അതിന് സബ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാ. വാട്ട് ആർ ദ അതർ എക്സാമ്പിൾസ് ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഏതൊക്കെയാണ് അതർ എക്സാമ്പിൾസ് ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഒന്ന് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആണ്. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. രണ്ട് ഓസ്ട്രേലിയൻ പ്ലാസന്റൽ മാമൽസ് ആണ്. ഓസ്ട്രേലിയൻ പ്ലാസന്റൽ മാമൽസ് ആണ് അല്ലെ. അഡാപ്റ്റീവ് റേഡിയേഷൻ മറ്റ് എക്സാമ്പിൾസ് ആണ്. 3 എക്സാമ്പിൾസ്: ഡാർവിൻ ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, ഓസ്ട്രേലിയൻ പ്ലാസന്റൽ മാമൽസ്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. എ ഏതാണ്? ബി ഏതാണ്? സി ഏതാണ്? എ നമ്മൾ പറയും സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. ബി എന്താണ്? ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. സി എന്താണ്? ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എ ബി സി 3 ടൈപ്പ്. സ്റ്റെബിലൈസിംഗ്, ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ്. ഓക്കെ അല്ലേടാ? വാട്ട് ഈസ് ദ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ബി? ബി എന്താണ്? ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. ഡയറക്ഷണൽ സെലക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? എവല്യൂഷൻ നടക്കും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് എവല്യൂഷൻ നടക്കും അല്ലേ? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട്. ഒന്നെങ്കിൽ അത് ലെഫ്റ്റ് എക്സ്ട്രീമിലോട്ടാവാം, അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിലോട്ടാവാം. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ എവല്യൂഷൻ നടക്കും ഇൻ ദിസ് ഡയറക്ഷണൽ സെലക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് നമ്മൾ കണ്ടു, നാച്ചുറൽ സെലക്ഷൻ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ സയന്റിസ്റ്റ് ആരാണ്? ഡാർവിൻ ആണ്. ഡാർവിൻ. 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 യൂസ് ആൻഡ് ഡിസ്യൂസ് ലാമാർക്ക് അല്ലേ? ലാമാർക്ക് ജിറാഫിന്റെ നെക്ക് നീണ്ട ആളല്ലേ, നെക്ക് നീട്ടിയ ആള്. തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡീവ്രീസ് ആണ്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ നമ്മൾ ഈജിപ്ഷ്യൻസ് എന്നോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയും. അരിസ്റ്റോട്ടിലിന്റെ ഒക്കെ തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിംഗ് ദ ഫോളോയിങ് ടേംസ്. നാച്ചുറൽ സെലക്ഷന്റെ ഫ്ലോ ചാർട്ട് ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കി എന്ത് സംഭവിക്കും? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ലീഡിങ് ടു വാരിയേഷൻ. വാരിയേഷൻ അല്ലെ? വാരിയേഷൻ ഉണ്ടാക്കി എന്ത് സംഭവിക്കും? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് സംഭവിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിന് ശേഷം നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ. ഫൈനലി എന്ത് നടക്കും? ഒറിജിൻ ഓഫ് സ്പീഷീസ്. അറിയില്ലേ? ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് നമ്മൾ പഠിച്ചതല്ലേ? ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, ഇത് നാച്ചുറൽ സെലക്ഷന്റെ പാറ്റേൺ ആണ്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വാരിയേഷൻ ആൻഡ് എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഒറിജിൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. ചാൾസ് ഡാർവിന്റെ കോൺസെപ്റ്റ് ആണ് ഇത്. നോക്കുക, ഇതെന്താണ്? മില്ലർ എക്സ്പെരിമെന്റ് അല്ലേ? യുറേ മില്ലർ എക്സ്പെരിമെന്റ് അല്ലേ? വിച്ച് ഇസ് പ്രൂവിംഗ് കെമിക്കൽ എവല്യൂഷൻ. നെയിം എ ആൻഡ് ബി. ഇതാണ് എയും ബിയും. നമ്മുടെ ഗ്യാസിലെടുത്ത ചേംബറിലെടുത്ത ഗ്യാസസ് ഏതൊക്കെയാണ്? CH4 ഉണ്ട്, അതുപോലെ നമ്മളുടെ NH3 ഉണ്ട്, ദെൻ ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പൊ എയും ബിയും കിട്ടിയില്ലേ? ദെൻ ഫ്രം ദോസ് ഗിവൻ ബിലോ ചൂസ് ദ ന്യൂ മോളിക്യൂൾസ് ഒബ്റ്റൈൻഡ് ബൈ അതർ സയന്റിസ്റ്റ്. അതായത് ഈ ഒരു പ്രോസസ്സിൽ കിട്ടിയിട്ടുള്ള മറ്റ് മോളിക്യൂൾസ്. ഫസ്റ്റ് കിട്ടിയത് അമിനോ ആസിഡ് ആണ്, ദെൻ ഷുഗർ, ഫാറ്റ് ഒക്കെയാണ് പിന്നീട് കിട്ടിയിട്ടുള്ളത് അല്ലെ? പ്രധാനപ്പെട്ട പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, എ കളക്ഷൻ ഓഫ് മോത്ത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇൻഡസ്ട്രിയൽ മെലാനിസം ആണ്. ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേയും ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള മാറ്റം, ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ മെലാനിസത്തെ കുറിച്ചാണ് ചോദ്യം. നമുക്കറിയാം ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷനും ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷനും സംഭവിച്ച മാറ്റം. ബിഫോർ വൈറ്റ് ആയിരുന്നു മോർ അല്ലെ? വൈറ്റ് മോർ. ആഫ്റ്റർ ഡാർക്ക് മോർ. എന്താണ് നമുക്കറിയാലോ? എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ ആണ്. ബിഫോർ എന്തുണ്ടായിരുന്നു? ബിഫോർ ലൈക്കൻ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ലൈക്കൻ ആബ്സെന്റ് ആണ്. അപ്പൊ ലൈക്കൻ വരുമ്പോഴും പോകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ ചേഞ്ച് മൂലമാണ്
ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വൈറ്റ് വിങ്ഡ് മോത്തും ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാർക്ക് വിങ്ഡ് മോത്തും അവിടെ എന്ത് ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ മെലാനിസം നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലടാ നസ്രീൻ റിൻഷ എല്ലാവരും ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുകയാണല്ലേ? വെരി ഗുഡ് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ എക്സാമിന് ബയോളജി എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കേട്ടോ. സോ സ്റ്റേറ്റ്മെന്റ് ബിലോ ഷോസ് ദ ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോസിൽസ്. Read carefully and identify the fossil. Human-like being with brain capacity 650 to 800 cc. ആരാണ്? Homo habilis അല്ലേ? Homo habilis. Okay ആണ് അല്ലേ? Lived in East and Central Asia with brain capacity 1400 cc. ആരാണ്? Neanderthal man ആണ്. Neanderthal man. Okay. Which theory talk about huge explosion of universe? Big Bang theory ആണല്ലേ? Then match the following. Natural selection, Charles Darwin. Inheritance of occurred character, Lamarck ആണ്. Analogous structures are formed by convergent. Gene flow by chances, genetic drift ആണ്. Okay അല്ലേ? Then diagrammatic representation of the operation of natural selection in a population is given. Read out the diagram in natural select the large sized and small sized individual. അല്ലേ? ലാർജ് സൈസും സ്മോൾ സൈസും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും? നമുക്കറിയാം ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ്. 2 എണ്ണം സെലക്ട് ചെയ്യുക, 2 പീക്ക് ഉണ്ടാവും. ഡിസ്റപ്റ്റീവ് സെലക്ഷന്റെ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി ദിസ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രയോപിത്തഗസ് ആൻഡ് റാമാപിത്തഗസ് ജീവിച്ചിരുന്നത് 15 മില്യൺ ഇയർ എഗോ. 2 മില്യൺ ഇയർ എഗോ ജീവിച്ചിരുന്നത് ആരാണ്? Australopithecus ആണ്. Then there is Homo habilis which is having 650 to 800 cc brain capacity. Homo erectus ഏകദേശം നമുക്കറിയാം 1.5 മില്യൺ ഇയർ എഗോ ആണ്. ബ്രെയിൻ കപ്പാസിറ്റി 900 cc ആണ്. ആൻഡ് 1,40,000 ഇയേഴ്സ് എഗോ 1400 cc ഉള്ള ആർക്കാണ്? നിയാൻഡർത്താൽ മാൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഫൈനലി ഹോമോ സാപ്പിയൻസ്. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മളത് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് എവല്യൂഷൻ എന്ന് പറയാനുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഹോമോലോഗസ് ആൻഡ് അനലോഗസ് എന്തായാലും പഠിച്ചിരിക്കണം. രണ്ടാമത്തത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്തായാലും പഠിച്ചിരിക്കണം. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ P plus Q is equal to 1 അല്ലെങ്കിൽ P square plus 2PQ plus Q square is equal to 1 ആണ്. അതിന് 5 ഫാക്ടേഴ്സ് അല്ലെ? ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് പഠിച്ചിരിക്കണം. മൂന്നാമത് ഹ്യൂമൻ എവല്യൂഷൻ ഓർഡർ, ഡ്രയോപിത്തഗസ് മുതൽ ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഹ്യൂമൻ എവല്യൂഷൻ ഓർഡർ എന്തായാലും പഠിച്ചിരിക്കണം. ഇതാണ് ഏറ്റവും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഫൈനലി ഇതിന് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്നത് നാച്ചുറൽ സെലക്ഷന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷന്റെ എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെലാനിസം ആണ്. ഇതിനപ്പുറത്തേക്ക് ചോദ്യം ചോദിക്കാനില്ല. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എവല്യൂഷൻ. ആൻഡ് ദ ഫൈനൽ ലാസ്റ്റ് ചാപ്റ്റർ ഫ്രം അവർ ഡിസ്കഷൻ ഓഫ് സുവോളജി ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ദാറ്റ് ഈസ് ജെനറ്റിക്സ് 1 ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലേ? ക്യാപിറ്റൽ ടി ടോൾ ആണ്, സ്മോൾ ടി ഡോർഫ് ആണ്. ക്രോസ് ചെയ്താൽ നമുക്ക് F1 കിട്ടുക ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ദിസ് ഈസ് അവർ F1 പ്ലാൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക F1 സെൽഫിംഗ് വിത്ത് F1 ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ക്രോസിംഗ് വിത്ത് അനദർ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ഫൈൻഡ് ദ F2 ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ. നമുക്കത് ചെയ്യാതെ തന്നെ അറിയാൻ പറ്റും. എന്നാൽ നമ്മൾ ചെയ്യാണ് ക്യാപിറ്റൽ ടി ഗ്യാമിറ്റ് ഉണ്ട്, സ്മോൾ ടി ഗ്യാമിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ടി ഗ്യാമിറ്റ് ഉണ്ട്, സ്മോൾ ടി ഗ്യാമിറ്റ് ഉണ്ട്. ക്യാപിറ്റൽ ടി ആണെങ്കിൽ നമുക്ക് കിട്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ദെൻ സ്മോൾ ടി ക്യാപിറ്റൽ ടി കിട്ടും, സ്മോൾ ടി കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? ഇതിന്റെ ജിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. 3 ടോളും 1 ഡോർഫും. ആൻഡ് ജിനോടൈപ്പില് 1 ക്യാപിറ്റൽ ടി 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി, 1 സ്മോൾ ടി. ഈസി അല്ലേ? ഓക്കെ അല്ലേ? മോണോഹൈബ്രിഡ് ക്രോസ് എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ ഇവിടെ നോക്കൂ, ഇതേത് ക്രോസ് ആണ്? ബിറ്റ്വീൻ ഹെറ്ററോസൈഗസ് ഡോമിനന്റും ഹോമോസൈഗസ് റെസസീവ് പാരന്റും തമ്മിലുള്ള ക്രോസ്. ഈ ക്രോസിന്റെ പേര് ടെസ്റ്റ് ക്രോസ്. മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ക്രോസ്. എന്തിനാണ് ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്? നമുക്ക് F1 ഓർ F2 പ്ലാന്റിന്റെ, അതും ഏത് ഡോമിനന്റ് പ്ലാന്റിന്റെ, ഡോമിനന്റ് ആയിട്ടുള്ള F1 ഓർ F2 പ്ലാന്റിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ടെസ്റ്റ് ക്രോസ് നടത്തുന്നത് അല്ലേ? ഡോമിനന്റ് F2 പ്ലാന്റിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ക്രോസിന്റെ പേരാണ് ടെസ്റ്റ് ക്രോസ് അല്ലേ? ഓൾ ടെസ്റ്റ് ക്രോസ് ആർ ബാക്ക് ക്രോസ്, ബട്ട് ഓൾ ബാക്ക് ക്രോസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ
അല്ലേ? സ്നാപ്ഡ്രാഗൺ അറിയില്ല, ഡോഗ് ഫ്ലവർ, ആന്റി റൈനം, സ്നാപ്ഡ്രാഗൺ ഏത് ഡോമിനൻസ് ആണ്? നെയിം ദ ജനറ്റിക് ഫിനോമിനൻ. ഏതാണ് ഡോമിനൻസ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇല്ലുസ്ട്രേറ്റ് എന്ന് വെച്ചാൽ വരച്ചു കാണിക്കാനേ. ഇല്ലുസ്ട്രേറ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? വരച്ചു കാണിക്കണം. ക്യാപിറ്റൽ ആർ റെഡ്, സ്മോൾ ആർ വൈറ്റ്, ക്രോസ് ചെയ്താൽ കിട്ടുക ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് ആണ്. ദിസ് ഇസ് F1 സെൽഫിംഗ് വിത്ത് F1 എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സെൽഫിംഗ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. വി വിൽ ഗെറ്റ് എന്താ കിട്ടുക? നമുക്ക് ക്യാപിറ്റൽ ആർ കിട്ടും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും, സ്മോൾ ആർ കിട്ടും. ദാറ്റ് ഈസ് റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട് 2 എണ്ണം, വൈറ്റ് ഉണ്ട്. ഇവിടെ ബോത്ത് ജിനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും? 1:2:1 ആയിരിക്കും. ബോത്ത് ജിനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആയിരിക്കും ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ടോപ്പിക് കോഡോമിനൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫ്രം ദ ടോപ്പിക് കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ് അറിയല്ലോ, 2 അലീലും ഈക്വലി ഡോമിനന്റ് ആവുന്ന അവസ്ഥയാണ് കോഡോമിനന്റ്. അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഐ ജീനാണ്. 3 അലീലുണ്ട്, IA, IB, സ്മോൾ ഐ. ആൻഡ് ഈ ഫാദർ ഈസ് ബ്ലഡ് ഗ്രൂപ്പ് O. ബ്ലഡ് ഗ്രൂപ്പ് O എന്ന് വെച്ചാൽ എന്താണ്? ഫാദർ ബ്ലഡ് ഗ്രൂപ്പ് O എന്ന് വെച്ചാൽ സ്മോൾ ഐ ആണ്. മദർ ഈസ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് B. അപ്പൊ എന്തായിരിക്കും? IB ആയിരിക്കും, അല്ലെങ്കിൽ IB സ്മോൾ ഐ ആയിരിക്കും. റൈറ്റ് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ. അവരുടെ ചിൽഡ്രന്റെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഇവിടെ മദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് B എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2 രൂപത്തിൽ വരാം. ഒന്നുകിൽ IB വരാം, അല്ലെങ്കിൽ IB സ്മോൾ ഐ വരാം. അതായത് ഇവിടെ സ്മോൾ IB ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സ്മോൾ IB ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. ഇനി ഇവിടെ IB സ്മോൾ ഐ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? IB സ്മോൾ ഐ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സ്മോൾ ഐ കിട്ടും, O ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോസിബിൾ ജീനോടൈപ്പ് ഉള്ളത് ഒന്ന് B ബ്ലഡ് ഗ്രൂപ്പും മറ്റേത് O ബ്ലഡ് ഗ്രൂപ്പുമാണ്, അല്ലേ? IB ആണെങ്കിൽ നമുക്ക് B മാത്രമേ കിട്ടുള്ളൂ. IB സ്മോൾ ഐ ആണെങ്കിൽ നമുക്ക് Bയും കിട്ടും, Oയും കിട്ടും. വേറൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ B ആൻഡ് O ആണ്. അലീന ആൻഡ് വെരി ഗുഡ്. B ആൻഡ് O ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. TH മോർഗൻ ക്യാരിഡ് ഔട്ട്, അല്ലെ? ഡ്രോസോഫില മെലനോഗാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് TH മോർഗൻ എക്സ്പെരിമെന്റ് നടത്തി. എന്നിട്ട് ലിങ്കേജും റീകോമ്പിനേഷനും നമ്മൾ ബന്ധം കണ്ടുപിടിച്ചു. എന്താ ബന്ധം? ലിങ്കേജ് കൂടുമ്പോ റീകോമ്പിനേഷൻ കുറയും. എപ്പോഴാ ലിങ്കേജ് കൂടുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീന് കുറയുമ്പോ ലിങ്കേജ് കൂടും, അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീന് കുറയുന്നു, അപ്പൊ ലിങ്കേജ് കൂടുന്നു, അപ്പൊ റീകോമ്പിനേഷൻ കുറയുന്നു. ഇതാണ് TH മോർഗൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം ഈ എക്സ്പെരിമെന്റിന് ഡ്രോസോഫിലിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ്? ഈ എക്സ്പെരിമെന്റിൽ ഡ്രോസോഫിലിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 പോയിന്റ് എഴുതിയാൽ മതി. ഒന്ന്, ഡ്രോസോഫില ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഇൻ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. ലൈഫ് സ്പാൻ ഈസ് ഷോർട്ട്, വെറും 2 വീക്കേ ഉള്ളൂ. സിംഗിൾ മേറ്റിംഗിൽ ലാർജ് പ്രോജനീസിന് ഉണ്ടാക്കും. ആൻഡ് മെയിലും ഫീമെയിലും ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മൾ എഴുതണം. ഗുഡ് മോർണിംഗ് പറയാനായിട്ടില്ല സെൻഹ, ഗുഡ് മോർണിംഗ് പറയാനായിട്ടില്ല. നമുക്കിതാ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? 12 o'clock ആയിട്ടുണ്ടല്ലേ? വിത്തിൻ 5 മിനിറ്റ്സ് നമ്മളെ വൈൻഡ് അപ്പ് ചെയ്യും. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് ഫുള്ള് മാർക്കും നമുക്ക് വാങ്ങണം, അല്ലേ? എന്നാലേ നമുക്ക് ഉറക്കം കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? സോ നമ്മൾ നോക്കാം, നമ്മൾ ഇപ്പൊ പഠിച്ച ചാപ്റ്ററിന്റെ ടോപ്പിക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ, അല്ലേ? പെഡിഗ്രി അനാലിസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെഡിഗ്രി അനാലിസിസിൽ വരുന്ന സിമ്പിൾസ്. ഇത് എന്തിന്റെ സിമ്പിൾ ആണ്? ഒന്ന് പറഞ്ഞു. ഇത് എന്തിന്റെ സിമ്പിളാ? ഇത് കൺസാൻജിനസ് മാരേജ്, അല്ലേ? റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ്, കൺസാൻജിനസ് മാരേജിന്റെ ആണ് സിമ്പിൾ. ഇതെന്താണ്? ഇത് സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. സെക്സ് അൺസ്പെസിഫൈഡ്. അപ്പൊ ഏതും ചോദിക്കാം കേട്ടോ. പെഡിഗ്രി ചാർട്ടിന് ഏത് സിമ്പലും ചോദിക്കാം. മെയില്, ഫീമെയില്, അല്ലെ? മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, സെക്സ് അൺസ്പെസിഫൈഡ് ഉണ്ട്, അല്ലെ? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, മെയ്റ്റിംഗ്, കൺസാൻജിനസ് മെയ്റ്റിംഗ്. ഓക്കെ. ആൻഡ് അപ്പൊ അത് പഠിച്ചിരിക്കണം. പെഡിഗ്രിയുടെ ചാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെ? പിന്നെ പ്രധാനമായിട്ടുള്ളത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്, അല്ലെ? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്ട് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡർ ഏതാ? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡറിനെ നമ്മള് ഹീമോഫീലിയ എന്ന് പറയും. ഡിസോർഡർ കോസ്ഡ് ബൈ ഗ്ലൂട്ടാമിക് ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ വാലിൻ.
ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെക്സ് ഡിസോർഡർ ഏതാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലേ? ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞു സിക്കിൾ സെൽ അനീമിയ. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഫിനൈൽ അലനിനെ ടൈറോസിനാക്കി മാറ്റാൻ സാധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഏതാണ്? ഇറ്റ് ഈസ് ഫിനൈൽ കീറ്റനൂറിയ. ഫിനൈൽ കീറ്റനൂറിയ. ഇതിൽ പറയാത്ത ഡിസോർഡർ ഏതൊക്കെയുണ്ട്? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. കളർ ബ്ലൈൻഡ്നെസ് നമ്മളെ കോൺസ് അല്ലെ, നമ്മളെ കളർ ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ കോൺസിന് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് കളർ ബ്ലൈൻഡ്നെസ്. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. മറ്റൊന്നുള്ളത് താലസീമിയ ആണ്. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അപ്പോൾ ആ ഡിസോർഡറിന്റെ പേരും അതിന്റെ ക്യാരക്ടറും പഠിച്ചു വെച്ചേക്കണേ. ഡിസോർഡേഴ്സ് പഠിക്കണേ. ഇനി ഡയഗ്രാം വെച്ച് ചോദിക്കാം, ഇത് ഏത് ഡിസോർഡർ ആണ്? ഇത് ഏത് ഡിസോർഡർ ആണ്? ഇത് സിക്കിൾ സെൽ അനീമിയ ആണ്. ഇത് ഡിസോർഡർ പേരെന്താ? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ആണ്. റൈറ്റ് റീസൺ ഫോർ ദിസ് ഡിസോർഡർ എന്താ റീസൺ? ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിനിന്റെ 6th പൊസിഷനിൽ glutamic acid is replaced by valine. Glutamic acid is replaced by valine. That is the reason for sickle cell anemia. Same question തന്നെയാണ് sickle cell anemia. Okay, sickle cell anemia. And finally നമുക്ക് chromosomal disorders പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? Down syndrome, Turner syndrome, Klinefelter syndrome. Klinefelter syndrome എന്താണ്? Klinefelter syndrome is the presence of an extra X chromosome in male. അല്ലെ, മെയിൽ നോർമലി XX അല്ല, മെയിൽസ് നോർമലി എന്താണ്? മെയിൽസ് നോർമലി XY ആണ്. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ X കൂടി വരാം, ട്രൈസോമി വരാം. ട്രൈസോമി എന്ന് വെച്ചാൽ എന്താണ്? 2n+1 ആണ് അല്ലേ? അന്യൂപ്ലോയിഡിന്റെ എക്സാമ്പിൾ അതൊക്കെ. അന്യൂപ്ലോയിഡ് ക്രോമസോം നമ്പറിന്റെ ചേഞ്ച് അല്ലെ, ക്രോമസോമിന്റെ ഇൻഡിവിജ്വൽ നമ്പർ ചേഞ്ച് ചെയ്യാം, അന്യൂപ്ലോയിഡ് എന്ന് പറയും. അന്യൂപ്ലോയിഡിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ അല്ലെ. ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. മെയിലില് ഒരു എക്സ് ക്രോമസോം അധികം വരാം, മെയിലിന് ഫെമിനിൻ ക്യാരക്ടർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താണ്? ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും അല്ലെ, ഗൈനക്കോമാസ്റ്റിയ. മറ്റൊന്ന് ഡൗൺ സിൻഡ്രോം. എന്താണ്? 21st ക്രോമസോമിന്റെ ട്രൈസോമിയാണ്. അവിടെയും ട്രൈസോമിയാണ്. 21st ക്രോമസോം ഒരു കോപ്പി അധികം ഉണ്ടാവാം. ട്രൈസോമി ഓഫ് 21st ക്രോമസോം. കാരിയോടൈപ്പ് എങ്ങനെ ഉണ്ടാവും? 44 ഓട്ടോസോം ആണ്. ഓട്ടോസോമില് 44 അല്ല, 45 ഓട്ടോസോം ഉണ്ടാവും അല്ലെ. 45 ഓട്ടോസോം ഉണ്ടാവും. പ്ലസ് XX ആയിരിക്കും അല്ലെങ്കിൽ XY ആയിരിക്കും. ആണിനോ പെണ്ണിനോ വരാം. 45 ആവും. 44 ഉള്ളത് 45 ആവും. അതാണ് ഡൗൺ സിൻഡ്രോം. നെക്സ്റ്റ് ടേണർ സിൻഡ്രോം എന്താണ്? ലാക്ക് ഓഫ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ. ലാക്ക് ഓഫ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ. അതായത് 44 ഓട്ടോസോം പ്ലസ് X0. ഇതാണ് ടേർണർ സിൻഡ്രോം. 45 ഓട്ടോസോം പ്ലസ് XXY. ഇതാണ് ഡൗൺ സിൻഡ്രോം. ദെൻ 44 ഓട്ടോസോം പ്ലസ് XXY. ഇതാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം അല്ലേ. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ആർക്കാണ്? ഫീമെയിലിന് ഒരു എക്സ് ക്രോമസോം കുറയാണ്. അപ്പോൾ ഫീമെയിൽ എന്താവും? സ്റ്റെറൈൽ ഫീമെയിൽ ആവും. സ്റ്റെറൈൽ ഫീമെയിൽ, റുഡിമെന്ററി ഓവറി. സ്റ്റെറൈൽ ഫീമെയിൽ വിത്ത് റുഡിമെന്ററി ഓവറി ആണ്. ആൻഡ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം നമ്മൾ പറഞ്ഞു ഗൈനക്കോമാസ്റ്റിയ പോലുള്ള ഫെമിനിൻ ക്യാരക്ടേഴ്സ് മെയിലിന് വരും. ആൻഡ് ഡൗൺ സിൻഡ്രോത്തിൽ നമുക്കറിയാം ഒരുപാട് അല്ലെ, മംഗോൾസ് എന്ന് പറയും. ഷോർട്ട് സ്റ്റാച്ചോർഡ് ആയിരിക്കും, റൗണ്ട് ഫേസ് ആയിരിക്കും, ഫറോഡ് ടങ് ആയിരിക്കും, പാർഷ്യലി ഓപ്പൺ മൗത്ത് ആയിരിക്കും അല്ലെ, പാം ക്രീസസിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഫൈനലി ഫിനൈൽ ക്യൂറ്റനൂറിയ ഈസ് എ ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ്. അപ്പൊ 3 ഡിസോർഡർ പഠിച്ചിരിക്കണം. ഏതാണ്? ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. അതിന്റെ കാരിയോടൈപ്പ്, അതിന്റെ സിംറ്റംസ് എന്തായാലും പഠിച്ചിരിക്കണം. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. അന്യൂപ്ലോയിഡി, ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോമ, XXY. എന്താ അതിന്റെ പേര്? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഇനി ഇവിടെ ടേണർ സിൻഡ്രോം X0. ഇറ്റ് ഈസ് മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്. ഇറ്റ് ഈസ് മോണോസോമി ഓഫ് എക്സ് ക്രോമസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. ഓക്കെ, സെക്സ് ക്രോമസോമിന്റെ മോണോസോമിയാണ് ഇൻ ദ ടേണർ സിൻഡ്രോം. അപ്പോൾ അത് മൂന്നും പഠിക്കണേ. ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഓക്കെ, സോ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒന്ന് മോണോ ഹൈബ്രിഡ് ആണ്. മോണോ ഹൈബ്രിഡിന്റെ ജിനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ. മറ്റൊന്ന് ടെസ്റ്റ് ക്രോസ് ആണ്. പിന്നെ മെൻഡലിന്റെ 3 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ.
ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മൂന്നാമത് ഡൈഹൈബ്രിഡ് ക്രോസ്, അത് നമ്മൾ ഫിനോട്ടിപ്പിക് റേഷ്യോ മാത്രം പഠിക്കുക, 9:3:3:1. ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടല്ലേ, XX XY, XX X0, ZZ ZW, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ്. ഇതാണ് എന്താ സെക്സ് ഡിറ്റർമിനേഷൻ 4 ടൈപ്പ്, 1, 2, 3, 4. ഓക്കെ. ആൻഡ് ഫൈനലി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഡ്രോസോഫിലിന്റെ 4 ക്യാരക്ടേഴ്സ്. എന്തുകൊണ്ട് ഡ്രോസോഫിലിന്റെ എക്സ്പെരിമെന്റ് ചൂസ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ ഉണ്ട്, കളർ ബ്ലൈൻഡ്നസ് ഉണ്ട്, താലസീമിയ ഉണ്ട്, ഫിനൈൽ ക്യൂട്ടോറിയ ഉണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടത് ക്രോമസോമൽ ഡിസോർഡർ ആണ്, ടേണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ക്രിസ്മസ് എക്സാം ആണ്. ബിക്കോസ് ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും വെയിറ്റേജ് കുറവാണ് ഈ എക്സാമിന്. മെയിൻ വെയിറ്റേജ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, പിന്നെ എവല്യൂഷൻ, പിന്നെ ഹെൽത്ത് ആൻഡ് ഡിസീസും ആണ്. ഓക്കെ. അപ്പോൾ ആ 3 ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുക. ബാക്കി ചാപ്റ്റർ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവുക. ദെൻ ഇറ്റ് ഈസ് 30 out of 30 in zoology, 30 + 30 60 out of 60 in biology. അപ്പോൾ നമ്മൾ നാളെ എന്ത് ചെയ്യണം, എക്സാം പേപ്പറിൽ നമുക്ക് 60 out of 60 കിട്ടണം. കിട്ടില്ലേ? അപ്പോൾ എല്ലാവരും നാളെ അടിച്ചു പൊളിച്ച് എക്സാം ചെയ്തിട്ടോ. സോ നമുക്ക് അത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു ലൈവിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ലൈവ് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇത്രയും നേരം ഈ ലൈവിൽ ആക്റ്റീവായിട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നസ്രീൻ, റിൻഷ, അതുപോലെ റിൻഷ, Aegon is love, Aegon is fire. Okay, Nazrin, okay, all of you എല്ലാവർക്കും എൻ്റെ വക ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകുന്നതായിരിക്കും അല്ലേ, എക്സാമിന് പോകുന്ന തൊട്ട് മുന്നേ ഒരു ബൂസ്റ്റിംഗ് അപ്പ് സെഷൻ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. ദാറ്റ്സ് ഓൾ, ബൈ. ഓക്കെ.